വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്വവർഗ വിവാഹം എന്നുള്ളത്. ഏറെ നാളായി, അതായത് 2023 ഏപ്രിൽ മുതൽ തുടങ്ങിയൊരു വാദമാണ്. 10 ദിവസങ്ങളിലായിട്ട് മാത്രമാണ് വാദം കേട്ടതെങ്കിലും ഏകദേശം 40 മണിക്കൂറിലേറെ വാദം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വിഷയത്തിൽ വാദം കേൾക്കുന്നത്. മുതിർന്ന അഭിഭാഷകരായ മുകുൾ റോത്തഗി, അഭിഷേക് മനു സിംഗ്വി, രാജു രാമചന്ദ്രൻ തുടങ്ങിയവർ വിഷയത്തിൽ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരാകുന്നുമുണ്ട്. അത്തരത്തിലേറെ ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ കൂടി ശ്രദ്ധ നേടുന്ന ഒരു വിഷയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എന്ത് വിധി വന്നാലും അതെല്ലാം ഇതിനകത്ത് സുപ്രധാനമായി തന്നെ വേണം കണക്കാക്കാനായിട്ട്. ഇതിൽ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന വാദങ്ങൾ ഏത് തരത്തിലാണ്? അതിനുള്ള ഒരു നിയമസാധുത നൽകരുത് എന്നുള്ളൊരു വാദം നടന്നിരുന്നുവല്ലോ. അതിൽ എത്രത്തോളം പ്രതീക്ഷയായിരിക്കും ആ വിഭാഗം വെക്കുന്നത്? ഇനി അതല്ല, നേരത്തെ അശ്വിനി പറഞ്ഞതുപോലെ ലോകം മുഴുവൻ നോക്കി ഇരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാകുന്ന ഒരു വിധിയിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ, സമൂഹത്തിൻ്റെ മാറ്റം കൂടി കണ്ടുകൊണ്ട് ഈ ബെഞ്ച് എത്തരത്തിലൊരു വിധിയിലേക്ക് കടക്കാനായിരിക്കും സാധ്യത? ധനിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇതിൽ വാദം കേൾക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് പുറമെ സഞ്ജയ് കിഷൻ കൗൾ, SR ഭട്ട്, ഹിമ കോഹ്ലി, PS നരസിംഹ എന്നിവരാണ് ബെഞ്ചിലുള്ളത്. ഇതിൽ DY ചന്ദ്രചൂഡിൻ്റെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്കത് എടുത്ത് പറയേണ്ടതാണ് ഈ സാഹചര്യത്തിൽ. കാരണം 2018 സ്വവർഗ രീതി അനുകൂലമാക്കിയ സുപ്രീം കോടതി വിധി പറഞ്ഞ ബെഞ്ചിലെ ഒരു അംഗമായിരുന്നു ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാദങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ ഈ ബെഞ്ചിന്റെ നിലപാടുകൾ. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് പത്മ ലക്ഷ്മി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി പത്മ, സ്വവർഗ വിവാഹം അതിന് നിയമസാധുത നൽകണമെന്ന വളരെ സുപ്രധാനമായ ഹർജിയിലാണ് ഇന്ന് വിധി വരാനിരിക്കുന്നത്. എന്താണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടി ഒറ്റുനോക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഈ കേസിന്റെ തുടക്കം മുതൽ, അതായത് 10 ദിവസത്തെ ഒരു മാരത്തോൺ ആയിട്ടുള്ള ഒരു വാദമായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട 5-അംഗ ബെഞ്ചാണ് അത് കേട്ടത്. ഈ ഒരു ദിവസത്തിൽ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നതിന്റെ കാരണം അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരിക്കലും തിയറിറ്റിക്കൽ ഇഷ്യൂസ് അല്ല, അത് ഞങ്ങളുടെ ലൈഫാണ്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് മാറ്റർ. ഏകദേശം 18 സെയിം സെക്സ് കപ്പിൾസ് ആണ് സുപ്രീം കോടതിനകത്തേക്ക് മൂവ് ചെയ്തത്. ഇതിലെന്താണ് പരിശോധിക്കുക? ഈ വ്യക്തി നിയമങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേക വിഭാഗത്തിലെ വകുപ്പുകളിൽ മാറ്റം വരുത്തിയുള്ള വിധിയായിരിക്കുമോ വരിക? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ അനുകൂലമായിട്ടുള്ള കാര്യം. ഒരു അഭിഭാഷക എന്ന നിലയിൽ കോടതി വിധി വരാൻ വേണ്ടി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന സമയത്ത് ഞാൻ മുൻകൂട്ടി യാതൊരുവിധ പ്രവചനങ്ങളും നടത്താനുള്ള അധികാരം എനിക്കില്ല. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായ വാദങ്ങളിനകത്ത് വ്യക്തമായി തന്നെ നമ്മൾ എടുത്ത് ആർഗ്യൂ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് ഇത്. India is a marriage-based culture, and that LGBT couple should be granted the same right as any heterosexual couple, such as status of the spouse in financial, banking, insurance issues, medical, end-of-life insurance, inheritance, succession, even adoption and surrogacy. ഇതേപോലൊരു കേസ് നമ്മളുടെ കേരള ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. ഇതുപോലെയല്ല, ഏകദേശം സമാനമായിട്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ട്രാൻസ്പാരന്റിങ്, സഹദാൻ ചെയ്യാം. ആ കേസിനകത്തും നമ്മള് പ്രധാനമായിട്ടും, അതായത് ആ കേസിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ, ഫാദർ ആൻഡ് മദർ എന്നതിന് പകരം ബ്ലാക്ക് ലോ ഡിക്ഷണറിയിൽ പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെടുവിച്ച ഒരു വിധിയിൽ ബ്ലാക്ക് ലോ ഡിക്ഷണറിയിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പാരന്റ്, ദാറ്റ് മീൻസ് ദ ഫാദർ ആൻഡ് മദർ both are included. അതൊരു ഒരു യൂണിസെക്ഷൽ വേർഡ് അല്ലേ പാരന്റ് എന്ന രീതിയിൽ വ്യക്തമായി പറയുന്നു. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. നമ്മുടെ ആവശ്യവും അത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു മാർഗരേഖയുണ്ടോ? അപ്പൊ കുട്ടികളെ ദത്തെടുക്കുകയാണെങ്കിൽ പോലും അതിനൊരു മാർഗരേഖ അതെല്ലാം നമുക്ക് ഇന്നത്തെ അതാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സമാനമായി സഹദിന്റെയും സിയുടെയും കേസാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു കേസായിട്ട് ഞാൻ ഇതിനെ ഉപമിക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പാരന്റ് എന്നൊരു വാക്കാണ്. സോ അപ്പോൾ പോലും
നമ്മൾ ഈ ഒരു വിധിയിൽ നിന്നായിരിക്കാം ഇനിയുള്ള പലതും മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ പത്മ, ഈ സവർഗ വിവാഹം നിയമപരമാക്കാതെ തന്നെ ഈ പങ്കാളികൾക്ക് പല ആനുകൂല്യങ്ങളും ഉറപ്പാക്കുക എന്നൊരു നിർദ്ദേശം കോടതി നേരത്തെ വെച്ചിരുന്നല്ലോ. അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? അതിനോട് എനിക്ക് വിയോജിപ്പുള്ള വ്യക്തിയാണ്. കാരണം ഞാൻ ഓൾറെഡി തന്നെ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ അതായത് ഈക്വലന്റ് ആണ്. ഇത് ഇന്ത്യ മാരേജ് ബേസ്ഡ് കൾച്ചറാണ്. സോ കപ്പിൾ ഷുഡ് ബി ഗ്രാൻഡഡ് സെയിം റൈറ്റ് ആസ് എ ഹെറ്ററോസെക്ഷൽ കപ്പിൾ. എന്തിനാണ് ഒരു വേർതിരിവ്? എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന, സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യ. അപ്പോഴല്ലേ നമ്മളെല്ലാവരും ഈക്വലന്റ് ആവുന്നുള്ളൂ, ആർട്ടിക്കിൾ 14 ഒരു അർത്ഥം വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇവർക്ക് മാത്രം ഞങ്ങൾ പ്രത്യേക റൈറ്റ് തരാം എന്ന് പറയുന്നതിനോട് എങ്ങനെ യോജിക്കാൻ സാധിക്കുന്നു? എനിക്കറിയില്ല. പാർലമെന്റ് ഈ വിഷയം എങ്ങനെ എടുക്കുമെന്നാണ്, അല്ലെങ്കിൽ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് ഈ വിഷയത്തിനോട് ആദ്യം മുതലേ ബഹുമാനപ്പെട്ട അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്റ്റാൻഡിനോട് 100% യോജിപ്പുള്ള വ്യക്തിയാണ് ഞാൻ. അവർ എതിർ സത്യവാങ്മൂലം കൊടുത്തു എന്നാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയും എല്ലാം തന്നെ നമ്മൾക്ക് വ്യക്തമാക്കാൻ, അതായത് നമുക്ക് മനസ്സിലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ പൂർണ്ണമായിട്ടും വിയോജിപ്പ്, ശക്തമായി തന്നെയുള്ള വിഷമവും ഞാൻ രേഖപ്പെടുത്തിയ വ്യക്തിയാണ്. അതിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുക. അത് കേന്ദ്രം മാത്രമല്ല, കേരളത്തോട് അഭിപ്രായം ചോദിച്ചപ്പോൾ കേരളം പോലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അറിയിച്ചിട്ടില്ല പല സംസ്ഥാനങ്ങളും. തീർച്ചയായിട്ടും അതിനകത്ത് പൂർണ്ണമായിട്ടും യോജിപ്പും വിഷമവും ഞാൻ രേഖപ്പെടുത്തിയ വ്യക്തിയാണ്. 99.9% ആളുകൾക്കും ഇതിനോട് വിയോജിപ്പാണെന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ ലൈവ് വായിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ ആ സമയം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അപ്പൊ ബാക്കി ആ 1% ആണോ ഞങ്ങളെല്ലാവരും എന്ന് ചോദിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഈ മതപരമായിട്ട് ഇപ്പൊ ജമാഅത്തിനെയും ഇല്ലെങ്കിൽ ഈ സന്യാസി, അഖിലേന്ത്യാ സന്യാസി ആ ടീമൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താൻ കൂടിയായിരിക്കും സ്റ്റേറ്റുകൾ ഇതിൽ നിലപാടെടുക്കാത്തത്. പക്ഷെ കൃത്യമായി പാർലമെന്റിൽ ഈ വിഷയം ശരിയായ രീതിയിൽ ചർച്ച ചെയ്യുകയും തീരുമാനത്തിലേക്ക് കടക്കേണ്ടതുമില്ലേ? തീർച്ചയായിട്ടും കടക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഇതൊരു വിഷയം ഒരു എന്താ പറയാ വോട്ട് ബാങ്കായിട്ട് മാത്രം കാണരുതെന്നാണ് ഒരു എന്താ പറയാ എന്റെ ഒപ്പീനിയൻ. അങ്ങനെയാണ്. ഒരിക്കലും ഇതൊരു വോട്ട് ബാങ്കായിട്ട് നിങ്ങൾ കാണരുത്. കാരണം ഇവിടെ ജീവിക്കുന്ന കുറെ മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വാദിക്കുന്നത്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കുട്ടി ആക്ച്വലി ആ ഒരു ബേബിയുടെ റൈറ്റ്, അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു പാർട്ട്ണറിന് വേണ്ടി ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല, റെന്റൽ അക്കോമഡേഷൻ കിട്ടില്ല. അങ്ങനെ അതായത് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റില്ല പാർട്ട്നേഴ്സിന്. പിന്നെ മീൻസ് ഒപ്പമുള്ള പാർട്ട്ണറിന്റെ മരണശേഷം ആ സ്വത്തുക്കളുടെ കാര്യം, 1000 പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരിക്കലും ഒരു ഇലക്ഷൻ, ഒരു വോട്ട് ബാങ്ക് ബേസ് ചെയ്തുകൊണ്ട് അത്തരം രീതിയിലേക്ക് ഒരിക്കലും ആ രീതിയിലത്തെ ഒരിക്കലും കടക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവിതമായി കാണുക. വർമ്മ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ ഒരു കണ്ണാടി ഷുഡ് ബി നല്ലോണം തിളങ്ങുന്നതായിരിക്കണം. ആ കണ്ണാടിയിൽ ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു തിളങ്ങുന്ന കണ്ണാടിയുള്ള ഒരു സുദിനമായി മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്ന വിധി ഉണ്ടാകട്ടെ. താങ്ക് യു ഞങ്ങളോട് ഈ സമയത്ത് സംസാരിച്ചതിന്. അശ്വിനി വീണ്ടും ചേരുന്നുണ്ട്. അശ്വിനി, എപ്പോഴായിരിക്കും കോടതി വിധി പറയുക? ധന്യ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ വിധി പ്രസ്താവിക്കും. കാരണം വാദങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇതിൽ നിന്ന് വിധി പ്രസ്താവിക്കുക മാത്രമാണ് ബാക്കിയുള്ളത്. നേരത്തെ നമ്മൾ ചർച്ചയിൽ കേട്ടിരുന്നു പത്മലക്ഷ്മി ഉന്നയിച്ച ചില വാദങ്ങൾ. അത് തന്നെയാണ് ഇതിനകത്ത് അവർ എടുത്തു പറയുന്നത്. അതുൾപ്പെടെ ചില പ്രശ്നങ്ങൾ, ഇപ്പം വിധി അനുകൂലമായി വന്നാൽ പോലും പല നിയമങ്ങളിലും മാറ്റങ്ങളടക്കം വരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് 1954 ഹിന്ദു മാരേജ് ആക്ട്, അത് പ്രകാരമാണ് ഇത്തരത്തിലൊരു ഹർജി ഇവർ നീക്കിയിട്ടുള്ളത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പുരുഷനും സ്ത്രീയും അടങ്ങുന്ന ദമ്പതികൾ എന്നാണ്. അതിനകത്ത് 4-ാം വകുപ്പിൽ അതിൽ വിവക്ഷിക്കുന്നത്. അതിൽ സ്ത്രീയും പുരുഷനും എന്നത് മാറ്റിയിട്ട്
അല്ല സ്ത്രീ ഭാര്യയും ഭർത്താവും എന്നാണ് വിവക്ഷിക്കുന്നത്. അതിൽ സ്ത്രീയും പുരുഷനുമെന്നാക്കണമെന്നാണ് ഇപ്പോൾ ഇവർ വാദം ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം. അതടക്കം മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിയമത്തിലടക്കം വലിയ മാറ്റങ്ങളായിരിക്കും വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിനെ എതിർക്കുന്നത്. കാരണം ഇത് പാർലമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു വിഷയമാണ്. കാരണം നിയമത്തിലടക്കം മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പാർലമെന്റ് വകുപ്പിനകത്തോട്ട് കയറി കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇടപെടാൻ പാടില്ല എന്നൊരു വാദമാണ് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, വരേണ്യ വർഗത്തിന്റെ അർബൻ എലീറ്റിസ്റ്റുകൾക്ക് ഇടയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ഇതാണ്, അതായത് സ്വവർഗ ലൈംഗികത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവശ്യം എന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇതിന് നിയമസാധുത നൽകുന്നത് പരമ്പരാഗത കുടുംബ സങ്കല്പങ്ങൾക്കൊക്കെ എതിരാണ് എന്നാണ് കേന്ദ്രത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് പത്മ പറഞ്ഞതുപോലെ അവിടെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനിയിപ്പം കോടതിയിൽ നിന്ന് എന്ത് വിധി വന്നാലും എങ്ങനെയായിരിക്കും കേന്ദ്രം അതിനെ കൈകാര്യം ചെയ്യുന്നത്? ധനിയ ഈ പറഞ്ഞതുപോലെയാണ്. കാരണം സുപ്രീം കോടതി ഇതിൽ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കുകയാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ടിലടക്കം മാറ്റങ്ങൾ വേണ്ടിവരും. കാരണം അതിനകത്ത് ദമ്പതികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും എന്നുള്ളത് ചേർന്നിട്ടാണ്, അതായത് ആ സങ്കല്പമാണ്. അപ്പം അതിന് മൊത്തത്തിൽ ഒരു ഉടച്ചുവാർക്കൽ ആവശ്യമുണ്ട്. കാരണം അതിൽ പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ വ്യക്തികൾ എന്ന രീതിയിൽ അതിനെ പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഇതിനകത്ത് വരുന്നുണ്ട്. അതടക്കം മാറ്റിയാൽ മാത്രമേ ഇതൊരു നിയമ സാധുത ഇതിനെ കൈവരികയുള്ളൂ. അതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അതിനുശേഷം പല നിയമവ്യവസ്ഥകൾ, അതായത് ദത്തെടുക്കൽ നിയമം, അതുപോലെ തന്നെ സ്വത്ത് അവകാശത്തിന്റെ വിഷയം, പിന്നെ ഇൻഷുറൻസ് അടക്കമുള്ള വിഷയങ്ങൾ, ഇതിനകത്തെല്ലാം ഈ ഒരു മാറ്റം ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദമ്പതികളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വത്ത് ആർക്ക് പോകണം, കുട്ടിക്ക് നൽകുന്നതിനകത്ത് അടക്കമുള്ള വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതിനെയാണ് ഈ കുടുംബ വ്യവസ്ഥിതിയെ തകർക്കും എന്നുള്ള കേന്ദ്രത്തിന്റെ നിരീക്ഷണം തന്നെയാണ് ഇവിടെ വലിയ അപകടം. അത് ആരെ ഭയന്നുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ, ആദ്യമായിട്ടല്ല കേന്ദ്രം അത് പറയുന്നത്. പക്ഷേ എന്തായിരിക്കും നിലപാട് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇതുമായി ബന്ധപ്പെട്ട്, വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങളിലേക്ക്. The queer community, the LGBTIQ people in this country are expecting a positive verdict. It is not because of the societal acceptance. It is only because of the constitutional support that we had throughout our life in India. We know in this case, especially the Union Ministry and many other state governments and many religious fundamentalists opposed us without any reason. So we expect a positive, but not in a high tone. I'm not saying there will be a completely agreeing queer friendly verdict will be is coming. So the current Supreme Court ruling which is about to come is of a concern for all of us, because when we think from the perspective of each individual, yes, they are dignified individuals, but then when you try to create an order outside of the vested interest of a very minority group of people, then that causes issues. Why? Because we know that out of natural order, when we look the natural order, the love making or sexual intercourse is for love and procreation. ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പങ്കുവെക്കുകയും ലീഗിനെതിരെയുള്ള വികാരം പങ്കുവെക്കുകയും ചെയ്യും. ഇത് ഈ വിഷയം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ലീഗ് ഇക്കാര്യത്തിൽ സമവായ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന സന്ദേശമാണ് ഈ ജിഫ്രി തങ്ങളുടെ വാക്കുകൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ PM.A. സലാമിന്റെ വാക്കുകളാണ്. PM.A. സലാം തട്ടം വിവാദത്തിൽ തുടങ്ങിവെച്ച അദ്ദേഹം പരോക്ഷമായി നടത്തിയ വിമർശനമാണ് ഇന്നിപ്പോൾ ഈ സമസ്തയെ ലീഗിനെയും ഇത്രയും വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ നടത്തിയ അഭിമുഖങ്ങളിൽ PM.A. സലാം മാത്രമല്ല, ലീഗിലെ പല നേതാക്കളും സമസ്തയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് സമസ്ത നേതാക്കൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരാൾ തുടങ്ങി വെച്ചത് മറ്റുള്ളവർ ഏറ്റുപിടിച്ച് പോകുന്ന ഒരു സാഹചര്യം, ഇതിനൊക്കെ തന്നെ വഴിവെച്ചത് ലീഗിനേക്കാൾ ഈ CPM-നോട് ഇടതുപക്ഷത്തോട് സമസ്ത അടുക്കുന്നോ എന്ന ഒരു ചിന്ത ലീഗ് നേതാക്കളിൽ വന്നതാണ്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സമസ്തയ്ക്കെതിരെ ഇത്തരത്തിൽ പരോക്ഷമായ പരിഹാസങ്ങളും വിമർശനങ്ങളൊക്കെ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിനുള്ള മറുപടി സമസ്ത അധ്യക്ഷൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഭരിക്കുന്നവരോട് എപ്പോഴും അടുപ്പം സൂക്ഷിക്കുക എന്നാണ് സമസ്തയുടെ നിലപാട്, നയം. അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അത് ആരും വിമർശിച്ചുകൊണ്ട് മാറില്ല എന്ന സമസ്തയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു വെടിനിർത്തൽ വേണമെങ്കിൽ സമസ്തയും
ലീഗും നേതാക്കൾ തമ്മിലുള്ള ചർച്ച തന്നെ വേണം. ഒരുപക്ഷെ സലാമിനെതിരെ നടപടി വേണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടേക്കും, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്താൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടേക്കും. അത്തരത്തിലുള്ള സമസ്തയുടെ നിലപാടുകളോട് ലീഗ് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ടത്. നേരത്തെ തന്നെ നമുക്കറിയാം, ലീഗിലെ എല്ലാവരും സമസ്തയിലെ വിമർശനങ്ങളെ കേട്ടിരിക്കുന്നവരല്ല. ലീഗിന്റെ നിലപാടുണ്ട്. അത് സമസ്ത ഈ ഇടതുപക്ഷവുമായി എടുക്കുന്നതിന് ഒരിക്കലും ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ലീഗ് നേതാക്കൾ പരസ്യമായും രഹസ്യമായും പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ സമസ്തയ്ക്കെതിരെ പരിഹാസവും വിമർശനവും ഒക്കെ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊരു പറഞ്ഞു തീർക്കേണ്ട സമവായത്തിൽ എത്തേണ്ട വിഷയം തന്നെയാണ്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ലീഗിന് ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവും മുന്നറിയിപ്പുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് വലിയ വിമർശനം ലീഗിനെതിരെ ഉന്നയിക്കുന്നത്. പറയാനുള്ള വിമർശനങ്ങളെല്ലാം കടന്നൽ ചരിത്രവിധി ഇന്ന് ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. സ്വവർഗ വിവാഹ ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ്. അശ്വിനി ചേരുന്നുണ്ട്. അശ്വിനി, ഇവിടെ ഈ സ്വവർഗ വിവാഹം അത് നിയമപരമാക്കുക എന്നുള്ളതിനോട് വലിയൊരു വിഭാഗം അതിനെതിരാണ്. അത് സമൂഹത്തിന്റെ പൊതുചിന്തയ്ക്കെതിരാണെന്നാണ് കേന്ദ്ര സർക്കാരും കോടതിയിൽ വാദിച്ചിരുന്നത്. പക്ഷേ DY ചന്ദ്രചൂഡിനെ പോലെയുള്ള ജഡ്ജിമാർ നേരത്തെ ഇതിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു രീതിയിൽ ഇവരെ അനുകൂലിക്കുന്ന തരത്തിലൊക്കെ പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പം എന്ത് പ്രതീക്ഷയാണ് പൊതുവെ ഈ വിഭാഗം പ്രതീക്ഷിക്കുന്നത്? അത്തരത്തിൽ കോടതിയിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലാക്കി ഒരു വിധി വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ DY ചന്ദ്രചൂഡ് അടക്കമുള്ള നിയമ വിദഗ്ധർ ഇതിൽ ഈ വാദത്തിനിടെ നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ് ഇതിൽ ഈ ക്യൂർ വിഭാഗത്തിനടക്കം ഒരു പ്രതീക്ഷ നൽകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാദത്തിൽ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്ന വിഷയമായിരുന്നു ഇത് നഗര കേന്ദ്രീകൃത വരേണ്യ വർഗത്തിന്റെ കാഴ്ചപ്പാട് മാത്രമാണെന്നായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിച്ചത്. ഇതിനെ കൃത്യമായ സ്ഥിതി വിവര കണക്കുകളില്ലാതെ ആരോപിക്കാനാവില്ലെന്ന് ഈ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ വരേണ്യരുടെ മാത്രം വിഷയമല്ലെന്ന് വ്യക്തമാക്കാൻ ഹർജിക്കാരിൽ ഒരാളായ സൈനബ് പട്ടേലും തന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി നിലപാട് അറിയിച്ചിരുന്നു. കാരണം തെരുവിലടക്കം ഭിക്ഷയാചിക്കേണ്ടി വന്ന സൈനബ് പട്ടേൽ തന്റെ ദുരവസ്ഥകളെല്ലാം കോടതിയിൽ വിവരിച്ചുകൊണ്ട് ഇതിനെതിരെ നിലപാടുകളെല്ലാം വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ എടുത്തു പറയേണ്ടത് DY ചന്ദ്രചൂഡിന്റെ ഒരു നേരത്തെയുള്ള ബെഞ്ചിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഇടപെടലായിരുന്നു. കാരണം ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്ത് നിയമനിർമ്മാണം നടക്കണമെന്ന സോളിസിറ്റർ ജനറലിന്റെ നിലപാടാണെന്ന് DY ചന്ദ്രചൂഡ് തിരുത്തിയത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് സുപ്രീം കോടതിയിൽ. ഇല്ലെങ്കിൽ ഇത് പണ്ടേ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇല്ലാതായി പോകുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഈ കേസ് നിലനിൽക്കാൻ തന്നെയുള്ള കാരണം. അങ്ങനെ നേരത്തെ നമ്മൾ നേരത്തെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചതുപോലെ അവർക്കൊന്നും ഈ കാര്യത്തിൽ പാർലമെന്റിൽ യാതൊരു വിശ്വാസവും ഇല്ല എന്നിടത്ത് നിൽക്കുമ്പോൾ ഏത് തരത്തിൽ കോടതി മൂവ് ചെയ്യും, ഇല്ലെങ്കിൽ വിധി വരും എന്നുള്ളതാണ്. ധന്യ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഇതിനകത്ത് കോടതിയുടെ ഒരു അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ പാർലമെന്റ് അടക്കമുള്ള നിയമനിർമ്മാണ സഭകളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയായിരിക്കും നടപ്പിലാകുക. അതിൽ പറയുന്നത് കോടതി ഇടപെടുന്നതിനെ കേന്ദ്ര സർക്കാർ എതിർക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് വിവാഹങ്ങൾ നിയമവിധേയമാക്കാനുള്ള അധികാരം നിയമനിർമ്മാണ സഭകൾക്കാണ്, കോടതിക്ക് അതിനുള്ള അധികാരം ഇല്ല എന്നാണ് ഭരണഘടന ബെഞ്ചിന് മുന്നിൽ മുകുൾ റോത്തഗിയല്ല ഭരണഘടന മുമ്പാകെ കേന്ദ്ര സർക്കാർ വാദിച്ചത്. സ്വവർഗ വിവാഹങ്ങൾ കോടതി നിയമവിധേയമാക്കരുതെന്നും ഇക്കാര്യത്തിൽ തീരുമാനം പാർലമെന്റിന് വിടണമെന്നും കേന്ദ്രം കോടതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി വാദത്തിനിടെ. എന്നാൽ ഇതിനെയെല്ലാം പാടെ തള്ളുന്ന നിലപാടാണ് ഭരണഘടനാ ബെഞ്ച് കൈക്കൊണ്ടിട്ടുള്ളത് വാദത്തിലുടനീളം. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷ നമുക്ക് വെക്കാം എന്നൊരു ഇതിൽ. ഈ വരേണ്യവർഗത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത് എന്നൊരു എതിർ സത്യവാങ്മൂലം കൂടി ആ സമയത്ത് കേന്ദ്രം നൽകിയിരുന്നു. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുമ്പോൾ ചില സംഘടനകൾ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിരുന്നു. അപ്പം അതുകൂടിയൊക്കെ പരിഗണിച്ചില്ലെങ്കിൽ ആ വാദങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷകൾ, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളുടെ റിയാക്ഷൻസ് നമ്മൾ നേരത്തെ കേട്ടതാണ്. അപ്പം എന്ത് പ്രതീക്ഷയാണ് നിലവിൽ നമ്മളെപ്പോലൊരു രാജ്യത്ത് നിന്നുകൊണ്ട് ഇത് നേടിയെടുക്കാം, ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു അവർക്ക് വലിയ പ്രതീക്ഷയേകുന്ന ഒരു വിധിയിലേക്ക് കടക്കും എന്നുള്ള പ്രതീക്ഷകളാണോ അവർ നേരത്തെ പങ്കുവച്ചിരുന്നത്?
അത് തന്നെയാണ്, അങ്ങനെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം മിക്കവാറും ഉള്ള മതസംഘടനകൾ, അതായത് ജമാഅത്ത് ഉലമ, അതുപോലെ തന്നെ സന്യാസി സംഘടനകൾ, മറ്റ് ജാതി സംഘടനകളെല്ലാം ഇതിനെ എതിർത്തുകൊണ്ട് ഇതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാം നിലപാടുകൾ വളരെ ഇതിനെ എതിർത്തുകൊണ്ടുള്ള, സ്വവർഗ വിവാഹത്തിനെ എതിർത്തുകൊണ്ടുള്ളതാണ്. കാരണം ഇതൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ള സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ സംസ്കൃതി എന്നുള്ളതിൻ്റെ അതിൽ ഓർത്തഡോക്സ് ചിന്താഗതിയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ളൊരു വാദങ്ങളാണ് ഇവരെല്ലാം ഉന്നയിക്കുന്നത്. കാരണം വിവാഹം എന്നത് രണ്ട് ലിംഗക്കാർ തമ്മിലുള്ളതാണ്, അല്ലാതെ ഒരേ ലിംഗക്കാർ തമ്മിലുള്ളതല്ല. കാരണം വിവാഹത്തിൻ്റെ ഒരു ശേഷിപ്പുകൾ എന്ന് പറയുന്നത് കുട്ടികളും അതുപോലെ തന്നെയുള്ള സന്തതി പരമ്പരകളും ഒക്കെയാണ്. ഇതുണ്ടാകണമെങ്കിൽ രണ്ട് ലിംഗക്കാർ തമ്മിലുള്ള വിവാഹം ഉണ്ടായാൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇതെല്ലാം എത്രത്തോളം കോടതി അംഗീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഇന്ത്യ മാത്രമല്ല, ഇത് പല രാജ്യങ്ങളിലും, പല വിദേശ രാജ്യങ്ങളിലടക്കം ഇത്തരം സ്വവർഗ വിവാഹത്തിനെ എതിർക്കുന്ന ഒരു നിലപാടുകളുണ്ട്. കേവലം 34 രാജ്യങ്ങൾ മാത്രമാണ് ഇതുവരെ സ്വവർഗ വിവാഹത്തിനെ അനുകൂലിച്ച് നിയമം പാസ്സാക്കിയിട്ടുള്ളത് എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഇത്രയധികം രാഷ്ട്രങ്ങളുള്ള സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഇത്രയധികം രാഷ്ട്രങ്ങൾ, പുരോഗമന ചിന്താഗതിയുള്ള പല രാഷ്ട്രങ്ങളിൽ പോലും ഈ ഇത്തരം വിവാഹത്തിന് അനുമതി നൽകിയിട്ടില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ശരി അശ്വിനി, ഇപ്പോൾ അതീഷ് അഗർവാളിന്റെ പ്രതികരണം കേൾക്കാം. This granting this permission will be very bad. This will be not in accordance with our system prevalent in India. हिंदुस्तान का एक अलग मेंटेलिटी है, यहाँ के अलग कायदे कानून हैं, और सुप्रीम कोर्ट को ये तो कानून बनाना इस तरीके का बहुत गलत होगा, क्योंकि कानून बनाने का काम भारत की जो इलेक्टेड पार्लियामेंट है उसका है. सुप्रीम कोर्ट को एग्जीक्यूटिव और लेजिस्लेचर के काम में इंटरफेरेंस नहीं करना चाहिए, ये मैं मानता हूँ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എല്ലാവരെയും കടന്നൽ കടിച്ച ശേഷം കൂടിന് തീ കൊടുത്തിട്ട് കാര്യമില്ലെന്നും ജിഫ്രി തങ്ങൾ തുറന്നടിച്ചു. സമസ്തയെ പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഇനി പറയരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. PMA സലാം ഉയർത്തിയ വിമർശനങ്ങളെ പരോക്ഷമായി വിമർശിച്ചായിരുന്നു ജിഫ്രി തങ്ങളുടെ വാക്കുകൾ. തീർച്ചയായും ഈ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല, അത് എരിഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് സമസ്തയുടെ ബഹുമാനനായ അധ്യക്ഷൻ മുത്തു ജിഫ്രി തങ്ങളുടെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് ആദ്യമായാണ് അദ്ദേഹം ലീഗിനെതിരെ ഇത്രയും കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഇനി ഈ വിഷയത്തിൽ ആരും വലിയ പ്രസ്താവന നടത്തരുത് എന്ന് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അത്തരത്തിലുള്ള പ്രസ്താവനകൾ പോകരുത് എന്ന് പറഞ്ഞ അതേ ദിവസമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. 3 കാര്യങ്ങളാണ് ഇതിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, PMA സലാമിനെതിരെയുള്ള വിമർശനം. അത് സലാമിനെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ പറയാനുള്ളതൊക്കെ പറയുന്ന ആളുകളെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നിയന്ത്രിക്കണം, കെട്ടിയിടണം, ചങ്ങലക്കിടണം, അല്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ടുപോകണം എന്നൊക്കെ തരത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇനി വായടയ്ക്കണമെന്ന് പറയുന്നത് കടന്നൽക്കൂട് ഇളകി വന്ന് കടന്നൽ കുത്തേറ്റതിന് ശേഷം കടന്നൽക്കൂട് കത്തിക്കാൻ തീരുമാനിക്കുന്നത് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ അത് മുൻപേ നടത്തണമായിരുന്നു എന്ന ഒരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സമസ്തയ്ക്കറിയാം ആരെ എവിടെ നിർത്തണമെന്ന്, അതിൽ വേറെ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. സമസ്തയുടെ പോഷക സംഘടനകൾ സമസ്തയുടെ ഭാഗമാണ്. അത് ഊന്നുവടികൾ മാത്രമല്ല, ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ കൂടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വിമർശിക്കണമെങ്കിൽ വിമർശിക്കാനും സമസ്തയുടെ പോഷക സംഘടനകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന സമസ്തയുടെ നേതൃത്വമുള്ളപ്പോൾ സമസ്തയുടെ പോഷക സംഘടനകൾ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. അതിനുള്ളൊരു മറുപടി കൂടിയായിട്ട് വേണം ഈ ഒരു അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളെ കാണുവാൻ. എന്താണെങ്കിലും ഈ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ലീഗ് അണികളോട് മിണ്ടാതിരിക്കാൻ, അല്ലെങ്കിൽ ലീഗ് നേതാക്കളോട് ഇക്കാര്യത്തിൽ പ്രതികരിക്കരുതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല. ഇതിൽ ഇടപെടേണ്ടവർ ഇടപെട്ടേ തീരൂ, നടപടി എടുക്കേണ്ടതാണെങ്കിൽ നടപടി എടുത്തേ തീരൂ എന്ന ഒരു സന്ദേശം, ശക്തമായ താക്കീതായിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വാക്കുകളിലൂടെ. രഞ്ജിത്ത്, ഇത് ലീഗ് നമുക്കറിയാം, ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇടപെട്ട് ഒരു വെടിനിർത്തൽ, ഇനി അധികം പ്രതികരണങ്ങളൊന്നും ഉണ്ടാകരുത് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഇപ്പോഴും ഫലം കാണുന്നില്ല എന്നുള്ളതാണോ? മലബാർ രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും? കാരണം സമാനതകളില്ലാത്ത വിടവിലാണല്ലോ ഇരു പാർട്ടികളുടെയും ഇരു കക്ഷികളുടെയും ഇരു സംഘടനകളുടെയും ബന്ധം.
സ്വർഗ വിവാഹത്തിന് നിയമസാധുത തേടിയുള്ള ഹർജികളിൽ അല്പസമയത്തിനകം സുപ്രീം കോടതി വിധി പറയും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുന്നത്. നിയമസാധുത നൽകരുതെന്ന നിലപാടാണ് വാദത്തിലുടനീളം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. അശ്വിനി ന്യൂസ് ഡെസ്കിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. അശ്വിനി, ഇവിടെ ഇപ്പൊ ഞാനൊരു വീഡിയോ നോക്കുകയായിരുന്നു. സീനിയർ ലോയർ മേനക ഗുരുസ്വാമിയും അരുന്ധതി കഡ്ജുവും സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം അവർ എത്രത്തോളം ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അവകാശത്തിന്, ഇല്ലെങ്കിൽ ഇന്ന് വരാനിരിക്കുന്ന വിധിക്ക് വേണ്ടി എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പേരുടെ വലിയ ശ്രമത്തിന്റെ കൂടി റിസൾട്ടാണ് ഇന്ന് വരാനിരിക്കുന്നത്. എത്തരത്തിലായിരിക്കും? ധന്യ ഇത് പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല നിയമങ്ങൾ, അതായത് 1954 ഹിന്ദു മാരേജ് ആക്ട്, ഇതിനെല്ലാം പുറമെ സ്വകാര്യത, ഒരു വ്യക്തിയുടെ സ്വകാര്യത സംബന്ധിച്ചിട്ടുള്ള നിയമം, ഇതെല്ലാം മാറ്റം വരുത്തുന്നുണ്ട്. കാരണം ഇതിലെല്ലാം മൂന്നിയിട്ടുള്ള ഹർജിയാണ് അവർ നൽകിയിട്ടുള്ളത്. ഒരാളുടെ സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് വിവാഹം എന്നുള്ളത്. അത് അയാളുടെ സ്വകാര്യതയാണ്. അത് മാനിച്ചുകൊണ്ട് വേണം വിവാഹം അനുവദിക്കാൻ. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റ്, അതായത് ഭാര്യ ഭർത്താവ് എന്നതിനപ്പുറം രണ്ടുപേർ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനൊരു നിയമസാധുത, അതാണ് അവർ ചോദിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു ലിവിങ് ടുഗദർ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നിയമപരമായ സംരക്ഷണം അതിനകത്ത് ഒരു കക്ഷിക്ക് ലഭിക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നിയമസാധുത അടക്കമുള്ള ഇതിനകത്ത് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്തുണ അവർക്ക് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ മറ്റു പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. അതായത് സഹായങ്ങൾ, ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങളടക്കം ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ആനുകൂല്യങ്ങളടക്കമുള്ള ആവശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരു അനുകൂലമായൊരു നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അത് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഇതിനകത്ത് കേന്ദ്ര സർക്കാർ ഒരു അനുകൂലമായ നിലപാട് കണ്ടിട്ടുള്ളത്. ആനുകൂല്യങ്ങളടക്കം നൽകാൻ കേന്ദ്ര സർക്കാരിന് മടിയില്ല. പക്ഷേ ഇതൊരു ട്രഡീഷണൽ കാഴ്ചപ്പാടിനെ, അതായത് പുരുഷൻ സ്ത്രീ ഇവർ തമ്മിലുള്ള വിവാഹം എന്നതിനെ ഭാര്യ ഭർത്താവ്, അമ്മ അച്ഛൻ തുടങ്ങിയ പദങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു വാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ ഈ സർക്കാരിന്റെയും സ്വർഗ വിവാഹത്തെ എതിർക്കുന്നവരുടെയും ഒക്കെ കഴമ്പുള്ള വാദങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഇവര് പൊതുവായിട്ട് ഇതിനെ മൊത്തത്തിൽ എതിർത്തെങ്കിലും ചെറിയ ചെറിയ വാദങ്ങൾ, ഇപ്പോൾ ഈ കുട്ടികളെ ദത്തെടുക്കുന്നത് സംബന്ധിച്ച്, ഇല്ലെങ്കിൽ ഈ ഹോമോ സെക്ഷുവാലിറ്റി ഒരു പ്രശ്നമാണ്, അത് മെന്റലി ഈ കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന പോലെ, ഇല്ലെങ്കിൽ അവരെ വലിയ ട്രോമയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാക്കുമെന്ന്. ഞാൻ അശ്വിനിയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ അനന്തു ചിഞ്ചു ചേരുന്നു. എന്താണ് ഈ വിധിയിൽ എത്രത്തോളം പ്രതീക്ഷയാണ്? കോൾ കട്ടായിരിക്കുന്നു. അശ്വിനി, ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രശ്നമുള്ള ദമ്പതികളാണ്. ഇപ്പോൾ കുട്ടികളെ ദത്ത് കൊടുക്കുന്നത് ഈ കുട്ടികൾക്ക് പ്രയാസപ്പെടാൻ കാരണമാകും എന്നൊക്കെയുള്ള വാദമായിരുന്നു എതിർഭാഗം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നിയമം അംഗീകരിക്കരുത് എന്ന് വാദിക്കുന്ന ആ വിഭാഗം. അപ്പം അതൊക്കെ എത്രത്തോളം കോടതി ഇത്തവണ എടുക്കാനാണ് സാധ്യത? ധന്യ, ഇതിൽ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. 4 പ്രത്യേക വിധികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഞാനിപ്പോൾ എടുത്ത് പറയാൻ സൂചിപ്പിക്കുന്നത്. വിധി പ്രസ്താവം തുടങ്ങിയിരിക്കുന്നു. അതിൽ 4 ജഡ്ജിമാർ പ്രത്യേകമായിട്ടുള്ള വിധികളാണ് വായിച്ചിരിക്കുന്നത്. DY ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റിസ് കൗൾ, ജസ്റ്റിസ് ഭട്ട്, ജസ്റ്റിസ് നരസിംഹ, അതുപോലെ തന്നെ DY ചന്ദ്രചൂഡ് എന്നിവരുടെ വിധികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ ഇവർക്ക് വിഭിന്നമായ നിലപാടുകളാണ് ജഡ്ജിമാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു സമവായത്തിലെത്താൻ സമയം വേണ്ടി വരും. 4 പേർക്കും 4 നിലപാടുകളാണ് ഇതിൽ കൈക്കൊണ്ടിട്ടുള്ളതെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. 4 പേരുടേതാണ് വന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെത്, അതുപോലെ തന്നെ ജസ്റ്റിസ് കൗൾ, ജസ്റ്റിസ് ഭട്ട്, ജസ്റ്റിസ് നരസിംഹ എന്നിവരുടേതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതിനനുസരിച്ച് ഇതിന്റെ വിധി കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. കാരണം വ്യത്യസ്തമായി വിധി വരികയാണെങ്കിൽ 5 അംഗ ബെഞ്ചിൽ ഭൂരിപക്ഷം ഏതിനാണ് വരുന്നത് അതായിരിക്കും നിയമസാധുത ലഭിക്കുക. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ശേഷിക്കുന്ന ഒരാളുടെ കൂടി വിധിക്ക് നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നാണ് പറയേണ്ടി വരിക. ധന്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് ചീഫ് ജസ്റ്റിസിന് പുറമെ സഞ്ജയ് കിഷൻ കൗൾ, അതുപോലെ തന്നെ SR ഭട്ട്, ഹിമ കോഹ്ലി, PS നരസിംഹ എന്നിവരാണ് ബെഞ്ചിലുള്ളത്. ഇതിനകത്ത് ഇനിയും ശേഷിക്കുന്നത് ഹിമ കോഹ്ലിയുടെ മാത്രമാണ് വാദം വരാനുള്ളത്. അതും കൂടെ നമുക്ക് കേൾക്കേണ്ടി വരും. I'm dealing with now in another segment of the judgment, which is titled "Queerness is not urban or elite." The discussion in this segment has not scratched the surface of the rich history of the lives of LGBTQ persons in India, which continue into the present. Yet even the limited exploration of the literature and reportage on the subject makes it abundantly clear that homosexuality or queerness is not solely an urban concept, nor is it restricted to the upper classes of privileged communities.
The discussion in the preceding paragraphs reveals the diversity of the queer population. People may be queer regardless of whether they are from villages, small towns, or semi-urban and urban spaces. Similarly, they may be queer regardless of their caste and economic location. It is not just the English-speaking man with a white-collar job who lives in a metropolitan city and is otherwise affluent who can lay claim to being queer, but also and equally the woman who works in a farm in an agricultural community. Persons may or may not identify with the labels queer, gay, lesbian, trans, etc., either because they speak languages which are not English or for other reasons. But the fact remains that many Indians are gender queer or enter into relationships with others of the same sex. In the words of a person assigned female at birth who worked at a factory in Ajmer, and I've quoted to imagine queer persons as existing only in urban and affluent spaces is to erase them, even as they exist in other parts of the country. It would also be a mistake to conflate the urban with the elite. This renders invisible large segments of the population who live in urban spaces but are poor or otherwise marginalized. Urban centers are themselves geographically and socially divided along the lines of class, religion, and caste, and not all those who live in cities can be termed elite merely by virtue of their residence in cities. This walk through history is not an attempt by this court to take on the mantle of historians. The discussion demonstrates that the institution of marriage has not remained static or stagnant. To the contrary, it is change which characterizes the institution. All social institutions transmogrify with time, and marriage is no exception. From sati and widow remarriage to child marriage and intercaste or interfaith marriages, marriage has metamorphosed. The institution as we know it today would perhaps be unrecognizable to our ancestors from 200 years ago. Despite vehement opposition to any departure from practice, the institution of marriage has changed. This is an incontrovertible truth. Here it is also important to take note of the fact that these changes were brought about largely by acts of parliament of the legislatures of the states. While the passage of many laws was preceded by significant social activism, it was the legislature which ultimately responded to the call for change. Even as parliament and in some cases the courts expand the liberties of the people to conduct their lives in a manner they see fit in accordance with law, many sections of society remain opposed to these changes. Regardless of such opposition, the institution of marriage has undergone a sea change. It is therefore incorrect to characterize marriage as a static, stagnant, or unchanging institution. Fundamental rights are not merely a restraint on the power of the state, but provisions which promote and safeguard the interests of the citizens. They require the state to restrain its exercise of power and create conducive conditions for the exercise of rights. If such a positive obligation is not read into the state's power, then the rights which are guaranteed by the Constitution would become a dead letter. This is because the question of whether the state is curtailing the rights of citizens would only arise if the citizens have the capacity and capability to exercise such rights in the first place. The withdrawal of the state from the domestic space leaves the disadvantaged party unprotected, since classifying certain actions as being private has different connotations for those with and without power. In the case of personal relationships which are characterized by inequality, the actions of the more powerful person gains immunity from scrutiny and a degree of legitimacy. Thus, all activities in the private space dealing with intimate choices must not readily and blindly be categorized to be beyond the scope of the state's regulation. The state must assess if its interest in democratizing the private space overrides the interests of privacy in a given situation. In pursuance of the power conferred by Articles 245 and 246, read with entry 5 of the concurrent list, Parliament has enacted laws creating and regulating socio-legal institution of marriage. The state legislatures have made amendments to such laws with the assent of the President, since the subject of marriage is in the concurrent list. The petitioners seek that the court recognize the right to marry as a fundamental right. As explained above, this would mean that even if Parliament and the state legislatures have not created an institution of marriage in exercise of their powers under entry 5 of the concurrent list, they would be obligated to create an institution because of the positive postulate encompassed in the right to marry. This argument cannot be accepted. As explained in the previous section, the state through the instrument of law characterizes marriage with two constituent elements, the expressive component and the material component. Marriage may not have attained the social and legal significance it currently has if the state had not regulated through law.
Thus, while marriage is not fundamental in itself, it may have attained significance because of the benefits which are realized through regulation. If the court finds that a provision is contrary to Part 3 of the Constitution, it shall declare that it is void, or read it down by deleting phrases, or read words in by adding or substituting phrases to save it from being declared void. If in the present batch of petitions, this court holds that Section 4 of the Special Marriage Act is unconstitutional because it is under-inclusive to the extent that it excludes, by implication, marriage between same-sex couples, the court would either strike down Section 4 of the SMA or follow the workability model submitted by the petitioners. If the court follows the first approach, the purpose of a progressive legislation such as the SMA would be lost. The SMA was enacted to enable persons of different religions and castes to marry. If the SMA is held void for excluding same-sex couples, it would take India back to the pre-independence era, where two persons of different religions and castes were unable to celebrate love in the form of marriage. Such a judicial verdict would not only have the effect of taking the nation back to the era when it was clothed in social inequality and religious intolerance, would also push the courts to choose between eradicating one form of discrimination and prejudice at the cost of permitting another. If this court takes the second approach and reads words into the provisions of the SMA and provisions of other allied laws such as the Indian Succession Act and Hindu Succession Act, it would in effect be entering into the realm of the legislature. The submissions of the petitioners indicate that this court would be required to extensively read words into numerous provisions of the Special Marriage Act and other allied laws. The court is not equipped to undertake an exercise of such wide amplitude because of its institutional limitations. This court would in effect be redrafting the laws in the garb of reading words into the provisions. It is trite law that judicial legislation is impermissible. We are conscious that the courts usually first determine whether if the law is unconstitutional and then proceed to decide on the relief. However, in this case, an exercise to determine whether the SMA is unconstitutional because of under-inclusiveness would be futile because of the limitations of this court's power to grant a remedy. Whether a change should be brought into the legislative regime of the SMA is for Parliament to determine. Parliament has access to varied sources of information and represents in itself a diversity of viewpoints in the polity. The court, in the exercise of the power of judicial review, must be careful not to tread into the legislative domain. It is clarified that this court has not adjudicated upon the validity of any laws other than the SMA, the FMA, the adoption regulations, and the Kara circular. Page 153 पे correction था. The understanding of the Constitution, then I've said the goal of self-development and what it means to be human. This understanding of the Constitution is substantiated on the reading of Part 4 of the Constitution. To illustrate, Article 38 states that the state shall strive to promote the welfare of people. Then I've referred to Article 42 and Article 47. The Constitution, through both positive and negative postulations, inter alia capacitates citizens in their quest to develop themselves. Such capacity building enables them to achieve their full potential in both the private and the public space and to be happy. The Indian Constitution, unlike, say, the South African Constitution, does not expressly provide that the Constitution seeks to improve the quality of life and free the potential of each person. However, such an understanding can be gleaned from the provisions of Part 3 and Part 4. Thus, one of the purposes of the rights framework is to enable the citizenry to attain the goal of self-development. Humans are unique in many respects. We live in complex societies, are able to think, communicate, imagine, strategize, and to do more. However, that which sets us apart from other species does not by itself make us human. These qualities are necessary elements of our humanity, but taken alone they paint an incomplete picture. In addition to these qualities, our ability to feel love and affection for one another makes us human. We may not be unique in our ability to feel the emotion of love, but it is certainly a fundamental feature of our humanity. We have an innate need to see and to be seen, to have our identity, emotions, and needs fully acknowledged, recognized, and accepted. The ability to feel emotions such as grief, happiness, anger, and affection, and the need to share them with others makes us who we are. As human beings, we seek companionship, and most of us value abiding relationships with other human beings in different forms and capacities.
These relationships may take many forms: the natal family, cousins and relatives, friends, romantic partnerships, mentors or students. Of these, the natal family as well as the family created with one's life partner form the fundamental groups of society. The need and ability to be a part of a family forms a core component of our humanity. These relationships, which nourish the emotional and spiritual aspects of our humanity, are important in and of themselves. Further, they are as important to self-development as the intellectual and eventually financial nourishment we receive through education. Self-development cannot be measured solely in terms of educational qualifications and financial capabilities. Such a description is to forget what makes us human. It is insufficient if persons have the ability and freedom to form relationships unregulated by the state. For the full enjoyment of such relationships, it is necessary that the state accord recognition to such relationships. Thus, the right to enter into a union includes the right to associate with a partner of one's choice, according recognition to the association, and ensuring that there is no denial of access to basic goods or services, which is crucial to achieve the goal of self-development. On the other hand, the state could indirectly infringe upon the freedom when it does not create sufficient space to exercise that freedom. A formal associational status or recognition of the association is necessary for the free and unrestricted exercise of the freedom to form intimate associations. Needless to say, there may be reasonable restrictions on this right. However, other than legally valid and binding restrictions, the right to intimate associations must be unrestricted. The state, by not endorsing a form of relationship, encourages certain preferences over others. In a previous segment of this judgment, we have discussed the tangible and intangible benefits of recognizing relationships in the form of marriage. While the tangible benefits of marriage are traceable to the content of law, the intangible benefits are secured merely because the state recognizes the relationship through the instrument of law. Intangible benefits in the form of expressive advantages exist irrespective of the content of the law. Even if the law does not grant any special material benefits to a relationship, the relationship would still be considered to be legitimate in the eyes of society. The freedom to choose a partner and the freedom to enjoy their society, which are essential components of the right to enter into a union and the freedom of intimate association, would be rendered odious if the relationship were to be discriminated against. For the right to have real meaning, the state must recognize a bouquet of entitlements which flow from an abiding relationship of this kind. A failure to recognize such entitlements would result in systemic discrimination against queer couples. Unlike heterosexual couples who may choose to marry, queer couples are not conferred with the right to marry by statute. To remedy this, during the course of the hearing, the Solicitor General of India made a statement that a committee chaired by the Cabinet Secretary will be constituted to set out the rights which will be available to queer couples and unions. The committee shall set out the scope of the benefits which accrue to such couples. I've traced the right to form unions through a variety of provisions of the Constitution, and I'll refer to Article 19(1)(e) among other things. Citizens of India have the right to settle in any part of the territory of India in terms of Article 19(1)(e). They, like all other citizens, may exercise this right in two ways. First, they may build their lives in a place of their choosing in accordance with law, either by themselves or with their partner. They may reside in that place permanently, subject to other reasonable restrictions, including those intended to protect the rights of tribal communities. This right is uniquely significant to persecuted groups, such as queer persons, intercaste couples, or interfaith couples, who migrate from their hometowns to other places in the country, including cities. And second, they may settle down with another person by entering into a lasting relationship with them. In fact, this mode of the exercise of the right under Article 19(1)(e) is encompassed by the first mode, because to many people, building a life includes choosing their life partner. Hence, the right to enter into a union is also grounded in Article 19(1)(e). Article 21 is available to all persons, including queer persons. Article 21 encompasses the rights to dignity, autonomy, and privacy. Each of these facets animates the others. It is not possible to speak of the right to enter into a union without also speaking of the right to intimacy, which emanates from these rights. 170 note kar do. These rights demand that each individual be free to determine the course of their life as long as their actions are not barred by law. Choosing a life partner is an integral part of determining the course of one's life. Most people consider this decision to be one of the most important decisions of their life.
one which defines their very identity. Life partners live together, spend a significant amount of time with one another, merge their respective families, create a family of their own, care for each other in times of sickness, support one another, and much more. Hence, the ability to choose one's partner and to build a life together goes to the root of the right to life and liberty under Article 21. Undoubtedly, many persons choose not to have a life partner, but this is by choice and not by a deprivation of their agency. The law constrains the right to choose a partner in certain situations, such as when they are within prohibited degrees of relationships or are in a consanguineous relationship. All persons, including members of the queer community, have the right to judge the moral quality of the actions in their own lives, and having judged their moral quality, have the right to act on their judgment in a manner they see fit. This attribute is of course not absolute and is capable of being regulated by law. In the segment of this judgment on the right to life and liberty, this court noticed that the meaning of liberty is, at its core, the ability to do what one wishes to do and be who one wishes to be in accordance with law. All persons may arrive at a decision regarding what they want to do and who they want to be by exercising their freedom of conscience. They may apply their sense of right and wrong to their lives and live as they desire in accordance with law. Some of the decisions, the moral quality of which they will judge, including the decision on who their life partner will be and the manner in which they will build their life together. Each individual is entitled to decide this for themselves in accordance with their conscience. This court has recognized that equality demands that queer persons are not discriminated against. An abiding cohabitational relationship, which includes within its fold a union of two individuals, cannot be discriminated against on the basis of sexual orientation. Material and expressive entitlements which flow from a union must be available to couples in queer unions. Any form of discrimination has a disparate impact on queer couples who, unlike heterosexual couples, cannot marry under the current regime. When Article 15 is read in a broader manner indicated above, the word sex in Article 15 takes within its meaning sexual orientation, not only because of the causal relationship between homophobia and sexism, but also because sex is used as a marker of identity. The word sex cannot be read independent of the social and historical context. Thus, sex in Article 15 includes within its fold other markers of identity which are related to sex and gender, such as sexual orientation. Thus, the restriction on the right to enter into a union based on sexual orientation would violate Article 15 of the Constitution. The gender of a person is not the same as their sexuality. A person is a transgender person by virtue of their gender identity. A transgender person may be heterosexual or homosexual, or of any other sexuality. If a transgender person is in a heterosexual relationship and wishes to marry their partner, and if each of them meets the other requirements set out in the applicable law, such a marriage would be recognized by the laws governing marriage. This is because one party would be the bride or the wife in the marriage, and the other party would be the bridegroom or the husband. The laws governing marriage are framed in the context of a heterosexual relationship. Since a transgender person can be in a heterosexual relationship like a cis male or a cis female, a union between a trans woman and a trans man, or a trans woman and a man, or a trans man and a woman can be registered under the marriage laws. The transgender community consists of inter alia transgender men and transgender women. A transgender man has the right to marry a woman under the laws governing marriage in the country, including personal laws. Similarly, a transgender woman has the right to marry a man. A transgender man and a transgender woman can also marry. Intersex persons who identify as a man or a woman and seek to enter into a heterosexual marriage would also have a right to marry. Any other interpretation of the laws governing marriage would be contrary to Section 3 of the Transgender Persons Act and Article 15 of the Constitution. Now I've gone to the CARA regulations, Regulation 5.3 of the Adoption Regulations, and I've said that Regulation 5.3 of the Adoption Regulations exceeds the scope of the JJI. However, Regulation 5.3 of the Adoption Regulations bars unmarried partners from being prospective adoptive parents. These regulations only permit persons to adopt in an individual capacity and not jointly as an unmarried couple. Regulation 5.2 states that every person, irrespective of whether they are married or unmarried, will be able to be prospective adoptive parents. The subsequent criteria in Clause A, that is the requirement for the consent of both spouses if they are married, does not exclude an unmarried couple from adopting.
It only states that if a couple is married, then the consent of both the parties shall be secured. However, Regulation 5.3 in express terms excludes unmarried couples from adopting by prescribing the condition that the couple must have been in 2 years of a stable marital relationship. Page 210. As observed in the previous paragraph, the JJ Act does not, the Juvenile Justice Act does not preclude unmarried couples from adopting. Though Section 57 of the Act grants CARA the power to prescribe additional criteria, the criteria must not exceed the scope of the legislative policy. Neither the general principles guiding the JJ Act nor Section 57 in particular preclude unmarried couples from adopting a child. In fact, all the other criteria ensure the child's best interest. The Union of India has not proved that precluding unmarried couples from adopting a child, even though the same people are eligible to adopt in their individual capacity, is in the child's best interest. Thus, CARA has exceeded its authority by prescribing an additional condition by way of Regulation 5.3, which is contrary to the tenor of the Juvenile Justice Act and Section 57 in particular. The adoption regulations use marriage as a yardstick to classify couples. There is an intelligible differentia in using marriage as an indicator to classify couples in the sense that married couples can easily be distinguished from unmarried couples. However, the differentia does not have a rational nexus with the object sought to be achieved by the CARA regulations, which is to ensure that the best interest of the child is protected. Placing a child in a stable family is undoubtedly in pursuance of a child's interest. However, the respondents have not placed any data on the record to support their claim that only married relationships can provide stability. It is true that separating from a married partner is a cumbersome process when compared to separating from a partner with whom a person is in a live-in relationship. This is because separation from a married partner is regulated by the law, while live-in relationships are unregulated by law, other than for the limited purposes of domestic violence. For instance, the law deters a person from securing a divorce immediately by prescribing conditions such as a 6-month waiting period after a petition for divorce by mutual consent is filed. Merely because a marriage is regulated by the law, it cannot be assumed that marriage alone or that every marriage accords stability to a relationship. Similarly, it cannot also be inferred that the couples who are not in a married relationships are not serious about the relationship. The stability of the household depends on various factors, such as the effort and involvement of the partners in establishing and running a household, creating a safe space at home, creating a healthy work-life balance, and a household where mental, physical, and emotional violence is not inflicted on one another. There is no single form of a stable household. There is no material on the record to prove the claim that only a married heterosexual couple would be able to provide stability to the child. In fact, this court has already recognized the pluralistic values of our Constitution, which guarantee a right to different forms of association. Regulation 5.3, though facially neutral, indirectly discriminates against atypical unions, such as the relationship between non-heterosexual partners, which have not been recognized by the state. Queer marriages have not been recognized by the state, and queer persons in atypical unions cannot yet enter into a marriage which is recognized by the state. Though the additional criteria prescribed by the adoption regulations would also affect a heterosexual person's eligibility to adopt a child, it would disproportionately affect non-heterosexual couples. This is because the state has not conferred legal recognition to unions between queer persons in the form of marriage. Consequently, an unmarried heterosexual couple who wishes to adopt a child has the adoption of marrying to meet the eligibility criteria for adoption. However, this option is not available to queer couples. When Regulation 5.3 is understood in the light of this position, a queer person who is in a relationship can only adopt in an individual capacity. This exclusion has the effect of reinforcing the disadvantage already faced by the queer community. The law cannot make an assumption about good and bad parenting based on the sexuality of individuals. Such an assumption perpetuates a stereotype based on sexuality that only heterosexuals are good parents and all other parents are bad parents, which is prohibited by Article 15. This assumption is not different from the assumption that individuals of a certain class or caste or religion are better parents. In view of the above observations, the adoption regulation is violative of Article 15 for discriminating against the queer community. According to the adoption regulations, unmarried couples cannot jointly adopt a child. Though the additional criteria prescribed by the CARA circular would also affect a heterosexual person's eligibility to adopt a child, it would disproportionately affect non-heterosexual couples.
This is because the state has not conferred legal recognition to the unions between queer persons in the form of marriage. Consequently, an unmarried heterosexual couple who wishes to adopt a child has the option of marrying to meet the eligibility criteria for adoption. However, this is not an option for queer couples. When the Kara circular is read in the light of this legal position, a person of the queer community would be forced to choose between their wish to be an adoptive parent and their desire to enter into a partnership with a person they feel love and affinity with. This exclusion has the effect of reinforcing the disadvantage already faced by the queer community. For these reasons and the reasons recorded in section D so and so, the Kara circular is violative of Article 15 of the Constitution. I've addressed myself to my disagreement with the scholarly judgment of my learned brother, Justice Bhatt. My learned brother relies on the example of Article 19(1)(d) to buttress this point. He states that in the absence of a law which casts a duty on the state to provide transportation through roads, a citizen cannot approach the court and seek the construction of a road to enforce the right to move freely. The opinion of my learned brother fails to have noted the judgment of a 3-judge bench of this court in state of Himachal Pradesh versus Umed Ram Sharma. I'll not read the rest of that. Contrary to what is stated in the judgment of Bhatt, the directions in my judgment do not require the state to create a social or legal status or a social institution. The directions are with a view to recognizing the choice that a person makes for themselves when they choose another to be their partner for life. The directions seek to make that choice a meaningful one. Nowhere do they create an institution of any kind. Rather, they give effect to the fundamental rights in Part 3 of the Constitution. This is the mandate of this court under Article 32, which says that the Supreme Court shall have the power to issue directions or orders or writs for the enforcement of any of the rights conferred by this part. No response is forthcoming to my detailed exposition of the scope of the powers of this court under Article 32 in section D1 of my judgment. In fact, Justice Bhatt himself recognized that courts often enable and oblige the state to take measures. My learned brother also arrives at the conclusion that the state is indirectly discriminating against the queer community, but fails to exercise the power vested in this court by Article 32 to alleviate this discrimination in any way. This court is not through judicial diktat creating a legal regime exclusively for persons of the queer community, but merely recognizing the duty of the state to recognize the entitlements flowing from exercising the right to choose a life partner. Page 234. The judgment of my learned brother contradicts itself when he holds that the SMA is not discriminatory by relying on its object on the one hand, and that the state has indirectly discriminated against the queer community because it is the effect and not the object which is relevant on the other. My learned brother discusses in detail the deprivation, exclusion, and discrimination faced by the queer community. In effect, he firstly recognizes that they have a right not to be discriminated against, and secondly holds that the actions of the state have the effect of discriminating against them. However, he does not take the step which logically flows from such a ruling, which is to pass directions to obviate such discrimination and ensure the realization of the rights of the queer community. I cannot bring myself to agree with this approach. The realization of a right is effectuated when there is a remedy available to enforce it. The principle of ubi jus, ibi remedium, that is, an infringement of a right as a remedy, which has been applied in the context of civil law for centuries, cannot be ignored in the constitutional context. Absent the grant of remedies, the formulation of doctrines is no more than judicial platitudes. In view of the deeming fiction created by Section 12 of the Hindu Adoptions and Maintenance Act 1956 and Section 63 of the JJ Act, an adopted child is a legitimate child of the adopting couple. The manner of determination of legitimacy prescribed by Section 112 of the Indian Evidence Act shall not apply in view of the deeming fiction created by Section 12 of the Hindu Adoptions and Maintenance Act and Section 63 of the JJ Act. Thus, all the benefits which are available under the law to a legitimate child who has been validly adopted of a married couple will equally be available to the legitimate child of an unmarried couple. For example, Section 20 of the Hindu Adoptions Act, which provides that a Hindu is to maintain their children, does not make any distinction between a legitimate child of a married and unmarried couple. Similarly, succession law in India does not differentiate between the child of a married and unmarried couple if the child has been adopted by following the due process of law.
Further, the breakdown of the relationship of an unmarried couple will not lead to a change in applicable law, because the child will continue to be a legitimate child even after the breakdown of the relationship. It is therefore unclear what the disastrous consequences referred to are. My learned brother has also failed to address whether Regulation 5.3 is discriminatory for distinguishing between married and unmarried couples for the purpose of adoption, and for the disproportionate impact that it has on the members of the queer community, while simultaneously holding that the state cannot on any account make regulations that are facially or indirectly discriminatory on the ground of sexual orientation. Now I'll pronounce my directions. The first part of my directions are directions to obviate discrimination. Counsel for the petitioners and some counsel for the respondents advanced extensive submissions on the various forms of violence and discrimination that society and the state machinery inflict upon the queer community, and especially queer couples. This has been discussed in detail in the prefatory part of the judgment. Counsel sought directions to obviate such violence and discrimination. Now my directions. A. The union government, state governments and governments of union territories are directed to 1. Ensure that the queer community is not discriminated against because of their gender identity or sexual orientation. 2. Ensure that there is no discrimination in access to goods and services to the queer community which are available to the public. 3. Take steps to sensitize the public about queer identity, including that it is natural and not a mental disorder. 4. Establish hotline numbers that the queer community can contact when they face harassment and violence in any form. 5. Establish and publicize the availability of safe houses or garima grahas in all districts to provide shelter to members of the queer community who are facing violence or discrimination. 6. Ensure that treatments offered by doctors or other persons which aim to change gender identity or sexual orientation are seized with immediate effect. 7. Ensure that intersex children are not forced to undergo operations with regard only to their sex, especially at an age when they are unable to fully comprehend and consent to such operations. 8. Recognize the self-identified gender of all persons, including transgender persons, hijras, and others, with socio-cultural identities in India as male, female, or third gender. No person shall be forced to undergo hormonal therapy or sterilization or any other medical procedure either as a condition or prerequisite to grant legal recognition to their gender identity or otherwise. B. The appropriate government and the Mental Health Care Act must formulate modules covering the mental health of queer persons in their programs under Section 29(1). Programs to reduce suicides and attempted suicides envisaged by Section 29(2) must include provisions which tackle queer identity. C. The following directions are issued to the police machinery. 1. There shall be no harassment of queer couples by summoning them to the police station or visiting their places of residence solely to interrogate them about their gender identity or sexual orientation. 2. They shall not force queer persons to return to their natal families if they do not wish to return to them. 3. When a police complaint is filed by queer persons alleging that their family is restraining their freedom of movement, they shall, on verifying the genuineness of the complaint, ensure that their freedom is not curtailed. 4. When a police complaint is filed apprehending violence from the family for the reason that the complainant is queer or is in a queer relationship, they shall, on verifying the genuineness of the complaint, ensure due protection. And 5. Before registering an FIR against a queer couple or one of the parties in a queer relationship, where the FIR is sought to be registered in relation to their relationship, they shall conduct a preliminary inquiry in terms of Lalita Kumari versus Government of UP to ensure that the complaint discloses a cognizable offence. The police must first determine if the person is an adult. If the person is an adult and is in a consensual relationship with another person of the same or different gender, or has left their natal home of their own volition, the police shall close the complaint after recording a statement to this effect. Conclusions and orders of enforcement. In view of the discussion above, the following are the conclusions. This court A. This court is vested with the authority to hear this case. Under Article 32, this court has the power to issue directions, orders, or writs for the enforcement of the rights in Part 3. B. Queerness is a natural phenomenon known to India since ancient times. It is not urban or elite. C. There is no universal conception of the institution of marriage, nor is it static. Under Articles 245 and 246 of the Constitution, read with entry 5 of List 3 to the 7th Schedule, it lies within the domain of Parliament and the state legislatures to enact laws recognizing and regulating queer marriage. D. Marriage has attained significance as a legal institution largely because of regulation by the state.
By recognizing a relationship in the form of marriage, the state grants material benefits exclusive to marriage. E. The state has an interest in regulating the intimate zone to democratize personal relationships. F. The issue of whether the Constitution recognized the right to marry did not arise before this court in Justice K.S. Puttaswamy, 9 judges, Shafin Jahan and Shakti Vahini. G. The Constitution does not expressly recognize a fundamental right to marry. An institution cannot be elevated to the realm of a fundamental right based on the content accorded to it by law. However, several facets of the marital relationship are reflections of constitutional values, including the right to human dignity and the right to life and personal liberty. H. This court cannot either strike down the constitutional validity of the Special Marriage Act or read words into the Special Marriage Act because of its institutional limitations. This court cannot read words into the provisions of the SMA and provisions of other laws, allied laws such as the Indian Succession Act and the Hindu Succession Act, because that would amount to judicial legislation. The court, in the exercise of the power of judicial review, must steer clear of matters, particularly those impinging on policy, which fall within the legislative domain. I. The freedom of all persons, including queer couples, to enter into a union is protected by Part 3 of the Constitution. The failure of the state to recognize the bouquet of entitlements which flow from a union would result in a disparate impact on queer couples who cannot marry under the current legal regime. J. In Article 15(1), the word sex must be read to include sexual orientation, not only because of the causal relationship between homophobia and sexism, but also because the word sex is used as a marker of identity, which cannot be read independent of the social and historical context. K. The right to enter into a union cannot be restricted based on sexual orientation. Such a restriction will be violative of Article 15. Thus, this freedom is available to all persons, regardless of gender identity or sexual orientation. L. The decisions in Naptej and Justice K.S. Puttaswamy, 9 judges, recognize the right of queer couples to exercise the choice to enter into a union. This relationship is protected from external threat. Discrimination on the basis of sexual orientation will violate Article 15. M. Transgender persons in heterosexual relationships have the right to marry under existing law, including personal laws which regulate marriage. N. Intersex persons who identify as either male or female have the right to marry under existing law, including personal laws which regulate marriage. O. The state must enable the LGBTQ community to exercise its rights under the Constitution. Queer persons have the right to freedom from coercion from their natal families, agencies of the states, including the police and other persons. P. Unmarried couples, including queer couples, can jointly adopt a child. Regulation 5(3) of the Adoption Regulations is ultra vires the Juvenile Justice Act, Articles 14 and 15. Regulation 5(3) is read down to exclude the word marital. The reference to a couple in Regulation 5 includes both married and unmarried couples as well as queer couples. The principle in Regulation 5(2)(a) that the consent of spouses in a marriage must be obtained if they wish to adopt a child together is equally applicable to unmarried couples who seek to jointly adopt a child. However, while framing regulations, the state may impose conditions which will subserve the best interest and welfare of the child in terms of the exposition in this judgment. Q. In view of the interpretation of Regulation 5(3) of the Adoption Regulations, the issue of whether the Kara Circular disproportionately impacts the queer community no longer arises. R. The Union Government, state governments, and governments of Union territories shall not discriminate against the freedom of queer persons to enter into union with benefits under law. And S. We record the assurance of the Solicitor General that the Union Government will constitute a committee chaired by the Cabinet Secretary for the purpose of defining and elucidating the scope of the entitlements of queer couples who are in unions. The committee shall include experts with domain knowledge and experience in dealing with the social, psychological, and emotional needs of persons belonging to the queer community, as well as members of the queer community. The committee shall, before finalizing its decisions, conduct wide stakeholder consultation amongst persons belonging to the queer community, including persons belonging to marginalized groups, and with the governments of the states and union territories. The committee shall, in terms of the exposition in this judgment, consider the following. 1. Enabling partners in a queer relationship, A, to be treated as a part of the same family for the purposes of a ration card, and B, to have the facility of a joint bank account with the option to name the partner as a nominee in case of death. 2. In terms of the decision in Common Cause versus Union of India as modified by Common Cause versus Union of India 2,
medical practitioners have a duty to consult family or next of kin or next friend in the event of patients who are terminally ill and have not executed an advance directive. Parties in a union may be considered family for this purpose. 3. Jail visitation rights and the right to access the body of the deceased partner and arrange the last rites. And 4. Legal consequences such as succession rights, maintenance, financial benefits such as under the Income Tax Act 1961, rights flowing from employment such as gratuity and family pension and insurance. The report of the committee chaired by the Cabinet Secretary shall be implemented at the administrative level by the Union Government and the governments of the states and the Union Territories. This is clear. I've had the benefit of the exhaustive and erudite judgment of Chief Justice Chandrachuda'ധ, which enumerates the prevalence of these relationships in history, the constitutional recognition of the rights to form union, in other words, what I categorize as civil unions, and the necessity of laying down guidelines to protect the non-heterosexual unions. In a way, this is a step forward from the decriminalization of private consensual sexual activities. However, the subject matter itself persuades me to pen down a few words by broadly agreeing with my brother's judgment. I've dealt with the historical prevalence of non-heterosexual unions. I've said that it is no longer res integra, that the duty of a constitutional court is to uphold the rights enshrined in the Constitution and not to be swayed by majoritarian tendency or popular perceptions. This court has always been guided by constitutional morality and not by social morality. Pluralistic social fabrics has been an integral part of the Indian culture. I have referred to some observations from the Rigveda and the Pumdasapatya Sargra. And then I've said the significant aspect is that the same-sex union were recognized in antiquity not simply as unions that facilitate sexual activity, but as relationships that foster love, emotional support, and mutual care. I've referred to some traditions in the Sufi traditions. Then I've said the marriage as an institution developed historically and served various social functions. It was only later in its long history that it came to be legally recognized and codified. However, these laws regulated only one type of social historical union, that is the heterosexual union. It would thus be misconceived to claim that non-heterosexual unions are only a facet of modern social milieu. The objective of penning down this section is to provide perspective on the existence of non-heterosexual unions despite continued effort towards their erasure by heteronormity of majority. The non-heterosexual unions are entitled to protection under a constitutional scheme. I have referred to the necessity of recognizing what I have categorized as civil unions. The judgment of the Chief Justice notes the right to form union is a feature of Article 19 and 21. Therefore, the principle of equality enumerated under Article 14 and 50 demand this right to be available to all regardless of sexual orientation and gender. Having recognized this right, this court has taken on board the statement of the Learned Solicitor General to constitute a committee to set out the scope of the benefits available to such union. I agree with the Honorable Chief Justice. I have referred to the Special Marriage Act and discussed the statement and object and reason therefore. From the above, the SMA postulates a special form of marriage available to any person in India, irrespective of faith. Therefore, SMA provides a secular framework for solemnization and registration of marriage. It is here that I respectfully disagree with my brother Justice Bhatt that the sole intention of SMA was to enable marriage of heterosexual couples exclusively. To my mind, the stated objective of SMA was not to regulate marriages on the basis of sexual orientation. This cannot be so, as it would amount to conflating the differentia with the objective of the statutes. Although substantive provisions of SMA confer benefits only on heterosexual relationships, this does not automatically reflect the objective of the statutes. I have said if the intent of the SMA was to facilitate interfaith marriages, then there would be no rational nexus with the classification it makes of excluding non-heterosexual relationships. Then I have referred to the regulation of only heterosexual marriages would not be a legitimate state objective.
more so in cases where ex officio protected categories under Article 15(1) of the Constitution. However, I recognize, therefore, I have said that if this was so, the SMA would be violative of Article 14. However, I recognize that there are multifarious interpretative difficulties in reading the SMA to include marriage between non-heterosexual relationships. These have been enumerated in a significant detail in the opinions of both the Honorable Chief Justice and Justice Bhatt. I also agree that the entitlements devolving from marriage are spread across the proverbial spider web of legislations and regulations. As rightly pointed out by the learned Solicitor General, tinkering with the scope of marriage under SMA Act can have a cascading effect across these disparate laws. In fact, the presence of this web of statutes show that discrimination under SMA is but one example of a larger, more deeper form of social discrimination against non-heterosexual people that is pervasive and structural in nature. Ordinarily, such an intensive form of discrimination should require keener and more intensive judicial scrutiny, but then that's the statute. And I say, non-heterosexual unions and heterosexual unions marriages ought to be considered as two sides of the same coin, both in terms of recognition and consequential benefits. The only deficiency at present is the absence of a suitable regulatory framework for such unions. I refer to Natej's view. I believe this movement presents an opportunity of reckoning with this historical injustice and casts a collective duty upon all constitutional institutions to take affirmative steps to remedy the discrimination. The next step in due course would be to create an edifice of governance that would give meaningful realization to the rights to enter into the union, whether termed as marriage or as unions. Then I've referred to the interpreting statutes using constitutional principles. As noted above, the benefits pertaining to marriage are spread across several incidental legislation and regulations. These statutes presently do not explicitly extend to civil unions. However, now that we have recognized the right to enter into civil union, such statutes must be read in a manner to give effect to this right, together with the principles of equality and non-discrimination under Article 14 and 15. In other words, statutory interpretations must be in consonance with constitutional principles that are enumerated by this court. Needless to say, this should not detract from the committee's task of ironing out the nitty-gritties of the entitlement of civil union. This exercise is necessary to foster a greater coherence within the legal system as a whole, both intercede the statutes and between statutes and the Constitution. I have referred to some views from how the German courts and the South African courts have dealt with these issues. Then I have referred to the interpretation on the issue of public policy. I've said this technique of reading constitutional values should be used harmoniously with other canons of statutory interpretation. I've gone on to the need for anti-discrimination law. I wholeheartedly in agreement with the opinion of Honorable Chief Justice that there is need for separate anti-discrimination law which inter alia prohibits discrimination on the basis of sexual presentation. Presently, there are several laws that have anti-discrimination aspects. However, they are fragmented and may fail to capture the multitudinous forms of discrimination. Another compelling reason for a law that places the horizontal duty of anti-discrimination is provided by the spirit of Article 15, which prohibits discrimination both by the state and private actors. My suggestions for anti-discrimination law are as follows. First, such law should recognize discrimination in an intersectional manner. This is to say, in assessing any instance of discrimination, the court cannot confine itself to a singular form of discrimination. Instead, discrimination must be looked at as a confluence of factors, as identities and individual instances of oppression that intersect and create a distinct form of disadvantage. Discrimination laws can only be effective if they address the types of inequalities that have developed in a given society. Refer to the equal rights to equal love. The principle of equality mandates the non-heterosexual union are not excluded from the mainstream of socio-political framework. However, the next step would be to examine the framework itself. I believe the recognition of non-heterosexual union can challenge. വളരെ പ്രധാനപ്പെട്ട ചരിത്ര വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. ഇഷ്ടമുള്ള പങ്കാളികളെ തിരഞ്ഞെടുക്കാം, പക്ഷേ നിയമനിർമ്മാണം കോടതിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. നിയമം നിർമ്മിക്കേണ്ടത് പാർലമെന്റാണ് എന്ന് കോടതി പറയുന്നു.
നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്രമാണ്, പാർലമെൻറ്റാണ്. അതിനുള്ള നിയമനിർമ്മാണത്തിലേക്ക് അതുകൊണ്ട് കോടതി കിടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ സാരാംശമായി പറഞ്ഞത്. അശ്വിനിയായിരുന്നു. അശ്വിനി, 4 വിധികളാണ്, 4 വ്യത്യസ്ത വിധികളാണ്. ഒപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകളുമുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 4 വ്യത്യസ്ത വിധികളാണ്. 5 അംഗ ബെഞ്ചിന്റെ 4 ജഡ്ജിമാരുടെ 4 വ്യത്യസ്ത വിധികളാണ് ഉള്ളത്. അതിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെയും അതുപോലെ തന്നെ ആർ ഭട്ടിന്റേതും രവീന്ദ്ര ഭട്ടിന്റേതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റേതും ഓൾറെഡി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സഞ്ജയ് കിഷൻ കൗൾ തന്റെ വിധിനിയായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ഹിമ കോഹ്ലിയുടെയും വിധി ന്യായങ്ങളാണ് വരാനുള്ളത്. ഇതിൽ ഹിമ കോഹ്ലിയുടേത് നയം എന്ന് പറയാൻ വിധിന്യായം വായിക്കുകയായിരിക്കില്ല. അവർ ഇതിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ഒപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദത്തിനൊപ്പം അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന രീതിയിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഹിമ കോഹ്ലിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നിർണായകമാകുന്നത്. വാദത്തിലുടനീളം അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിലുടനീളം നമ്മൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ക്യൂർ കമ്മ്യൂണിറ്റി ഉന്നയിച്ച വാദങ്ങൾ എല്ലാം ശരിവെക്കുന്നുണ്ടെങ്കിലും, സുപ്രീം കോടതി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ശരിവെക്കുന്നുണ്ടെങ്കിലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോടോ നിർദ്ദേശിക്കാൻ കോടതി തയ്യാറാകില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഭരണഘടനാ പ്രകാരം അതിൻ്റെ നിയമനിർമ്മാണം നടത്തേണ്ടത് സഭകളാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശം അവരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞ അതേ വാദം തന്നെ അത് ശരിവെക്കുകയായിരുന്നു കോടതി. വാദത്തിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ മറ്റു വാദങ്ങൾ, അതായത് ഭാര്യ ഭർത്താവ് എന്നീ പദങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെയുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് എന്നിവയിലെ വിവക്ഷണങ്ങൾ എല്ലാം അത് ഒന്നും സ്റ്റാറ്റിക് അല്ല, അതായത് അതൊന്നും സ്ഥിരമല്ല, അത് മാറ്റപ്പെടേണ്ടതാണ്. ഇത് പലതും ഈ ഒരു പ്രത്യേക വസ്തുത എടുക്കുകയാണെങ്കിൽ അതെല്ലാം പലതും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ കണക്കാക്കപ്പെടേണ്ടതാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളടക്കം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായ രീതിയിലല്ല നിലവിൽ വന്നിരിക്കുന്നതെങ്കിൽ പോലും വാദങ്ങളിലെല്ലാം അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നു. ഓരോ ആവശ്യങ്ങളും അവരുടെ ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അതിനെല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ നിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിയമസാധുത വിവാഹത്തിന് കിട്ടുന്നില്ലെങ്കിൽ പോലും കുട്ടികളെ ദത്തെടുക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ അനുകൂലമായ നിലപാടുകളാണ് ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സഞ്ജയ് കിഷൻ കൗളിന്റേതും ചീഫ് ജസ്റ്റിസിന്റേതും ഏകദേശം സമാനമായ നിലപാടുകളാണ് വന്നിട്ടുള്ളത്. രവീന്ദ്ര ഭട്ട് മാത്രമാണ് ഇതിൽ നിന്ന്, അതായത് നിയമസാധുത കൊടുക്കരുതെന്നുള്ള തരത്തിലുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമ കോഹ്ലിയുടെയും വാദങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് യോജിച്ച് ജസ്റ്റിസ് സഞ്ജയ് കൗളിന്റെ വിധിന്യായം വന്നിരിക്കുന്നു. ജസ്റ്റിസ് സഞ്ജയ് കൗൾ പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഇതിന്റെ ഭാഗമായി വരുന്നു. സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് ഒരു വാലിഡ് പോയിന്റായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാക്കും. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് ഇത്തരത്തിൽ സഞ്ജയ് കൗൾ യോജിക്കുകയാണ്. ജസ്റ്റിസ് ഭട്ട് ഇത്തരത്തിൽ ആർട്ടിക്കിൾ രഞ്ജിത്ത് രവീന്ദ്ര ഭട്ട് തന്റെ വിധിനിയായി വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ക്യൂർനെസ് ഈസ് നെയ്തർ അർബൻ ഓർ നോർ എലീറ്റിസ്റ്റ്. അതായിരുന്നു പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്ന വാദം. കാരണം ഇതൊരു അർബൻ സമൂഹത്തിനിടയ്ക്ക്, അതായത് നഗര കേന്ദ്രീകൃതമായ വളരെ സമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം കണ്ടുവരുന്നൊരു രീതി മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ മാത്രം വാദമാണെന്നുള്ള തരത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനെ സമീപിച്ചത്. എന്നാൽ ഇതെല്ലാം ಖಂಡಿച്ചുകൊണ്ട് തന്നെയാണ് ജഡ്ജിമാരെല്ലാം നിലപാടെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ സഞ്ജയ് കിഷൻ കൗൾ, ഇപ്പോൾ രവീന്ദ്ര ഭട്ടും ഇതിന് നിയമസാധുത നൽകുന്നതിനെ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ക്യൂർനെസ് എന്നതിനെ നെയ്തർ അർബൻ ഓർ എലീറ്റിസ്റ്റ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതൊരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, അത് ജനങ്ങൾക്കിടയിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു അതിന് സമ്പന്നരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർതിരിവുകളോ ഒന്നുമില്ലാതെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്താ രീതികൾ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ തന്നെ കണക്കാക്കണം. അതല്ലാതെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കുറച്ച് ആളുകൾ മാത്രമല്ല ഇതിനെ അനുകൂലിക്കുന്ന നിലപാട്. ഇപ്പോൾ ശ്രീ ഫസൽ ഗഫൂർ ടെലിഫോൺ ലൈനിലുണ്ട്. ഫസൽ ഗഫൂർ, നിയമനിർമ്മാണം എന്നത് പാർലമെന്റിന്റെ അവകാശമാണ്. നിയമനിർമ്മാണത്തിന് കോടതിക്ക് ഈ പറഞ്ഞതുപോലെ ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. സ്വവർഗ പങ്കാളികളോട് വിവേചനം പാടില്ല. കുട്ടികളെ ദത്തെടുക്കാം, ഇഷ്ടമുള്ള പങ്കാളികളെ തിരഞ്ഞെടുക്കാം. അങ്ങനെ വ്യത്യസ്തമായ വിധികൾ ജഡ്ജിമാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്നാമത് അനാവശ്യമായിട്ടുള്ള ഒരു സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞ സാധനമുണ്ട്. സംസ്കാരത്തില് 95% ജനങ്ങളൊന്നും ഇത് അംഗീകരിക്കുന്നില്ല.
പിന്നെ ഈ ആർട്ടിക്കിൾ 14 എന്നൊക്കെ പറഞ്ഞിട്ട് വിധി ഉറപ്പിടിക്കുക. വിധിയല്ലത്. ഇപ്പൊ ഇവര് തന്നെ കൺഫ്യൂസ്ഡ് ആണ്. 4 ജഡ്ജിമാര് 4 തരത്തിൽ എന്തൊക്കെ എഴുതി കൂട്ടിയിരിക്കണം. ആ എഴുതി കൂട്ടിയിൽ തന്നെ ഇവർ പറഞ്ഞിരിക്കണം നിയമനിർമ്മാണം പാർലമെന്റിന്റെ ഇതാണെന്നാണ്, മറ്റേ അവകാശത്തിൽപ്പെട്ടതാണ്. അതേസമയം ഇവർ പറയുന്ന സെക്ഷൻ 4 സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ സെക്ഷൻ 4 തുല്യതക്കെതിരാണ്. അതായത് ഈ നിയമത്തിന്റെ ഇടുങ്ങിയ വായനകളാണ് അതൊക്കെ. ഇത് ഒരു കാര്യം ഞാൻ പറയാം, സ്വർഗരതിയിൽ ഏർപ്പെടുന്ന ആൾക്കാരെ ജയിലിലാക്കുന്നതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഞങ്ങൾ എതിരാണ്. പക്ഷെ മറിച്ച് അതൊരു വിവാഹത്തിലോട്ട് കൊണ്ടെത്തിക്കുകയും പിന്നീട് അതിന്റെ സ്വത്തിന്റെ തർക്കങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ദത്തെടുക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വെറുതെ അനാവശ്യമായിട്ട് കോടതി പോയിട്ട് ഇടപെടേണ്ട ആവശ്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും ഇത് പാർലമെന്റിലോട്ട് വരട്ടെ. കേന്ദ്രത്തിലിരിക്കുന്ന BJP ഗവൺമെന്റിന് ഇതിനെതിരാണെന്നുള്ള കാര്യം വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നിയമനിർമ്മാണം എന്നുള്ള വിഷയം വരുമ്പോൾ ആണ് നമ്മൾ ഇതിന്റെ യഥാർത്ഥത്തിലെ രൂപത്തിലെത്തുന്നത്. രണ്ടുപേര് തമ്മിൽ ബന്ധപ്പെടുകയില്ല എന്നുള്ളത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതൊരു നിയമത്തിലൂടെ ഒരു വിവാഹമായിട്ട് മാറ്റുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു. ശരി, ശ്രീ ഫസൽ ഗഫൂറാണ് പ്രതികരിച്ചത്. അശ്വിനി, പുരാതന കാലം മുതൽ സ്വവർഗ ബന്ധങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ജഡ്ജി പറയുന്നു. ഒപ്പം സ്വവർഗ ദമ്പതികൾക്ക് സുരക്ഷിതമായ വീടുകൾ ഉണ്ടാവണം എന്ന് കോടതിയുടെ പരാമർശമുണ്ട്. ശസ്ത്രക്രിയയ്ക്കോ ഹോർമോൺ തെറാപ്പിക്കോ നിർബന്ധിക്കരുത് എന്ന് ജഡ്ജി പറയുന്നു. സ്വവർഗ ദമ്പതികളുടെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ സമിതി പരിശോധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഒരു പാർഷ്യലായി ഒരു അംഗീകാരം ഇവരുടെ പല ആവശ്യങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഒരു പാർലമെന്റിലേക്ക് വിട്ടുകൊണ്ടുള്ള ഒരു വിധിന്യായമല്ല. അതെ രഞ്ജിത്ത്, തീർച്ചയായിട്ടും. കാരണം ക്യൂർ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നവർ, ട്രാൻസ്ജെൻഡേഴ്സ് ആവട്ടെ അതുപോലെ ഹിജഡകളാവട്ടെ, അവർക്കെല്ലാം ഒരു എല്ലാ ഭാഗത്തു നിന്നും ഡിസ്ക്രിമിനേഷൻ, അതായത് വേർതിരിവുകൾ അടക്കമുള്ള ഇത് നേരിടുന്നുണ്ട്. അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പ്രത്യേകം സുരക്ഷ ഉറപ്പാക്കാനായിട്ടുള്ള കേന്ദ്രങ്ങളും ജില്ലാ കേന്ദ്രീകൃതമായി തന്നെ ഒരുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളടക്കം വളരെ വിപുലമായ നിർദ്ദേശങ്ങൾ, വളരെ ഓരോ പ്രശ്നങ്ങൾ എടുത്ത് ചൂണ്ടിക്കാട്ടി അതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്നതടക്കം ചീഫ് ജസ്റ്റിസ് നടത്തുകയുണ്ടായി. അതായത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരുക്കാനുള്ള കേന്ദ്രങ്ങൾ, അതായത് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് തുടരാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ നിർബന്ധിതമായ ഒരു ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ് മെൻ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആകാൻ അവരെ നിർബന്ധിക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഹോർമോണൽ തെറാപ്പി അടക്കമുള്ള ചികിത്സാ രീതികളിലേക്ക് മാറുന്നത് അവർക്ക് നിർബന്ധിതരാകാതിരിക്കാനുള്ള വേണ്ട മുൻകരുതലുകളടക്കം എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ, അതായത് വളരെ വിപുലമായ നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരുകൾക്കും യൂണിയൻ ടെറിട്ടറികൾക്കും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്കും നൽകിയിട്ടുള്ളത്. ശരി അശ്വിനി, തിരിച്ചു വരാം. വളരെ പെട്ടെന്ന് ഒരു ഇടവേള, അത് കഴിഞ്ഞാൽ ഈ വാർത്തയിലേക്ക് തന്നെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്, അതിലേക്ക് തന്നെ തിരിച്ചെത്താം. ഈ പരിപാടി തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ലീഗ് അണികൾക്ക് മാത്രമാണല്ലോ അനുസരിക്കാൻ ബാധ്യത. സ്വാഭാവികമാണ് സമസ്തയ്ക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കേൾക്കേണ്ട സാഹചര്യമില്ല, അങ്ങനെ ഒരു സാധ്യതയുമില്ല. സമസ്തയുടെ ഏറ്റവും പരമാധ്യക്ഷനായിട്ടുള്ള മുത്തു ജിഫ്രിക്കോയ തങ്ങൾ തന്നെ ഈ ഒരു വിഷയത്തിൽ സമസ്തയുടെ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ഇനി അദ്ദേഹത്തിന്റെ പിന്നാലെ എത്രമാത്രം ഈ പ്രതികരണങ്ങൾ മറ്റുള്ളവർ ഏറ്റുപിടിക്കുമെന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിയുടെ കർശന നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ ഇനി ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നില്ല. പക്ഷേ ജിഫ്രി തങ്ങളുടെ വാക്കുകൾ അത് സമസ്തയുടെ അണികളായിട്ടുള്ളവർ, സമസ്തയുടെ പോഷക സംഘടനകളുടെ നേതാക്കൾ, ഇവരൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ തോതിൽ പങ്കുവെക്കുകയും ലീഗിനെതിരെയുള്ള വികാരം പങ്കുവെക്കുകയും ചെയ്യും. ഇത് ഈ വിഷയം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ലീഗ് ഇക്കാര്യത്തിൽ സമവായ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന സന്ദേശമാണ് ഈ ജിഫ്രി തങ്ങളുടെ വാക്കുകൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ PM.A. സലാമിന്റെ വാക്കുകളാണ്. PM.A. സലാം തട്ടം വിവാദത്തിൽ തുടങ്ങിവെച്ച അദ്ദേഹം പരോക്ഷമായി നടത്തിയ വിമർശനമാണ് ഇന്നിപ്പോൾ ഈ സമസ്തയെ ലീഗിനെയും ഇത്രയും വലിയ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ നടത്തിയ അഭിമുഖങ്ങളിൽ PM.A. സലാം മാത്രമല്ല ലീഗിലെ പല നേതാക്കളും സമസ്തയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നാണ് സമസ്ത നേതാക്കൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരാൾ തുടങ്ങി വെച്ചത് മറ്റുള്ളവർ ഏറ്റുപിടിച്ച് പോകുന്ന ഒരു സാഹചര്യം, ഇതിനൊക്കെ തന്നെ വഴിവെച്ചത് ലീഗിനേക്കാൾ ഈ CPM-നോട് ഇടതുപക്ഷത്തോട് സമസ്ത അടുക്കുന്നോ എന്ന ഒരു ചിന്ത ലീഗ് നേതാക്കളിൽ വന്നതാണ്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സമസ്തയ്ക്കെതിരെ ഇത്തരത്തിൽ പരോക്ഷമായ പരിഹാസങ്ങളും വിമർശനങ്ങളൊക്കെ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിനുള്ള മറുപടി സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഭരിക്കുന്നവരോട് എപ്പോഴും അടുപ്പം സൂക്ഷിക്കുക എന്നാണ് സമസ്തയുടെ നിലപാട്, നയം. അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അത് ആരും വിമർശിച്ചുകൊണ്ട് മാറില്ല എന്ന സമസ്തയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു വെടിനിർത്തൽ വേണമെങ്കിൽ സമസ്തയും
ലീഗും നേതാക്കൾ തമ്മിലുള്ള ഒരു ചർച്ച തന്നെ വേണം. ഒരുപക്ഷെ സലാമിനെതിരെ നടപടി വേണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടേക്കും, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്താൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടേക്കും. അത്തരത്തിലുള്ള സമസ്തയുടെ നിലപാടുകളോട് ലീഗ് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് പ്രധാനപ്പെട്ടത്. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. തലക്കെട്ടുകൾ. സ്വവർഗ വിവാഹത്തിന് അംഗീകാരമില്ല. 5 അംഗ ബെഞ്ചിൽ 3 പേർ തള്ളി. യോജിച്ചത് ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൗളും. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ജോ ബൈഡൻ ഇസ്രായേലിലേക്ക് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4000 കടന്നു. വേങ്ങേരി വാഹനാപകടത്തിൽ ബസ് ഡ്രൈവറും ഉടമയും അറസ്റ്റിൽ. കോഴിക്കോട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന. കരുവന്നൂർ കേസിൽ ഇഡിക്കെതിരായ പെരിങ്കണ്ടൂർ ബാങ്കിന്റെ ഹർജി കോടതിയിൽ. അരവിന്ദാക്ഷന്റെയും ജിൽസിന്റെയും ജാമ്യാപേക്ഷകളും ഇന്ന് പരിഗണിക്കും. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത. PMA സലാമിനെ ഉന്നമിട്ട് രൂക്ഷ വിമർശനം. കടുത്ത മറുപടി നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ സ്വർണം കണ്ണൂരിന്. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ഗോപിക്ക് സ്വർണം. മുഹമ്മദ് അമീറും ബിജോയ് ജയ്ക്കിനും നിത്യയ്ക്കും സ്വർണം. സ്വവർഗ വിവാഹത്തിന് അംഗീകാരമില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാന ചരിത്രപരമായ വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 5 അംഗ ബെഞ്ചിൽ 3 പേർ തള്ളി. യോജിച്ചത് ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൗളും മാത്രമാണ്. അശ്വിനി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അശ്വിനി, 4 പേർ, പ്രധാനപ്പെട്ട 4 വിധിന്യായങ്ങൾ, ഒപ്പം ചീഫ് ജസ്റ്റിസും ചേർന്ന് പറഞ്ഞു. അതിൽ 2 പേർ മാത്രം യോജിക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് പ്രധാന വിയോജിപ്പുകൾ? രഞ്ജിത്ത്, ഇതിന് നിയമനിർമ്മാണത്തിന് അംഗീകാരമില്ല എന്നതല്ല, അതിൽ നിയമനിർമ്മാണത്തിന് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കോടതിക്കാകില്ല എന്നുള്ള നിലപാടാണ് ഇതിൽ പറയുന്നത്. ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ആ വാദമാണ്. അതായത് ഭരണഘടന അനുശാസിക്കുന്ന നിയമനിർമ്മാണത്തിന്റെ അധികാരം അത് പാർലമെന്റ് അടക്കമുള്ള സഭകൾക്കാണുള്ളത്. അതിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറല്ല എന്നതാണ് അതിൽ പറയുന്നത്. അതായത് നിയമസാധുത അല്ലെങ്കിൽ നിയമസാധുത നൽകണമെന്ന നിലപാടുകളാണ് ജഡ്ജിമാർക്കുള്ളതെങ്കിൽ പോലും അതിലേക്ക് കടന്നു കയറി നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ തയ്യാറല്ല എന്നതാണ് അതിൽ പറയേണ്ടത്. അങ്ങനെ വേണം അതിൽ വിശേഷിപ്പിക്കാനായിട്ട്. കാരണം 3 പേരും ഇതിൽ വന്ന വിധിന്യായങ്ങളിൽ 3 പേരും ഇതിനെ 3 പേരല്ല, ചീഫ് ജസ്റ്റിസും സഞ്ജയ് കിഷൻ കൗളും ഇതിനെ വിവാഹത്തിനെ അനുകൂലിക്കുന്നു എന്നതാണ് പറയേണ്ടത്. കാരണം അത് ഹിന്ദു മാരേജ് ആക്ട് ആയാലും സ്പെഷ്യൽ മാരേജ് ആക്ടിലായാലും ഇതെല്ലാം ഇപ്പോൾ അതിന് അപ്ഡേഷൻ വേണ്ടതാണ്. അതായത് ഇപ്പോൾ കാലാനുസൃതമായി അതിന് മാറ്റം വരുത്തേണ്ടതാണ്. അത് അതേപോലെ തന്നെ നിലനിൽക്കേണ്ടതല്ല. വിവാഹം എന്ന സങ്കല്പം പോലും കാലാനുസൃതമായ മാറ്റം അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെ വേണം മോഡിഫിക്കേഷൻസ് എല്ലാം വരുത്തേണ്ടതെന്ന നിലപാടുകളാണ് ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളും എല്ലാം കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നിയമനിർമ്മാണം നടത്തേണ്ടതാണ് എന്നൊരു നിലപാടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ തീരുമാനം എടുക്കേണ്ടത് പാർലമെന്റാണ്. കാരണം അതിലേക്ക് അവരുടെ അധികാരത്തിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറല്ല എന്നതാണ് ഇതിൽ എടുത്ത് പറയാൻ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കോടതി പകരം ഇവരുടെ ആനുകൂല്യങ്ങൾ, അവകാശങ്ങളും ഇവർ നേരിടുന്ന വിവേചനങ്ങളും അടക്കമുള്ള പ്രശ്നങ്ങളിലേക്കെല്ലാം കോടതി എത്തിപ്പെടുകയും ചെയ്തു. അതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് കേന്ദ്രത്തിനടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമിതി, ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് സമിതി രൂപീകരിക്കാമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്തേണ്ട അവർ കമ്മിറ്റി രൂപീകരിക്കേണ്ടതിൽ അടക്കമുള്ള മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ അവർ കണ്ടെത്തേണ്ട കാര്യങ്ങളും എല്ലാം വിശദമായി തന്നെ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട വിധിന്യായം വരുന്നത്. അതായത് ജസ്റ്റിസ് കൗളിനോട് യോജിച്ച് ചീഫ് ജസ്റ്റിസിനോട് ജസ്റ്റിസ് കൗൾ മാത്രം യോജിക്കുന്നു. 3-1 ഇത്തരത്തിൽ ഭേദഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വവർഗ വിവാഹത്തിന്
നിയമസാധുതയില്ല. 3-2 എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 3-2 തള്ളി എന്ന പ്രധാനപ്പെട്ട വിവരം ഇക്കടത്തിൽ പുറത്തു വരുന്നുണ്ട്. നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ്. പാർലമെന്റിനാണ് അധികാരം. രാജ്യം കാത്തിരുന്ന ചരിത്രപരമായ വിധിയിലൂടെയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ബെഞ്ച് ഈ തീരുമാനം കൈക്കൊണ്ടത്. 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കൗൾ എന്നിവർ സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകുന്നതിനെ അനുകൂലിച്ചു. അതേസമയം രവീന്ദ്ര ഭട്ട്, ഹിമ കോഹ്ലി, PS നരസിംഹ എന്നിവർ എതിർത്തോടെ 3-2 എന്ന നിലയിലാണ് പ്രത്യേക വിധി പ്രസ്താവം തള്ളിയത്. ഇതിൽ ഹിമ കോഹ്ലി ഒഴികെയുള്ളവർ പ്രത്യേക വിധി പ്രസ്താവം നടത്തി. മെയ് 11 വാദം പൂർത്തിയാക്കിയ ഹർജികളിൽ 5 മാസത്തിനു ശേഷമാണ് കോടതി ഇന്ന് വിധി പറഞ്ഞത്. പ്രത്യേക വിവാഹ നിയമത്തിൽ മാറ്റം വരുത്തി സ്വവർഗ വിവാഹം കൂടി അംഗീകരിക്കണമെന്ന ഹർജിക്കാരുടെ ഭാഗത്തെയാണ് ചീഫ് ജസ്റ്റിസ് പിന്തുണച്ചത്. നിലവിലുള്ള നിയമം പുരുഷനെയും സ്ത്രീയെയും മാത്രമാണ് പരിഗണിക്കുന്നത്. അതിൽ ഇതര വിഭാഗക്കാരെ കൂടി പരിഗണിക്കണമെന്നാണ് ആവശ്യം. എന്നാൽ പ്രത്യേക വിവാഹ നിയമം കോടതിക്ക് റദ്ദാക്കാൻ കഴിയില്ലെന്നും അക്കാര്യം തീരുമാനിക്കേണ്ടത് പാർലമെന്റാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. കാരണം സ്വവർഗ ലൈംഗികത വിഡ്ഢിത്തമോ നഗരസങ്കല്പമോ വരേണ്യവർഗ സങ്കല്പമോ അല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇത് തുല്യതയുടെ വിഷയമാണ് എന്ന പ്രധാനപ്പെട്ട വാക്ക് അദ്ദേഹം ഈ വിധിന്യായത്തിൽ ഉപയോഗിച്ചു. മാത്രമല്ല വിവാഹം എന്നത് സ്ഥിരവും മാറ്റമില്ലാത്തതുമായ വ്യവസ്ഥയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമങ്ങൾ വഴി വിവാഹത്തിൽ പല പരിഷ്കാരങ്ങളും വന്നിട്ടുണ്ട്. നിയമം ഉണ്ടാക്കാൻ കോടതിക്ക് സാധിക്കില്ല. നിലവിലുള്ള നിയമം വ്യാഖ്യാനിക്കാൻ മാത്രമേ സാധിക്കൂ. അതേസമയം മൗലികാവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്വവർഗ വിവാഹത്തിൽ ഉള്ളവരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകും. അശ്വിനി, വളരെ പ്രധാനമാണ്. കാരണം അവർക്ക് മൗലികാവകാശങ്ങളുണ്ട്. കുട്ടികളെ ദത്തെടുക്കാം, അവർക്ക് സ്വസ്ഥമായി ജീവിക്കാം, അവർക്ക് ഭവനം വാങ്ങാം, അങ്ങനെ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാനായ അവകാശങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ട് കോടതി. അതെ, തീർച്ചയായിട്ടും. കാരണം കുട്ടികളെ ദത്തെടുക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ ഹർജിക്കാർ ഇതോടൊപ്പം തന്നെ നിയമസാധുത തേടിക്കൊണ്ടുള്ള ഹർജികളിൽ ഉന്നയിച്ചിരുന്നു. അവരുടെ സ്വത്തിന്റെ ഭാഗം വെക്കൽ അല്ലെങ്കിൽ സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഇതോടൊപ്പം തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. ആ വിഷയങ്ങളിലെല്ലാം തന്നെ ഇതേപോലെ തന്നെ നിലപാട് തന്നെയാണ് കോടതി കൈക്കൊണ്ടുള്ളത്. അതെല്ലാം പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്. അത് കുട്ടികൾക്ക് നൽകുന്നതടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനെല്ലാം നിയമനിർമ്മാണം ആവശ്യമാണെന്നുള്ളൊരു പൊതുവായ ഒരു വിഘാതം ഇതിൽ നിൽക്കുന്നുണ്ട്. അതിലേക്ക് കടക്കാൻ കോടതി തയ്യാറായിട്ടില്ല. അത് തന്നെയാണ് അതിൽ സുപ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇത്തരം വിഷയങ്ങളിൽ നിയമനിർമ്മാണം അടക്കം വേണ്ടതാണ്. അത് നടത്തേണ്ടത് സഭകളാണ്. പാർലമെന്റ് അടക്കമുള്ള അല്ലെങ്കിൽ നിയമസഭകൾ അടക്കമാണ് നടത്തേണ്ടത്. ഇത് വിവാഹം എന്നത് ഒരു സ്ഥിരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ, കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട്, അതായത് സ്പെഷ്യൽ ഹിന്ദു മാരേജ് ആക്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിനെ അടക്കം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയേണ്ട ഒരു സാഹചര്യം പോലും വന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഇങ്ങനത്തെ നിലവിലത്തെ ഹർജി പരിഗണിക്കുമ്പോൾ. എന്നാൽ അത് ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല. കാരണം ഇതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് സർക്കാരുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കാൻ കോടതി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തിന്റെ നിയമസാധുത തേടിയിട്ടുള്ള ഹർജികൾ തീർപ്പാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിൽ ഒരു അന്തിമമായ ഒരു തീർപ്പ് നടത്താൻ കോടതി തയ്യാറായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം നിയമ പോരാട്ടങ്ങൾ ഇനിയും ഇതിനകത്ത് തുടരാനുള്ള സാധ്യതയാണ് ഇതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ. ഏതായാലും ബന്ധങ്ങൾ 2 വ്യക്തികളുടെ തീരുമാനമാണ്. ഇത്തരം കൂട്ടുകെട്ടുകൾ അംഗീകരിക്കാത്തത് സ്വവർഗ ദമ്പതികളോടുള്ള വിവേചനമാകും. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ഒരാളുടെ ജീവിത രീതിയുടെ അടിസ്ഥാന ഭാഗമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അവർക്ക് ചിലത് അവരുടെ ജീവിതത്തിലെ പ്രധാന ഭാഗമാണ്. ഈ ഹർജി പരിഗണിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. അത് വിവാഹം ഈ പറഞ്ഞതുപോലെ സ്വവർഗ ലൈംഗിക എന്നത് സ്വാഭാവിക പ്രതിഭാസമാണ്. അത് വരേണ്യവർഗ സങ്കല്പം മാത്രമല്ല. ഒരു കുഞ്ഞിന് സമ്പൂർണ്ണ സുരക്ഷിതത്വം നൽകാൻ ഭിന്ന ദമ്പതികൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് വ്യക്തമാക്കുന്ന യാതൊരു തെളിവുമില്ല. അത്തരത്തിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന വിധിന്യായം ജസ്റ്റിസ് സഞ്ജയ് കൗളും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക വിവാഹ നിയമം തുല്യതയ്ക്ക് എതിരാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ലൈംഗികതയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, വൈകാരിക പൂർത്തീകരണത്തിനുള്ള ബന്ധങ്ങളായും സ്വവർഗ ബന്ധങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് പുരാതന കാലം മുതൽ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും നിർണായകമായ ചില സങ്കീർണതകൾ ഉള്ള വളരെ പ്രധാനപ്പെട്ട വിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. 2023 ഏപ്രിൽ 18 മുതൽ മെയ് 11 വരെ 10 ദിവസങ്ങളിലായി 40 മണിക്കൂറോളമാണ് ഭരണഘടനാ ബെഞ്ച് ഈ വിധിയിൽ ഹർജികളിൽ വാദം കേട്ടത്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ടിലെ 4-ാം വകുപ്പ് പ്രകാരം 21 വയസ്സ് കഴിഞ്ഞ പുരുഷനും 18 വയസ്സുള്ള സ്ത്രീക്കും വിവാഹിതരാകാം. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹം എന്നത് ഒഴിവാക്കി 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹം എന്ന ആവശ്യം പരിഗണിക്കുമെന്നാണ് ഹർജികളിൽ വാദം കേട്ട വേളയിൽ ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചത്. ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയിട്ടില്ല എങ്കിൽ പോലും ചില നിർണായകമായ സൂചനകൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അശ്വിനി.
രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് വിമർശനങ്ങൾ, അതായത് സർക്കാരുകൾക്കുള്ള വിമർശനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂർ പേഴ്സണാലിറ്റീസിൻ്റെ, അതല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അങ്ങനത്തെ ഇത്തരം ആളുകൾക്ക് നേരെയുള്ള അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നത്, അത് അങ്ങനെ അവകാശങ്ങൾ അംഗീകരിക്കാതിരിക്കുന്ന സർക്കാരുകളുടെ നിലപാടുകൾ പോലും വേർതിരിവിൻ്റെ ഭാഗമാണ്. അത് ഡിസ്ക്രിമിനേഷൻ ആണെന്ന് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ നൽകി കൊടുക്കുക. അതുപോലെ തന്നെ Pure persons cannot be discriminated upon. Material benefits and services flowing the heterosexual couples and denied to queer couples will be a violation of the fundamental right. അതായത് ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള, അതായത് രണ്ട് ലിംഗക്കാർ തമ്മിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കപ്പിൾസിൻ്റെ അവർക്കുള്ള അവകാശം പോലെ തന്നെയാണ് ക്യൂർ പീപ്പിളിനുള്ളതും എന്ന് കോടതി എടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടും കോടതി ഒരു നിയമസാധുത, വിവാഹത്തിന്റെ നിയമസാധുത നൽകിയിട്ടില്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. ഓരോ വിഷയങ്ങളും, അതായത് ലോ കനോട്ട് ബി അസ്യൂം ദാറ്റ് ഓൺലി ഹെറ്ററോസെക്ഷൽ കപ്പിൾസ് ക്യാൻ ബി ഗുഡ് പേരൻസ്, അതായത് രണ്ട് ലിംഗക്കാരടങ്ങുന്ന ദമ്പതികൾക്ക് മാത്രമേ നല്ല മാതാപിതാക്കളാകാൻ സാധിക്കൂ എന്നുള്ള കാഴ്ചപ്പാടുകൾ പോലും കോടതി തള്ളിക്കളയുന്നുണ്ട്. കാരണം അതങ്ങനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. നല്ല മാതാപിതാക്കളാകാൻ രണ്ട് ലിംഗക്കാർ തന്നെ വേണം എന്നുള്ള അടക്കമുള്ള വാദങ്ങൾ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് കോടതി വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അങ്ങനെ നിർണായകമായ വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന്, അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന്, നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു അശ്വിനി അത് വളരെ കൃത്യമായി തന്നെ വ്യാഖ്യാനിക്കാറായി എന്ന് തോന്നുന്നു. കാരണം 3-2 ഹർജികൾ തള്ളി എന്നുള്ളത് സ്വവർഗ വിവാഹത്തിന് സാധുതയില്ല എന്ന തരത്തിലാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു. അത്തരത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ടോ? രഞ്ജിത്ത്, നമുക്ക് അങ്ങനെ തന്നെ പറയാം. സ്വവർഗ വിവാഹത്തിന് അനുമതിയില്ല എന്നുള്ള തരത്തിൽ തന്നെ നമുക്ക് പറയാം. കാരണം കോടതി ഇതിനെ ഒരു ജഡ്ജിമാരും വിവാഹം നടത്താൻ അനുകൂലിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചിട്ടില്ല. അവർ നിയമസാധുത അത് പരിശോധിക്കണമെന്നടക്കം അല്ലെങ്കിൽ അതിൽ നിയമനിർമ്മാണം നടത്തണമെന്നുള്ള ഒരു പരാമർശം മാത്രമേ നടത്തിയിട്ടുള്ളൂ. പരാമർശം പോലും അത് സഭകൾ, അതായത് സർക്കാരുകൾ അംഗീകരിക്കേണ്ട തരത്തിലുള്ള ഒരു പരാമർശമല്ല, പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇത്തരമുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. വിധി പ്രസ്താവത്തിനകത്ത് ഈ നിരീക്ഷണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നല്ലാതെ സർക്കാരുകൾക്ക് അങ്ങനത്തെ ഒരു നിർമ്മാണം നടത്തേണ്ട ഒരു ബാധ്യതയും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്യൂർ പേഴ്സണാലിറ്റീസിന്റെ അല്ലെങ്കിൽ LGBTQ സമൂഹത്തിന്റെ ആവശ്യം തള്ളിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആനന്ദ് CR ആക്ടിവിസ്റ്റ് നമ്മോടൊപ്പം ചേരുന്നു. ആനന്ദ്, ഇന്ത്യയിൽ സ്വവർഗ വിവാഹത്തിന് നിയമസാധുത ഇല്ല, രാജ്യം കാത്തിരുന്ന ചരിത്രപരമായ വിധി അത് പുറത്തു വന്നിരിക്കുന്നു. എന്താണ് ആദ്യ പ്രതികരണം? വളരെ ഡിസപ്പോയിന്റഡ് ആണ്. കാരണം ജുഡീഷ്യറിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിധി വരും എന്ന്. പക്ഷെ 3-2 എന്ന നിലയ്ക്ക് വിധി നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ BJP ഗവൺമെന്റിൽ നമുക്കൊരു പ്രതീക്ഷ ഇല്ല എന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരു നിയമസാധുത ഒരു സ്പെഷ്യൽ മാരേജ് ആക്ടിൽ കൊണ്ടുവരണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ഗവൺമെന്റിൽ ഒരു പ്രതീക്ഷയില്ല. ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എടുക്കാവുന്ന ഒരു കാര്യം മാരേജിനെ പറ്റിയിട്ട് സ്വവർഗ ലൈംഗികത വിഡ്ഢിത്തമോ നഗരസങ്കല്പമോ വരേണ്യവർഗ സങ്കല്പമോ അല്ല, കേന്ദ്ര നിലപാടിനെ പൂർണ്ണമായും തള്ളുന്നുണ്ട്. അതെ, BJP ഗവൺമെന്റ് മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ത്യയെ വെസ്റ്റേൺ കൺട്രി ആക്കാൻ ശ്രമിക്കേണ്ട. ഈ സ്വവർഗ ലൈംഗികത ഒരു വിദേശ കാഴ്ചപ്പാടാണ്, അത് ഇന്ത്യയിൽ ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി അതിനെ എതിർക്കുകയും ഇത് ചരിത്രപരമായി തന്നെ ഇന്ത്യയിലുള്ള ഒരു സംഗതിയാണ് സ്വർഗ പ്രണയവും സ്വർഗ വിവാഹവും സ്വർഗ ബന്ധങ്ങളും എന്ന് സുപ്രീം കോടതി വിധി പറയുന്നുണ്ട്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ സ്വർഗ വിവാഹം എന്നതില് ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരാൾക്കും ട്രാൻസ് മെൻ ആയിട്ടുള്ള ഒരാൾക്കും ഇന്റർസെക്സ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കും വിവാഹത്തിനും അത്തരത്തിലുള്ള ഹെറ്ററോസെക്ഷൽ ബന്ധങ്ങൾക്കും ഹോമോസെക്ഷൽ ബന്ധങ്ങൾക്കും സാധ്യതയുണ്ട് എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അഡോപ്ഷൻ റൈറ്റ്, അൺമാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിനും അഡോപ്ഷൻ റൈറ്റിന് അവകാശമുണ്ട് എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് തുടരുക. ശിവപ്രസാദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശിവപ്രസാദ്, കേൾക്കാമോ? ശിവപ്രസാദ്, നമസ്കാരം. എന്താണ് ഈ പ്രധാനപ്പെട്ട വിധിന്യായമാണ് പുറത്തു വന്നിരിക്കുന്നത്, പക്ഷെ അപ്പോഴും ചില അവകാശങ്ങൾ അംഗീകരിക്കപ്പെടുന്നുണ്ട് മൗലികമായ. വളരെയധികം വിഷമമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു സ്ത്രീക്കും പുരുഷനും ഉള്ളതുപോലെ തന്നെയാണ് നമുക്കും പരിഗണന കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാലും ശക്തമായി നമ്മൾ പോരാടും. കിട്ടേണ്ട അവകാശം തീർച്ചയായിട്ടും ഉറപ്പാക്കേണ്ടത് തന്നെയാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നിർണായകമാകും. കാരണം കേന്ദ്രത്തിന്, പാർലമെന്റിന് ഈ വിഷയത്തിൽ നിയമനിർമ്മാണം വേണമെങ്കിൽ നടത്താം എന്ന് പറഞ്ഞിരിക്കുകയാണ് കോടതി. അവിടെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ടോ? പ്രതീക്ഷിക്കാം, പ്രതീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വകയുണ്ട്.
മൈറ്റ് ബി ദർ വിൽ സംതിങ് ലൈക്ക് ഒരു മിറാക്കിൾ എവിടെയെങ്കിലും ഉണ്ടായേക്കാമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും എനിക്കുണ്ട്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആദ്യത്തെ ബൈസെക്ഷൽ ഗേ കപ്പിൾസ് ആണ് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ലീഗലൈസേഷൻ ഇറ്റ് ബി പോസിബിൾ, അല്ലെങ്കിൽ അത് നടക്കും, അതൊരു പോസിറ്റീവ് മാനർ ആയിരിക്കും. പക്ഷേ എന്തോ സംതിങ് എവിടെയൊക്കെയോ ഹാപ്പൻഡ്. അല്ല, ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിങ്ങൾക്ക് അത്തരത്തിൽ ജീവിക്കാൻ അവകാശങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ഇപ്പോൾ ഈ ഒരു ജീവിതത്തിൽ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാരന്റ്സ്, എനിക്ക് കുഴപ്പമില്ല, എന്റെ പാർട്ട്ണർ സുരാജിന്റെ പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു വിധി വന്നപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്വവർഗ രീതിയിൽ നിൽക്കുന്നവർക്ക് വീട് സുരക്ഷിതത്വം 100% ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു തരത്തിലുമുള്ള ഒരു സെക്യൂരിറ്റിയും ഇല്ല. ഈവൻ പോലീസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ശരി, അതേപോലെ തന്നെ ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ശരി. സ്പെഷ്യൽ മാരേജ് ആക്ട് ഈ പറഞ്ഞതുപോലെ നിയമപരമായ ഒരുപാട് പരിമിതികൾ കോടതിക്ക് മുന്നിലുണ്ട്. പറഞ്ഞതുപോലെ നിയമം നിർമ്മിക്കേണ്ടത് പാർലമെന്റാണ്. അപ്പോൾ കോടതിക്ക് പക്ഷേ മൗലികമായ ചില അവകാശങ്ങൾ നിലവിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് നിലവിലെ നിയമപ്രകാരം വിവാഹം കഴിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന സുപ്രധാനമായ വിധിന്യായമുണ്ട്. സ്വവർഗലേഖക്കാരും ഈ ചീഫ് ജസ്റ്റിസിൻ്റെ വിധിയോട് ജസ്റ്റിസ് ഭട്ട് യോജിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധിന്യായങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ഒരു ട്രാൻസ്ജെൻഡറിനും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർക്ക് സെക്യൂരിറ്റി ആരും ഉറപ്പാക്കും. അവരെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് അവർക്കെതിരെ പോലീസുകാരും സാഹചര്യത്തിൽ സുരക്ഷിതമില്ല. ഈവൻ പെൺകുട്ടികൾ പോലും രാത്രി പുറത്തിറങ്ങാൻ ഭയക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഞങ്ങളെ പോലുള്ള ആൾക്കാർ പുറത്തിറങ്ങും? എന്താണ് ഈ നിങ്ങൾ ഈ പറയുന്നത്? ഈ ഒരു വിധിന്യായത്തിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു കോടതിയുടെ പരിരക്ഷ ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നു, അതിൽ നിരാശയാണല്ലേ? നല്ലതുപോലെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, വിൽ ഗെറ്റ് എ പോസിറ്റീവ് ചാൻസ്. പക്ഷേ ഇപ്പോ കേട്ടപ്പോ 3-ൽ നിന്നും ഇങ്ങനെ ഒരു വിധി കേട്ടപ്പോഴത്തേക്ക് ടോട്ടൽ ഡിസപ്പോയിന്റഡ് ആണ്, നല്ലതുപോലെ ഡിസപ്പോയിന്റഡ് ആണ്. ഇനിയിപ്പോൾ എന്താണ് നിയമപരമായി മറ്റ് നീക്കങ്ങളിലേക്ക് പോകണമല്ലോ, അതിനുള്ള കാര്യങ്ങൾ പോകണമല്ലോ. ഇനി നിങ്ങൾക്ക് അവകാശങ്ങൾ സ്ഥാപിച്ചു തീർച്ചയായിട്ടും സെൽഫ് ഡിക്ലെയർ ചെയ്യുന്ന എല്ലാ മനുഷ്യരും ട്രാൻസ്ജെൻഡേഴ്സ്, ഐ മീൻ നാൽസ ജഡ്ജ്മെന്റ് 2016 പറയുന്ന അനുസരിച്ചിട്ട് ആരാണോ ഡിക്ലറേഷൻ, എന്ത് സെൽഫ് ഡിക്ലറേഷൻ, അതാണ് നമ്മളുടെ ഡിക്ലറേഷൻ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ വീണ്ടും കാത്തിരിക്കും, നമുക്ക് അനുകൂലമായ ഒരു വിധി എന്തായാലും വരും. വൺ ഡേ വി വിൽ കോൺക്വർ ദ വേൾഡ്, അത് ഉറപ്പാണ്. ശരി, നന്ദി പ്രതികരിച്ചതിന്. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് യോജിക്കുന്നതിൽ ജസ്റ്റിസ് കൗളാണ് യോജിച്ചത്, ഭട്ട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും വന്ന വിധി. സ്വവർഗ ദാമ്പത്യം നഗരപരമല്ലെന്ന് സമ്മതിക്കുന്നുണ്ട്, പക്ഷേ അത് ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് പോകാൻ കോടതി തയ്യാറായില്ല എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡറുകൾക്ക് നിലവിലെ നിയമപ്രകാരം വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ട്. സ്വവർഗ ദമ്പതികൾക്ക് സുരക്ഷിതമായ വീടുകൾ ഉണ്ടാകണം എന്ന പ്രധാനപ്പെട്ട ഒരു വിധിന്യായം കോടതിയുടെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. സുരക്ഷിതമായ വീടുകൾ വേണം, ശസ്ത്രക്രിയയ്ക്ക് ഹോർമോൺ തെറാപ്പിക്കോ നിർബന്ധിക്കരുത്, സാമൂഹ്യമായ സുരക്ഷ അവർക്ക് ഉറപ്പുവരുത്താൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. LGBT കമ്മ്യൂണിറ്റിക്ക് അത്തരത്തിലുള്ള സുരക്ഷ സർക്കാരുകൾ ഉറപ്പുവരുത്തണം. പോലീസ് വിളിച്ചു വരുത്തി ഏത് ലിംഗമാണ് എന്ന് ചോദിക്കുന്നത് ഇടവരരുത്. അത്തരത്തിൽ അങ്ങനെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ നിരവധി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാർഗ്ഗമായി കോടതിയിലെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നഗരപരമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ കേന്ദ്ര സർക്കാരൊക്കെ പറയുന്നത് ഇത് ചില ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനോട് കോടതി യോജിക്കുന്നില്ല. പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് റദ്ദാക്കാനോ മാറ്റം വരുത്താനോ കോടതിക്കാവില്ല എന്ന് പറയുന്നു. അതിനൊക്കെയുള്ള തീരുമാനം പാർലമെന്റാണ്. അശ്വിനി, മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? അശ്വിനി, രഞ്ജിത്ത്, ഈ വാദം വായിക്കുന്നത് തുടരുകയാണ്. രവീന്ദ്ര ഭട്ടിന്റെ വാദം വായിക്കുന്നത് തുടരുകയാണ്. അദ്ദേഹം നിയമനിർമ്മാണത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിവാഹത്തെ അനുകൂലിക്കുന്നില്ല. അതുപോലെ എന്നാൽ അതിൽ ശ്രദ്ധേയമായിരിക്കുന്ന ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളിന്റെ ഒരു പരാമർശമാണ്. ദിസ് മൂവ്മെന്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റെമഡി ദ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദസ് ഗവർണൻസ് നീഡഡ് ടു ഗ്രാൻഡ് റൈറ്റ്സ് ടു സച്ച് യൂണിയൻസ് ഓർ മാരേജ്. അതായത് ഇത്തരത്തിലുള്ള വേർതിരിവുകൾ അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള അവകാശ ലംഘനങ്ങൾ അടക്കം പരിഹരിക്കാനുള്ള ഒരു അവസരമാണ് ഇത്. അവരുടെ മനുഷ്യാവകാശ ലംഘനം അടക്കം പരിഹരിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണമെന്നാണ് സഞ്ജയ് കിഷൻ കൗൾ പറഞ്ഞിരിക്കുന്നത്. അതായത് സർക്കാരുകൾ ഇതിൽ സ്വന്തമായ നിലയ്ക്ക് മുൻകൈയെടുത്ത് ഇതിൽ നിയമനിർമ്മാണം നടത്തണമെന്നടക്കമുള്ള ഒരു ശുപാർശ പോലെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വിധിയിലുടനീളം ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വായിച്ചു, അതുപോലെ തന്നെ സഞ്ജയ് കിഷൻ കൗൾ വായിച്ചു, രവീന്ദ്ര ഭട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു തന്റെ വിധിന്യായം. ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു പൊതുവായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസാധുത നടത്താൻ കോടതിക്ക് നിർദ്ദേശിക്കാനാകില്ല. അത് ലെജിസ്ലേച്ചറിനകത്തോട്ടുള്ള കടന്നുകയറ്റമാണ്, ജുഡീഷ്യറിയുടെ കടന്നുകയറ്റമായി മാറും. അത്തരത്തിലൊരു കടന്നുകയറ്റം അല്ല നടത്താൻ തങ്ങൾ തയ്യാറാകില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇത്രയും ഇതിനകത്തെല്ലാം എടുത്തിരിക്കുന്നത്, ഈ 3 ജഡ്ജിമാരും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമായിരിക്കും. ശ്രീമാർ അഭിലാഷ് കൂടി സുപ്രീം കോടതി അഭിഭാഷകൻ നമ്മുടെ ഒപ്പം ചേരുന്നു. ശ്രീമാർ അഭിലാഷ്, കോടതിയുടെ
ഇത് ഈ സ്വർഗവിവാഹം നിയമപരമല്ല, 3-2 വിയോജിപ്പ്. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? അത് പാർലമെന്റെങ്കിലും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് കരുതി സുപ്രീം കോടതി ഒരു നിർദ്ദേശം കൊടുക്കാൻ യോഗ്യമായ ഒരു വ്യവഹാരമായിരുന്നു. ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ജഡ്ജ്മെന്റ് തുടങ്ങിയത് തന്നെ ആ ഒരു സന്നദ്ധതയിലേക്ക് വിരൽ ചൂണ്ടിയാണ്. പക്ഷെ ആത്യന്തികമായിട്ടും ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ തീരുമാനമാണ് നിയമമെന്നിരിക്കെ അത് സംഭവിച്ചില്ല. ഇത് പാർലമെന്റിന്, സർക്കാരിന് അത്തരം ഒരു ബില്ല് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിശോധിക്കാൻ യുക്തമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ടു ദാറ്റ് എക്സ്റ്റെന്റ് സുപ്രീം കോടതിയുടെ തീരുമാനം ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു തീരുമാനമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവർ ഈ പറഞ്ഞത് പാർലമെന്റിനാണ് തീരുമാനിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞു വെക്കുന്നു. പാർലമെന്റ് വേണമെങ്കിൽ നിയമനിർമ്മാണം കൊണ്ടുവരട്ടെ എന്നാണ് കോടതി പറയുന്നത്. ഞാനിപ്പോ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അഭിപ്രായം മാത്രമേ ഇതിന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്റെ കേസിന് കോടതിയിലേക്ക് കയറേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തു വന്നപ്പോൾ ഈ 5 പേരുടെ അഭിപ്രായത്തെ കുറിച്ച് കേൾക്കാൻ കഴിയുക മാത്രമാണ് ചെയ്തത്. എനിക്കത് അസർട്ടൈൻ ചെയ്തില്ല. പക്ഷേ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞതുപോലെ പാർലമെന്റിൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സർക്കാരിനൊരു നിർദ്ദേശം കൊടുക്കുന്നത് ഇത് വളരെ ഉചിതമായ ഒരു വിഷയമായിരുന്നു. കാരണം ഏതൊരു രാജ്യത്തും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന, അത് ചിന്താപരമായും സ്വഭാവപരമായിട്ടും ഒക്കെയുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്. അങ്ങനെയുള്ളവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്കണ്ഠകളും അവരുടെ അവകാശ സംരക്ഷണവും ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട വഴി ഒരിക്കലും പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു വിഷയത്തിൽ പാർലമെന്റ് പരിഗണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിന് കൊടുക്കുവാൻ കഴിയുന്ന ഒരു വിഷയമായിരുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടു ദാറ്റ് എക്സ്റ്റെന്റ് രാജ്യത്തെ ഭരണഘടനാ കോടതി എന്നുള്ള നിലയിൽ അത് പാർലമെന്റ് പരിഗണിക്കേണ്ട ഒരു വിഷയമായി നിർബന്ധമായി ഒരു നിർദ്ദേശ രൂപേണ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, നന്ദി ശ്രീ എം ആർ അഭിലാഷ്. താങ്കൾ കോടതി വ്യവഹാര തിരക്കുകളിലാണ്. ശ്രീ ഫസൽ ഗഫൂർ, അതായത് പാർലമെന്റിനോടെങ്കിലും അത്തരത്തിൽ ഒന്ന് നിർദ്ദേശിക്കാമായിരുന്നു കോടതിക്ക്. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 95% ആളുകളും ഇതിനെതിരാണെങ്കിൽ പോലും ആ 5% അവകാശങ്ങൾക്കും നമ്മുടെ സമൂഹത്തിൽ വിലയുള്ളതല്ലേ? ഹലോ, കേൾക്കാമോ സർ? കേൾക്കുന്നുണ്ട്. ഇതില് ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ള വിഷയമല്ല, ഇതൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു വിഷയമാണ്. മനസ്സിലായ? ആ സാംസ്കാരികമായ വിഷയത്തിന് നമ്മുടെ ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട്. ഉദാഹരണമായിട്ട് സ്വീഡനോ നോർവേക്കോ ഒരു സംസ്കാരമുണ്ട് ഈ കാര്യത്തില്, USA വേറെ സംസ്കാരമുണ്ട്. അപ്പൊ ഇതൊരു സാംസ്കാരിക വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് ഭൂരിപക്ഷം 99% ആൾക്കാരും ഇതിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. മനസ്സിലായി? ഇതിൽ കുറച്ചു പേർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവരതായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, യാതൊരു കുഴപ്പമില്ല, ആരും കുറ്റം പറയുന്നില്ല. അത് നമ്മൾ നിയമപരമായിട്ടുള്ള അവർക്കെതിരായിട്ടുള്ള നിയമപരമായിട്ട് നടപടികൾ, ക്രിമിനൽ കുറ്റ നടപടികൾ എടുക്കണ്ട എന്ന് തന്നെ കോടതി മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിപ്പോ ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ എൻ്റയർ സിസ്റ്റം ബ്രേക്ക് ഡൗൺ ചെയ്യണം. വിവാഹം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ദത്തെടുക്കണം, അല്ലെ പിന്നെ അപ്പൊ നാളെ വിവാഹം നടത്തുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദത്തെടുത്ത കുട്ടികളുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വെറുതെ ചന്ദ്രചൂഡ് ഇതൊക്കെ പലതും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ എല്ലാ വീഡിയോകളും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള വിധി വളരെ ഞാൻ സ്വാഗതാർഹമായിട്ട് കാണുകയാണ്. പിന്നെ പാർലമെന്റിൽ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റിൽ തീർച്ചയായിട്ടും ഇതിനനുകൂലമായിരിക്കില്ല പാർലമെന്റ്. കാരണം പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം എന്താ പറയാ കക്ഷികളും എതിരായിരിക്കും. കാരണം അവരെല്ലാം ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാർട്ടികളാണ്. അവർക്ക് തിരിച്ചു പോയിട്ട് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിനോട് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ബില്ല് ഇതോടുകൂടി തന്നെ ഈ വിഷയം മരിച്ചതായിട്ട് കണക്കാക്കാം. ശരി, അതാണ് സാഹചര്യം. ഏതായാലും സ്വവർഗ വിവാഹം ഇന്ത്യയിൽ നിയമപരമല്ല. പല പാശ്ചാത്യ രാജ്യങ്ങളിലും അത്തരത്തിൽ നിയമവിധേയമായിട്ടുണ്ട്. അത്തരമൊരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കോടതി 3-2 എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് തള്ളിയിരിക്കുകയാണ്. എന്തെങ്കിലും പുതിയ വിധിന്യായത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടോ അശ്വിനി? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്ഷൻ 14 പ്രകാരമുള്ള ഒരു നിരീക്ഷണം ജസ്റ്റിസ് ഭട്ട് നടത്തിയിട്ടുണ്ട് വിധി പ്രസ്താവത്തിൽ. സെക്ഷൻ 4 ഈസ് ടു ബി റെഡ് ഇൻ എ ജെൻഡർ ന്യൂട്രൽ മാനർ. ദ ഇന്റർപ്ലേ ഓഫ് അതർ പ്രൊവിഷൻസ് വിൽ ലീഡ് ടു അനോമാലസ് റിസൾട്ട്സ് റെൻഡറിംഗ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് അൺവർക്കബിൾ. അതായത് ഈ സെക്ഷൻ 4 സ്പെഷ്യൽ മാരേജ് ആക്ടിനകത്ത് സെക്ഷൻ 4-നകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അത് സ്ത്രീകൾക്കടക്കം, അതായത് ഇപ്പോൾ നിലവിലുള്ള വിവാഹ ബന്ധത്തിലുള്ള സ്ത്രീകളെ അടക്കം അത് പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നൊരു നിരീക്ഷണമാണ് ജസ്റ്റിസ് ഭട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെ എതിർക്കാൻ
എടുക്കാനുള്ള ഒരു വാദം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ ഹർജിക്കാർ അടക്കം ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ മാരേജ് ആക്ടിനകത്ത് സെക്ഷൻ 4 പരാമർശങ്ങളടക്കം അതിൻ്റെ വിവക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികളെ വിശദീകരിക്കുന്ന രീതിയിലടക്കം മാറ്റം വരുത്തണമെന്ന ഒരു പ്രധാന വാദം ഉന്നയിച്ചിരുന്നു. അതായത് ദമ്പതികൾ എന്നതിന് വിവക്ഷ കൊടുത്തിരിക്കുന്നത് ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലാണ്. അതിന് പകരം അത് സ്ത്രീ പുരുഷൻ എന്ന രീതിയിൽ മാറ്റണമെന്നടക്കമുള്ള ഒരു വാദമായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. അതിനെ തള്ളുന്നൊരു നിരീക്ഷണമാണ് ഇപ്പോൾ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് നടത്തിയിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള മറ്റ് ജഡ്ജിമാർ, അതായത് സഞ്ജയ് കിഷൻ കൗൾ, ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടക്കമുള്ളവർ ഇതിൽ മറ്റ് പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ഇത്തരം നിയമത്തിൽ മാറ്റം വരണമെന്നൊരു ആവശ്യത്തിലാണ് അവർ ഉന്നയിക്കുന്നത്. അതിൽ സഞ്ജയ് കിഷൻ കൗൾ അതിനെ എതിർക്കുന്ന ഒരു സഞ്ജയ് കിഷൻ കൗൾ അല്ല, ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് അതിനെ എതിർക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി പ്രസ്താവം എല്ലാം നമ്മൾ ഓരോന്ന് സൂക്ഷിച്ചു തന്നെ വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ കൃത്യമായ ഒരു വിവക്ഷ അല്ലെങ്കിൽ ഒരു വിശദീകരണം, ഒരു നിയമത്തിന്റെ ഒരു ഉത്തരവ് ഇതിൽ അടങ്ങിയിട്ടില്ല. നമ്മൾ അതിന്റെ ഓരോ ഭാഗവും വിശദമായി തന്നെ വായിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, പല ആർട്ടിക്കിൾ, പല നിയമങ്ങൾ, ഇതെല്ലാം ഓരോ സബ്സെക്ഷനും സെക്ഷനും എല്ലാം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, അതുപോലെ തന്നെ ഇപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട്, ഇങ്ങനെ അടക്കമുള്ള പല നിയമങ്ങളും അതുപോലെ തന്നെ ഭരണഘടനയിലെ സെക്ഷനുകളും ഫണ്ടമെന്റൽ റൈറ്റ് അടക്കമുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് വായിച്ചിരിക്കുന്നത്. വിവാഹം എന്നതൊരു അടിസ്ഥാന അവകാശം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് നമുക്ക് വിവക്ഷിക്കാനാവില്ല എന്ന് കോടതി ഇതിനിടയ്ക്ക് നിരീക്ഷിക്കുകയുണ്ടായി. അത് ഒരു പരാമർശം നടത്തുകയുണ്ടായി. ചീഫ് ജസ്റ്റിസ് ആണ് അത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കണ്ട് തങ്ങൾക്ക് ഇതിന്റെ ഒരു നിയമപരിരക്ഷ നൽകണമെന്നായിരുന്നു ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനത്തെ ഒരു വാദത്തെ ചീഫ് ജസ്റ്റിസ് തള്ളുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അങ്ങനെ അംഗീകരിക്കാനാകില്ല എന്നൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഒരു വായിച്ചെടുക്കേണ്ട ഒരു വിധി പ്രസ്താവം ഈ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സുപ്രധാനമായ ചില പരാമർശങ്ങൾ, സ്വവർഗ വിവാഹത്തിന് അംഗീകാരമില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് സുപ്രീം കോടതി പോകുന്നു. കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടത്. പാർലമെന്റിന് അതിൽ തീരുമാനമെടുക്കാമെന്ന് പറയുന്നു. 3-2 ഹർജികൾ തള്ളുന്നു. ചീഫ് ജസ്റ്റിസ് കൗൾ മാത്രം പിന്തുണയ്ക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കോടതി പോകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി ലഭ്യമാകേണ്ടതുണ്ട്. 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കൗൾ എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ സ്വവർഗ ലൈംഗികതയ്ക്ക് നിയമസാധുതയില്ല. രാജ്യം കാത്തിരുന്ന ചരിത്രപരമായ വിധിയിലൂടെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഈ തീരുമാനം കൈക്കൊണ്ടത്. 5-അംഗ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കൗൾ എന്നിവർ സാധുത പറഞ്ഞു. അതേസമയം രവീന്ദ്ര ഭട്ട്, ഹിമ കോഹ്ലി, PS നരസിംഹ എന്നിവർ എതിർത്തതോടെ 3-2 എന്ന നിലയിലാണ് ഹർജികൾ തള്ളിയത്. ഇതിൽ ഹിമ കോഹ്ലി ഒഴികെയുള്ളവർ പ്രത്യേക വിധി പ്രസ്താവം നടത്തി. മെയ് 11 വാദം പൂർത്തിയാക്കിയ ഹർജികളിൽ 5 മാസമെടുത്തു കോടതി വിധി പറയാൻ. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നതിനെ കേന്ദ്ര സർക്കാർ കോടതി എതിർത്തിരുന്നു എന്നതും വളരെ പ്രധാനമാണ്. അപ്പോൾ സ്വാഭാവികമായും സ്വവർഗ വിവാഹത്തിൽ ഏർപ്പെടുന്നവർക്ക് അവർക്ക് ഇനിയും ഒരു മാർഗം കേന്ദ്രം സുപ്രീം കോടതി തള്ളുന്നു. പാർലമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിധിന്യായത്തിലേക്കാണ് വരുന്നത്. അശ്വിനി, തുടരാം. രഞ്ജിത്ത്, ഇപ്പോൾ വന്നിരിക്കുന്ന വിധി പ്രസ്താവത്തിലൊരു പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു ഭാഗമുണ്ട്. ചൂസിംഗ് എ ലൈഫ് പാർട്ണർ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ചൂസിംഗ് വൺസ് കോഴ്സ് ഓഫ് ലൈഫ്. സം മേ റിഗാർഡ് ദിസ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ ഓഫ് ദർ ലൈഫ്. ദിസ് റൈറ്റ് ഗോസ് ടു ദ റൂട്ട് ഓഫ് ദ റൈറ്റ് ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി അണ്ടർ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് നടത്തിയ വിധി പ്രസ്താവത്തിൽ ഒരു പ്രധാന ഭാഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം ഇതിൽ പല ആൾക്കാരും, പല വ്യക്തികളും ഒരു വിവാഹം എന്നോ അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയെ കണ്ടെത്തുക എന്നത് ജീവിതത്തിലെ വളരെ സുപ്രധാനമൊരു നിമിഷമോ അല്ലെങ്കിൽ വിഷയവുമായി തന്നെ കണക്കാക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സങ്കല്പമാണ് നമുക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ എല്ലാം ഈ ഒരു വിഷയം വരുമ്പോഴത്തേക്കും ഇതിന്റെ എല്ലാം ആർട്ടിക്കിൾ 21 പരിധിയിൽ അതിനകത്ത് പരാമർശിക്കുന്ന അവകാശങ്ങളുടെ പരിധിയിലേക്ക് ഇത് എത്തിപ്പെടുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന്റെ എല്ലാം അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം എത്തിച്ചേരുന്നത് ഭരണഘടനയിലടക്കമുള്ള ഭരണഘടന അനുശാസിക്കുന്ന പല ആർട്ടിക്കിളിൽ പോലും മാറ്റം വരുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ അത് നടത്തേണ്ടത് കേന്ദ്ര സർക്കാരും ബാക്കിയുള്ള സംസ്ഥാന സർക്കാരുകളുമാണ് നടത്തേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് ഇപ്പോൾ ഇവരുടെ ആവശ്യം നമുക്ക് അംഗീകരിക്കുന്ന നിലപാടിലേക്കല്ല കോടതി എത്തിയിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും.
അത്തരത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. സ്വവർഗ വിവാഹത്തിന് അംഗീകാരമില്ല ഇന്ത്യയിൽ എന്നുള്ളത് തന്നെയാണ് സുപ്രധാനമായ തീരുമാനം എന്ന് മനസ്സിലാക്കണം. അത്തരത്തിൽ ചില വിധികൾ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അംഗീകാരം ലഭിച്ച ഒരു നിയമമാണ് ഇത്. പക്ഷേ ഇന്ത്യയിൽ ഇതിന് നിയമസാധുതയില്ല. 3-2 ഹർജികൾ തള്ളിയിരിക്കുന്നത് എന്നത് പ്രധാനമാണ്. ഇതിന് നിരവധിയായ തീരുമാനങ്ങൾ, പക്ഷേ അതിന് അവരുടെ അവകാശങ്ങൾ പലതും അംഗീകരിക്കപ്പെടണമെന്ന് കോടതി പറയുന്നുണ്ട്. സ്വാഭാവിക പ്രതിഭാസമാണ്. വിവാഹം സ്ഥിരവും മാറ്റമില്ലാത്തതുമായ വ്യവസ്ഥയല്ല. വിഡ്ഢിത്തമോ നഗരസങ്കല്പമോ വരേണ്യവർഗ സങ്കല്പമോ അല്ല. ഇതൊക്കെ കേന്ദ്ര സർക്കാർ നിലപാടായിരുന്നു. അല്ല എന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറയുന്നുണ്ട്. ബന്ധങ്ങൾ 2 വ്യക്തികളുടെ തീരുമാനമാണ്. ഇത്തരം കൂട്ടുകെട്ടുകൾ അംഗീകരിക്കാത്തത് സ്വവർഗ ദമ്പതികളോടുള്ള വിവേചനമാകും. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് ഒരാളുടെ ജീവിത രീതിയുടെ അടിസ്ഥാന ഭാഗമാണ്. ചിലർക്ക് അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന തീരുമാനമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രകാരമുള്ള അവകാശം അവർക്കുണ്ടെന്നും എല്ലാവർക്കും അവരുടെ ജീവിതത്തിൻ്റെ ധാർമ്മിക നിലവാരം തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സ്വവർഗ ബന്ധമുള്ളവരോട് വിവേചനം കാണിക്കാനാവില്ല. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന വിവാഹ ആനുകൂല്യം സ്വവർഗ പങ്കാളികൾക്ക് നിഷേധിക്കുന്നത് അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമാണ്. ഒരു കുഞ്ഞിന് സമ്പൂർണ്ണ സുരക്ഷിതത്വം നൽകാൻ സ്ത്രീ പുരുഷ ദമ്പതികൾക്ക് മാത്രമേ സാധിക്കൂ. പ്രജിത്ത് ചേരുന്നു. പ്രജിത്ത്, അദ്ദേഹം ക്യൂർ മെൻസ് അവകാശ പ്രവർത്തകനാണ്. പ്രജിത്ത്, എന്താണ്, നിരാശനാണല്ലേ? നിരാശനല്ല, അങ്ങനെ നമുക്കതിനെ കാണാനായിട്ട് കഴിയില്ല. കാരണം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വിധിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് 100% ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം കോടതിയിൽ നടന്ന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പല നിരീക്ഷണങ്ങളും ഒബ്സർവ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഉറപ്പായിട്ടും പൂർണ്ണമായ വിധി നമുക്കിപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ആ ഒരു 5-അംഗ ബെഞ്ചിന്റെ വിധി എന്താണെന്ന് നമുക്കിപ്പോഴും പറയാറായിട്ടില്ല. മുൻപ് നേരത്തെ ഉണ്ടായ ഒരു ചെറിയ തെറ്റിദ്ധാരണയിലാണ് 3-2 എന്ന രീതിയിലൊക്കെ തന്നെ പല ചാനലുകളിലും ഒക്കെ തന്നെ ചർച്ച വന്നത്. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും അറിയിക്കുന്നത് അങ്ങനെയാണ്. വിധി പൂർണ്ണമായും വന്നിട്ടില്ല. ഉറപ്പായിട്ടും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടുള്ള സ്വവർഗ വിവാഹത്തെ നിയമസാധുത നൽകുന്ന ഒരു വിധി ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ യാതൊരു തർക്കമില്ല. കാരണം അത് കാലത്തിന്റെ ഒരു ആവശ്യമാണ്. LGBTIQ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ദൃശ്യതയുമായി ബന്ധപ്പെട്ട, അവരുടെ ഭരണഘടനാ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അവകാശം തന്നെയാണ്, ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്. അതിനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് നോക്കൂ, കേന്ദ്ര സർക്കാർ വളരെ സങ്കുചിതമായ ഒരു മനോഭാവത്തോടു കൂടിയാണോ അല്ലയോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവരതിനെ യുനാനിമസ്ലി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നോക്കൂ, വരാൻ പോകുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഭൂരിപക്ഷത്തെ പിണക്കട്ട എന്നുള്ള കാഴ്ചപ്പാടൊക്കെ അതിലുണ്ടാകാം എന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ LGBTIQ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം അംഗീകരിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഭരണഘടനാപരമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിച്ചേ മതിയാകൂ. ഇന്ന് കോടതി അത് തള്ളുകയാണ്. അംഗീകരിക്കുന്നില്ല എങ്കിൽ അത് ഭൂരിപക്ഷ ബെഞ്ചിലേക്ക്, ഒരു വിശാല ബെഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ അവകാശവുമായി ബന്ധപ്പെട്ട വിധി വരുന്നതും അങ്ങനെയായിരുന്നു. IPC 377 ബന്ധപ്പെട്ട വിധി വരുന്നതും അങ്ങനെയായിരുന്നു. അത് നിയമപരമായ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളും നിരവധിയായിട്ടുള്ള ചർച്ചകളും ഒക്കെ നടത്തി ഇന്ത്യയിലെ LGBTIQ മനുഷ്യർ നേടിയെടുത്ത അവകാശമാണ്. ഇത് ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവോ ലെജിസ്ലേച്ചറോ ഞങ്ങൾക്ക് വെച്ച് നീട്ടി തന്ന ഒരു ഓഫറോ ഒന്നും തന്നെ ആയിരുന്നില്ല. ഒരു തരത്തിലുള്ള സർക്കാരുകൾ നടത്തിയ ഫേവർ ആയിരുന്നില്ല. അത് ഇവിടത്തെ ആത്മഹത്യ ചെയ്ത് രക്തസാക്ഷികളായ LGBTIQ മനുഷ്യർ നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത അവകാശമാണ്. അത് തുടരുക തന്നെ ചെയ്യും എന്നതാണ് വളരെ കൃത്യമായും വ്യക്തമായും പറയാനായിട്ടുള്ളത്. ശരി, നന്ദി പ്രജിത്ത്. ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന് ക്യൂർ മെൻസ് അവകാശ പ്രവർത്തകനായിരുന്നു പ്രജിത്ത്. സ്വവർഗ വിവാഹത്തിന് തൽക്കാലം നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അംഗീകാരമില്ല എന്നുള്ളത് തന്നെയാണ്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾ 4 വ്യത്യസ്ത വിധികളാണ്. 5 അംഗ ബെഞ്ചിന്റെ 4 ജഡ്ജിമാരുടെ 4 വ്യത്യസ്ത വിധികളാണ് ഉള്ളത്. അതിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെയും അതുപോലെ തന്നെ രവീന്ദ്ര ഭട്ടിന്റേതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റേതും ഓൾറെഡി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സഞ്ജയ് കിഷൻ കൗൾ തന്റെ വിധിന്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമ കോഹ്ലിയുടെയും വിധി ന്യായങ്ങളാണ് വരാനുള്ളത്. ഇതിൽ ഹിമ കോഹ്ലിയുടേത് നയം എന്ന് പറയാൻ വിധിന്യായം വായിക്കുകയായിരിക്കില്ല. അവർ ഇതിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ഒപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദത്തിനൊപ്പം അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന രീതിയിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഹിമ കോഹ്ലിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നിർണായകമാകുന്നത്. വാദത്തിലുടനീളം അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിലുടനീളം നമ്മൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ക്യൂർ കമ്മ്യൂണിറ്റി ഉന്നയിച്ച വാദങ്ങൾ എല്ലാം ശരിവെക്കുന്നുണ്ടെങ്കിലും
സുപ്രീം കോടതി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ശരിവെക്കുന്നുണ്ടെങ്കിലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോടോ നിർദ്ദേശിക്കാൻ കോടതി തയ്യാറാകില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഭരണഘടനാ പ്രകാരം അതിൻ്റെ നിയമനിർമ്മാണം നടത്തേണ്ടത് സഭകളാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശം അവരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞ അതേ വാദം തന്നെ അത് ശരിവെക്കുകയായിരുന്നു കോടതി. വാദത്തിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ മറ്റു വാദങ്ങൾ, അതായത് ഭാര്യ ഭർത്താവ് എന്നീ പദങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെയുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് എന്നിവയിലെ വിവക്ഷണങ്ങൾ എല്ലാം അത് ഒന്നും സ്റ്റാറ്റിക് അല്ല, അതായത് അതൊന്നും സ്ഥിരമല്ല, അത് മാറ്റപ്പെടേണ്ടതാണ്. ഇത് പലതും ഈ ഒരു പ്രത്യേക വസ്തുത എടുക്കുകയാണെങ്കിൽ അതെല്ലാം പലതും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ കണക്കാക്കപ്പെടേണ്ടതാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളടക്കം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായ രീതിയിലല്ല നിലവിൽ വന്നിരിക്കുന്നതെങ്കിൽ പോലും വാദങ്ങളിലെല്ലാം അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നു. ഓരോ ആവശ്യങ്ങളും അവരുടെ ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അതിനെല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ നിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിയമസാധുത വിവാഹത്തിന് കിട്ടുന്നില്ലെങ്കിൽ പോലും കുട്ടികളെ ദത്തെടുക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ അനുകൂലമായ നിലപാടുകളാണ്. സ്വവർഗ വിവാഹത്തിന് ഇത്തരത്തിൽ നിയമസാധുത ഇല്ല എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അശ്വിനി, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റെ അന്തിമമായിട്ടുള്ള വിധിയുടെ വിവരങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് ദർ ഇസ് നോ അൺക്വാളിഫൈഡ് റൈറ്റ് ടു മാരേജ്, അതായത് വിവാഹത്തിന് പ്രത്യേകമായ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകമായ ഒരു ഇത് വേണമെന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും വിവാഹിതരാകാം. കൺഫറിംഗ് ലീഗൽ സ്റ്റാറ്റസ് ടു സിവിൽ യൂണിയൻ ക്യാൻ ഓൺലി ബി ത്രൂ ഇനാക്റ്റഡ് ലോ, അത് നിയമപരമായി സർക്കാരുകൾ പാസാക്കിയ നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഇതിന് ഒരു നിയമസാധുത നൽകാനാകൂ എന്നും അദ്ദേഹം പറയുന്നു. But these findings will not preclude the right of queer persons to enter into relationship. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു തടസ്സങ്ങൾ അവർക്ക് ഒരു അതായത് ക്വിയർ പേഴ്സണാലിറ്റീസിന് അവർക്ക് അവരുടെ ഒരു കപ്പിളായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് ജീവിക്കുന്നതിൽ തടസ്സമാകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വിധി പ്രസ്താവത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടത് ഇവരുടെ ആവശ്യങ്ങളെ ഒരിക്കലും അദ്ദേഹം തള്ളി എന്ന് നമുക്ക് പറയാനാകില്ല. Challenge to Supreme Special Marriage Act on the grounds of underclassification is not made out. അതായത് സ്പെഷ്യൽ മാരേജ് ആക്ടിനകത്ത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ലെന്നുള്ളത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രവീന്ദ്ര ഭട്ടിന്റെ വിധി പ്രസ്താവത്തെ വളരെ നമ്മൾ വിശദമായി തന്നെ വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ അവകാശങ്ങൾ, അതായത് വിവാഹം എന്നുള്ളത് അവരുടെ അവകാശത്തിനെ അദ്ദേഹം പാടെ എതിർക്കുന്നില്ല, അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു വസ്തുത തന്നെയായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിയമനിർമ്മാണത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ നിയമത്തിൽ കൊണ്ടുവരേണ്ടതാണ്, ഇവരെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണെന്നൊരു നിലപാടിലേക്കാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എന്നാൽ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ തങ്ങൾക്കാവില്ല. അതിനകത്ത് പല വസ്തുതകളും പല ഘടകങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം വിശദമായി പരിഗണിച്ച് അത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തി അല്ലെങ്കിൽ അതിനൊരു നിയമസാധുത നൽകേണ്ടത് സർക്കാരുകളാണ്, അതിനുവേണ്ട നടപടികൾ സർക്കാരുകളാണ് കൈക്കൊള്ളേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രഞ്ജിത്ത്, പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സർക്കാരുകൾക്ക് നിയമനിർമ്മാണം നടത്താം എന്ന് പറഞ്ഞു വെക്കുകയാണ് കോടതി. സ്വവർഗ വിവാഹത്തിന് അംഗീകാരമില്ല, ഇന്ത്യയിൽ തീരുമാനം ഭൂരിപക്ഷ വിധി പ്രകാരമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൗളും ഇതിനോട് യോജിച്ചു, നിയമനിർമ്മാണത്തിൽ യോജിച്ചു. പക്ഷേ മറ്റ് 3 പ്രധാനപ്പെട്ട ജഡ്ജിമാർ അത്തരത്തിലുള്ള യോജിപ്പ് നൽകിയില്ല എന്നുള്ളതാണ്. അശ്വിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പെരിങ്കണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഇഡിക്കെതിരെ CPM കൗൺസിലർ PR അരവിന്ദാക്ഷന്റെയും CK ജിൽസന്റെയും ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എറണാകുളം പ്രത്യേക കോടതിയാണ് ജാമ്യാപേക്ഷയും ബാങ്കിന്റെ ഹർജിയും പരിഗണിക്കുക. ബാങ്കിനെതിരെ ED തെറ്റായ പ്രചരണം നടത്തിയെന്നും കേസിലെ 3-ാം പ്രതി അരവിന്ദാക്ഷന്റെ അമ്മയുടെ അക്കൗണ്ടിന്റെ പേരിൽ അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് സഹകരണ ബാങ്ക് നൽകിയ ഹർജിയിൽ ഉള്ളത്. നന്ദകുമാർ വിവരങ്ങൾ.
പ്രധാനമായും ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ ഒരു ഹർജി പരിഗണിക്കുക. പ്രധാനമായും ഈ കേസിലെ 3ഉം 4ഉം പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഈ കേസിലെ അറസ്റ്റ് ചെയ്ത സെപ്റ്റംബർ 25-ന് തന്നെ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ഇത്തരത്തിൽ പല കാരണങ്ങളാൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് കോടതി, എറണാകുളത്തെ PMLA കോടതി ഉച്ചയ്ക്ക് 2 മണിക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് കഴിഞ്ഞ ദിവസം പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഇത്തരത്തിൽ ED-ക്കെതിരെ ഒരു ഹർജിയുമായി രംഗത്തെത്തിയത്. പ്രധാനമായും ED ബാങ്കിനെതിരെ അവാസ്തവമായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, ബാങ്കിന്റെ പ്രവർത്തനത്തെ അത് ബാധിച്ചുവെന്നും സെക്രട്ടറിയെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ആ വിഷയങ്ങളിലും ഇന്ന് PMLA കോടതി ഹർജിയിൽ വാദം കേൾക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. അത് മാത്രമല്ല, ഈ പ്രതികളുടെ സ്വാഭാവിക ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒക്ടോബർ 31-ന് തന്നെ ആദ്യ കുറ്റപത്രം സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒതുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളുടെ ജാമ്യത്തിനെതിരെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വരും. പ്രധാനമായും ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ഒരു കേസായതിനാൽ ഈ പ്രതികൾ ജാമ്യത്തിലിറങ്ങി പുറത്തു പോയി കഴിഞ്ഞാൽ അത് കേസിനെ വലിയ തോതിൽ ബാധിക്കുകയും സാക്ഷികളടക്കം പ്രതികൾക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. രഞ്ജിത്ത്. ശരി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറബിക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയാണ് കേരളത്തിൽ ശക്തമായ മഴ പെയ്യാൻ കാരണം. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വരുന്ന ഏതാനും ദിവസങ്ങളിൽ കൂടി കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ഉയർന്ന തിരമാലകൾ വരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. ഞാനിപ്പോൾ നിൽക്കുന്നത് ടെക്നോ പാർക്കിന്റെ ഫേസ് 3ക്ക് സമീപത്താണ്. ഈ ഫേസ് 3യുടെ അയാളുടെ കാൽഭാഗം കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിലായിരുന്നു. ഇന്നലെയും സമാനമായ സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്നലെ ഏതാണ്ട് ഉച്ചയോടെയാണ് വെള്ളം ഇറങ്ങി തുടങ്ങിയത് പൂർണ്ണമായിട്ട്. അതിൻ്റെ ഫേസ് 3യിലേക്ക് എളുപ്പത്തിൽ കടന്നു പോകുന്ന ഒരു നടപ്പാലമാണിത്. ഇതിൻ്റെ ഇരു കൈവരികളും, അതായത് ഇതിൻ്റെ 2 ഭിത്തികളും കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയിൽ വെള്ളം കുതിച്ചൊഴുകി രണ്ടും തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഇപ്പോൾ നടന്നു പോകാനുള്ള വഴി മാത്രമാണുള്ളത്. സുരക്ഷാ വേലിയായി തീർത്തിരുന്ന സ്ഥലമാണ് തകർന്ന് കഴിഞ്ഞ ദിവസം താഴേക്ക് വീഴുന്ന സാഹചര്യമുണ്ടായത്. ജീവനക്കാരടക്കം ഫേസ് 3യിലേക്ക് പോകുന്നത് ഈ വഴിയെയാണ്. കടന്നു പോകുന്ന വഴിയിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഫേസ് 3യിൽ നിന്ന് വെള്ളം ഇറങ്ങിയിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്ത മാത്രമാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാൻ കഴിയുക. ഒരു തവണ കൂടി ഇങ്ങനെ ശക്തമായ മഴ പെയ്താൽ വീണ്ടും സമാനമായ സാഹചര്യമുണ്ടാകും. കാരണം മാലിന്യങ്ങളടക്കം ഈ സമീപത്തുള്ള തോടുകളിലേക്ക്, ഈ ചതുപ്പ് സ്ഥലങ്ങളിലേക്ക് അടിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. ഒരു തവണ കൂടി ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ വീണ്ടും സമാനമായ രീതിയിൽ ഇവിടെ വെള്ളം പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്യപൂർവമായിട്ടാണ് ഇത്തരത്തിൽ ടെക്നോ പാർക്കിന് ഉള്ളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം. ഇതിനു മുമ്പും പലതവണ പ്രളയത്തിന് സമാനമായ സാഹചര്യങ്ങൾ തലസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ടെക്നോ പാർക്കിനകത്തേക്ക് ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം അത് അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി അധികൃതർ അത്തരമൊരു സാഹചര്യം ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കനത്ത മഴ വീണ്ടും പെയ്യാനുള്ള സാധ്യത തലസ്ഥാനത്തടക്കം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായ മുന്നറിയിപ്പാണ് മത്സ്യത്തൊഴിലാളികൾക്കടക്കം ദുരന്ത നിവാരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നടക്കം നൽകിയിരിക്കുന്നതും. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് വേങ്ങേരി ബൈപ്പാസിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവറും ഉടമയും അറസ്റ്റിൽ. ഡ്രൈവർ കാരന്തൂർ സ്വദേശി അഖിൽകുമാർ, ബസ് ഉടമ അരുൺ എന്നിവരാണ് പിടിയിലായത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് RTO K ബിജുമോൻ പറഞ്ഞു. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, പോലീസ് ക്യാമറ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. ഇപ്പോൾ എന്താണ് നിഗമനം? തീർച്ചയായും ഇത് ഡ്രൈവറുടെ വ്യക്തിപരമായ അശ്രദ്ധയാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. കാരണം ഈ ഇരുചക്ര വാഹനങ്ങൾ 2 വാഹനങ്ങളാണ് കടന്നുപോയത്. അപകടത്തിൽ മരിച്ച ദമ്പതികളുടെ വാഹനവും മറ്റൊരാളും ഉണ്ടായിരുന്നു. അതിന് തൊട്ടു മുമ്പേ ഒരു ബസ്സാണ് കടന്നുപോയത്. ആ ബസ് വേഗത കുറച്ചപ്പോൾ തൊട്ടു പിന്നാലെ എത്തിയ 2 ഇരുചക്ര വാഹനങ്ങളും വേഗത കുറച്ചു. എന്നാൽ ഇതിന് പിന്നാലെ എത്തിയ സ്വകാര്യ ബസ് ഈ 2 വാഹനങ്ങളുടെ വേഗത്തിന് ആനുപാതികമായി വേഗം കുറച്ചില്ല, ബ്രേക്ക് ചെയ്തില്ല എന്ന് തന്നെയാണ്
കണ്ടെത്തിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് മൊബൈൽ നോക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്തുകൊണ്ടാവും മുമ്പിലുള്ള വാഹനങ്ങൾ വേഗത കുറച്ച് ശ്രദ്ധിക്കാഞ്ഞത് എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കരുതുന്നത്. എന്തായാലും ഇയാളെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇയാളെയും വാഹനത്തിന്റെ ഉടമയും കസ്റ്റഡിയിലെടുത്ത് ഡ്രൈവർ അഖിലിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഒപ്പം വാഹനത്തിന്റെ ഉടമയ്ക്കെതിരെ പ്രേരണാ കുറ്റം അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഒപ്പം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഈ അഖിലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇയാളുടെ ലൈസൻസ് ഉടൻ സസ്പെൻഡ് ചെയ്യുമെന്നും അറിയിച്ചിരുന്നു. ഇയാളിൽ നിന്നും മൊഴിയെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ജില്ലയുടെ വിവിധ ഇടങ്ങളിലായി വാഹന പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കർശനമാക്കി നടത്തുന്നുണ്ട്. ഏത് തരത്തിലുള്ള നിയമലംഘനങ്ങളും കണ്ടെത്തുന്ന തരത്തിലായിട്ടുള്ള പരിശോധന മാറ്റുന്നുണ്ട്. ഒപ്പം ഡ്രൈവർമാർക്കും ഈ മറ്റു ബസ് ജീവനക്കാർക്കും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശരി. കനത്ത മഴയിൽ വീട്ടിലേക്ക് ഇരച്ചു കയറിയ ചെളിവെള്ളത്തിൽ കുതിർന്നു നശിച്ച വിവാഹ വസ്ത്രം ഉണക്കി ധരിച്ച് കതിർ മണ്ഡപത്തിലേക്ക് എത്താൻ രാമില. കണ്ണമൂല കാക്കോട് സ്വദേശി സനൽകുമാറിന്റെ കുടുംബത്തിനാണ് ദുരിതമഴ വേദന സമ്മാനിച്ചത്. കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് പലരും വസ്ത്രങ്ങളുമായി സനൽകുമാറിന്റെ വീട്ടിലേക്ക് എത്തി. വി വിനോദിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പെയ്ത കനത്ത മഴയെ തുടർന്ന് തങ്ങളുടെ കുടുംബത്തിനുണ്ടായ നൊമ്പരപ്പെടുത്തുന്ന അനുഭവത്തെക്കുറിച്ചാണ് കണ്ണമൂല കക്കോട് പാലത്തിനടുത്തുള്ള സനൽകുമാറിനും കുടുംബത്തിനും പറയാനുള്ളത്. ചേട്ടാ, മകളുടെ കല്യാണത്തിന് 2 ദിവസമുള്ളപ്പോഴാണ് വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറിയത്. ഈ വിവാഹ വസ്ത്രമെല്ലാം കുതിർന്നു പോകുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഉണക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? ഇത് നമുക്ക് ഇവിടെ ഇതുവരെ ഈ കണക്കിന് വെള്ളം വന്നിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ ഇവിടെ ഇത്രയും വെള്ളം വീണത്. അപ്പോൾ വന്നാലും കട്ടിലിൻ്റെ കാലിൻ്റെ അവിടെയൊക്കെ വെള്ളം ഊറ്റുവരേ ഉള്ളൂ. ആ ധൈര്യത്തിൽ കട്ടിലിൻ്റെ പുറത്ത് എല്ലാ കവറിലും തുണി അടുക്കി വെച്ച് ബാക്കി അലമാരയിലും എടുത്ത് വെച്ച്. അപ്പം ചെറിയ മഴയുണ്ട്, ഇപ്പോൾ ഊറ്റി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഭാര്യയും മക്കളും നമ്മൾ മോൻ്റെ വീട്ടിലങ്ങ് പോയി. രാത്രി 1 മണിയായപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞു വീട്ടിൽ എന്തെങ്കിലും സാധനം താഴെ ഉണ്ടാകുന്ന കേട്ട്. അപ്പോൾ എന്ത് പറ്റി? അപ്പം വെള്ളം തോട്ടത്തിൽ വെള്ളം കയറി നമ്മളെ വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ആ വീട് പൊക്കത്തിലിരിക്കുന്നതുകൊണ്ട് ഇന്നുവരെ കയറിയിട്ടില്ല. അപ്പോൾ അവിടെ കയറിയെന്ന് പറയും. പിന്നെ ഇവിടെ വന്നപ്പോൾ രാവിലെ വന്ന് അങ്ങോട്ട് വരാറില്ല. അവിടെ നിന്ന് ഇങ്ങ് വരെ നടന്നു വരണം. ഇത്രയും വെള്ളമുണ്ട്. ഈ അമ്മയുടെ കയ്യിലിരിക്കുന്നത് മകളുടെ വിവാഹ വസ്ത്രമാണ്. പെരുമഴയിൽ കുതിർന്നു പോയ ഈ ചെളി കയറിയ വീട്ടിനുള്ളിൽ കുതിർന്ന് നശിച്ചു പോയ വിവാഹ വസ്ത്രം അത് കഴുകി ഉണക്കി കയ്യിൽ വെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നമുക്ക് ഏറ്റവും വലിയൊരു നൊമ്പരമായി മാറിയ സംഭവമാണ്. ചേച്ചി, വീട്ടിനകത്ത് വെള്ളം കയറുമ്പോൾ വസ്ത്രങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ വാങ്ങി വെച്ചിരുന്നതാണ്? നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അതെല്ലാം നശിച്ചു പോയി. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒന്നും കിട്ടിയില്ല, എല്ലാം പോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെയാണ് അവിടെ എല്ലാം ഇരിക്കണം. കുറച്ച് നമ്മൾ കഴിവെടുത്ത് ബാക്കിയുള്ളതൊക്കെ കുറേ കളഞ്ഞു. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ഇരിക്കണം. അതിന് കഴുകിയൊക്കെ എടുക്കണം. കൊള്ളാന്നുള്ളത് എടുക്കണം പറ്റുള്ളൂ. എത്ര രൂപയുടെ വസ്ത്രം വാങ്ങിയിരുന്നു? എല്ലാം കൂടെ ഒരു 10-25,000 രൂപയ്ക്കകത്തുള്ളത് എല്ലാവർക്കും എന്ന് വെച്ചാൽ വാങ്ങിച്ചു വെച്ചിരുന്നു. ഒന്നും കിട്ടിയില്ല. എല്ലാവർക്കും കുടുംബമായിട്ട് എല്ലാവർക്കും തുണി വാങ്ങിയിരുന്നു. മോളെ തുണികൾ അല്ലാതെ നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവർക്കുമായിട്ടും തുണി വാങ്ങിയിരുന്നു. അതാണ് ഓരോ കവറിൽ അടുക്കിയൊക്കെ വെച്ചൊക്കെ സന്തോഷത്തിയിരുന്നു. നേരത്തെ കൊണ്ടുപോകാനുള്ളത് നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നു. അങ്ങ് പോപ്പ കൊണ്ടുപോകാൻ അതിനുള്ള തുണി വാങ്ങി വെച്ചിരുന്നു. അതും പോയി. വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനേ അതും പോയി. സാമ്പത്തിക പരാധീനതയൊക്കെ ഉള്ള കുടുംബമാണ്. അതെ, ഇത് നമുക്ക് സ്വന്തം വീട് അല്ല, കുടുംബ വീടാണ്. എൻ്റെ മാമൻ 10-14 വർഷമായി മരിച്ചിട്ട്. ആ മാമൻ്റെ പേരിലിരിക്കുന്ന വസ്തുവാണ്. അന്ന് മാമൻ മരിക്കും മുമ്പ് 1 ലക്ഷം രൂപയ്ക്ക് അനന്തപുരി ബാങ്കിൽ പണങ്ങിയിരിക്കുകയാണ്. കൂട്ടുകുടുംബമല്ല, നമുക്ക് സ്ഥലവും വീടും അങ്ങനെ യാതൊന്നുമില്ല ഇവിടെ. പിന്നെ ബാങ്കിൽ ഇതുവരെയും ബാങ്കുകാരങ്ങനെ ഒരു നടപടിക്കൊന്നും ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ധൈര്യമായിട്ട് കിടക്കും. മോക്കും വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ലേ വസ്ത്രം? അത് പിന്നെ അവൾക്കറിയാതിരിക്കും. അവൾ പിന്നെ മക്കളത്തിന് കരയണ്ട. വിഷമിച്ചിട്ടാണ് അത്രയും എല്ലാം നടക്കും. ദൈവം നമ്മളെ ഇതുവരെ കൊണ്ടുവന്നില്ലേ, ബാക്കി നടത്തും. അങ്ങനെ ഒരു ഭയവും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ഒരുവിധം സമാധാനിപ്പിച്ചു. അവൾ ഇനി എല്ലാം പോയി എന്നും പറഞ്ഞ് പ്രാന്തൊടിത്തനങ്ങനെ നടന്നു. ഇതിന് മുമ്പ് ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട്? ഇത് ഞങ്ങളിവിടെ വന്നതിന് ആദ്യത്തെ അനുഭവം. വരും വെള്ളം വരും. അവിടെ നിന്ന് വന്നാലും ഇവിടം വരെ വരുമ്പോൾ അപ്പുറത്തെ ബാക്കിൽ നമ്മളെ വീട് താന്നല്ലേ ഇരിക്കണകം. അപ്പോൾ അവിടെ നിന്ന് ഊറ്റ് ഒരു കാലിൻ്റെ ഭാഗത്തിന് കണക്കുള്ള ഊറ്റ് പാത്രം വരും. അത് കരിക്കളഞ്ഞ് തുടച്ചെടുക്കും. അതാണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. വിനോദ് അവിടെ ഉണ്ട്. വിനോദ്, പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നു, കാര്യങ്ങൾ തിരക്കുന്നു. എന്താണ് വിവരങ്ങൾ? എല്ലാ പ്രാവശ്യവും വെള്ളം പൊങ്ങും.
മഴയത് പൊങ്ങിയില്ലേ ഒറ്റ ദിവസത്തെ മഴ ഇത്രയും പൊക്കി കെട്ടിയിട്ടുണ്ട് പൊഴി പൊറിയുമ്പോ വെള്ളം പോകും. വെള്ളം പോയില്ല. ഇടയ്ക്കുന്നൊക്കെ വെള്ളം വരുന്നുണ്ടോ? ഈ ചെളിയ വന്നടിയാണ് ചെളിയ വീട്ടിലേക്ക് അല്ലേ ആ ഇങ്ങനെ പോലെ ആരുടെ വീട് എവിടെയാണ്? നാളെ എപ്പോഴാ മുഹൂർത്തം എപ്പോഴാ? ശരി കേട്ടാ നാളെ കൊടുത്തു സാധനം സൂര്യ ഞങ്ങൾ പണ്ട് നിയമസഭയിൽ പറഞ്ഞതാണ്, ഒരു രാത്രി മഴ പെയ്താൽ പിറ്റേ ദിവസം വെള്ളം പൊങ്ങുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി. കാലാവസ്ഥാ വ്യതിയാനവും കേരളത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ ഗൗരവത്തോടുകൂടി ഗവൺമെൻറ് കാണുക. 95 രാജ്യങ്ങളുടെ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള IPCCയുടെ റിപ്പോർട്ട്, അത് സംബന്ധിച്ചുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ റിപ്പോർട്ടും ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. കേരളം അപകടകരമായ രീതിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് മിനിയാന്ന് പാർട്ടി സെക്രട്ടറി, CPM സെക്രട്ടറി കേരളയിൽ വന്നേ പറ്റുള്ളൂ. ഇപ്പം തന്നെ കേരളത്തിൽ കണ്ടല്ലോ, ഇനി 300 മീറ്റർ 30 അടി ഉയരത്തിൽ എംബാങ്ക്മെൻറ്റും 200 കിലോമീറ്റർ ദൂരത്ത് 300 കിലോമീറ്ററാണ് എംബാങ്ക്മെൻറ്റ്, 200 കിലോമീറ്റർ ദൂരത്തിൽ 2 വശത്തും 10 അടി പൊക്കത്തിൽ മതിലും കേരളത്തിൽ കയറ്റി എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി? അപ്പോൾ കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അടിസ്ഥാനമാക്കി വേണം രൂപകൽപ്പന ചെയ്യാൻ. ഇവകളുടെ ഒരു പാലം വന്നാണ്, പ്രദേശവാസികൾ പറഞ്ഞല്ലോ, ഒരു പാലം വന്നാണ്. ആ പാലം വന്നപ്പോൾ തന്നെ ഇവിടുത്തെ അവിടെ വരാൻ പോകുന്നതിൻ്റെ അവിടെ ഒരു ബ്ലോക്ക്, പാലം വരുന്നതിൻ്റെ ഒരു ബ്ലോക്ക് വന്നപ്പോൾ തന്നെ ഈ ഇവിടെയുള്ള ഈ ഇരുവശത്തുള്ള ഈ പാവങ്ങളെ പോലുള്ള ആളുകളാണിത് അനുഭവിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തിരുവനന്തപുരത്ത് ഈ 2018 പ്രളയത്തിന് ശേഷം ഇത് തലസ്ഥാന നഗരിയാണ്, ഇവിടുത്തെ വിഷയങ്ങളെല്ലാം മാറ്റുമെന്ന് പല പ്രഖ്യാപനങ്ങൾ നടത്തി. ഡച്ച് മോഡൽ കൊണ്ടുവരുമെന്ന് ഇവിടെ പോയി മുഖ്യമന്ത്രിയൊക്കെ കണ്ടിട്ട് പറയും, ഇതാണ് ഡച്ച് മോഡലെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ല. ഒറ്റ രാത്രി മഴ പെയ്തപ്പോഴാണ് പിറ്റേ ദിവസം തലസ്ഥാന നഗരിയിലെ പാവങ്ങൾ മുഴുവൻ വെള്ളത്തിലാണ്. എത്ര പേരാണ് ക്യാമ്പിൽ? ഇനി അവർ വന്ന് ഈ ചെളിയെല്ലാം കുറച്ച് മാറ്റി ക്ലീൻ ചെയ്ത് വീട്ടിലേക്ക് കയറണം. വീട്ടിലെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അടിയന്തരമായി ആ കുടുംബങ്ങൾക്കെല്ലാം ധനസഹായം നൽകണം, അവർക്ക് ആവശ്യമായ മറ്റു സഹായങ്ങൾ ചെയ്യണം, മെഡിക്കൽ സഹായം വേണം. ഇപ്പോൾ അവർക്ക് കുടുംബത്തിലേക്ക് വീട്ടിൽ വന്ന് കയറി അവിടെ താമസിക്കാൻ ഒന്നുമില്ല, കയ്യിൽ എല്ലാം പോയി, വീട്ടിലെ എല്ലാ സാധനങ്ങളും പോയി, ഉടുതുണി മാത്രമേ ഇല്ല. അപ്പോൾ അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ വിതരണം ചെയ്യണം, നടപടി ഉണ്ടാകണം. അടുത്ത വർഷമെങ്കിലും ഇതില്ലാതിരിക്കാൻ വേണ്ടി ഈ തോടിന് ആഴം കൂട്ടി ഇതിൻ്റെ തടസ്സങ്ങൾ മുഴുവൻ മാറ്റി ബാക്കിയുള്ള തിരുവനന്തപുരം നഗരത്തിൽ ഒരു സമഗ്രമായ പദ്ധതി നടപ്പാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അത് ചെയ്യണം. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ വിഷയവും ഞങ്ങൾ ഗൗരവമായി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ 2018 പ്രളയം ഉണ്ട്, ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരുന്ന നിയോജകമണ്ഡലമാണ് എൻ്റെ.
ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് കൊച്ചിൻ സർവകലാശാലയിലെ കാലാവസ്ഥാ പഠന കേന്ദ്രം. ഇത്ര ഭംഗിയായിട്ട് യൂറോപ്പ് അമേരിക്കൻ നിലവാരത്തിൽ പ്രഡിക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഞങ്ങൾ പറഞ്ഞു കേരളത്തിലെ ഗവൺമെൻറ് ഈ നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങൾ കുറേ കൂടി കുറ്റമറ്റതാക്കാൻ കൊച്ചി സർവകലാശാലയെ പോലത്തെ ഒരു സർവകലാശാലയും നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഉണ്ടായിട്ട് അവരെ പ്രയോജനപ്പെടുത്തണ്ടേ. അവരെ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ മഴ മുൻകൂട്ടി കാണാമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അത് വലിയ സംഭവമല്ല. ഒരു ലോ പ്രഷർ രൂപം കൊണ്ടാൽ അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കൊച്ചി സർവകലാശാല കൃത്യമായിട്ട് അത് പറയാറുണ്ട്. ഞങ്ങൾ തന്നെ അവരെ അഭിനന്ദിക്കാറുണ്ട് പലപ്പോഴും. ഞങ്ങളെല്ലാം ഈ ചാലക്കുടി പുഴയിൽ വെള്ളം പൊങ്ങുന്നതും പെരിയാറിൽ വെള്ളം പൊങ്ങുന്നതും ഒക്കെ അറിയുന്നത് കൊച്ചി സർവകലാശാല വഴിയാണ്. അപ്പോൾ നമുക്കറിയാം എവിടെ നിന്നാണ് ആളെല്ലാം നീക്കം ചെയ്യേണ്ടതെന്ന്. വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങളെല്ലാം സ്വകാര്യ ഏജൻസികളെ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ഡാം തുറന്നാൽ എവിടെയായിരിക്കും വെള്ളം പൊങ്ങുന്നത്, എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ. അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കാതെ ഒന്നും ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഒരു ഇത്തരം കാര്യത്തിൽ ചെയ്യുന്നില്ല. കേരളത്തിൻ്റെ മുൻഗണനകളാണ് ഇതെല്ലാം. സർക്കാർ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. പ്രതിപക്ഷ നേതാവ് ഈ സംഭവ സ്ഥലത്തെത്തി. കനത്ത മഴയിൽ വീട്ടിലേക്ക് ഇരച്ചു കയറിയ വെള്ളത്തിൽ കുതിർന്ന് നശിച്ച വിവാഹ വസ്ത്രം ഉണക്കി ധരിക്കാൻ കതിർമണ്ഡപത്തിലേക്ക് പോകാൻ ശ്രമിച്ച രാമില. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, പ്രതിപക്ഷ നേതാവെത്തി, ഉള്ള കൈത്താങ്ങായി നാട്ടുകാരുമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാമിലയുടെ വീട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. വലിയ ദുഃഖകരമായ സംഭവമാണ്. നാളെയാണ് വിവാഹം നടക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ വെള്ളം കുത്തിയൊലിച്ച് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിവാഹ വസ്ത്രം ഉൾപ്പെടെ സാഹചര്യമാണ് ഉണ്ടായത്. ഒരു നിർധന കുടുംബമാണ്. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് സനൽകുമാറിൻ്റെ മകളുടെ വിവാഹമാണ്. ഈ പാവപ്പെട്ട കുടുംബമാണ്. അവർ ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ കണ്ണമ്പൂലത്തോട് ഇവിടുത്തെ കൽഭിത്തി കരകവിഞ്ഞ് ഒഴുകി ഈ വീട്ടിലേക്ക് ഇതുവരെയും ഇങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ വിവാഹ വസ്ത്രവും അവരുടെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് വാങ്ങി വെച്ചിരുന്ന പലവ്യഞ്ജനവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം നശിച്ചു പോകുന്ന നമ്മൾ നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ കാണിച്ചതാണ്. രാമിലയുടെ അമ്മ ആ ഉണക്കിയ വസ്ത്രവുമായി നാളെ കതിർമണ്ഡപത്തിലേക്ക് പോകുമ്പോൾ ധരിക്കാനുള്ള ആ വസ്ത്രം അത് ചെളിയിൽ നിന്ന് കഴുകിയെടുത്ത് ഉണക്കി അവർ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. കുറച്ച് വസ്ത്രമൊക്കെയും രാമിലയുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീട്ടിൽ കുതിർന്നു പോയതാണ്. ബന്ധുക്കൾക്കടക്കമുള്ള വസ്ത്രങ്ങൾ വാങ്ങി വെച്ചിരുന്നു. ഏതാണ്ട് 25,000 രൂപയുടെ വസ്ത്രമാണ് ഇവർ വിവാഹവുമായി ബന്ധപ്പെട്ട് വാങ്ങി വെച്ചിരുന്നത്. അതെല്ലാം തന്നെ കുതിർന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. കുറേയൊക്കെ അവർ ഉപേക്ഷിച്ചു. എടുക്കാൻ കഴിയാത്ത തരത്തിൽ ചെളി കയറി ഇല്ലാതായിപ്പോയി, തീർത്തും നശിച്ചു പോയി. അങ്ങനെ ആ നിലയ്ക്കുള്ള വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചു. കുറേ വസ്ത്രങ്ങൾ കഴുകി ഉണക്കിയെടുത്തു. ബാക്കിയുള്ളവ ഇപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള, വൃത്തിയാക്കി എടുക്കാനുള്ള കുറേ വസ്ത്രം ഇരിക്കുന്ന ഒരു വിവാഹ വീടാണ്. നാളെ വിവാഹം നടക്കേണ്ട വീടാണ്. കതിർമണ്ഡപത്തിലേക്ക് ആ പെൺകുട്ടി പോകേണ്ടത് ഇങ്ങനെ ചെളി കയറിയ വസ്ത്രം കഴുകി ഉണക്കി ഉടുത്ത് നാളെ മംഗല്യാവതി ആകേണ്ട ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അലർട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഒരു രാത്രി മുഴുവൻ മഴ പെയ്യുമ്പോൾ രാത്രി 1 മണിക്ക് പോലും ഈ കാലാവസ്ഥ വകുപ്പ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്ത് രാത്രി 1 മണിക്ക് ഇറക്കിയ നൗ കാസ്റ്റുണ്ട്. അങ്ങനെ 3 മണിക്കൂർ ഇടവിട്ട് ഈ കാലാവസ്ഥയുടെ ഒരു അറിയിപ്പ് വരും. അതിൽ പോലും യെല്ലോ അലർട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതാണ് ഇവിടെ ഏറ്റവും ഗുരുതരമായ വിഷയം. ജനങ്ങളിത് അറിയുന്നില്ല. ആളുകൾ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു വരുന്നത്. ഒട്ടനവധി വീടുകളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വസ്ത്രങ്ങളും രേഖകളും അവരുടെ സർട്ടിഫിക്കറ്റുകൾ, കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ളവ നശിച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ പ്രദേശത്താകെയും ഇങ്ങനെ വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെയും പകുതി വരെയൊക്കെ വെള്ളം കയറാറുണ്ട്. സാധനങ്ങളെ മാറ്റിയവരും മാറി. ഇപ്പോഴാണ് ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഈ ആളുകൾക്ക് ഒരു അറിയിപ്പ് കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. അറിഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ആ ഒരു രാത്രിയിലുള്ള മഴ കൊണ്ടല്ലേ ഇതുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞില്ല. ഓരോ സർട്ടിഫിക്കറ്റും പുസ്തകങ്ങളെല്ലാം നശിച്ചു, വെള്ളത്തിൽ കയറി നശിച്ചു. ഈ നമ്മൾ വെള്ളം കയറാത്ത സ്ഥലങ്ങൾ, ഓൾസെൻസിൻ്റെ ആ ഭാഗത്തൊക്കെയും ഇതുവരെ വെള്ളം കയറിയിട്ടില്ല. 50 വർഷമായി വെള്ളം കയറിയിട്ടില്ല എന്ന് പറയുന്നു. കണ്ണമ്മൂലയിലുള്ള വീടുകൾ പണ്ട് സ്ഥലങ്ങളിൽ പോലും ഇത്തവണ വെള്ളം കയറിയെന്ന് പറയുന്നു. വലിയ വെള്ളപ്പൊക്കമായിരുന്നു. അതുകൊണ്ട് 18 വെള്ളപ്പൊക്കത്തിന് ശേഷം ഇപ്പോഴാണ് ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും പ്രതീക്ഷിച്ചില്ല. ഒറ്റ രാത്രി കൊണ്ടുള്ള മഴയല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം വീട്ടിലൊക്കെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ
അപ്പോൾ ഞാൻ ഈ വീടുമായി നല്ല ബന്ധമുള്ളതാണ്. ഞങ്ങൾ ജനശ്രീ യൂണിറ്റൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ ആഴ്ചവറും മാസത്തിലൊരിക്കലും ഇവിടെ വരുന്നതാണ്. അപ്പോഴൊക്കെ ചെറിയ മഴയത്ത് ഇപ്പോൾ ഈ പാലത്തിൽ ഇത് ഇത്രയും മതിൽ പൊക്കി കിട്ടി, എന്നിട്ടാണ് ഈ വെള്ളം മതിൽ കവിഞ്ഞ് വെള്ളം നേരത്തെ ഈ മതിൽ ഇല്ല. എൻ്റെ മുകളിൽ കൂടെ വന്നതാണ് ഈ മതിൽ. ഇപ്പം കിട്ടിയാണ് ഏകദേശം ഒരു 2 മാസം ആവത്തുള്ളൂ ഈ മതിൽ കെട്ടിയിട്ട്. അതിന് മുകളിൽ കിട്ടി. ഈ മതിലിനെക്കാട്ടും ഒരു 5 അടി പൊക്കത്ത് പിന്നെയും വന്നു. അങ്ങനെയാണ് വന്നത്. സാധാരണ ഇങ്ങോട്ട് ഇവിടെ വരത്തില്ല വെള്ളം. അല്ല, ഈ താഴത്തെ തിട്ടായിരുന്നു, മുകളിലത്തത് ഇപ്പൊ കെട്ടിയതാണ്. ടെക്നോ പാർക്ക് അടുത്താണ്. ടെക്നോ പാർക്കിൽ ബന്ധം വരാൻ സാധ്യത കുറവാണ്. അവിടെയൊക്കെയും വെള്ളം കയറി. ഇപ്പൊ ആദ്യമായിട്ടാണ് അങ്ങനെ അവിടെ ആദ്യമായിട്ടാണ് വെള്ളം കയറുന്നത്. ഇവിടെയും ഈ ഭാഗത്തോട്ട് ചെറിയ വെള്ളം വരുന്നതാണ്. ഇത്രയും ഭീമമായ വെള്ളം ഇതുവരെ ആദ്യമായിട്ടാണ് വരുന്നത്. അതന്നെ ഈ ഭാഗത്തോടെ നനവ് കണ്ടാൽ അറിയാൻ പറ്റുക വീട്ടിലെ. ആ വീട്ടിന്റെ ഒക്കെ പകുതി വരെയൊക്കെ അതുവരെ കയറിയായിരുന്നു. പിന്നെ സാധാരണ പൊഴി മുറിയുമ്പോൾ വെള്ളം പോകുന്നതാണ്. ഇപ്രാവശ്യം എന്തായാലും വിനോദാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതാവസ്ഥ വിവരിച്ചത്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തുണ്ടായ വലിയ മഴയിൽ ഒരുപാട് പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ആ ദുരിതം ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്നതും പ്രധാനമാണ്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിന്നുണ്ടായിരിക്കുന്നത് സഞ്ജയ് കിഷൻ കൗളിന്റെയും ചീഫ് ജസ്റ്റിസിന്റേതും ഏകദേശം സമാനമായ നിലപാടുകളാണ് വന്നിട്ടുള്ളത്. രവീന്ദ്ര ഭട്ട് മാത്രമാണ് ഇതിൽ നിന്ന്, അതായത് നിയമസാധുത കൊടുക്കരുതെന്നുള്ള തരത്തിലുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇനിയും ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമാക്കോലിയുടെയും വാദങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് യോജിച്ച ജസ്റ്റിസ് സഞ്ജയ് കൗളിന്റെ വിധിന്യായം വന്നിരിക്കുന്നു. ജസ്റ്റിസ് സഞ്ജയ് കൗൾ പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഇതിന്റെ ഭാഗമായി വരുന്നു. സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് ഒരു വാലിഡ് പോയിന്റായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാക്കും. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് ഇത്തരത്തിൽ സഞ്ജയ് കൗൾ യോജിക്കുകയാണ്. ജസ്റ്റിസ് ഭട്ട് ഇത്തരത്തിൽ ആർട്ടിക്കിൾ രവീന്ദ്ര ഭട്ട് തന്റെ വിധിന്യായം വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ക്യൂർനെസ് ഈസ് നെയ്തർ അർബൻ ഓർ നോർ എലീറ്റിസ്റ്റ്. അതായിരുന്നു പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്ന വാദം. കാരണം ഇതൊരു അർബൻ സമൂഹത്തിനിടയ്ക്ക്, അതായത് നഗര കേന്ദ്രീകൃതമായ വളരെ സമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം കണ്ടുവരുന്നൊരു രീതി മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ മാത്രം വാദമാണെന്നുള്ള തരത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനെ സമീപിച്ചത്. എന്നാൽ ഇതെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് ജഡ്ജിമാരെല്ലാം നിലപാടെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ സഞ്ജയ് കിഷൻ കൗൾ. ഇപ്പോൾ രവീന്ദ്ര ഭട്ടും ഇതിന് നിയമസാധുത നൽകുന്നതിനെ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ക്യൂർനെസ് എന്നതിനെ നെയ്തർ അർബൻ ഓർ എലീറ്റിസ്റ്റ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതൊരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, അത് ജനങ്ങൾക്കിടയിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു അതിന് സമ്പന്നരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർതിരിവുകളോ ഒന്നുമില്ലാതെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്താ രീതികൾ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ തന്നെ കണക്കാക്കണം. 4 വ്യത്യസ്ത വിധികളാണ്. 5 അംഗ ബെഞ്ചിന്റെ 4 ജഡ്ജിമാരുടെ 4 വ്യത്യസ്ത വിധികളാണ് ഉള്ളത്. അതിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെയും അതുപോലെ തന്നെ രവീന്ദ്ര ഭട്ടിന്റേതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റേതും ഓൾറെഡി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സഞ്ജയ് കിഷൻ കൗൾ തന്റെ വിധിന്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമാക്കോലിയുടെയും വിധി ന്യായങ്ങളാണ് വരാനുള്ളത്. ഇതിൽ ഹിമാക്കോലിയുടേത് നയം എന്ന് പറയാൻ വിധിന്യായം വായിക്കുകയായിരിക്കില്ല. അവർ ഇതിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ഒപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദത്തിനൊപ്പം അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന രീതിയിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഹിമാക്കോലിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നിർണായകമാകുന്നത്. വാദത്തിലുടനീളം അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിലുടനീളം നമ്മൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ക്യൂർ കമ്മ്യൂണിറ്റി ഉന്നയിച്ച വാദങ്ങൾ എല്ലാം ശരിവെക്കുന്നുണ്ടെങ്കിലും, സുപ്രീം കോടതി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ശരിവെക്കുന്നുണ്ടെങ്കിലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോടോ നിർദ്ദേശിക്കാൻ കോടതി തയ്യാറാകില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഭരണഘടനാ പ്രകാരം അതിൻ്റെ നിയമനിർമ്മാണം നടത്തേണ്ടത് സഭകളാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശം അവരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞ അതേ വാദം തന്നെ അത് ശരിവെക്കുകയായിരുന്നു കോടതി. വാദത്തിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ മറ്റ് വാദങ്ങൾ, അതായത് ഭാര്യ ഭർത്താവ് എന്നീ പദങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെയുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് എന്നിവയിലെ വിവക്ഷണങ്ങൾ എല്ലാം അത് ഒന്നും സ്റ്റാറ്റിക് അല്ല, അതായത് അതൊന്നും സ്ഥിരമല്ല, അത് മാറ്റപ്പെടേണ്ടതാണ്. ഇത് പലതും ഈ ഒരു പ്രത്യേക വസ്തുത എടുക്കുകയാണെങ്കിൽ അതെല്ലാം പലതും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കണക്കാക്കപ്പെടേണ്ടതാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളടക്കം ചീഫ്
നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സ്വവർഗ വിവാഹത്തിന് നിയമസാധുതയില്ല. പാർലമെന്റ് നിയമം നിർമ്മിക്കണമെന്ന ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൌളും. വിവാഹ നിയമം മാറ്റേണ്ടതില്ലെന്ന 5 അംഗ ബെഞ്ചിലെ 3 ജഡ്ജിമാർ. സ്വവർഗ പങ്കാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി. മരണഭീതിയിൽ ഗാസയിലെ ജനങ്ങൾ. ഗാസയ്ക്ക് മേൽ യുദ്ധം കടുപ്പിച്ച് ഇസ്രായേൽ. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4000 കടന്നു. ജോ ബൈഡൻ ഇസ്രായേലിലേക്ക്. വേങ്ങേരി ബൈപ്പാസിലെ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവറും ഉടമയും അറസ്റ്റിൽ. കോഴിക്കോട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന. കരുവന്നൂർ കേസിൽ ഇഡിക്കെതിരായ പെരിങ്ങണ്ടൂർ ബാങ്കിന്റെ ഹർജി കോടതിയിൽ. ഇഡി വ്യാജ പ്രചരണം നടത്തുന്നു എന്ന ബാങ്ക്. അരവിന്ദാക്ഷന്റെയും ജിൽസിന്റെയും ജാമ്യാപേക്ഷകൾ ഇന്ന് പരിഗണിക്കും. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത. PMA സലാമിനെ ഉന്നമിട്ട് രൂക്ഷ വിമർശനം. കടുത്ത മറുപടി നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ സ്വർണം കണ്ണൂരിന്. പോയിന്റ് നിലയിൽ പാലക്കാട് മുന്നിൽ. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ഗോപിക്ക് സ്വർണം. മുഹമ്മദ് അമീനും ബിജോയ് ജയ്ക്കിനും നിത്യയ്ക്കും സ്വർണം. വിശദമായ വാർത്തകൾ നോക്കാം. സ്വവർഗ വിവാഹത്തിന് നിയമസാധുതയില്ല. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകേണ്ടെന്ന പാർലമെന്റാണെന്നാണ് ഭൂരിപക്ഷ വിധി. നിയമനിർമ്മാണം എന്നത് സർക്കാരുകളുടെ അധികാരമാണെന്നും അതിലേക്ക് കടന്നുകയറാൻ തയ്യാറല്ലെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. LGBTQA സമൂഹത്തിന്റെ ആവശ്യങ്ങളെയും അവർക്കുള്ള ആനുകൂല്യങ്ങളെയും കുറിച്ച് പഠിക്കാൻ സമിതി രൂപീകരിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി എസ് അശ്വിനി ചേരുന്നുണ്ട്. അശ്വിനി, ഏറെ നാഴികക്കല്ലാകും അല്ലെങ്കിൽ ഒരു നാഴികക്കല്ലാകും എന്ന് ചിലരെങ്കിലും കരുതിയിരുന്ന ഒരു വിധിയായിരുന്നു വരേണ്ടത്. ക്യൂർ സംഘടനകളൊക്കെ വലിയ പ്രതീക്ഷയിൽ കാത്തിരുന്ന വിധി. എന്തൊക്കെയാണ് പ്രധാനമായും കോടതിയുടെ നിരീക്ഷണങ്ങൾ? ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം 2018 സ്വവർഗ രതിക്ക് അനുമതി നൽകിയതിന് പിന്നാലെ അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ മറ്റൊരു അവകാശം ആയിരുന്നു സ്വവർഗ വിവാഹത്തിന്റെ അംഗീകാരം, നിയമസാധുത എന്നത്. അത് പക്ഷേ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതി. കാരണം ആ ആവശ്യം അംഗീകരിക്കാനായിട്ട് അതിനുള്ള നിയമനിർമ്മാണം നടത്താൻ കോടതിക്ക് ശുപാർശ ചെയ്യാനാകില്ല എന്ന നിലപാടാണ് 5 അംഗ ബെഞ്ച് കൈക്കൊണ്ടിരിക്കുന്നത്. അത് നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം കോടതിക്കല്ല, മറിച്ച് അത് പാർലമെന്റിനാണെന്നും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്കാണെന്നുമുള്ള നിലപാടാണ് സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസാധുത നൽകാൻ കോടതിക്ക് ആവില്ല. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും കോടതിക്ക് പുറപ്പെടുവിക്കാനാവില്ല. കാരണം ഈ ഒരു നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുമ്പോൾ അതിന് പല ഘടകങ്ങളും പരിഗണിക്കേണ്ടതായി വരും. അത് കോടതിക്കും പരിഗണിക്കാനാവില്ല, മറിച്ച് അത് സർക്കാരുകൾ അല്ലെങ്കിൽ പാർലമെന്റ് അത് പരിഗണിച്ച് അതിനനുസരിച്ച് ചർച്ച നടത്തി വേണം നിയമനിർമ്മാണം നടത്താനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ അവകാശങ്ങൾ ഈ ഹർജിക്കൊപ്പം, നിയമസാധുത തേടിയുള്ള ഹർജിക്കൊപ്പം പല ആവശ്യങ്ങളും പല ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ LGBTQ സമൂഹം മുന്നോട്ട് വെച്ചിരുന്നു. അത് പഠിക്കാനായി കേന്ദ്ര സർക്കാർ ഒരു സമിതിയെ രൂപീകരിക്കാമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വാദത്തിനിടെ. അത് സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ട് അത്തരത്തിലൊരു സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുകയും അതിന് ചില മാർഗനിർദ്ദേശങ്ങളും അതിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങളുമെല്ലാം ഇതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട്, അതുപോലെ ഫോറിൻ മാരേജ് ആക്ട് അടക്കമുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ആകില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഭവ്യ, ഈ ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൌളും പറയുന്ന അനീതിയോട്, വിവേചനത്തിനോട് മറ്റ് ജഡ്ജിമാരും യോജിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കുന്നത്. അതായത് വിവാഹം എന്ന നിലവിലെ സങ്കല്പത്തിനോട് മാറ്റാൻ മറ്റ് ജഡ്ജിമാർ തയ്യാറായില്ല, അല്ലേ?
അങ്ങനെ വിവാഹം എന്നത് അവരുടെ ഒരു അവകാശമായി തന്നെ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് അടക്കമുള്ളവർ നിരീക്ഷിക്കുകയുണ്ടായി. ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളും ഇതേ വാദത്തെ അംഗീകരിച്ചിരുന്നു. മറ്റു വാദങ്ങളെ, അതായത് ഇവരുടെ രണ്ടുപേരുടെയും, ചീഫ് ജസ്റ്റിസിന്റെയും അതുപോലെ തന്നെ ജസ്റ്റിസ് കൗളിന്റെയും വാദത്തെ എതിർത്ത ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട്, പക്ഷേ ഇവരുടെ അവകാശങ്ങൾ ന്യായമാണെന്നുള്ളൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിൽ കോടതിക്ക് ഇടപെടാനാകില്ല. ഇതിൽ ഇവരുടെ സഞ്ജയ് കിഷൻ കൗളിന്റെയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസിന്റെയും നിലപാട് മറ്റൊന്നായിരുന്നു. അതായത് കുട്ടികളെ ദത്തെടുക്കുന്നതിലെ അവരുടെ നിലപാടാണ് ഇവർ ബാക്കിയുള്ള ശേഷിക്കുന്ന 3 ജഡ്ജിമാരും പ്രധാനമായും എതിർത്തതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അല്ലാതെ നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമസാധുത നൽകുന്നതിലല്ല ഇവർ തമ്മിൽ ഭിന്നത നിലനിന്നിരുന്നത്. കുട്ടികളെ ദത്തെടുക്കുന്നതടക്കമുള്ള അവകാശങ്ങൾ സംബന്ധിച്ചാണ് പ്രധാനമായും 5-അംഗ ബെഞ്ചിൽ ഭിന്നത ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് അശ്വിനി, വിവാഹം പോലുള്ള വിഷയങ്ങളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കേണ്ടത് കോടതിയല്ല, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാണത് ചെയ്യേണ്ടത് എന്നല്ലേ? അതെ, അതായത് സർക്കാരുകളാണ് നിയമനിർമ്മാണം നടത്തേണ്ടതെന്ന പൊതു നിലപാടാണ് ബെഞ്ചിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു മറിച്ചൊരു അഭിപ്രായം ജഡ്ജിമാർക്കാർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചില അവകാശങ്ങൾ സംബന്ധിച്ചാണ് തർക്കം പ്രധാനമായും ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു 4 പ്രത്യേക വിധിന്യായങ്ങൾ വന്നത്. കാരണം ചില അവകാശങ്ങൾ പൊതുവെയുള്ള ഇവരുടെ ആവശ്യങ്ങൾ പൊതുവെ അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിന് നിയമസാധുത നൽകേണ്ടെന്നുള്ള സാധുത നൽകാനാവില്ലെന്ന പൊതു നിലപാട് തന്നെയാണ് ഇതിലുണ്ടായിരുന്നതെങ്കിൽ പോലും ചില ആവശ്യങ്ങളിൽ മാത്രമാണ് ഭിന്നത ഉണ്ടായത്. അതുകൊണ്ടാണ് 4 വ്യത്യസ്ത വിധിന്യായങ്ങൾ വന്നതും ഇതിൽ ഭൂരിപക്ഷ ഇതിൽ ജസ്റ്റിസ് ഹിമ കോഹ്ലി ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഈ ആവശ്യങ്ങൾ നിയമസാധുത തേടിയുള്ള ഹർജികൾ തള്ളിയത്. അതുപോലെ തന്നെ കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശം ഇവർക്ക് നിഷേധിക്കപ്പെട്ടതും. എങ്ങനെയായിരുന്നു ആ 4 വ്യത്യസ്ത വിധിന്യായങ്ങൾ അശ്വിനി? ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസാധുത നൽകാനുള്ള ആവശ്യത്തെ ജഡ്ജിമാർ ആരും അനുകൂലിച്ചില്ല. കാരണം നിയമസാധുത നൽകുന്നതിന് നിയമനിർമ്മാണം ആവശ്യമാണ്, അത് നടത്താൻ കോടതിക്കാവില്ല എന്ന പൊതു നിലപാടാണ് 5 ജഡ്ജിമാരും കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതിൽ അപ്പോൾ വേറിട്ട അഭിപ്രായമില്ല. എന്നാൽ ചില അവകാശങ്ങൾ, അതായത് കുട്ടികളെ ദത്തെടുക്കുന്നതടക്കമുള്ള ചില ആവശ്യങ്ങൾ, പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട് അടക്കമുള്ളവയിൽ മാറ്റം വരുത്തേണ്ടത്, ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ഇതിനെ അംഗീകരിക്കണമെന്നടക്കമുള്ള വിഷയങ്ങളിലാണ് തർക്കം ഉടലെടുത്തത്. അതിലാണ് ഇപ്പോൾ ഭിന്നാഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള വിധിന്യായങ്ങൾ വന്നിരിക്കുന്നത്. അശ്വിനി, ഹർജിക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരുപാട് സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാഹത്തിനുള്ള നിയമപരിരക്ഷ തന്നെയാണ്. അതല്ലാതെ നോക്കുമ്പോൾ ഈ ഒരു റേഷൻ കാർഡ് പോലെ, ഇൻഷുറൻസ് പരിരക്ഷ പോലെ, അതോടൊപ്പം തന്നെ പെൻഷൻ, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ഒരുപാട് ആനുകൂല്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ ഇനി എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുമോ? കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ആനുകൂല്യങ്ങളും ഈ വിഷയങ്ങളും എല്ലാം പഠിക്കാനായിട്ടാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത്. റേഷൻ കാർഡ്, ഇൻഷുറൻസ് പോളിസിയിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വ്യത്യസ്ത വിഷയങ്ങൾ, ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ തുടർ നടപടികൾ, ഇതിന്റെ സമിതി അംഗങ്ങളെ എല്ലാം നിർണ്ണയിക്കേണ്ടതിന് പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവർ പരിഗണിക്കേണ്ട വിഷയങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വിധിന്യായത്തിലുടനീളം പല സുപ്രധാന പരാമർശങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം ജസ്റ്റിസുമാർ, ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ നടത്തിയിരുന്നു. ഈ LGBT സമൂഹം മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ കാലാനുസൃതമായ ആവശ്യങ്ങളാണ്, അത് മാറ്റം വരുത്തേണ്ടതാണെന്ന നിലപാടുകളിൽ ആർക്കും വലിയ വ്യത്യസ്തമായൊരു നിലപാടില്ല. കാരണം എന്നാൽ ഇതിന് നിയമസാധുത അല്ലെങ്കിൽ ഇതിൽ ചില അവകാശങ്ങൾ, അതായത് കുട്ടികളെ ദത്തെടുക്കുന്നതിൽ, അതിന്റെ കുട്ടികളുടെ പേരന്റിംഗ് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, ഇതിലാണ് ഭിന്നത ഉണ്ടായിരുന്നത്. ഇതിൽ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട്, അതുപോലെ തന്നെ ജസ്റ്റിസ് നരസിംഹ, ഹിമ കോഹ്ലി എന്നിവർ അതിനെ കുട്ടികളെ ദത്തെടുത്ത് കൊടുക്കുന്നതിൽ ഭിന്നാഭിപ്രായമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഭവ്യ. നന്ദി അശ്വിനി എസ് വാണ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണങ്ങൾ സ്വാഗതാർഹമെന്ന് മന്ത്രി ആർ ബിന്ദു. വിവാഹവുമായി ബന്ധപ്പെട്ട ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ആശയം വളരെ പ്രസക്തമാണ്. വിവാഹമെന്ന ആശയം കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടെന്നും സെയിം സെക്സ് മാരേജിനെ ആധുനിക സമൂഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു. വിധിയുടെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. ബഹുമാന്യനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ വളരെയേറെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണെന്നാണ് തോന്നുന്നത്. ആധുനികമായിട്ടുള്ള സമൂഹങ്ങളിലെല്ലാം അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് സെയിം സെക്സ് മാരേജ് എന്നുള്ളത്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നതായ കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളവയാണ്. എല്ലാ ജനസമൂഹങ്ങളിലും എല്ലാ കാലത്തും ഇത്തരത്തിൽ സെയിം സെക്സ് അഫിനിറ്റി ഉള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രകൃതി വിരുദ്ധമാണെന്നോ ഏതെങ്കിലും തരത്തിലുള്ള അബറേഷനാണോ എന്ന് പറയാൻ ഇപ്പോൾ ആധുനികമായിട്ടുള്ള പരിഷ്കൃത സമൂഹങ്ങളിൽ ആരും തയ്യാറല്ല. അതിനെ അംഗീകരിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. കനത്ത മഴയിൽ വീട്ടിലേക്ക്
ഇറച്ചു കയറിയ ചെളിവെള്ളത്തിൽ കുതിർന്നു നശിച്ച വിവാഹവസ്ത്രം ഉണക്കി ധരിച്ച കതിർ മണ്ഡപത്തിലേക്കെത്താൻ രാമില. കണ്ണമൂല കാക്കോട് സ്വദേശി സനൽകുമാറിന്റെ കുടുംബത്തിനാണ് ദുരിതമഴ വേദന സമ്മാനിച്ചത്. കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് പലരും വസ്ത്രങ്ങളുമായി സനൽകുമാറിന്റെ വീട്ടിലേക്കെത്തി. വി വിനോദിന്റെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പെയ്ത കനത്ത മഴയെ തുടർന്ന് തങ്ങളുടെ കുടുംബത്തിനുണ്ടായ നൊമ്പരപ്പെടുത്തുന്ന അനുഭവത്തെക്കുറിച്ചാണ് കണ്ണമൂല കക്കോട് പാലത്തിനടുത്തുള്ള സനൽകുമാറിനും കുടുംബത്തിനും പറയാനുള്ളത്. ചേട്ടാ, മകളുടെ കല്യാണത്തിന് 2 ദിവസമുള്ളപ്പോഴാണ് വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറിയത്. ഈ വിവാഹ വസ്ത്രമെല്ലാം കുതിർന്നു പോകുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഉണക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? ഇത് നമ്മൾക്ക് ഇവിടെ ഇതുവരെ ഈ കണക്കിന് വെള്ളം വന്നിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഓർമ്മയിൽ ഇങ്ങനെ ഇവിടെ ഇത്രയും വെള്ളം വീണത്. അപ്പോൾ വന്നാലും കട്ടിലിൻ്റെ കാലിൻ്റെ അവിടെയൊക്കെ ഒരു വെള്ളം ഊറ്റ് വരെ ഉള്ളൂ. ആ ധൈര്യത്തിൽ കട്ടിലിൻ്റെ പുറത്ത് എല്ലാ കവറിലും തുണി അടുക്കി വെച്ച് ബാക്കി അലമാരയിലും എടുത്ത് വെച്ച്. അപ്പം ചെറിയ മഴയുണ്ട്, ഇപ്പം ഊറ്റി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഭാര്യയും മക്കളും നമ്മൾ അനുമോൻ്റെ വീട്ടിലങ്ങ് പോയി. രാത്രി 1 മണിയായപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞു വീട്ടിൽ എന്തെങ്കിലും സാധനം താഴെ ഉണ്ടാകുന്ന കേട്ട്. അപ്പോൾ എന്ത് പറ്റി? അപ്പം വെള്ളം തോട്ടത്തിൽ വെള്ളം കയറി നമ്മളെ വീട്ടിൽ കയറിക്കൊണ്ടിരിക്കുന്നു. ആ വീട് പൊക്കത്തിലിരിക്കുന്നതുകൊണ്ട് ഇന്നുവരെ കയറിയിട്ടില്ല. അപ്പോൾ അവിടെ കയറിയെന്ന് പറയും. പിന്നെ ഇവിടെ വന്നപ്പം രാവിലെ വന്ന് ഇങ്ങോട്ട് വരാറില്ല. അവിടെ നിന്ന് ഇങ്ങ് വരെ നടന്നു വരണം. ഇത്രയും വെള്ളമുണ്ട്. ഈ അമ്മയുടെ കയ്യിലിരിക്കുന്നത് മകളുടെ വിവാഹവസ്ത്രമാണ്. പെരുമഴയിൽ കുതിർന്നു പോയ, ഈ ചെളി കയറിയ വീട്ടിനുള്ളിൽ കുതിർന്ന് നശിച്ചു പോയ വിവാഹവസ്ത്രം അത് കഴുകി ഉണക്കി കയ്യിൽ വെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നമുക്ക് ഏറ്റവും വലിയൊരു നൊമ്പരമായി മാറിയ സംഭവമാണ്. ചേച്ചി, വീട്ടിനകത്ത് വെള്ളം കയറുമ്പോൾ വസ്ത്രങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ വാങ്ങി വെച്ചിരുന്നതാണ്? നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അതെല്ലാം നശിച്ചു പോയി. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒന്നും കിട്ടിയില്ല, എല്ലാം പോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെയാണ് അവിടെ എല്ലാം ഇരിക്കണം. കുറച്ച് നമ്മൾ കഴിവെടുത്ത് ബാക്കിയുള്ളതൊക്കെ കുറേ കളഞ്ഞു. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ഇരിക്കണം. അതിന് കഴിവിയൊക്കെ എടുക്കണം. കൊള്ളാമെന്നുള്ളത് എടുക്കണം പറ്റുള്ളൂ. എത്ര രൂപയുടെ വസ്ത്രം വാങ്ങിയിരുന്നു? എല്ലാം കൂടെ ഒരു 10-25,000 രൂപയ്ക്കകത്തുള്ളത് എല്ലാവർക്കും എന്ന് വെച്ചാൽ വാങ്ങിച്ചു വെച്ചിരുന്നു. ഒന്നും കിട്ടിയില്ല. എല്ലാവർക്കും കുടുംബമായിട്ട് എല്ലാവർക്കും തുണി വാങ്ങിയിരുന്നു. മോളെ തുണികൾ അല്ലാതെ നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവർക്കുമായിട്ടും തുണി വാങ്ങിയിരുന്നു. അതാണ് ഓരോ കവറിൽ അടുക്കിയൊക്കെ വെച്ചൊക്കെ സന്തോഷിച്ചിരുന്നു. നേരത്തെ കൊണ്ടുപോകാനുള്ളത് നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നു. അങ്ങ് കൊണ്ടുപോകാൻ അതിനുള്ള തുണി വാങ്ങി വെച്ചിരുന്നു. അതും പോയി. വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനേ അതും പോയി. സാമ്പത്തിക പരാധീനതയുള്ള കുടുംബമാണ്. അതെ, ഇത് നമുക്ക് സ്വന്തം വീട് അല്ല, കുടുംബ വീടാണ്. എൻ്റെ മാമൻ 10-14 വർഷമായി മരിച്ചിട്ട്. ആ മാമൻ്റെ പേരിലിരിക്കുന്ന വസ്തുവാണ്. അന്ന് മാമൻ മരിക്കും മുമ്പ് 1 ലക്ഷം രൂപയ്ക്ക് അനന്തപുരി ബാങ്കിൽ പണങ്ങിയിരിക്കുകയാണ്. കൂട്ടുകുടുംബമാണ്, അല്ലാതെ നമുക്ക് സ്ഥലവും വീടും അങ്ങനെ യാതൊന്നുമില്ല ഇവിടെ. പിന്നെ ബാങ്കിൽ ഇതുവരെ ബാങ്കുകാരങ്ങനെ ഒരു നടപടിക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ധൈര്യമായിട്ട് കിടക്കും. നോക്കും വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ലേ വസ്ത്രങ്ങൾ? അത് പിന്നെ അവൾ കരയാതിരിക്കും. അവൾ പിന്നെ മക്കളെന്തിനെ കരയണ്ട, വിഷമിച്ചിട്ടാണ്. അത്രയും എല്ലാം നടക്കും. ദൈവം നമ്മളെ ഇതുവരെ കൊണ്ടുവന്നില്ലേ, ബാക്കി നടത്തും. അങ്ങനെ ഒരു ഭയവും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ഒരുവിധം സമാധാനിപ്പിച്ചു. അവൾ ഇനി എല്ലാം പോയി എന്നും പറഞ്ഞ് പ്രാന്തൊടിച്ചനങ്ങനെ നടന്നു. ഇതിന് മുമ്പ് ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ലേ? ഇത് ഞങ്ങളിവിടെ വന്നതിന് ആദ്യത്തെ അനുഭവം. വരും വെള്ളം വരും. അവിടെ നിന്ന് വന്നാലും ഇവിടം വരെ വരുമ്പോൾ അപ്പുറത്തെ ബാക്കിൽ നമ്മളെ വീട് താഴ്ന്നല്ലേ കിണകം. അപ്പോൾ അവിടെ നിന്ന് ഊറ്റ് ഒരു കാലിൻ്റെ ഭാഗത്തിന് കണക്കുള്ള ഊറ്റ് പാത്രം വരും. അത് കോരിക്കളഞ്ഞ് തുടച്ചെടുക്കും. അതാണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ പിറകിലുള്ളത് കണ്ണമൂല ആമേഴഞ്ചാൻ തോടാണ്. കണ്ണമൂല വഴി ഒഴുകി വരുന്ന ആമേഴഞ്ചാൻ കൂടെ വെള്ളം ഇപ്പുറത്ത് വന്നു. അത്രയും ഉയർന്ന് ആ ജലനിരപ്പ് ഉയർന്നിട്ട് കൈവരും കവിഞ്ഞ് ഈ വെള്ളം ഇവിടേക്ക് വരികയായിരുന്നു. നമ്മുടെ ആരെങ്കിലും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നില്ല, ഒരു മനുഷ്യർ വന്നില്ല. ഇത്രയും ഇങ്ങനെ ഒരു വിഷമഘട്ടമായിട്ട് പോലും കൗൺസിലർ പോലും വന്നിട്ടില്ല ഇതുവരെ. ഇപ്പോൾ മറ്റു പലരും ഇങ്ങനെ ചെറിയ സഹായം, അവർ വസ്ത്രങ്ങളൊക്കെ കൊണ്ട് ഇത് അറിഞ്ഞ് ആളുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ അവർ വന്നിട്ടുണ്ട്. അവരൊരു സാരി കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ നടക്കും. നമ്മളിപ്പം നമ്മൾ അറിയുന്ന കുറേ പേരുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സഹായിക്കാം എന്ന് പറയണ കുറച്ച് ആളുകളുള്ളതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ നമ്മൾ നാളെ തന്നെ ഇത് നടത്തും എന്ന് പറഞ്ഞത്. ഇന്നത്തെ പത്രത്തിൽ ഇത് കണ്ടിട്ടാണ് അതുകൊണ്ട് വരാൻ കാരണം. അപ്പോൾ നമ്മുടെ വീട്ടിലും പെൺമക്കളുണ്ട്. അതിൻ്റെ ഒരു ദുരിതം അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു പുതിയ സാരിയാണ്. അതുകൊണ്ട് പുതിയ സാരി എൻ്റെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊണ്ടുകൊടുത്തു. ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. എൻ്റെ വണ്ടിയിൽ നിന്ന് കിടക്കണം അവിടെ കിടക്കണം. ഏതായിരുന്നാലും വളരെ നന്നായിട്ട് തന്നെ നാളെ വിവാഹം നടക്കട്ടെ. ഞങ്ങളുടെ ആശംസകളും. ഇങ്ങനെ ഒരു വിഷമമുണ്ട്. പക്ഷേ ഏറ്റവും സഹായം ആളുകൾ ഇതൊക്കെ അറിഞ്ഞ്
ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയൊക്കെയും വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. നമുക്കും നല്ല രീതിയിൽ ഈ വിവാഹം നടക്കട്ടെ എന്ന ഒരു ആശംസ തന്നെയാണ് പറയാനുള്ളത്. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ണമ്പുല്ല കാക്കോട് സ്വദേശി സനൽകുമാറിന്റെ വീട് സന്ദർശിച്ചു. മഴ മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ അപാകതകളുണ്ടെന്നും ഒരു മഴ പെയ്താൽ വെള്ളം പൊങ്ങുന്ന സ്ഥിതിയാണ് കേരളത്തിലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. വീട്ടിലേക്ക് കയറണം, വീട്ടിലെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അടിയന്തരമായി ആ കുടുംബങ്ങൾക്കെല്ലാം ധനസഹായം നൽകണം, അവർക്ക് ആവശ്യമായ മറ്റു സഹായങ്ങൾ ചെയ്യണം, മെഡിക്കൽ സഹായം വേണം. ഇപ്പോൾ അവർക്ക് കുടുംബത്തിലേക്ക് വീട്ടിൽ വന്ന് കയറി അവിടെ താമസിക്കാൻ ഒന്നുമില്ല, കയ്യിൽ എല്ലാം പോയി, വീട്ടിലെല്ലാ സാധനങ്ങളും പോയി, ഉടുതുണി മാത്രമേ ഇല്ല. അപ്പം അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ വിതരണം ചെയ്യണം, നടപടി ഉണ്ടാകണം. അടുത്ത വർഷമെങ്കിലും ഇതില്ലാതിരിക്കാൻ വേണ്ടി ഈ തോടിന് ആഴം കൂട്ടി ഇതിൻ്റെ തടസ്സങ്ങൾ മുഴുവൻ മാറ്റി ബാക്കിയുള്ള തിരുവനന്തപുരം നഗരത്തിലുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അത് ചെയ്യണം. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. നാളെ എപ്പോഴാ മുഹൂർത്തം? എപ്പോഴാ? ശരി, എന്താ നാളെ വി വി വിനോദ് പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ദുരിതമഴയിൽ ഏറെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു ഇത്. ന്യൂസ് 18 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ന്യൂസ് 18 വാർത്തയുടെ ഇടപെടൽ തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടത്. എന്തായാലും ആ കുട്ടിയുടെ വിവാഹം നാളെ മംഗളമായി നടക്കട്ടെ. ന്യൂസ് 18 ആശംസകൾ. മറ്റു വാർത്തകൾ നോക്കാം. സമസ്തയുമായുള്ള തർക്കങ്ങൾ സമവായ ചർച്ചകളിലൂടെ പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ PMA സലാം പക്ഷേ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. സമസ്ത നേതൃത്വവുമായി സമവായ ചർച്ചകൾ ഉടൻ തുടങ്ങുമെന്നാണ് സൂചന. മലപ്പുറത്ത് നിന്നും സിവിയാനുബോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതിരൂക്ഷമായ ഭാഷയിലാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് മുസ്ലിം ലീഗിനെ വിമർശിച്ചത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമിനെയും ഒക്കെ കടന്നാക്രമിച്ചായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകൾ. ഇത്രയും രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ഇതിനു മുൻപ് ലീഗിനെ വിമർശിച്ചിട്ടില്ല. ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങളൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ മറുപടി പറയും. മറുപടി പറയുമ്പോൾ പല തകരാറുകളും പലർക്കും പലതും സംഭവിക്കും, പലതും പറ്റും, മനസ്സിലായി, പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഉള്ള ഐക്യം, ഈ സന്തോഷം, ഈ കൂട്ടായ്മ ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് എല്ലാ ഭാഗത്തുനിന്നും അതിനുള്ളതായ ഉദ്ദേശമുണ്ടോ ആ നിലക്ക് നല്ല നിലക്ക് നീങ്ങാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. ഇതുപോലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വിമർശനങ്ങളുമായി കൊണ്ട് വരുന്നതായ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ കടിഞ്ഞാണിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നമുക്ക് പറയാനുള്ളത് അവരെ കടിഞ്ഞാണിടുക, അല്ലെങ്കിൽ പിടിച്ച് കെട്ടിടുക, അല്ലെങ്കിൽ എവിടെയാണ് കൊണ്ടാക്കേണ്ടത് അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടാക്കുക. എന്നാൽ ഈ വിമർശനത്തോട് പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. കൂടുതൽ പറഞ്ഞ് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ലീഗ്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഇന്ന് പലതവണ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒഴിഞ്ഞുമാറുകയായിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം പാണക്കാടെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് ഈ ചോദ്യത്തിന് മാത്രം പ്രതികരിച്ചില്ല. ഇന്നലെ രാത്രി താങ്കൾക്കെതിരെ സമസ്ത അധ്യക്ഷൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രതികരിക്കേണ്ടെന്നുള്ള നിലപാടിലാണോ? അടുത്ത ദിവസം നടക്കുന്ന UDFന്റെ സെക്രട്ടേറിയറ്റിലെ സമരത്തിന് ശേഷം നേതാക്കൾ മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും ഈ ഒരു സമവായ ചർച്ചകൾ തുടങ്ങുക എന്നാണ് അറിയാനാകുന്നത്. പറഞ്ഞിടത്തോളം പറഞ്ഞു. ഇനി കൂടുതൽ പറഞ്ഞ് ഈ വിഷയം കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് ലീഗ് ഉള്ളത്. അതേസമയം സമസ്തയാകട്ടെ ലീഗ് നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ നേതൃത്വം തള്ളിപ്പറയണം, അല്ലെങ്കിൽ PMA സലാമിനെതിരെ നടപടി വേണമെന്നുള്ള ഉറച്ച നിലപാടിലാണ് ഉള്ളത്. എന്താണെങ്കിലും സമവായ ചർച്ചകൾ അടുത്ത ദിവസത്തിന് ശേഷം, അതായത് ലീഗിലെ പ്രമുഖ നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും ഉണ്ടാവുക. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇരു വിഭാഗത്തിലെയും നേതൃത്വത്തിലുള്ളവർ. അടുത്ത ദിവസം തന്നെ ഈ നടപടികൾക്ക് തുടക്കമാകുമെന്നാണ് അറിയാനാകുന്നത്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18.
കോഴിക്കോട് വേങ്ങേരിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് ദമ്പതികൾ മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അപകടത്തിനിടയാക്കിയ ബസിന്റെ ഡ്രൈവറും ഉടമയുമാണ് അറസ്റ്റിലായത്. ഡ്രൈവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് RTO അറിയിച്ചു. അപകടത്തെ തുടർന്ന് ജില്ലയിൽ വാഹന പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. ബസ് ഡ്രൈവർ കാരന്തൂർ സ്വദേശി അഖിൽകുമാറിനെയും ബസ് ഉടമ അരുണിനെയും ചേവായൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ഡ്രൈവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഉടമയ്ക്കെതിരെ പ്രേരണാ കുറ്റവും. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. വേങ്ങേരി ജംഗ്ഷന് സമീപം തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ കക്കോടി കിഴക്കുമുറി സ്വദേശി ഷൈജുവും ഭാര്യ ജീമയുമാണ് മരിച്ചത്. ബാലുശ്ശേരി ഭാഗത്ത് നിന്ന് മലാപ്പറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്നു ദമ്പതിമാർ. മുന്നിൽ സഞ്ചരിച്ചിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ സ്കൂട്ടറും ബ്രേക്കിട്ടു. എന്നാൽ ഇവരുടെ പിറകിലുണ്ടായിരുന്ന സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ സ്കൂട്ടറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. അപ്പോൾ അത്രയും പേരുടെ ജീവൻ തന്റെ കയ്യിലാണെന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ഒരു ഡ്രൈവർ കാണിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം അയാൾ കാണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം. ആക്സിഡന്റ് ചിലപ്പോൾ ഉണ്ടാവാം, നമുക്ക് ചിലപ്പോൾ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവും. പക്ഷേ എന്നാലും പക്ഷേ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇത്രയും ദാരുണമായ രീതിയിൽ രണ്ടുപേരും മരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി കിട്ടിയാണ്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ വാഹന പരിശോധന കർശനമാക്കി. ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമത യോഗം. DCC പ്രസിഡന്റ് പാലോട് രവിയുടെ ഏകപക്ഷീയമായ പ്രവർത്തനമാണെന്ന് ആരോപിച്ചാണ് ഒരു കൂട്ടം നേതാക്കളും പ്രവർത്തകരും പരസ്യമായി പ്രതിഷേധ യോഗം ചേർന്നത്. നേതൃസ്ഥാനങ്ങളിലേക്ക് അർഹതപ്പെട്ടവരെ തഴയുന്നു എന്നതാണ് പ്രധാന ആരോപണം. ചെറുവക്കൽ മുൻ വാർഡംഗം അലത്തറ അനിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം DCC മെമ്പർ ചേന്തി അനിൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ DCC അംഗം ജേക്കബ് കെ എബ്രഹാം, ഉള്ളൂർ മണ്ഡലം പ്രസിഡന്റ് ഇടവക്കോട് അശോകൻ, മെഡിക്കൽ കോളേജ് രാജേഷ്, ആലംചേരി സനൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് മറയാക്കിയുള്ള നിയമന തട്ടിപ്പ് കേസിൽ റഹീസിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. തട്ടിപ്പിന്റെ മുഖ്യ തെളിവ് റഹീസിന്റെ ഫോണിൽ നിന്നാണ് കണ്ടെടുത്തതെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് കോടതിയുടെ തീരുമാനം. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയദൃഷ്ടിയാക്കിയെന്നും രാഷ്ട്രീയ ഗൂഢാലോചന പോലീസ് അന്വേഷിച്ചു വരികയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഹരിത വി കുമാറിന് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറുടെ പൂർണ്ണ അധിക ചുമതല. ഹരിതയെ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറാക്കി നേരത്തെ നിയമിച്ചിരുന്നു. ദിനേശാണ് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ. ദിനേശിന് സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്. നേരത്തെ പഞ്ചായത്ത് ഡയറക്ടറായി നിയമിച്ചിരുന്നു അദ്ദേഹത്തെ. കോഴിക്കോട് കളക്ടർ ഗീതയെ ലാൻഡ് റവന്യൂ കമ്മീഷണറായി നിയമിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആദ്യ മീറ്റ് റെക്കോർഡിന് പിറന്നു. സീനിയർ ആൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ കാസർകോട് കുറ്റാമത്ത് GHSSലെ സെർവൻ കെ സിയാണ് മീറ്റ് റെക്കോർഡോടെ സ്വർണമണിഞ്ഞത്. 2018 സിദ്ധാർത്ഥ് KC സ്ഥാപിച്ച 53.34 മീറ്റർ ദൂരമാണ് സെർവൻ മറികടന്നത്. 57.71 മീറ്ററാണ് പുതിയ ദൂരം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ആദ്യ ദിനം 9 ഇനങ്ങളുടെ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ പാലക്കാടും മലപ്പുറവും ഒപ്പത്തിനൊപ്പം. എറണാകുളം തൊട്ടുപിന്നിലുണ്ട്. VS കൃഷ്ണരാജിന്റെ റിപ്പോർട്ട് കാണാം. 65ാമത് സംസ്ഥാന കായികമേളയുടെ ആദ്യ ദിനത്തിന്റെ ആദ്യ പകുതി പൂർത്തിയാവുകയാണ്. ആവേശകരമായ പോരാട്ടത്തിനാണ് ആദ്യ പകുതി സാക്ഷിയായത്. ആദ്യ സ്വർണം നേടിയത് കണ്ണൂരാണ്. ജൂനിയർ 3000 മീറ്ററിൽ GV ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരിലെ ഗോപിയാണ് സ്വർണം നേടിയത്. അതേ ഇനത്തിൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ KKM ഹയർ സെക്കൻഡറി സ്കൂൾ ചീക്കോട് മലപ്പുറം വെള്ളിയും സ്വർണവും കരസ്ഥമാക്കി. മുഹമ്മദ് അമീൻ സ്വർണം നേടിയപ്പോൾ മുഹമ്മദ് ജസീൽ വെള്ളി സ്വന്തമാക്കി. സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ എറണാകുളം കോതമംഗലം മാർബേസിലെ നിത്യ സിയാറാണ് സ്വർണം നേടിയത്. സീനിയർ ആൺകുട്ടികളുടെ 3000 മീറ്ററിൽ പാലക്കാട് GHSSലെ ബിജോയ് ജെ സ്വർണം കരസ്ഥമാക്കി. പാലക്കാട് രണ്ടാം സ്വർണം നേടിയത് സബ് ജൂനിയർ പെൺകുട്ടികളുടെ ലോങ് ജമ്പിൽ ആണ്. സീനിയർ പെൺകുട്ടികളുടെ പോൾ വോൾട്ടിൽ ഗ്രേസ് ഏലിയ വർഗീസ് സ്വർണം കരസ്ഥമാക്കി. കോതമംഗലം മാർബേസിലെ കുട്ടിയാണ്. അല്പം മുമ്പ് അവസാനിച്ച മത്സരത്തിൽ സ്വർണം കരസ്ഥമാക്കിയ ഗ്രേസ് നമുക്കൊപ്പം ചേരുന്നത്. ഗ്രേസ്, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നല്ല സന്തോഷമുണ്ട്. ബെസ്റ്റ് ചെയ്യാൻ പറ്റി. നേരത്തെ പേഴ്സണൽ ബെസ്റ്റ് എത്രയായിരുന്നു? 2:50. ഇപ്പം 3 മീറ്റർ. ഒരു മീറ്റർ റെക്കോർഡിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. മീറ്റർ റെക്കോർഡ് 3:40 കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയാണ് അല്ലേ? അടുത്ത ഇനി
ഇവന്റ്സ് എന്തെങ്കിലും? ഇല്ല, ഇത് മാത്രം. കോച്ച് മധുസാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാർബേഴ്സിൽ പൊതുവെ സമീപകാലത്ത് സ്കൂൾ മീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു, 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഈ സ്വർണം എത്ര കണ്ട ഒരു കോച്ച് നിലയിൽ അഭിമാനം തോന്നിപ്പിക്കുന്നു? ഈ സ്വർണം എനിക്ക് വളരെ, അതായത് അവളുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് ബാധിക്കുന്നൊരു കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 1 മാസമായിട്ട് 5 കോമ്പറ്റീഷൻ കുട്ടി ചെയ്തു. 1 മാസമായിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനോ ഒരു ഇതും നടന്നിട്ടില്ല. അപ്പോൾ അത് പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ പിള്ളേരെയും ബാധിക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള പ്രശ്നം അതാണ്. ഇപ്പം നാഷണൽ പോലുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങളെല്ലായിട്ട് ഇങ്ങനെ പോകണം. എന്നാലും വളരെ സന്തോഷം. വളരെ അഭിമാന നിമിഷമാണ് കോച്ച് മധുസാറിനും ഗ്രേസ് ഏലിയ വർഗീസിനും. അങ്ങനെ അഭിമാനകരമായ ഒരു പോരാട്ടത്തിനൊടുവിൽ ഒരു വലിയ ശ്രമം തന്നെ നടത്തി 3 മീറ്റർ ചാടി സ്വർണം കരസ്ഥമാക്കി ഗ്രേസ്. ഇനി 10 ഫൈനലുകളാണ് ഇന്ന് നടക്കേണ്ടത്. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞാൽ ആ മത്സരത്തിലേക്ക് പോകും. 10 ഫൈനലുകൾ ഇനി നടക്കാനുണ്ട്. അരനൂറ്റാണ്ട് പഴക്കമുണ്ട് മലപ്പുറം ചീക്കോട് KKM HSSന്. ഇതാദ്യമായാണ് സ്കൂൾ മുറ്റത്തേക്കൊരു സ്വർണം എത്തുന്നത്. കൂട്ടിന് പളപള തിളങ്ങുന്നൊരു വെള്ളിപ്പതക്കവും. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പരിമിതികളെ മറികടന്ന മനക്കരുത്തുമുണ്ട്. ജൂനിയർ ആൺകുട്ടികളുടെ 3000 മീറ്ററിൽ ഒരേ നീലനിറ കുപ്പായമിട്ട് അമീനും ജസീലും ഒരുമിച്ചിറങ്ങി. ഓടി നേടി ചരിത്ര പതക്കങ്ങൾ. കൂട്ടുകാരാണ് ഇരുവരും. പഠനം വെവ്വേറെ ക്ലാസ്സിലെങ്കിലും പരിശീലനം ഒരാൾക്ക് കീഴിൽ ഒരുമിച്ചാണ്. അല്ല കുഴപ്പമില്ലാതെ ഫൈറ്റ് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ തന്നെ പരിശീലിക്കില്ല. അപ്പൊ ഇതൊരു ഫൈറ്റ് ആയെന്ന് തോന്നിയില്ല. രണ്ടാളും സപ്പോർട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന അതിലേ തോന്നിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ മീറ്റിൽ ജൂനിയർ വിഭാഗം 3000 മീറ്ററിൽ വെങ്കലം നേടിയിരുന്നു മുഹമ്മദ് അമീൻ. അതായിരുന്നു സ്കൂൾ കഴുത്തിലണിഞ്ഞ ആദ്യ മെഡൽ. ഇത്തവണ അത് സ്വർണമായി. ജസീലിന് വെള്ളിയും. ഇവരുടെ ചടുല ചുവടുകൾക്ക് പിന്നിൽ ആമിർ സുഹൈൽ എന്ന പരിശീലകനുണ്ട്. ഈ നേട്ടം അയാളുടെ കണ്ണു നനയിക്കുന്നതും അതുകൊണ്ടാണ്. വളരെ അഭിമാനം തോന്നുന്ന ഒരു സമയമാണ്. നമ്മൾ പ്രയത്നിച്ചതിന്റെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാർച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോമ്പൊക്കെ എടുത്തിട്ടാണ് കുട്ടികൾ രാവിലെ വൈകുന്നേരമൊക്കെ വർക്ക് ചെയ്തത്. അതിന്റെ ഒരു എഫേർട്ട് ഇവിടെ റിസൾട്ടായിട്ട് മാറിക്കഴിഞ്ഞു. 50 മീറ്റർ ദൂരമോടാനുള്ള ഇടമേയുള്ളൂ സ്കൂൾ മൈതാനത്ത്. അക്കാരണത്താൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലായിരുന്നു പരിശീലനം. ഈ പതക്കങ്ങൾ ഇവരിലൂടെ ഊർജമാകുന്നത് സ്കൂളിന് മാത്രമല്ല, ആ ഗ്രാമത്തിനാണ്. അതിനുമപ്പുറം പലർക്കാണ്. കുന്നംകുളം സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ KP ധനീഷിനും ഷിജു ചവറയ്ക്കുമൊപ്പം VS കൃഷ്ണരാജ്, ന്യൂസ് 18. തിരികെ ഇടവേളയ്ക്ക് ശേഷം ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായ രീതിയിലല്ല നിലവിൽ വന്നിരിക്കുന്നതെങ്കിൽ പോലും വാദങ്ങളിലെല്ലാം അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നു. ഓരോ ആവശ്യങ്ങളും അവരുടെ ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അതിനെല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിയമസാധുത വിവാഹത്തിന് കിട്ടുന്നില്ലെങ്കിൽ പോലും കുട്ടികളെ ദത്തെടുക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ അനുകൂലമായ നിലപാടുകളാണ് ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സഞ്ജയ് കൗളിന്റെയും ചീഫ് ജസ്റ്റിസിന്റേതും ഏകദേശം സമാനമായ നിലപാടുകളാണ് വന്നിട്ടുള്ളത്. രവീന്ദ്ര ഭട്ട് മാത്രമാണ് ഇതിൽ നിന്ന്, അതായത് നിയമസാധുത കൊടുക്കരുതെന്നുള്ള തരത്തിലുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമാക്കോലിയുടെയും വാദങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് യോജിച്ച ജസ്റ്റിസ് സഞ്ജയ് കൗളിന്റെ വിധിന്യായം വന്നിരിക്കുന്നു. ജസ്റ്റിസ് സഞ്ജയ് കൗൾ പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഇതിന്റെ ഭാഗമായി വരുന്നു. സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് ഒരു വാലിഡ് പോയിന്റായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാക്കും. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് ഇത്തരത്തിൽ സഞ്ജയ് കൗൾ യോജിക്കുകയാണ്. തിരികെ വാർത്തയിലേക്ക്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിലേക്ക്. നാളെയാണ് ജോ ബൈഡൻ ടെൽ അവീവിലെത്തുക. 199 പേർ ഹമാസിനെ കൈവശം ബന്ദികളായിട്ടുണ്ടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഗാസയിലെ സാഹചര്യം ദുരിതപൂർണമാണ്. ഗാസയിൽ പോരാട്ടം രൂക്ഷം. പരസ്പരമുള്ള ആക്രമണം ശക്തമാക്കി ഇസ്രായേലും ഹമാസും. തട്ടിക്കൊണ്ടുപോയവരിലെ വിദേശികളെ സാഹചര്യം അനുകൂലമാക്കുന്ന മുറയ്ക്ക് വിട്ടയക്കുമെന്ന് ഹമാസ്.
250 പേരെയാണ് ഹമാസ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഗസയിൽ സഹായമെത്തിക്കുന്നതിനായി സഹകരിക്കാമെന്ന് യുഎസിനോട് ഇസ്രായേൽ. റഫ അതിർത്തിയിൽ സഹായമടങ്ങുന്ന വാഹനവ്യൂഹം എത്തിയിട്ടുണ്ട്. കേന്ദ്രം പാസാക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വെഹിക്കിൾ നിയമനത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു. പെർമിറ്റ് നേടിയ ബസ്സുകൾക്ക് സംസ്ഥാനങ്ങളിൽ ടാക്സ് എടുക്കാതെ തന്നെ രാജ്യത്തെവിടെയും സർവീസ് നടത്താനാകും. കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള സ്റ്റേജ് ഗ്യാരേജ് സർവീസുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് ആശങ്ക. എന്നാൽ ബോർഡ് വെച്ച് സർവീസ് നടത്തിയാൽ പിഴ ഈടാക്കുമെന്ന നിലപാടിലാണ് മോട്ടോർ വാഹന വകുപ്പ്. പത്തനംതിട്ട റോബിൻ ബസ്സിനു നേരെ വീണ്ടും പിഴ ഈടാക്കിയത് കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ, വിശദാംശങ്ങൾ. റോബിൻ ബസ്സിന് വീണ്ടും പിഴ ഈടാക്കിയതോടുകൂടിയാണ് കേന്ദ്രത്തിന്റെ നിയമം വീണ്ടും ചർച്ചയാകുന്നത്. ഇതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ബസ്സുകൾക്ക് 2 തരം പെർമിറ്റുകളാണ് നിലനിൽക്കുന്നത്. ഒന്ന് സ്റ്റേജ് ഗാരേജ് പെർമിറ്റ്, ഒന്ന് കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റ്. കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റാണ് സാധാരണ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നൽകാറുള്ളത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് ടൂറിസ്റ്റുകളെ എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ടൂറിസ്റ്റ് ബസ്സുകൾ എടുക്കുന്ന കോൺട്രാക്ട് ഗാരേജ് ടാക്സിൻ്റെ ഒരു രീതി. എന്നാൽ ഒരു സ്ഥലത്ത് നിന്ന് ഈ ആളുകളെ എടുത്ത് സർവീസ് നടത്തുന്ന മറ്റു ബസ്സുകളുണ്ട്. അതായത് പൊതുഗതാഗതത്തിൻ്റെ ഭാഗമായി വരുന്ന KSRTC അടക്കം സർവീസ് നടത്തുന്ന രീതി. വിവിധ സ്റ്റോപ്പുകളിൽ നിർത്തി ആളുകളെ കയറ്റുകയും കയറ്റിയ ശേഷം ടിക്കറ്റ് നൽകി നിശ്ചിത ദൂരം യാത്ര ചെയ്ത് പുറത്തിറക്കി വിടുകയും ചെയ്യുന്ന രീതി. ആ രീതിയിൽ സ്റ്റേജ് ഗാരേജും കോൺട്രാക്ട് ഗാരേജുമാണ് നിലവിൽ നിലനിന്നിരുന്നത്. എന്നാൽ കേന്ദ്രത്തിൻ്റെ പുതിയ നിയമം വന്നതോടുകൂടി, അതായത് കേന്ദ്രത്തിൻ്റെ പുതിയ നിയമമായ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ ആക്ട്, അതിൽ 2023 ഈ ആക്ടിൽ ചില നിയമങ്ങൾ മുൻപുണ്ടായിരുന്ന ടൂറിസ്റ്റ് പെർമിറ്റുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായിരുന്ന ചില ഭേദഗതികൾ വരുത്തുകയാണ് ചെയ്തത്. ചില നിയമങ്ങൾ എടുത്തു മാറ്റി. അതോടുകൂടി പ്രധാനമായി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി, ഇപ്പോൾ സ്റ്റേജ് ഗാരേജ് ബസ്സുകൾ, അതായത് KSRTC ബസ് ഉദാഹരണത്തിനെടുത്താൽ KSRTC ബസ് ഒരു സ്റ്റോപ്പിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ കൊല്ലത്തേക്ക് പോകുന്ന ഒരു ബസ്സാണെങ്കിൽ ആ ബസ്സിന് സമാനമായി തന്നെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വെഹിക്കിൾ ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ പെർമിറ്റ് ഉള്ള വാഹനങ്ങൾക്ക് സർവീസ് നടത്താം. അതിനെ മറ്റ് നിയമ തടസ്സമില്ല എന്നുള്ളൊരു വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേ രീതിയിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉള്ള വാഹനമാണ് റോബിൻ ബസ്. റോബിൻ ബസ് ഇതേ രീതിയിൽ പേരെഴുതി ബോർഡ് വെച്ച് ആളെ കയറ്റി യാത്ര ചെയ്തതോടുകൂടിയാണ് ഇതൊരു വിവാദമായി മാറിയത്. അതിൽ 2 തവണ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിഴ ഈടാക്കി. അതിൽ 2 തവണ പിഴ ഈടാക്കിയപ്പോഴും കോടതി ഉത്തരവും കേന്ദ്ര നിയമവും കാണിച്ചാണ് റോബിൻ അതിനെ പ്രതിരോധിക്കുന്നത്. എന്തായാലും സംഭവം വിവാദമാണ്. നിലവിൽ കൃത്യമായ ഉത്തരം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ കൃത്യമായ ഒരു നിയമ വ്യവസ്ഥ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നില്ല. അവർ പറയുന്നത് ഇത്തരത്തിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്താലും ആ വാഹനങ്ങൾക്ക് ബോർഡ് വെച്ച്, അതായത് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം എന്ന രീതിയിലുള്ള ബോർഡ് വെച്ച് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ യാത്ര തുടങ്ങുന്നതിന് മുൻപ് യാത്രക്കാരുടെ പാസഞ്ചർ ലിസ്റ്റ് അത് പൂർത്തീകരിക്കണമെന്നും ഇടയ്ക്ക് വാഹനം വഴിയിൽ നിർത്തി അല്ലെങ്കിൽ ഇടയ്ക്ക് ചില സ്റ്റോപ്പുകളിൽ നിർത്തി ആളെ കയറ്റാൻ കഴിയില്ല എന്നുള്ള ന്യായീകരണവുമാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ അങ്ങനെയില്ല എന്നും പുതിയ നിയമപ്രകാരം 2023 നിയമപ്രകാരം അങ്ങനെ ഒരു വ്യവസ്ഥകളുമില്ല എന്നും എവിടെ വേണോ ആളെ നിർത്തി ആളെ കയറ്റാമെന്നും ഇത്തരത്തിൽ ബോർഡ് വെക്കുന്നതിനും നിയമ തടസ്സമില്ല എന്നുമാണ് കോൺട്രാക്ട് ഗാരേജ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നത്. എന്തായാലും വിവാദമാണ്. ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് നിർണായകമാണ്. കോടതി ഉത്തരവ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ തിരിച്ചടി നേരിടാൻ പോകുന്നത് KSRTC അടക്കമുള്ള സ്ഥാപനമാണ്. KSRTC ഒരു കുത്തകയായി വയ്ക്കുന്ന സ്വന്തം അന്തർ സംസ്ഥാന റൂട്ടുകളുണ്ട്, കൂടാതെ ഇതര സംസ്ഥാനത്തേക്ക് പോകുന്ന റൂട്ടുകളുണ്ട്. ഈ റൂട്ടുകളെല്ലാം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സർവീസ് നടത്താവുന്ന രീതിയിൽ ലഘൂകരിക്കപ്പെടും. അതായത് ഇപ്പോൾ ഒരു ഓണസമയമാകട്ടെ, ഓണസമയം KSRTC ബസ്സുകൾക്ക് സമാനമായി മറ്റ് കോൺട്രാക്ട് ഗാരേജ് ബസ്സുകൾ മാത്രം സർവീസ് നടത്തിയിരുന്ന സ്ഥലത്ത് കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുന്ന രീതിയിലേക്ക് വരും. ഇപ്പോൾ ശബരിമല സീസൺ എടുക്കുകയാണെങ്കിൽ ശബരിമല ബോർഡ് വെച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കയറ്റി സർവീസ് നടത്തുന്ന രീതിയിലേക്ക് ഈ നിയമങ്ങൾ ലഘൂകരിക്കപ്പെടും. അതിൽ തന്നെ ഇപ്പോൾ നിലയ്ക്കൽ നിന്ന് പമ്പ സർവീസ് ആർക്ക് വേണമെങ്കിലും നടത്താവുന്ന രീതിയിലുള്ള ഒരു നിയമത്തിന് ലഘൂകരിക്കപ്പെടും. ആ രീതിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും. എന്തായാലും അതിൽ ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ രീതിയിൽ നിരന്തരമായി ഇതേ രീതിയിൽ കേന്ദ്ര നിയമത്തിൻ്റെ ഒരു ആനുകൂല്യം പിന്തുടർന്ന് ബോർഡ് വെച്ച് സ്റ്റേജ് ഗാരേജായി ഓടുന്ന കോൺട്രാക്ട് ഗാരേജുകൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞു
നിർത്തി നിരന്തരമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കും, അതിന് നിയമപരമായ വശങ്ങൾ എന്തൊക്കെയാണ്, കോടതി ഇതിൽ എന്ത് പറയും എന്നുള്ളൊരു വശം ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ഒപ്പം സർക്കാരിന് ലഭിക്കേണ്ട വലിയ രീതിയിലുള്ള ഒരു ടാക്സ് ബെനിഫിറ്റ് ഇവിടെ നഷ്ടമാകാൻ പോവുകയാണ്. അതായത് നിലവിൽ സ്റ്റേജ് ഗാരേജും കോൺട്രാക്ട് ഗാരേജും നികുതി അടച്ച് സംസ്ഥാന സർക്കാരിൽ നികുതി അടിച്ചാണ് അടക്കേണ്ടത്. പക്ഷേ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് സംസ്ഥാനത്ത് തന്നെ നികുതി അടക്കണമെന്നില്ല. എവിടെ വേണമെങ്കിലും നികുതി അടക്കാം, ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും നികുതി അടക്കാം. ആ ഒരു വിശാലതയും അല്ലെങ്കിൽ ഒരു സുതാര്യം കുറച്ചുകൂടി ഒരു വിശാലമായ ഒരു ടാക്സ് രീതി വരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് മോട്ടോർ വാഹന ടാക്സിലൂടെ ലഭിച്ചിരുന്ന പെർമിറ്റ് നൽകുന്നതിലൂടെ ലഭിച്ചിരുന്ന ഒരു ടാക്സ് വരുമാനവും നിൽക്കാൻ പോവുകയാണ്. ഒപ്പം KSRTC അടക്കമുള്ള സ്ഥാപനങ്ങൾ പൊതുഗതാഗതത്തിന് വേണ്ടി മാത്രമായി എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റ് ചെയ്ത സ്ഥാപനങ്ങൾ അത് തകർച്ചയിലേക്ക് പോകുമെന്നുള്ള സൂചനയും ഇതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ശരി ഉപേഷ, തുടരുക. ഇപ്പോൾ റോബിൻ ബസ് ഉടമയുടെ പ്രതികരണം കാണാം. കാരണം ഞാൻ ഇതിൽ വന്ന് 2 ദിവസം സർവീസ് നടത്തുന്നതിന് ഒരു തടസ്സവും ഇല്ലായിരുന്നു. വളരെ ഭംഗിയായിട്ട് സർവീസ് നടത്തിപ്പോയതാണ്. പക്ഷേ 3-ാം ദിവസം ഇവർ വന്ന് എൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവരെ കൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് വണ്ടി ഹാജരാക്കി അത് കറക്റ്റ് ചെയ്തു. കഴിഞ്ഞ് വണ്ടി ഓടാൻ വന്നു കഴിഞ്ഞപ്പം വീണ്ടും വന്ന് പിടിച്ച വകുപ്പുകൾ നോക്കിയപ്പോൾ 207 വകുപ്പും പ്രകാരം ആണ് വണ്ടി പിടിച്ചെടുത്തിരിക്കുന്നത്. 207 വകുപ്പ് എന്ന് പറയുന്നത് ഞാൻ കഞ്ചാവ് കച്ചവടമോ വണ്ടിക്കകത്ത് കഞ്ചാവ് കച്ചവടമോ മയക്കുമരുന്ന് കച്ചവടമോ ഒക്കെ നടത്തി ഇല്ലെങ്കിൽ പെർമിറ്റ് ഇല്ലാതെ ഓടണം. എൻ്റെ വണ്ടിക്ക് പെർമിറ്റുണ്ട്. പെർമിറ്റോ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസോ കാണാനോ കേൾക്കാനോ ഇവർ തയ്യാറായില്ല. ഞാൻ കാണിച്ച സാധനങ്ങൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നുകൊണ്ട് ഞാൻ കണ്ടു, നാട്ടുകാർക്ക് കാണാൻ സാധിച്ചു. കാരണം ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നുള്ളത്. പക്ഷേ അവരതിന് തയ്യാറല്ല, അവർക്കത് കാണണ്ട. അവർ പറയുന്നത് ഈ വണ്ടി ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് മാറ്റി വണ്ടി ഇവിടെ എയർ ക്യാമ്പിലേക്ക് മാറ്റി എയർ ക്യാമ്പിൽ കിടക്കുകയാണ്. ഞാൻ രാവിലെ എയർ ക്യാമ്പിൽ കൊണ്ട് വണ്ടി ഞാൻ അന്നേരം മുതൽ ഇവിടെ RTO ഓഫീസിൽ വന്ന് നിൽക്കുകയാണ്. ഇതുവരെ RTO വരുന്നില്ല. RTO RTOയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഞാനല്ല പിടിച്ചത്, എനിക്കറിയില്ല, ഇത് തിരുവല്ല എൻഫോഴ്സ്മെൻറ്റ് RTO ആണ് ഇത് പിടിച്ചതെന്നാണ് പറയുന്നത്. തിരുവല്ല എൻഫോഴ്സ്മെൻറ്റ് RTOയോട് ചോദിക്കുമ്പം അവർ പറയുന്നത് ഞങ്ങളല്ല, റാന്നി ജോയിൻ്റ് RTO ആണ് പിടിച്ചതെന്ന് പറയുന്നു. റാന്നി ജോയിൻ്റ് RTOയോട് പറയുമ്പം അവർ പറയുന്നത് റാന്നി MVI ആണ് പിടിച്ചത്. പിടിച്ച ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പം അയാൾക്കും ഒന്നും അറിയില്ല, അയാൾക്ക് ഈ നിയമം എന്താണെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് അത് പിടിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇത് RTOയോട് തന്നെ ചോദിച്ചാൽ മതി, RTO പറഞ്ഞിട്ടാണ് ഞാൻ പിടിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ RTOയോട് ചോദിച്ചിട്ട് RTO ഈ നേരം വരെ ഇവിടെ വന്ന് ഹാജരാകാൻ തയ്യാറല്ല. എങ്ങനെയാലും എൻ്റെ വണ്ടി ഇന്ന് ഇറക്കി വിടരുത്, ഇത്രയേ ഉള്ളൂ ഇവരുടെ ആവശ്യം. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, ഈ റോബിൻ ബസ് ഉടമ പറയുന്നുണ്ട്, അതായത് 2 ദിവസം സർവീസ് നടത്തിയതിന് തടസ്സമുണ്ടായിരുന്നില്ല, 3-ാം ദിവസം സർവീസ് നടത്തിയപ്പോൾ വാഹനം പിടിക്കുന്നു, കാരണം പറയുന്നില്ല. RTOയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നു. എന്താണ് ഇതിന് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന വിശദീകരണം? അവർ എന്ത് കാരണമാണ് പറയുന്നത്? ഇതിൽ ഏറ്റവും സുപ്രധാനമായി റോബിൻ ബസ്സിനെതിരെ പറയുന്നത് ഇത്തരത്തിൽ എവിടെ വേണോ സർവീസ് നടത്താം, പക്ഷേ അതിന് ഇത്തരത്തിൽ ബോർഡ് വെച്ച്, അതായത് നിശ്ചിത സ്ഥലത്തേക്ക് പോകുന്ന രീതിയിൽ ബോർഡ് വെച്ച് സർവീസ് നടത്താൻ കഴിയില്ല. 2, ഇടയ്ക്കിടയ്ക്ക് നിർത്തി ആളെ കയറ്റാൻ കഴിയില്ല. വാഹനം പുറപ്പെടുമ്പോൾ തന്നെ ഓൺലൈനിൽ പാസഞ്ചർ ലിസ്റ്റ് പൂർത്തീകരിച്ചിരിക്കണം. അത് പിന്നീട്, അതായത് ഇടയ്ക്കിടയ്ക്ക് ആളെ കയറ്റി ഇറക്കി പോകുന്ന രീതി പാടില്ല. വാഹനം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ എത്ര പാസഞ്ചർ ഉണ്ട്, അവരെവിടെയെല്ലാം ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. ആ രീതിയിലുള്ള വ്യക്തതയൊന്നും ഈ റോബിൻ ബസ് സർവീസിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് റോബിൻ ബസ്സിന് പെർമിറ്റ് വയലേഷൻ നടത്തി നിരന്തരമായി ആവർത്തിച്ചപ്പോൾ ഫിറ്റ്നസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടന്നതും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോഴും ഇതിൽ ചില സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങളാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. ഒന്ന്, ഇതൊരു സത്യത്തിൽ ഈ ഒരു മോട്ടോർ വാഹന വകുപ്പ് നിയമം എന്ന് പറയുന്നത് ഒരു കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇതിൽ നിയമങ്ങൾ നടപ്പാക്കാം. പക്ഷേ കേന്ദ്ര നിയമത്തിന് ബദലായി അല്ലെങ്കിൽ കേന്ദ്ര നിയമത്തിനെ മറികടക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ സംസ്ഥാനത്തിന് നടപ്പാക്കാൻ കഴിയില്ല. ആ രീതിയിൽ വരികയാണെങ്കിൽ, കേന്ദ്ര നിയമത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കോൺട്രഡിക്റ്റഡ് ആയി വരികയാണെങ്കിൽ കേന്ദ്ര നിയമമാണ് അവിടെ നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ് കൺകറന്റ് ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഈ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ്
തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഒരു നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലും കേന്ദ്രം അതിന് ബദലായിട്ട് മറ്റൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ദയവായി തുടരുക. ഇപ്പോൾ സ്റ്റേജ് ഗാരേജ് ചെക്കിങ്ങിന്റെ ചുമതലയുള്ള പ്രദീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ്, ഈ കേന്ദ്രം പാസാക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വെഹിക്കിൾ നിയമനത്തിൽ ഒരാശയക്കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ പെർമിറ്റ് നേടിയ ബസ്സുകൾക്ക് സംസ്ഥാനങ്ങളിൽ ടാക്സ് എടുക്കാതെ തന്നെ രാജ്യത്ത് എവിടെയും സർവീസ് നടത്താനാകും. പക്ഷേ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കാം ഈ റോബിൻ ബസ് ഉടമയ്ക്കെതിരെ കേസെടുത്തത്? എന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിലവിലുള്ള പെർമിറ്റ് അവര് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിയമമാണെങ്കിലും സംസ്ഥാന സർക്കാർ നയിക്കുന്ന നിയമമാണെങ്കിലും സർക്കാർ അതിന് റൂള് വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടത്. നിലവിലുള്ള നിയമം അനുസരിച്ച് അവർക്ക് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് പെർമിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പോലെ നടത്തുന്ന പോലെയല്ല, വഴിയിൽ നിന്ന് ആൾക്കാരെ കയറ്റി തിരിച്ചിറക്കി ഓരോ സ്ഥലത്ത് നിന്നും അങ്ങനെയൊക്കെയാണല്ല പെർമിറ്റ് കൊടുക്കുന്നത്. അവർക്ക് ഇന്റർനാഷണൽ പെർമിറ്റ് കൊടുത്തിട്ടുള്ളത് അവർക്ക് ഇന്ത്യക്ക് പുറത്തോ ഇന്ത്യക്ക് അകത്തോ സംസ്ഥാനത്തിന് പുറത്തോ അങ്ങനെ സർവീസ് നടത്താനാണ്. ഇപ്പൊ സംസ്ഥാനത്തിനകത്ത് നടത്തേണ്ടതെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത്തരത്തിൽ ഒരു പെർമിറ്റ് കൊടുക്കേണ്ടതില്ലാന്ന് തീരുമാനിച്ചിടത്താണ് സംസ്ഥാനത്തിനകത്ത് നടത്താൻ പറ്റാത്തത്. പക്ഷെ അവരിപ്പോ കേന്ദ്ര നയത്തിനനുസരിച്ച് അവർ ഇന്റർനാഷണൽ പെർമിറ്റ് നാഷണൽ പെർമിറ്റ് എടുത്ത് ഓടുന്നു. ഓക്കെ, അത് ഓടിക്കോട്ടെ. പക്ഷെ സർവീസ് ബോർഡ് വെച്ച് സർവീസ് നടത്താൻ പെർമിറ്റ് ഇല്ല. അവർ ഏത് റൂൾ വെച്ചാണ് പറയുന്നത്? കല്ലടയും ഈ ഏവണ്ണൊക്കെ ഇതുപോലെ ബോർഡ് വെക്കുന്നതിൽ നിയമ തടസ്സമുണ്ടെന്നാണോ? തീർച്ചയായും ബോർഡ് വെച്ച് സർവീസ് നടത്താൻ നിലവിലുള്ള നിയമം അനുസരിച്ച് RTC KSRTCക്ക് മാത്രമാണ് ഇവിടെ ഓടാൻ പെർമിറ്റ് കൊടുത്തിട്ടുള്ളത്. ആ പെർമിറ്റ് വേണ്ടി അവർക്ക് യാത്രക്കാരെ കയറ്റാം. അത് ടൂറിസ്റ്റുകളെയാണ്, പല ടൂറിസ്റ്റുകളെ ഒരു സ്ഥലത്ത് നിന്ന് കയറ്റി ഒരു സ്ഥലത്ത് ഇറക്കാം. അല്ലാതെ വഴിയിൽ നിന്ന് കയറ്റി വഴിയിലിറക്കി ടിക്കറ്റ് വാങ്ങിച്ച് അങ്ങനെ കൊടുക്കാൻ അവർക്ക് നിയമമില്ല. അതിനാണ് മോട്ടോർ വകുപ്പ് പിടിച്ചത്. അത് ഇനിയും അത് പിടിക്കേണ്ടതുണ്ട്. അതിന് അവർക്ക് നിലവിലുള്ള നിയമം അത് ഏത് ഉത്തരവനുസരിച്ച് അവർ കാണിക്കട്ടെ. ആദ്യം ഒരു പ്രാവശ്യം കൊടുത്തു, അവരത് അംഗീകരിച്ചില്ല. രണ്ടാമത് വീണ്ടും അത് അവർ കൈപ്പറ്റി അവർക്ക് അത് കാര്യം ബോധ്യപ്പെടുത്തി വീണ്ടും ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്കിലും ഏത് സംസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓടുന്ന അവർ പറയട്ടെ. മറ്റേത് സംസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അവർ ബോർഡ് സർവീസ് നടത്താൻ അവർക്ക് ഏത് പെർമിറ്റ് വെച്ചാണ് അവർ ഓടുന്നത്? ഒരു സംസ്ഥാനത്തില്ലല്ലോ, കേരളത്തിൽ മാത്രമായി ഇങ്ങനെ ഒരു നിയമം. ഇപ്പോ അവർ പറയുന്നതിനായതുകൊണ്ട് മറ്റു സ്വകാര്യ ബസ്സുകൾ ടൂറിസ്റ്റ് പെർമിറ്റ് വെച്ച് ഓടുന്നുണ്ട്. അത് ബോർഡ് വെച്ച് സർവീസ് നടത്തണമല്ല, അവര് ഓൺലൈനിൽ ടിക്കറ്റ് സ്വീകരിച്ച് അല്ല. ഈ പെർമിറ്റ് നേടിയ ബസ്സുകൾക്ക് സംസ്ഥാനങ്ങളിൽ ടാക്സ് എടുക്കാതെ തന്നെ രാജ്യത്ത് എവിടെയും സർവീസ് നടത്താനാകുമല്ലോ, അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ. അതുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അത് ടാക്സ്, പക്ഷേ അതങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്കാണ്, വഴിനീളെ കയറ്റാനുള്ള പെർമിറ്റ് അല്ല. അതാണ് അതിനുള്ള ഡിസ്പ്യൂട്ട് മോട്ടോർ വകുപ്പിനും ആകെയുള്ള ഡിസ്പ്യൂട്ട് അതാണ്. ഇവർക്ക് ഇങ്ങനെ നടത്തി ഓരോ പോയിന്റിൽ നിന്നും ആളെ പോയിട്ട് ആളടക്കാൻ കഴിയില്ല. സ്റ്റേജ് ഗാരേജാണ്. ആ സ്റ്റേജ് ഗാരേജ് അവർക്ക് കോൺട്രാക്ട് ഗാരേജാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് നാഷണൽ പെർമിറ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്, ടൂറിസ്റ്റ് പെർമിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇടയ്ക്ക് സർക്കാർ തന്നെ അത് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഉത്തരവ് ഇറക്കിയിട്ടുണ്ടല്ലോ. ഇടയ്ക്ക് കല്ലടയുടെ ബസ്സിനെ പിടിച്ചപ്പോൾ തന്നെ അവരങ്ങനെ വാങ്ങിച്ചായിട്ട് രേഖ ഉണ്ടെങ്കിൽ അവർക്ക് പെനാൽറ്റി തരികയും ചെയ്തപ്പോൾ അവർ കോടതി പോകുമ്പോൾ സർക്കാർ ക്ലാരിഫൈ ചെയ്ത് ഉത്തരവ് ഇറക്കിയിട്ടുള്ളതാണ്. അത് കോടതി വിധി ഉണ്ടല്ലോ, അവർ കോടതി വായിച്ച് അവർക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഏത് ഉത്തരവ് നടത്താൻ അവർ ഓടുന്നത്? എങ്കിൽ പിന്നെ ഇവിടെ രാജ്യത്ത് ഒരു പെർമിറ്റ് എടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ബസ്സുകൾ അങ്ങനെ ഓടിക്കൂടി. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കോടതിയിൽ പോവുകയാണെങ്കിൽ അത് KSRTCക്ക് തന്നെയല്ലേ തിരിച്ചടിയാവുക? അല്ല, കോടതി പോയി നിലനിൽക്കില്ലല്ലോ. നിലവിലുള്ള നിയമം അനുസരിച്ച് അവർക്ക് അങ്ങനെ ഓടാൻ കഴിയില്ലല്ലോ. ഈ കോടതി പോകണമെന്നാണ് ഞങ്ങൾ പറയണത്. കോടതി പോട്ടെ, കോടതി ഒരു തെളിയിക്കട്ടെ. കോടതി നിലവിലുള്ള ഉത്തരവ് ഉണ്ടല്ലോ, കോടതിയിൽ അവർ അങ്ങനെ ഓടാൻ കഴിയില്ല. കോൺട്രാക്ട് ഗാരേജ് എന്താണ്, സ്റ്റേജ് ഗാരേജ് എന്താണ്, അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലും പറഞ്ഞിട്ടുണ്ട്, റൂളിലും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. ശ്രീ പ്രദീപ്, താങ്കൾ ദയവായി തുടരുക. ഇപ്പോൾ PM ഷാജി കൂടി നമുക്കൊപ്പം ചേർന്ന്, അദ്ദേഹം മോട്ടോർ വെഹിക്കിൾ മുൻ ഉദ്യോഗസ്ഥനാണ്. ശ്രീ ഷാജി, ഈ പെർമിറ്റ് നേടിയ ബസ്സുകൾക്ക് സംസ്ഥാനങ്ങളിൽ ടാക്സ് എടുക്കാതെ തന്നെ രാജ്യത്ത് എവിടെയും സർവീസ് നടത്താമെന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പുകൾ നിലപാട് കടുപ്പിക്കുന്നത്, ഇത്തരത്തിൽ ഇതുള്ള ബസ്സുകളെ വീണ്ടും വീണ്ടും ഇങ്ങനെ പിടിക്കുന്നത്? മാഡം, ഇതിന്റെ വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് പറയേണ്ടത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. പുതിയ നിയമവും ഈ പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസതകളൊക്കെ. ഞാനൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ഈ ഇപ്പോ ഉണ്ടായ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊന്ന്, ഈ പുതിയ നിയമം വന്നപ്പോ ഈ പുതിയ റൂള് അമെന്റ്മെന്റ് ചെയ്ത് ഒരു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന് വേണ്ടി പ്രത്യേക ഒരു റൂള് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ പാസ്സാക്കി പുറത്തിറക്കി കഴിഞ്ഞപ്പോ അതിൽ പഴയ നിയമത്തിലുണ്ടായിരുന്ന ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കി അതിലെ ലിബറലൈസേഷൻ കൊണ്ടുവന്നു. ആ ലിബറലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് വൺ ടൈം ടാക്സ്, ഒരു സിംഗിൾ പോയിന്റ് ടാക്സ് അടച്ചിട്ട്
ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഓടാം എന്ന് പറയുന്ന രീതിയിൽ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ഓതറൈസേഷൻ എടുക്കണം, 1 year വെച്ചിട്ട് ഓതറൈസേഷൻ എടുത്തിട്ട് ഓരോ സ്റ്റേറ്റിലേക്കുള്ള ഒരു ചെറിയ തുക, ഏതൊക്കെ സ്റ്റേറ്റിലേക്ക് ഇവിടെയാണ് ഓടുന്നത് അവിടത്തേക്കുള്ള തുക എടുത്തിട്ട് ഓടണം എന്നുള്ളൊരു കണ്ടീഷനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലിബറലൈസേഷൻ വന്നു. ഈ ലിബറലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോ ഇതിൽ പറയുന്നത് ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത ഒരു പെർമിറ്റ് ഹോൾഡറിന് ആ വാഹനം ഇങ്ങനെ വഴി നീള ആളെ കയറ്റാം എന്നുള്ള രീതിയിലാണ്. വഴി നീള ആളെ കയറ്റാമെന്നുള്ള സ്റ്റേജ് കാരേജ് ഓപ്പറേഷൻ അനുവദിക്കുന്നില്ല. അതായത് നമ്മൾ വഴിയിൽ നമ്മൾ ബസ് കാത്തു നിൽക്കുവാണ്, ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുമ്പോൾ ബസ് അവിടെ വരുന്നു, അവിടെ നിന്ന് കുറെ പേര് ഇറങ്ങുന്നു, കുറെ പേര് കയറുന്നു. ആ ഒരു സംവിധാനം പറ്റത്തില്ല. അത് നിയമവിരുദ്ധമാണ്. അത് സ്റ്റേജ് കാരേജിന് മാത്രം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഒരു കോൺട്രാക്റ്റാ പറയുന്നത്. അപ്പൊ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിലെ നിയമത്തിലെ ഒരു ടീം, ഒരു ഗ്രൂപ്പ് ഓഫ് പാസഞ്ചേഴ്സ്, ആ ഒരു ബസ്സിൽ 50 പേരുണ്ടെങ്കിൽ 50 പേർക്കുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പാസഞ്ചേഴ്സിന് ഉപയോഗിച്ചുകൊണ്ട് അതിലൊരു ടീമിന് ഒരു ലീഡർ കൂടി നിർത്തിട്ട് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഇന്ന ഡെസ്റ്റിനേഷനിൽ നിന്ന് ഇന്ന ഡെസ്റ്റിനേഷനിലേക്ക് അവരെ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഇതായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ വന്ന ഇതിൽ നിന്ന് എനിക്ക് എന്റെ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂരത്തേക്ക് ഓടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പോകുന്ന റൂട്ടില് നിങ്ങൾ എന്റെ വണ്ടിയിൽ അഡ്വാൻസ് സീറ്റ് ബുക്ക് ചെയ്തിട്ട് അപ്പൊ ഞാൻ പറയുവാണ്, നമ്മൾ ട്രെയിനിലേക്ക് കയറുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ബുക്ക് ചെയ്യുന്നു, തിരുവനന്തപുരം എറണാകുളം ബുക്ക് ചെയ്തിട്ട് എന്റെ ബോർഡിംഗ് കൊല്ലം അല്ലെങ്കിൽ വർക്കല എന്ന് പറയുന്ന മാതിരി ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് ഇതിനകത്ത് കയറുന്നു, ഇന്ന സ്ഥലത്ത് ഇറങ്ങുന്നു. ഈ ബസ് കോയമ്പത്തൂർക്ക് പോവുകയാണെങ്കിൽ ഞാൻ പാലക്കാട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ തൃശ്ശൂർ ഇറങ്ങുന്നു. ഈ രീതിയിൽ ഒരു കോൺട്രാക്ട് ആയിട്ടായിട്ട്, അപ്പൊ ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റാ. ഈ ബസ്സിന്റെ പെർമിറ്റ് ഹോൾഡറുമായിട്ട് ഞാനൊരു കോൺട്രാക്ട് പറയുന്നു, ഞാൻ അഡ്വാൻസ് ബുക്ക് ചെയ്തു, നിങ്ങളുടെ ബസ് രാവിലെ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനൊരു സീറ്റ് ബ്ലോക്ക് ചെയ്യണം, ഞാൻ അതിന്റെ അഡ്വാൻസ് പൈസ തരുന്നു, ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് കയറും, ഇന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങും. പക്ഷെ അവിടെ ഞാൻ ഇറങ്ങുമ്പോൾ പകരമായിട്ട് ഒരാളെ അവിടുന്ന് കയറ്റാൻ പറ്റത്തില്ല. അവിടെ വഴിയിൽ കാത്തു നിൽക്കുന്ന നീ കയറിക്കോ എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഒരു ബുക്കിംഗ് ഉണ്ടായിരിക്കണം, ഇന്ന സ്ഥലത്ത് ഒരു സീറ്റ് ഒഴിവാവും, അപ്പോ അവിടുന്ന് ഒരു ബുക്കിംഗ് ആള് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടെങ്കിൽ കയറാം. സാർ ഒരു നിമിഷം, ഒരു ചെറിയൊരു സംശയം ഇതിലുള്ളത്. സാധാരണ സാർ ദീർഘകാലം മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥനായിരുന്നു. സാധാരണ ഈ കൺകറന്റ് ലിസ്റ്റിൽ സമാനമായ പ്രശ്നങ്ങൾ, അതായത് സംസ്ഥാന നിയമത്തിനെ അല്ലെങ്കിൽ നിയമത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്ന രീതിയിൽ കേന്ദ്ര നിയമങ്ങൾ വരാറുണ്ട്. നിലവിൽ അത്തരത്തിൽ ചില കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ടോ? സാറിന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കാരണം സെക്ഷൻ 82 മുതൽ 85A വരെയുള്ള സെക്ഷൻ, അതായത് 1989 ലോയിലെ 82 മുതൽ 85A വരെയുള്ളതാണ് മാറ്റിയിരിക്കുന്നത്. അതിൽ ഈ സാർ പറഞ്ഞതുപോലെ ബോർഡ് വെക്കാൻ കഴിയില്ല എന്നുള്ള, ബോർഡ് വെക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ അടക്കം എടുത്തു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാദമായി ഉന്നയിക്കുന്നത്. ഇതിൽ എന്താണ് പറയാനുള്ളത്? അതിലെ ലിബറലൈസേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോ ഇതില് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഓൾ ഇന്ത്യ ബാധകമാണ്. കേന്ദ്ര നിയമത്തിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ ബാധകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് കേട്ടുള്ളത്. അപ്പൊ അതില് ആ നിയമം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമാണ്. പിന്നെ ഈ സ്റ്റേറ്റിന്റെ ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധർ പറയുകയായിരിക്കും നല്ലതെന്നുള്ളതാണ് എന്റെ വിശ്വാസം. പക്ഷെ ഇതില് ടാക്സിന്റെ കാര്യത്തിൽ മാത്രമാണ് സ്റ്റേറ്റിന് അനുവാദം തന്നിരിക്കുന്നത്. പെർമിറ്റിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യ ഒട്ടാകെ ബാധകമാണ്. ആ നിയമത്തിലെ ക്ലോസുകൾ അനുസരിച്ച് അപേക്ഷിക്കുക, ആ അപേക്ഷ അനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രോസസ് ചെയ്യുക. ആ പുതിയ 302 പറയുന്ന GSRലും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ഈ പറയുന്ന ഇന്ന രീതിയിൽ അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷയോടൊപ്പം ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം. അതിൽ വണ്ടിയുടെ ഫിറ്റ്നസ്, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ ടാക്സിന്റെ ഡീറ്റെയിൽസ് ഇത്രയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അനുവദിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇയാളെ രേഖാമൂലം അറിയിക്കണമെന്ന് പറയണം. അയാളെ കേൾക്കണം, അത് റിജക്ട് ചെയ്യാൻ പോകും. അപ്പൊ നിയമത്തിൽ വ്യക്തമായിട്ട് കേന്ദ്ര നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന സ്റ്റേറ്റിലേക്ക് ഒഴിവാക്കാൻ പറ്റില്ല, സ്റ്റേറ്റിനെ തീരുമാനിക്കാൻ അധികമായിട്ട് തീരുമാനിക്കാം എന്നൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഓൾ ഇന്ത്യ വാലിഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തീർച്ചയായും വ്യക്തമാണ്. ബസ് ഉടമ ഗിരീഷ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ ഒരു നിമിഷം കാത്തു നിൽക്കണം. സാർ ഗിരീഷിനോട് ചോദിക്കാം. ഗിരീഷ്, നിലവിലെ
ക്ഷമിക്കണം, ഗിരീഷുമായുള്ള ഫോൺ ബന്ധം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സാർ, ഇത്തരത്തിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ മുൻപ് ഏതെങ്കിലും രീതിയിൽ വ്യക്തത വരുത്തി സംസ്ഥാനം ഉത്തരവിറക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ മുൻപ് മോട്ടോർ വാഹന വകുപ്പ് എടുത്തിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേയിലേക്ക് ക്ലാരിഫിക്കേഷൻ അയക്കുകയും അവരതനുസരിച്ചുള്ള ആ നിയമത്തിന് വ്യാഖ്യാനങ്ങൾ തരുകയാണ് ചെയ്യുന്നത്. അത് ഫലവത്തായില്ലെങ്കിൽ മാത്രം പലപ്പോഴും കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലേക്ക് പോവുകയും അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് പിന്നീട് അത് മോഡിഫൈ ചെയ്യുകയാണ് പതിവ്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചു എനിക്കറിയത്തില്ല. ഡിപ്പാർട്ട്മെന്റ് കേരള ഗവൺമെന്റിന് കത്തയക്കോ ഇതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ തരണമോ എന്ന് ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് പറയണമായിരുന്നു കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ അതനുസരിച്ചുള്ള റൂട്ട് ഫ്രെയിം ചെയ്യണം എന്നൊക്കെ ഈ ബേസിക് നിയമം കേരള നിയമത്തിലോ ചട്ടങ്ങളിലോ പറയണമായിരുന്നു. ഇത് ഈ ഓപ്പറേഷൻ ഈ നിയമം ഇവിടെ നടപ്പാക്കുമ്പോൾ നിങ്ങൾ കേരളത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പല കാര്യങ്ങളും അങ്ങനെ പറയാറുണ്ട്. കേരള അതാത് സ്റ്റേറ്റിന്റെ സാഹചര്യം അനുസരിച്ച് അതിലാവശ്യമായ ചട്ടങ്ങൾ ഫ്രെയിം ചെയ്യാനായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കാറുണ്ട്. ഇതിൽ അങ്ങനെ പറഞ്ഞതായിട്ടുള്ള എന്റെ അറിവിലില്ല. തീർച്ചയായും വ്യക്തമാണ്. എന്തായാലും നമ്മളിപ്പോൾ ഇപ്പോൾ പൊതുപ്രവർത്തകൻ കൂടിയായ ഡിജോ കാപ്പൻ ചേരുന്നുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, താങ്കൾ ഗതാഗതവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ മാറ്റങ്ങളും കൃത്യമായി കാണുന്ന ആളാണ്, വ്യക്തമായി വിലയിരുത്തുന്ന ആളാണ്. നിലവിൽ റോബിൻ ബസ്സുമായി ബന്ധപ്പെട്ടാണ് ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായീകരണം ഇത്തരത്തിൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ KSRTC ബസ്സുകളെ സർവീസ് നടത്തുന്ന പോലെ ബോർഡ് വെച്ച് ഏത് രീതിയിൽ വേണോ സർവീസ് നടത്താം, സംസ്ഥാനത്തിൻ്റെ സ്റ്റേജ് ഗാരേജ് പെർമിറ്റ് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. താങ്കൾ ഈ നിയമം താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? എങ്ങനെയാണ് ഈ ഒരു റോബിൻ ബസ് ഉടമയുടെ അടക്കം വാദം താങ്കൾ കാണുന്നത്? ശ്രീ ഡിജോ കപ്പൻ, ഡിജോ കപ്പൻ കേൾക്കാമോ? താങ്കളോടാണ് ചോദിച്ചത്. എങ്ങനെയാണ് ഈ റോബിൻ ബസ് ഉടമയുടെ വാദത്തെ കാണുന്നത്? ഡിജോ കാപ്പറിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ പ്രദീപ് കൂടി ചേരുന്നുണ്ട്. പ്രദീപ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. പ്രദീപ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം KSRTCയുടെ ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ KSRTCയുടെ വരുമാന മാർഗം അടിസ്ഥാനം തന്നെ ഈ സ്റ്റേജ് ഗാരേജുകളാണ്. ഇത്തരത്തിൽ നിയമം വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് സ്വാഭാവികമായി റോബിൻ ബസ് ഉടമയടക്കം അത് നിയമത്തിൻ്റെ ഇളവുകൾ വ്യാഖ്യാനിച്ച് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ രീതിയിൽ കൂടുതൽ ബസ്സുകൾ സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്രത്തോളം ബസ്സുകൾക്കെതിരെ, എല്ലാ ബസ്സുകൾക്കെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോവുക പ്രായോഗികമല്ല. ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സമാനമായി സർവീസ് നടത്താൻ ചിലപ്പോൾ ചില ഇത്തരത്തിൽ കോൺട്രാക്ട് ഗാരേജ് അസോസിയേഷൻ അടക്കം തീരുമാനിച്ചാൽ എങ്ങനെ അത് KSRTCയെ ബാധിക്കും? നിലവില് ഇൻഡർസ്റ്റേറ്റ് പെർമിറ്റ് കേരളം നടത്താൻ അനുമതിയുള്ളത് KSRTCക്കാണ്. മറ്റൊരു RTCക്കോ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിനോ മറ്റു സ്വകാര്യ ട്രാവൽ ഏജൻസിക്കോ കൊടുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷായി സാർ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്ട് ഗാരേജ് ആണ് കൊടുത്തത്. കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ അത് രേഖകൾ അടിസ്ഥാനത്തിലാണ് ഷായി സാർ പറഞ്ഞത്. രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അവർക്ക് കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റ് ആണത്. കോൺട്രാക്ട് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു സംഘത്തെ കൊണ്ടുപോകാൻ മാത്രം പെർമിറ്റുള്ള വച്ചുകൊണ്ട് അവർ ബോർഡ് വെച്ച് തിരുവനന്തപുരത്ത് കോയമ്പത്തൂർ സർവീസ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലീഗലല്ലേ? ആ നിയമം വെച്ചാണല്ലോ നമ്മൾ മോട്ടോർ വകുപ്പ് ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു റോബിന് മാത്രമല്ലല്ലോ, ഇതിപ്പോ റോബിൻ ഇങ്ങനെ സർവീസ് നടത്തുമ്പോൾ നാളെ സ്വാഭാവികമായിട്ടും അവർക്കെല്ലാം തന്നെ കേന്ദ്ര നയം എന്ന് പറഞ്ഞതുകൊണ്ട് പൈസ അടച്ചുകൊണ്ട് അവർക്ക് ബോർഡ് സർവീസ് നടത്താം. അങ്ങനെ അതൊരു അരാജകത്തിൽ പോകില്ല. ഇങ്ങനെ KSRTCക്ക് എങ്ങനെ നിലനിൽപ്പുണ്ടാവുക? KSRTC നിലവിൽ പെർമിറ്റ് എടുത്ത് ഓടുമ്പോൾ ഇവർക്ക് ഇത്തരം പെർമിറ്റുകൾ വേണ്ട എന്ന് ഇവർ തന്നെ സ്വയം സ്ഥാപിക്കുകയാണ്. അത്തരം പെർമിറ്റുകൾ വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ടാക്സ് അടച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ അതിന്റെ പെർമിറ്റ് ഫീസ് അടച്ചാൽ മതി. ആ പെർമിറ്റ് എന്ന് പറയുന്നത് കോൺട്രാക്ട് പെർമിറ്റ് ആണ്. അത് ടൂറിസ്റ്റ് പെർമിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവർക്ക് വഴിനീള കയറ്റാനും ഇറക്കാൻ നേരത്തെ പറഞ്ഞത് എന്ന് വീണ്ടും പറയാണ്. കഴിഞ്ഞ കയറ്റി ഇറക്കാനല്ല. അവര് അങ്ങനെ നടത്തുന്നത് ഇല്ലീഗലാണ്. കല്ലട പോലെ നടത്തുന്നത് ഇല്ലീഗലാണെന്നാണ് സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ടല്ലോ. കല്ലട പോലെയുള്ള സർവീസുകൾ നടത്തുന്നത് ഇല്ലീഗലാണ്.
പക്ഷെ അത് തീർച്ചയായും കോൺട്രാക്ട് ഗാരേജുകൾ വളരെ വലിയ സ്വാധീനമുള്ള വലിയ ലക്ഷങ്ങൾ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർ തന്നെയാണ്. എന്തായാലും നമ്മളോടൊപ്പം ഡിജോ കപ്പൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഡിജോ കപ്പൻ, താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒന്നും കൂടി ചോദിക്കുകയാണ്. അതായത് 1989-ലെ ടൂറിസ്റ്റ് പെർമിറ്റ് വെഹിക്കിൾ ആക്ട് 2023 പരിഷ്കരിക്കുകയും അതിൽ ചില നിബന്ധനകൾ എടുത്തു കളയുകയും ചെയ്തിരുന്നു. ആ 2023 നിയമപ്രകാരം തങ്ങൾക്ക് എവിടെ വേണോ സർവീസ് നടത്താമെന്നുള്ളതാണ് ഈ റോബിൻ ബസ് ഉടമ അടക്കമുള്ള കോൺട്രാക്ട് ഗാരേജ് സർവീസ് നടത്തുന്ന ബസ് ഉടമകൾ പറയുന്നത്. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ശ്രീ ഡിജോ കപ്പൻ? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ തന്നെ ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് KSRTCയുടെ ഏറ്റവും വലിയ ഓപ്പറേറ്റിംഗ് സെന്റർ തമ്പാനൂരാണ്. തമ്പാനൂരിൽ നിന്ന് 100 മീറ്റർ 150 മീറ്റർ ഇപ്പുറമായി നിന്ന് കേരളത്തിൽ തമ്പാനൂരിൽ നിന്ന് ബാംഗ്ലൂർക്കും മൈസൂർക്കും വേണ്ട ബോംബെക്ക് പോലുമുള്ള സർവീസുകൾ മംഗലാപുരത്തിനും ഒക്കെയുള്ള സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ അവർ ഡെസ്റ്റിനേഷൻ ബോർഡ് വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് ഓൺലൈനിലാണ് ബുക്കിംഗ്. നമുക്ക് ആ വണ്ടിയുടെ നമ്പർ തരും, നമ്മൾ അതനുസരിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ വണ്ടിയിൽ ഓൺലൈൻ ബുക്കിംഗ് ആണ്. പക്ഷെ അതായത് കോയമ്പത്തൂരിൽ നിന്നുള്ള ഡെസ്റ്റിനേഷൻ ബോർഡ് വെച്ചത്, അല്ലെങ്കിൽ അവര് നിയമപരമായി ടാക്സ് അടിച്ച് സർവീസ് നടത്തുന്നവരാണ്. മാത്രമല്ല ഇന്നത്തെ വാർത്ത കണ്ടിരിക്കുന്ന ബസ് 3 യാത്രക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയിലെ ഒരു മോട്ടോർ ആക്ട് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളാണ് റൂള് കൊണ്ടുവരുന്നത്. പക്ഷെ ആ റൂളിനകത്ത് കേന്ദ്ര ആക്ടിന് വിപരീതമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പൊ പുതിയതായി വന്നിരിക്കുന്ന ഈ അമെന്റ്മെന്റ് അനുസരിച്ച് ഈ ഉടമയ്ക്ക് വണ്ടി ഓടിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും വ്യക്തമാണ്. എന്തായാലും KSRTC അടക്കം കുത്തകയായി വെച്ചിരുന്ന ഒരു നിരവധി റൂട്ടുകളുണ്ട്. എന്തായാലും ആ റൂട്ടുകളുടെ എല്ലാം അവകാശവാദം ഉന്നയിച്ചാണ് ഇപ്പോൾ കോൺട്രാക്ട് ഗാരേജ് ബസ്സുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇനിയൊരു വ്യക്തത അത് കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭവ്യ. എന്തായാലും കേന്ദ്രം പാസാക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വെഹിക്കിൾ നിയമനത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. പെർമിറ്റ് നേടിയ ബസ്സുകൾക്ക് സംസ്ഥാനങ്ങളിൽ ടാക്സ് എടുക്കാതെ തന്നെ രാജ്യത്ത് എവിടെയും സർവീസ് നടത്താനാകും. KSRTC ഉൾപ്പെടെയുള്ള സ്റ്റേജ് ഗാരേജ് സർവീസുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് ആശങ്ക. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി ഇത്തരത്തിൽ ആർട്ടിക്കിൾ രഞ്ജിത്ത് രവീന്ദ്ര ഭട്ട് തന്റെ വിധിനിയായി വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ക്യൂർനെസ് ഈസ് നെയ്തർ അർബൻ ഓർ നോർ എലീറ്റിസ്റ്റ്. അതായിരുന്നു പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്ന വാദം. കാരണം ഇതൊരു അർബൻ സമൂഹത്തിനിടയ്ക്ക്, അതായത് നഗര കേന്ദ്രീകൃതമായ വളരെ സമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം കണ്ടുവരുന്നൊരു രീതി മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ മാത്രം വാദമാണെന്നുള്ള തരത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനെ സമീപിച്ചത്. എന്നാൽ ഇതെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് ജഡ്ജിമാരെല്ലാം നിലപാടെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ സഞ്ജയ് കിഷൻ കൗൾ, ഇപ്പോൾ രവീന്ദ്ര ഭട്ടും ഇതിന് നിയമസാധുത നൽകുന്നതിനെ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ക്യൂർനെസ് എന്നതിനെ നെയ്തർ അർബൻ ഓർ എലീറ്റിസ്റ്റ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതൊരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, അത് ജനങ്ങൾക്കിടയിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു അതിന് സമ്പന്നരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർതിരിവുകളോ ഒന്നുമില്ലാതെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്താ രീതികൾ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ തന്നെ കണക്കാക്കണം. 4 വ്യത്യസ്ത വിധികളാണ്, 5 അംഗ ബെഞ്ചിന്റെ 4 ജഡ്ജിമാരുടെ 4 വ്യത്യസ്ത വിധികളാണ് ഉള്ളത്. അതിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെയും അതുപോലെ തന്നെ രവീന്ദ്ര ഭട്ടിന്റേതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റേതും ഓൾറെഡി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സഞ്ജയ് കിഷൻ കൗൾ തന്റെ വിധിനിയായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമ കോഹ്ലിയുടെയും വിധി. ഈ പരിപാടി ഇതിൽ ഹിമ കോഹ്ലിയുടേത് നയം എന്ന് പറയാൻ വിധിന്യായം വായിക്കുകയായിരിക്കില്ല. അവർ ഇതിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ഒപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദത്തിനൊപ്പം അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന രീതിയിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഹിമ കോഹ്ലിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നിർണായകമാകുന്നത്. വാദത്തിലുടനീളം അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിലുടനീളം നമ്മൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ക്യൂർ കമ്മ്യൂണിറ്റി ഉന്നയിച്ച വാദങ്ങൾ എല്ലാം ശരിവെക്കുന്നുണ്ടെങ്കിലും, സുപ്രീം കോടതി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ശരിവെക്കുന്നുണ്ടെങ്കിലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോടോ നിർദ്ദേശിക്കാൻ കോടതി തയ്യാറാകില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഭരണഘടനാ പ്രകാരം അതിൻ്റെ നിയമനിർമ്മാണം നടത്തേണ്ടത് സഭകളാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശം അവരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞ അതേ വാദം തന്നെ അത്
ശരിവെക്കുകയായിരുന്നു കോടതി. വാദത്തിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ മറ്റ് വാദങ്ങൾ, അതായത് ഭാര്യ ഭർത്താവ് എന്നീ പദങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെയുള്ള വിശകലനങ്ങൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് എന്നിവയിലെ വിവക്ഷണങ്ങൾ എല്ലാം അത് ഒന്നും സ്റ്റാറ്റിക് അല്ല, അതായത് അതൊന്നും സ്ഥിരമല്ല, അത് മാറ്റപ്പെടേണ്ടതാണ്. ഇത് പലതും ഈ ഒരു പ്രത്യേക വസ്തുത എടുക്കുകയാണെങ്കിൽ അതെല്ലാം പലതും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ കണക്കാക്കപ്പെടേണ്ടതാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളടക്കം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായ രീതിയിലല്ല നിലവിൽ വന്നിരിക്കുന്നതെങ്കിൽ പോലും വാദങ്ങളിലെല്ലാം അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നു. ഓരോ ആവശ്യങ്ങളും അവരുടെ ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അതിനെല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് പ്രധാന വാർത്തകൾ. അടിവാട് കാർ അപകടത്തിൽ പരിക്കേറ്റ 2 സ്ത്രീകൾ കൂടി മരിച്ചു. അപകടത്തിൽ ഇതുവരെ മരിച്ചത് 3 പേർ. പൊന്നാനി കോടതിയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ മോഷണം, പണവും ATM കാർഡും നഷ്ടമായി. നെയ്യാറ്റിൻകരയിൽ വൻ ലഹരിവേട്ട, പിടിച്ചത് 500 കിലോയോളം നിരോധിത പാൻ മസാല. ശബരിമല മാളികപ്പുറം മേൽശാന്തി തെരഞ്ഞെടുപ്പ് നാളെ. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള കുട്ടികൾ സന്നിധാനത്തേക്ക് തിരിച്ചു. ആഫ്രിക്കൻ ഒച്ചുശല്യത്തിൽ വലഞ്ഞ ഇടുക്കി മുട്ടുകാട്ടെ കർഷകർ. കാർഷിക വിളകൾ നശിപ്പിച്ച ഒച്ചുകൾ. കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി കർഷകർ. ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകിയതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇടുക്കി മുട്ടുകാട്ടിലെ കർഷകർ. കാർഷിക വിളകളെല്ലാം ഒച്ചുകൾ തിന്നു നശിപ്പിക്കുകയാണ്. പ്രതിരോധ മാർഗങ്ങൾ പൂർണ്ണമായും ഫലപ്രദമാകാതെ വന്നതോടെ കാർഷിക മേഖലയിൽ നിന്ന് പിൻവാങ്ങി മറ്റ് ജീവിത മാർഗങ്ങൾ തേടുകയാണ് കർഷകർ. കഴിഞ്ഞ 7 വർഷമായി അതിജീവനത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് ചിന്നക്കനാൽ, ബൈസൺ വാലി, മുട്ടുകാട് മേഖലയിലെ കർഷകർ. ആഫ്രിക്കൻ ഒച്ചുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. മുട്ടുകാട് മേഖലയിൽ ഇവ എങ്ങനെ എത്തിയെന്നതിൽ വ്യക്തതയില്ല. വൻതോതിൽ പെറ്റുപെരുകിയ ഒച്ചുകൾ ഏലം, കുരുമുളക്, കാപ്പി, കൊക്കോ, പച്ചക്കറികൾ ഉൾപ്പെടെ എല്ലാം തിന്നു നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പുതിയ കൃഷി ഇറക്കുന്നതിൽ നിന്നും കർഷകർ പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ്. കാർഷിക വിളകൾക്ക് വിലത്തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം കൂടി വർദ്ധിച്ചതോടെ വലിയ പ്രതിസന്ധിയിലായെന്ന് കർഷകർ പറയുന്നു. ഈ ആഫ്രിക്കൻ ഒച്ചെന്ന് പറയുന്ന ഈ ഒരു ജീവിയെ കൊണ്ട് ഒരു സാധനം കൃഷി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഒരു പച്ചക്കറി ചെയ്ത് ഒരു കൃഷി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് മാത്രമല്ല, ഈ ഒച്ചിനെ കൊണ്ട് ഈ ജലങ്ങൾ കുടിവെള്ളം പോലും മലിനജലമായിരിക്കുകയാണ്. മാരകമായിട്ട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നാട്ടിൽ പ്രദേശത്തുള്ള കൃഷിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. വർഷങ്ങളായി കർഷകർ ഇവയെ തുരത്താനുള്ള മാർഗങ്ങൾ തേടുകയാണ്. ഉപ്പുപയോഗിച്ച് ഇവയെ നശിപ്പിക്കുവാൻ സാധിക്കുമെങ്കിലും കൃഷിഭൂമിയിൽ ഉപ്പ് വിതറുക പ്രായോഗികമല്ല. ഒച്ചുകളെ ശേഖരിച്ച ശേഷം ഉപ്പ് വിതറി നശിപ്പിക്കുക എന്ന മാർഗമാണ് കർഷകർ സ്വീകരിച്ചത്. എന്നാൽ ഒച്ചുകളെ ശേഖരിക്കുന്നത് പല ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമായതോടെ കർഷകർ ശ്രമം ഉപേക്ഷിച്ചു. ഇതോടെ ലക്ഷക്കണക്കിന് ആഫ്രിക്കൻ ഒച്ചുകളാണ് ഈ മേഖലയിൽ പെരുകിയത്. ചൂടുള്ള സമയങ്ങളിൽ മണ്ണിനടിയിൽ കഴിയുന്ന ഇവയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എളുപ്പമല്ല. വീര്യം കൂടിയ കീടനാശിനികളോ മരുന്നുകളോ തളിച്ചിട്ടും ഇവയെ തുരത്താൻ സാധിച്ചില്ല. തുടർന്ന് പല പരീക്ഷണങ്ങൾ നടത്തി. തുരിശും പുകയിലയും ചേർന്ന മിശ്രിതം ഫലപ്രദമാണ് എന്ന് ഏതാനും നാളുകൾക്ക് മുമ്പ് കർഷകർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇവയുടെ അമിതവില കർഷകർക്ക് താങ്ങാനാകാത്തതും വലിയ പ്രതിസന്ധിയാണ്. ഇതിനിപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറഞ്ഞാൽ തുരിശും പവലക്കഷായവും ചേർത്ത ഒരു മിശ്രിതമാണ്. ഇതിൻ്റെ വില കർഷകർക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഉയർന്നതായതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നമാണ് നേരിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും സബ്സിഡിയോ കാര്യങ്ങളോ കൃഷിഭവൻ മുഖേനയോ പഞ്ചായത്ത് മുഖേനയോ ഒക്കെ ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ഇതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്ക് നേടാൻ പറ്റുള്ളൂ. ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ മുട്ടുകാട് മേഖലയിലും സമീപ പഞ്ചായത്തുകളായ രാജകുമാരി, ബൈസൺ വാലി മേഖലയിലും ഇവ വ്യാപകമായിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് കൊടുവള്ളി വാവാട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു സ്ത്രീ കൂടി മരിച്ചു. വാവാട് കണ്ണിപ്പുരായിൽ സുഹറയാണ് മരിച്ചത്. ഇന്നലെയും ഇന്നുമായാണ് 2 പേർ മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ശനിയാഴ്ച രാത്രി വാവാട് സിവിൽ സപ്ലൈസ് ഗോഡൌണിന് സമീപത്തായിരുന്നു അപകടം. സുഹറയുടെ സഹോദരി കണ്ണിപ്പുരായിൽ മറിയയും അപകടത്തിൽ മരിച്ചിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3 ആയി.
മലപ്പുറം എടയൂർ മൂന്നാക്കൽ പള്ളിവളപ്പിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്താൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി. പാലക്കാട് ചെറുകോട് വല്ലപ്പുഴ സ്വദേശി ഇബ്രാഹിമാണ് പിടിയിലായത്. 2 ആഴ്ച മുൻപ് പള്ളിവളപ്പിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്തിയിരുന്നു. തുടർന്ന് നാട്ടുകാരായ 2 പേർ പള്ളിപ്പറമ്പിൽ കാവൽ നിന്നിരുന്നു. ഇന്നലെ അർദ്ധരാത്രി ആയുധവുമായി എത്തിയ മോഷ്ടാവിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പിനായി പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള കുട്ടികൾ ശബരിമലയിലേക്ക് തിരിച്ചു. വൈദേഹും നിരുപമ ജി വർമ്മയുമാണ് ഇന്ന് കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. കുട്ടികൾക്കൊപ്പം പന്തളം പാലസ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് KC ഗിരീഷ് കുമാർ, സെക്രട്ടറി പ്രസാദ് വർമ്മ, രക്ഷിതാക്കൾ എന്നിവർ ശബരിമലയിലേക്ക് തിരിച്ചു. പന്തളം കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് കൈപ്പുഴ ശിവക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ചാണ് വൈദേഹും നിരുപമ ജി വർമ്മയും ശബരിമലയിലേക്ക് തിരിച്ചത്. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പിനായാണ് ഇവർ മല കയറുന്നത്. ശിവക്ഷേത്രത്തിലും തുടർന്ന് കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും സംഘം ദർശനം നടത്തി. ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുനിൽകുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജി പൃഥ്വിപാൽ, സെക്രട്ടറി ആഘോഷ് പി സുരേഷ്, കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് മനോജ് നന്ദാവനം എന്നിവർ കുട്ടികളെ സ്വീകരിച്ചു. പന്തളം തിരുവോണം നാൾ രാമവർമ്മയും കൊട്ടാരം നിർവാഹക സംഘം ഭാരവാഹികളും ചേർന്നാണ് ശബരിമല നറുക്കെടുപ്പിലുള്ള കുട്ടികളെ തെരഞ്ഞെടുത്തത്. 2011 സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് പന്തളം കൊട്ടാരം വലിയ തമ്പുരാൻ നിർദ്ദേശിക്കുന്ന കുട്ടികളെ നറുക്കെടുപ്പിനായി അയച്ചു തുടങ്ങിയത്. ശബരിമലയിലും മാളികപ്പുറത്തും വരുന്ന ഒരു വർഷം മേൽശാന്തിയെ ചുമതല വഹിക്കേണ്ടവരെയാണ് നാളെ രാവിലെ ശബരിമല സന്നിധാനത്ത് നറുക്കിട്ടെടുക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. നെയ്യാറ്റിൻകരയിൽ വൻ നിരോധിത പാൻ മസാല ശേഖരണം പിടികൂടി. 2 പേർ കസ്റ്റഡിയിൽ. പരശുവയ്ക്കൽ സ്വദേശി ഷഹീൻ, കല്ലിയൂർ സ്വദേശി ഷാജി എന്നിവരാണ് പിടിയിലായത്. പെരിങ്ങമലയിലെ ഷാജിയുടെ വീട്ടിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 500 കിലോയോളം വരുന്ന ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിതരണം ചെയ്യാനാണ് ഇവ എത്തിച്ചത്. മലപ്പുറം പൊന്നാനി കോടതിയിൽ മോഷണം. 3500 രൂപയാണ് മോഷ്ടിച്ചത്. അടുത്തടുത്ത ദിവസങ്ങളിൽ കോടതിയിലുണ്ടായ മോഷണത്തിൽ ആശങ്ക ഉയർന്നു. കഴിഞ്ഞ ദിവസം അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും കോടതി ജീവനക്കാരന്റെയും പണമാണ് മോഷ്ടിച്ചത്. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുഗുണയുടെ പേഴ്സിൽ നിന്ന് 3500 രൂപ മോഷണം പോയി. കഴിഞ്ഞയാഴ്ചയും ഇതേ കോടതിയിൽ മോഷണം നടന്നിരുന്നു. അന്ന് കോടതിയിലെ ബെഞ്ച് ക്ലർക്കിന്റെയും ATM കാർഡ്, പണം എന്നിവ ഉൾപ്പെടെയുള്ള പേഴ്സാണ് മോഷണം പോയത്. വാഗമൺ മരയാട്ടുമേട് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ തരംഗമാണ്. നവമാധ്യമങ്ങളിലൂടെ കണ്ടുമറിഞ്ഞും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ നിന്നുള്ള വാഗമൺ പാലൊഴുക്കും പാറയുടെ ദൂരക്കാഴ്ചയും ഏറെ മനോഹരമാണ്. ഏലപ്പാറ ബോണാമി കാവക്കുളത്ത് നിന്ന് 3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ വാഗമൺ വരയാട്ടുമേടിലെത്താം. ഇവിടേക്കുള്ള പാതയുടെ കുറച്ചു ഭാഗം ദുർഘടമാണ്. എന്നാൽ സാഹസിക വിനോദസഞ്ചാരികൾക്ക് ഈ യാത്ര ഇഷ്ടമാകും. വലിയ കയറ്റം കയറി ചെല്ലുമ്പോൾ പച്ച പുതച്ച മലനിരകളും താഴ്വാരങ്ങളും കാണാം. കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറി മലമുകളിലെത്തുമ്പോൾ സദാസമയവും വീശിയടിക്കുന്ന കാറ്റ് മനസ്സിനും ശരീരത്തിനും കുളിർമയേകും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടിക്ക് മുകളിലാണ് വരയാട്ടുമേട് സ്ഥിതി ചെയ്യുന്നത്. അകലെ വാഗമൺ മൊട്ടക്കുന്നുകൾ, പൈൻ വാലി മലനിരകൾ, പാലൊഴുകും പാറ, ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങൾ, തേയിലത്തോട്ടങ്ങൾ തുടങ്ങിയവയുടെ ദൂരക്കാഴ്ചകൾ അതിമനോഹരമാണ്. അപ്പം നല്ലൊരു പ്രബലമായ സ്ഥലമാണ്. അത് കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല സ്ഥലമാണ്. അവിടെ നിന്ന് കണ്ട നല്ല വ്യൂ പോയിന്റാണ്. വാഗമണ്, കട്ടപ്പന പ്രദേശങ്ങൾ നല്ലപോലെ കാണാം. വെളുപ്പിൻ്റെ ഭാഗത്ത് പോവുകയാണെങ്കിൽ നല്ല മഞ്ഞുമുട്ടത്തോടുകൂടി എല്ലാ സ്ഥലവും മൂടി നിൽക്കുന്ന പോലെ ഒരു ഭാഗവും നമുക്ക് കാണാൻ പറ്റും. മഴയുള്ളപ്പോഴും പുലർച്ചെയും ഇവിടെ കോടമഞ്ഞിന്റെ അകമ്പടിയുണ്ടാകും. കൂൺ പോലെ മുളച്ചു പൊങ്ങിയിരുന്ന പാറക്കൂട്ടങ്ങളും ആകർഷകമാണ്. നവമാധ്യമങ്ങളിൽ ഈ പ്രദേശം തരംഗമായതോടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കിയാൽ കൂടുതൽ പേരെ വരയാട്ടുമേട്ടിലേക്ക് ആകർഷിക്കാനാകും. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി നെടുങ്കണ്ടത്ത് കൗതുകമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ച ഭീമൻ കൂണുകൾ. ഒരു ചുവട്ടിൽ നിന്ന് 50-ലധികം കൂണുകളാണ് ലഭിച്ചത്. 100 കിലോയിലധികം കൂണാണ് തൊഴിലാളികൾക്ക് ലഭിച്ചത്.
ഇടിവെട്ടി തുലാമഴ പെയ്തു തുടങ്ങുന്നതിന് മുൻപേ ഭീമൻ കൂണുകൾ തൂക്കുപാലത്ത് മുളച്ചു തുടങ്ങി. ഒന്നും രണ്ടുമല്ല, ഒരു ചുവട്ടിൽ നിന്ന് 50-ലധികം കൂണുകൾ. ഓരോ കൂണിനും 3 മുതൽ 4 കിലോ വരെ തൂക്കമുണ്ട്. നെടുങ്കണ്ടം തൂക്കുപാലം സ്വദേശി ഹരികുമാറിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് വലിയ കൂണുകൾ ലഭിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ജോലിക്കിടെ കൂൺ ലഭിച്ചത്. ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു അരയടി, അതിൽ കൂടിയ സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഇത് കണ്ടപ്പം ഇവർ പറയുന്നത് കേട്ടപ്പോഴത്തേന് ഞാൻ വിചാരിച്ചില്ല ഇത്ര ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ബോധ്യം വന്നത്. കൂൺ ഭക്ഷ്യയോഗ്യമാണോ എന്നറിയാത്തതിനാൽ ആരും വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. ഞങ്ങൾ തൊഴിലുറപ്പിലൂടെ പണിതുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ കൂണ് നിൽക്കുന്ന കണ്ടുകൊണ്ട് വന്ന് നോക്കിയതാണ്. ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലെ ഇത്രയും വലിയ കൂണുകൾ. ഒരെണ്ണം ഒരു 3-4 കിലോ വരും. അങ്ങനത്തെ ഒരു 10-50 എണ്ണം ഇവിടെ നിൽപ്പുണ്ട്. വിരിഞ്ഞു വരുന്നുണ്ട്, ഇനിയും വിരിഞ്ഞു വരുന്നുണ്ട്. നിരവധി നാട്ടുകാരാണ് ഭീമൻ കൂണുകൾ കാണാൻ എത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം MA കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യന് അന്തർദേശീയ അംഗീകാരം. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ ലോകത്തിലെ മികച്ച ശാസ്ത്രജ്ഞരുടെ പട്ടികയിലാണ് ഡോക്ടർ മഞ്ജു കുര്യൻ ഇടം പിടിച്ചത്. പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ മഞ്ജു മികച്ച റാങ്ക് നേടിയത്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് PhDയും നേടിയ ഡോക്ടർ മഞ്ജു 2005-ലാണ് മാർ അത്തനേഷ്യസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി രസതന്ത്ര വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 2016-ൽ അസോസിയേറ്റ് പ്രൊഫസറും 2019-ൽ പ്രൊഫസറുമായി. നാനോ മെറ്റീരിയൽസ്, കാറ്റാലിസിസ് മേഖലയിൽ സുപ്രധാന സംഭാവനകൾ നൽകിയിട്ടുള്ള ഗവേഷകയും ഒരു പേറ്റന്റിനുടമയുമാണ് ഡോക്ടർ മഞ്ജു കുര്യൻ. നാനോ മെറ്റീരിയൽസിന്റെ ഉൽപാദനം, സംസ്കരണം, ഉപയോഗം എന്നിവ സംബന്ധിച്ച ഗവേഷണ പഠനങ്ങളിലാണ് ഡോക്ടർ മഞ്ജു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 5 പുസ്തകങ്ങളിലെ പ്രബന്ധങ്ങൾ കൂടാതെ വിവിധ അന്തർദേശീയ ജേണലുകളിലായി 61 ഗവേഷണ പ്രബന്ധങ്ങളും 3 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മികച്ച കോളേജ് അധ്യാപകർക്ക് നൽകുന്ന 2 പുരസ്കാരങ്ങൾ മുൻപ് ഡോക്ടർ മഞ്ജുവിനെ തേടിയെത്തിയിട്ടുണ്ട്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ ലോകത്തിലെ മികച്ച ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഇടം നേടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ശാസ്ത്ര താൽപര്യം കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും ഡോക്ടർ മഞ്ജു പറഞ്ഞു. പുറം രാജ്യങ്ങളിലെയും കേരളത്തിനകത്തും പുറത്തുമുള്ള ഇന്ത്യയിലെയാണെങ്കിലും ദേശീയ സ്ഥാപനങ്ങളിൽ പലപ്പോഴും അവർക്ക് അതുവഴി ലേഖനങ്ങൾ വഴി അവർക്ക് പലപ്പോഴും ഉപരിപഠനത്തിനായി അവസരങ്ങൾ ലഭിക്കുകയും അവർക്ക് മികച്ച രീതിയിൽ അതിനുശേഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോ പ്രശസ്തമായ സ്ഥാപനങ്ങളിലൊക്കെ പല കുട്ടികളും അതുകൊണ്ട് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എനിക്ക് കൂടുതൽ ചാരിതാർത്ഥ്യം നൽകുന്നു. അധ്യാപികയായി കോളേജിലെത്തിയ കാലം മുതൽ ഗവേഷണത്തിൽ അതിയായ താൽപര്യം കാണിക്കുന്ന ആളായിരുന്നു മഞ്ജുവെന്ന് റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KV ഷേർലി പറഞ്ഞു. മഞ്ജു 2005 പെർമനന്റായി ജോയിൻ ചെയ്തു. അതിനു മുമ്പും മഞ്ജു ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴും മഞ്ജുവിന് വളരെയധികം ഗവേഷണത്തോട് വളരെയധികം താല്പര്യമുള്ള ഒരാളായിരുന്നു. അക്കാഡമിക്കായിട്ടും അഡ്മിനിസ്ട്രേഷനിലും മഞ്ജു ഒരേപോലെ വ്യക്തിത്വം കാണിക്കുന്ന ഒരാളാണ്. കോലഞ്ചേരി കാഞ്ഞിരവേലിയിൽ റിട്ടയർഡ് അധ്യാപക ദമ്പതികളായ KM കുര്യാച്ചൻ, VK സൂസൻ എന്നിവരുടെ മകളും കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകൻ പനിച്ചയം പാറപ്പാട് ഡോക്ടർ ജിസ്പോളിന്റെ ഭാര്യയുമാണ് മഞ്ജു. വിദ്യാർത്ഥിനികളായ അഞ്ജലി, അലീന എന്നിവർ മക്കളാണ്. ന്യൂസ് 18 കോതമംഗലം. തിരുവനന്തപുരം വിളപ്പിൽശാല സ്കൂട്ടർ യാത്രികയെ കടന്നുപിടിച്ച പ്രതികൾ പിടിയിൽ. വെളുപ്പിച്ചാൽ പള്ളിമുക്കിന് സമീപമാണ് സംഭവം. കരുവിലാഞ്ചി സ്വദേശി പ്രസാദ്, തൈക്കാട് കണ്ണേറ്റുമുക്ക് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പ്രതികൾ. കുണ്ടമൻകടവിൽ നിന്ന് പേയാട് ഭാഗത്തേക്ക് വരികയായിരുന്ന യുവതിയെയാണ് കടന്നുപിടിച്ചത്. കൊട്ടാരക്കര വയക്കൽ വഞ്ചിപ്പെട്ടിയിൽ നിന്ന് ചീട്ടുകളി സംഘത്തെ പിടികൂടി. ഇവരിൽ നിന്ന് 1,64,000-ലധികം രൂപ പോലീസ് പിടിച്ചെടുത്തു. അബ്ദുൽ കലാം, ഉണ്ണികൃഷ്ണപിള്ള, ജോസ് തോമസ്, രാധാകൃഷ്ണൻ, വിക്രമൻ, ഷാജഹാൻ, മുബാറക് എന്നിവരാണ് പോലീസ് പിടിയിലായത്. വയക്കൽ വഞ്ചിപ്പെട്ടിക്ക് സമീപമുള്ള ക്രഷറിന് സമീപത്തെ കാടുമൂടിയ പ്രദേശത്തായിരുന്നു ചീട്ട് കളിച്ചത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയ്ക്കൊപ്പം വാർഡിലെ പന്തടിക്കളം പ്രദേശത്തുകാരുടെ ദുരിതത്തിന് ഇതുവരെ പരിഹാരമായില്ല. മഴ കനത്തതോടെ 100ഓളം കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന കിള്ളിയാറിനോട് ചേർന്ന വഴി വെള്ളത്തിനടിയിലായി. വീട്ടിലേക്കെത്താൻ 5 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് പന്തടിക്കളത്തെ ജനങ്ങൾ. വെള്ളപ്പൊക്കത്തിൽ 2 ജീവൻ പൊലിഞ്ഞ പ്രദേശത്തിനാണ് ഈ അവഗണന. സംസ്ഥാന സർക്കാരിന്റെ 2022-23 ബജറ്റിൽ ഉൾപ്പെടുത്തി
പന്തടിക്കളം നടപ്പാലവും സംരക്ഷണവേലിയും നിർമ്മിക്കാൻ തുക അനുവദിച്ച് മേജർ ഇറിഗേഷൻ വകുപ്പിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിട്ടും ഒന്നും നടന്നില്ല. 2013 ശക്തമായ മഴയിൽ ഒഴുക്കിൽപ്പെട്ട ഈ പ്രദേശത്തെ 2 പേർ മരിച്ചു. 2 പേര് വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു പോയി. ഇവിടെ നിന്ന് തന്നെയാണ്, ഇതേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ് വീണ് മരിച്ചത്. അപ്പോൾ അത് ഒരു കൊച്ചു പയ്യനും ഒരു 45-50 വയസ്സിനുള്ള ഒരാളുമാണ്. അപ്പോൾ അന്ന് മുതലേ ഈ കൊച്ചു പിള്ളേർക്ക് സ്കൂളുകളിൽ പോകാനും തിരിച്ച് വരുമ്പോഴത്തേക്ക് രാവിലെ പോകുമ്പോഴത്തേക്ക് പ്രശ്നമൊന്നും കാണില്ല. വൈകുന്നേരം തിരിച്ച് വരുമ്പോഴത്തേക്ക് അവർ ഇവിടെ ആറ്റിൽ വെള്ളം നിറഞ്ഞ് വഴിയെല്ലാം വെള്ളം നിറഞ്ഞടക്കുന്നുണ്ട്. ഒരിക്കലും കാരണം ഏകദേശം ഒരു 60 വർഷം കൊണ്ട് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാണത്. 100-300 വീടുകളോളം ഇവിടെ ഉണ്ട്. താമസക്കാരും കുഞ്ഞുങ്ങളും എല്ലാം വയസ്സായവരും എല്ലാവരും കിടപ്പ് രോഗികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു മഴയായി കഴിഞ്ഞാൽ റോഡിലോട്ട് കയറാനുള്ള ഒരു യാത്രാ സൗകര്യം വളരെ ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് ഭയത്തോടെയാണ് പ്രദേശവാസികൾ ജീവിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാതിരിക്കാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകണമെന്നാണ് ആവശ്യം. അടിയന്തരമായി പന്തടിക്കളത്ത് കിള്ളിയാറിന് മീതെ പാലവും സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്നതിന് മേജർ ഇറിഗേഷൻ വകുപ്പിനോട് ജനപ്രതിനിധികളും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും അപകടങ്ങൾ സംഭവിക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 നെടുമങ്ങാട്. മലയോര ഹൈവേയുടെ ഭാഗമായ രാമക്കൽമേട് വണ്ണപ്പുറം റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമാണ്. റോഡ് കടന്നുപോകുന്ന മൈലപ്പുഴ വരിക്കുമുത്തൻ പ്രദേശങ്ങളിലും ഇതേ അവസ്ഥയാണ്. എന്നിട്ടും പൊതുമരാമത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. രാമക്കൽമേട് വണ്ണപ്പുറം നിർദ്ദിഷ്ട മലയോര ഹൈവേ കടന്നുപോകുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മൈലപ്പുഴ വരിക്കാമുത്തൻ ഭാഗത്ത് റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കുടിയേറ്റ കാലത്ത് കർഷകർ ശ്രമദാനമായി വെട്ടിത്തെളിച്ച റോഡിൽ 7 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കാര്യമായ നിർമ്മാണം നടന്നിട്ടില്ല. 50 വർഷക്കാലമായി ഈ റോഡ് ഞങ്ങൾ ഒരു നാഴി അരിയും തൂമ്പായും കൊണ്ട് നടന്ന് ഇവിടുത്തെ പാവങ്ങൾ കളച്ച് പണിതാണ്. അത് പഞ്ചായത്തിൻ്റെ വകയായിട്ടൊരു കോൺക്രീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇട്ട് തന്നു. ഇന്നിപ്പോൾ ഒരു കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനോ ഞങ്ങൾക്കൊരു ആശുപത്രി കേസിനോ പോകാനൊരു ഓട്ടോ വരാനോ ഒരു നിവൃത്തിയില്ല. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏക യാത്രാമാർഗമാണ് മൈലപ്പുഴ വരിക്കാമുത്തൻ റോഡ്. സംസ്ഥാന സർക്കാർ മലയോര ഹൈവേയായി പ്രഖ്യാപിച്ചതോടെ നാട്ടുകാർ വലിയ പ്രതീക്ഷയിലായിരുന്നു. കഞ്ഞിക്കുഴിയിലെ വിദൂര ഗ്രാമങ്ങളായ മക്കുവള്ളി, മനയത്തടം മേഖലയിലുള്ളവർക്കും മലയോര ഹൈവേ പ്രയോജനപ്പെടണമെങ്കിൽ മൈലപ്പുഴ വരിക്കുമുത്തൻ റോഡ് സഞ്ചാരയോഗ്യമാക്കണം. അവഗണന അവസാനിപ്പിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. തീർത്ഥാടന ടൂറിസത്തിന്റെ കോഴിക്കോടിന്റെ മാറ്റുകൂട്ടാൻ ഇനി ലോകനാർക്കാവും. ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ നിർമ്മിച്ച ടൂറിസ്റ്റ് റെസ്റ്റ് ഹൌസിന്റെ കളരിത്തറയുടെയും ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വടകര ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ടൂറിസ്റ്റ് റെസ്റ്റ് ഹൌസും കളരിത്തറയും നിർമ്മിച്ചത്. ലോകനാർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തായാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ റെസ്റ്റ് ഹൌസും കളരി പരിശീലന കേന്ദ്രവും. ലോകനാർക്കാവിലെത്തുന്ന തീർത്ഥാടന സഞ്ചാരികൾക്ക് താമസിക്കുവാനുള്ള റെസ്റ്റ് ഹൌസിൽ 14 കുടുംബങ്ങൾക്ക് താമസിക്കാനാകും. ശീതീകരിച്ച മുറികൾ, ഡോർമെട്രി, പരമ്പരാഗത കളരി പരിശീലന സൗകര്യം, വിശാലമായ മുറ്റം എന്നിവയാണ് ഇവിടെയുള്ളത്. ടൂറിസ്റ്റ് റെസ്റ്റ് ഹൌസിന്റെയും കളരിത്തറയുടെയും ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇവിടെ പ്രകൃതി രമണീയമായ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അത് ലോകം അറിയാതെ പോകും, നമ്മുടെ സംസ്ഥാനം തന്നെ അറിയാതെ പോകും എന്നുള്ളതാണ്. അപ്പൊ ആഭ്യന്തര സഞ്ചാരികളെ ആകർഷിക്കാൻ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനുകളെ, ഇനിയും ഉയരത്തിലെത്തിക്കേണ്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. 2010-ൽ മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ശിലാസ്ഥാപനം നടത്തിയതോടെയാണ് ലോകനാർക്കാവിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. 2 ഘട്ടങ്ങളിലായി 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. KP മുഹമ്മദ് കുട്ടി മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K മുരളീധരൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 വടകര. ഇടവേള. അങ്ങനത്തെ ഒരു നിയമസാധുത വിവാഹത്തിന് കിട്ടുന്നില്ലെങ്കിൽ പോലും കുട്ടികളെ ദത്തെടുക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ അനുകൂലമായ നിലപാടുകളാണ് ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സഞ്ജയ് കിഷൻ കൗളിന്റേതും ചീഫ് ജസ്റ്റിസിന്റേതും ഏകദേശം സമാനമായ നിലപാടുകളാണ് വന്നിട്ടുള്ളത്. രവീന്ദ്ര ഭട്ട് മാത്രമാണ് ഇതിൽ നിന്ന്, അതായത് നിയമസാധുത കൊടുക്കരുതെന്നുള്ള തരത്തിലുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമാക്കോലിയുടെയും വാദങ്ങൾ വരാനിരിക്കുന്നുണ്ട്.
ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് യോജിച്ച ജസ്റ്റിസ് സഞ്ജയ് കൗളിന്റെ വിധിന്യായം വന്നിരിക്കുന്നു. ജസ്റ്റിസ് സഞ്ജയ് കൗൾ പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഇതിന്റെ ഭാഗമായി വരുന്നു. സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് ഒരു വാലിഡ് പോയിന്റായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാക്കും. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് ഇത്തരത്തിൽ സഞ്ജയ് കൗൾ യോജിക്കുകയാണ്. ജസ്റ്റിസ് ഭട്ട് ഇത്തരത്തിൽ ആർട്ടിക്കിൾ രഞ്ജിത്ത് രവീന്ദ്ര ഭട്ട് തന്റെ വിധിന്യായം വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ക്യൂർനെസ് ഈസ് നെയ്തർ അർബൻ ഓർ നോർ എലീറ്റിസ്റ്റ്. അതായിരുന്നു പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്ന വാദം. തിരുവനന്തപുരം RCCയിൽ ചികിത്സയ്ക്കെത്തുന്നവർക്ക് ആശ്വാസമായി ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് കൗണ്ടർ. ക്യാൻസർ സെന്ററിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് രോഗികൾക്ക് സൗജന്യ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ടിക്കറ്റുകൾ ലഭിക്കും. ദക്ഷിണ റെയിൽവേ ഈ പദ്ധതി ആരംഭിച്ചിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. ക്യാൻസർ ചികിത്സയ്ക്ക് പോകുന്ന രോഗികൾക്ക് ഇന്ത്യയിൽ എവിടേക്കും സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ കോച്ചുകളിൽ സൗജന്യ യാത്ര ചെയ്യാം. രോഗിയുടെ കൂടെ വരുന്ന ഒരാൾക്ക് ടിക്കറ്റ് ചാർജിന്റെ പകുതി നൽകിയാൽ മതി. രാവിലെ 9 മണി മുതൽ 5:30 വരെ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ക്യാൻസർ രോഗികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ടിക്കറ്റ് ബുക്കിംഗ് സമയം രാവിലെ മുതൽ രാത്രി വരെ ആക്കാനുള്ള ശ്രമവും നടന്നുവരുന്നുണ്ട്. എമർജൻസി ടിക്കറ്റ് ആവശ്യമുള്ള രോഗികൾക്കും ഇവിടെ നിന്ന് സൗജന്യ ടിക്കറ്റ് നൽകുന്നുണ്ട്. 1000-ഓളം രോഗികളാണ് നിത്യേന ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത്. ആശുപത്രിയിലേക്ക് വരാനും തിരികെ പോകാനുമുള്ള ടിക്കറ്റുകൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം. ഇതിനു പുറമെ RCCയിൽ നിന്ന് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഈ ആനുകൂല്യം ലഭിക്കും. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലെല്ലാം ഈ കൗണ്ടർ പ്രവർത്തിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. വിമാനത്താവളവും കപ്പലും മെട്രോയും ഒക്കെ കണ്ട് ജീവിതത്തിന്റെ സായാഹ്ന വേളയിൽ ആനന്ദയാത്ര നടത്തിയ ആഹ്ലാദത്തിലാണ് കരുമ്പുള്ളിയിലെ വയോജനങ്ങൾ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് മെമ്പർ രോഹിത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഉല്ലാസയാത്ര വയോജനങ്ങൾക്ക് കൗതുകമായി. ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള വിമാനത്താവളവും മെട്രോയും കപ്പലുമെല്ലാം നേരിൽ കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു ഇവർ. വാർഡ് മെമ്പർ രോഹിത്തിന്റെ നേതൃത്വത്തിലാണ് വാർഡിലെ വയോജനങ്ങളുടെ ഉല്ലാസവും സന്തോഷവും ലക്ഷ്യമിട്ട് യാത്ര സംഘടിപ്പിച്ചത്. രോഹിത്തിന്റെ ആഗ്രഹത്തിനൊപ്പം സുഹൃത്തുക്കൾ പിന്തുണയുമായി കൂടെ നിന്നതോടെയാണ് ഉല്ലാസയാത്രയ്ക്ക് ചിറക് വച്ചത്. രാവിലെ കരിമ്പുള്ള സെന്ററിൽ നിന്ന് ആരംഭിച്ച യാത്ര ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർഡിലെ 45 വയോജനങ്ങളുമായാണ് ആദ്യത്തെ യാത്ര പുറപ്പെട്ടത്. ആദ്യം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കായിരുന്നു യാത്ര. കൊച്ചി മെട്രോയിലുള്ള യാത്രയും നവ്യാനുഭവമായി. കൊച്ചി കായലിലൂടെയുള്ള ബോട്ടിങ്ങും കപ്പലുകളും മറൈൻ ഡ്രൈവുമെല്ലാം കണ്ടതോടെ ഇവർ മറ്റൊരു അത്ഭുത ലോകത്തായിരുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് ലുലുമാളും കണ്ട് ആസ്വദിച്ചാണ് ഇവർ തിരിച്ചെത്തിയത്. പൂർണ്ണമായും സൗജന്യമായാണ് വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. മൺതിട്ട ഇടിഞ്ഞു വീണ് പുനലൂർ നഗരസഭയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ വശത്തെ കൂറ്റൻ മൺതിട്ട ഇടിഞ്ഞു വീണത്. 1ാം LDF സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച ഫ്ളാറ്റ് പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ ഫ്ളാറ്റാണ് പുനലൂരിലേത്. നഗരസഭയിലെ 44 കുടുംബങ്ങൾക്കാണ് ഇവിടെ താമസമൊരുക്കിയിരിക്കുന്നത്. ഫ്ളാറ്റിന്റെ ഭിത്തിയിലേക്കാണ് കഴിഞ്ഞ ദിവസം മൺതിട്ട ഇടിഞ്ഞു വീണത്. മൺതിട്ടയുടെ ബാക്കി ഭാഗം ഏതു നിമിഷവും ഫ്ളാറ്റിലേക്ക് പതിക്കുന്ന തരത്തിൽ അപകട ഭീഷണിയിലാണ്. PS സുബാൽ MLA സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഫ്ളാറ്റ് നിർമ്മാണ സമയത്ത് തന്നെ ഈ മൺതിട്ട ഇടിഞ്ഞു വീണിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മൺതിട്ട. അപകടാവസ്ഥയിലായിരുന്ന ഈ മൺതിട്ട നീക്കം ചെയ്യണമെന്ന് അന്നേ ആവശ്യമുയർന്നിരുന്നെങ്കിലും അധികാരികൾ ചെവിക്കൊണ്ടില്ല. മഴ പെയ്ത മണ്ണെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും അത് ഇടിഞ്ഞുകൊണ്ട് വീണുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസമാണ്. അത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ താമസിക്കുന്നതാണ്. എൻ്റെ വീടാണ് തൊട്ടുപുറയുള്ളത്. മണ്ണ് അത് ശക്തമായി ഇപ്പോഴും പൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാം, പുറം നോക്കി കഴിഞ്ഞാൽ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നടപടി എടുക്കാൻ രാവിലെ MLA അവർക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മണ്ണെടുത്ത് മാറ്റാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ ആരെയും കണ്ടില്ല. മണ്ണിടിച്ചിൽ മാത്രമല്ല, ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കുമെന്നും MLA ഉറപ്പു നൽകി. താഴ്ന്ന സ്ഥലമായതുകൊണ്ട് ഒരു മഴ ഇങ്ങനെ തുടർച്ചയായിട്ട് നിന്നാൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതാണ് ഈ ഡ്രെയിനേജ് സംവിധാനത്തിന് പൊതുവെ വന്നിട്ടുള്ളൊരു പ്രശ്നം. അതാണ്. പിന്നെ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു പോരായ്മ പരിഹരിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബാധ്യത ബന്ധപ്പെട്ട കമ്പനിക്കുണ്ട്, ലൈഫ് മിഷനുണ്ട്. അപ്പോൾ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. ന്യൂസ് 18 പുനലൂർ.
ഇടുക്കി ചെറുതോണി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷമേ ഉദ്ഘാടനത്തിന് തീയതി നിശ്ചയിക്കേണ്ടതുള്ളൂ എന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സർവകക്ഷി യോഗത്തിലും ചർച്ചകളിലും തീരുമാനിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ പാലത്തിന്റെ ഉദ്ഘാടനം മാത്രം തീരുമാനിച്ചാൽ അത് നടപ്പാകില്ലെന്നും CV വർഗീസ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ വ്യക്തിപരമായ പ്രചാരണത്തിന് വേണ്ടിയാണ് MP സ്വന്തം നിലയിൽ പാലത്തിന്റെ ഉദ്ഘാടനം തീരുമാനിച്ച ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിക്കുന്നു. പാലത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചതായി സംസ്ഥാന സർക്കാരിനോ ജില്ലയിലെ MLA-മാർക്കോ യാതൊരു അറിവുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇടുക്കി MP തട്ടിക്കൂട്ടിയ ചില പ്രചാരണ പരിപാടികളാണ് പാലം ഉദ്ഘാടനമെന്നും ഇത് മനസ്സിലാക്കിയാണ് ജനകീയ സമിതി രംഗത്ത് വന്നതെന്നും CV വർഗീസ് പറയുന്നു. ഞാനിപ്പോ ആരും ഉൾക്കൊള്ളപ്പെടുന്നില്ലല്ലോ. അതിന്റെ എല്ലാ പണിയും അന്ന് പഠിച്ചിരിക്കുന്ന എസ്റ്റിമേറ്റ് അനുസരിച്ച് ബാക്കി തീരട്ടെ. തീർത്തതിന് ശേഷം ഉദ്ഘാടനം ചെയ്യാന്നുള്ളതാണ് ശരി. പിന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചുള്ള ഔദ്യോഗികമായി ഉദ്ഘാടനത്തെ സംബന്ധിച്ച് ആർക്കും യാതൊരു വ്യക്തതയില്ല. ഉള്ളേ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു 4 ബോർഡും ഒക്കെ അടിച്ചു വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നെന്ന് പറഞ്ഞാലേ ബോർഡ് വെക്കാൻ പറ്റുള്ളൂ. അതിന് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടൊരു ചെറിയ വേറെ ഇറക്കിയെന്നുള്ളതല്ലാതെ വേറെ കാര്യമില്ല. മുൻ കളക്ടർ H. ദിനേശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനമനുസരിച്ച് നിർമ്മാണ പ്രവൃത്തികൾ പലതും ഇനിയും പൂർത്തിയാകാനുണ്ട്. അപ്രോച്ച് റോഡുകൾ പോലും പൂർത്തിയാകാതെ പാലത്തിന്റെ ഉദ്ഘാടനം നടത്താനാകില്ലെന്നും CV വർഗീസ് വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. പടയപ്പയെ പ്രകോപിപ്പിച്ച ആളുകൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികൾ രംഗത്ത്. സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവലിറ്റി ടു ആനിമൽസ് എന്ന സംഘടനയാണ് പരാതി നൽകിയത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, ഇടുക്കി SP, വനം മന്ത്രി, DFO തുടങ്ങിയവർക്കാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്. വ്യാപക പ്രതിഷേധമാണ് മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആനയെ പ്രകോപിപ്പിച്ച് കൊലയാളി ആനയായി ചിത്രീകരിച്ച് കൂട്ടിലടയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് മൃഗസ്നേഹികളുടെ സംഘടന ആരോപിക്കുന്നു. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അല്ല എങ്കിൽ ഇതിന്റെ ബലിയാടാകുന്നത് ചിലപ്പോൾ പുറമെ ഒന്നും അറിയാതെ കടന്നു വരുന്ന വിനോദസഞ്ചാരികളോ നാട്ടുകാരോ ആയിരിക്കും. ഇവർ പ്രകോപിപ്പിച്ചിട്ടങ്ങ് പോകും. പക്ഷെ ഇത് തിരിച്ച് റോഡിലേക്ക് പ്രകോപിതനായി ഇറങ്ങി നിൽക്കുമ്പോൾ കടന്നു വരുന്നത് ആരാണോ ചിലപ്പോൾ അവർക്ക് നേരെ ഇത് തിരിയാൻ സാധ്യതയുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു അക്രമ സ്വഭാവം കാണിക്കാത്ത ഈ പടയപ്പയെ ഇതേപോലെ പ്രകോപിപ്പിച്ചുകൊണ്ട് അക്രമ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും മനഃപൂർവ്വം ശ്രമിച്ചാലും അറിയാതെ ശ്രമിച്ചാലും അത് ഗൗരവമായ കുറ്റമാണ്. ആ കുറ്റത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ സർക്കാരിനോടും ബന്ധപ്പെട്ട അധികാരികളോടും ആവശ്യപ്പെടുകയാണ്. മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം. ലാക്കാട് സ്ട്രീറ്റിൽ ഇറങ്ങിയ കാട്ടാന കൂട്ടം റേഷൻ കടയും പലചരക്ക് കടയും തകർത്തു. പ്രദേശത്ത് റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇത് 7ാം തവണയാണ്. ഒരു കുട്ടിയാനയുൾപ്പെടെ 5 ആനകളാണ് ലക്കാഡിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. മുൻപ് നിരവധി തവണ ആക്രമണം നേരിട്ടിട്ടുള്ള റേഷൻ കടയും സമീപത്തെ മറ്റൊരു കടയും ആനകൾ തകർത്തു. പുലർച്ചെയോടെയായിരുന്നു കാട്ടാന ആക്രമണം ഉണ്ടായത്. പടയപ്പ തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും പിൻവാങ്ങാതെ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഇതിനൊപ്പമാണ് കാട്ടാന കൂട്ടവും ഇറങ്ങി എസ്റ്റേറ്റ് മേഖലയിൽ നാശം വിതയ്ക്കുന്നത്. 4 யானையும் ஒரு குட்டியும் சேர்ந்து வந்து கடையை இடித்து குட்டி உள்ளே போயிடுச்சு. பெரிய பித்தி இருக்கும். பெரிய பித்தியவே இடித்து உள்ளே போயிடுச்சு. இது வந்து 7வது தடவை ஆகி போயிடுச்சு லாக்காடு ஸ்டேட்டில் இந்த சம்பவம். அதில் இந்த தடவை வந்து கடையில் அவங்க கடை உரிமையாளர் போலும் உயிருக்கு பயந்து பின்னாடி ஓடி இருக்காப்புல. அந்த மாதிரி ஒரு சம்பவம். என்னென்னு கேட்டிங்கன்னா பெரிய பித்தியை இடித்து கடைக்கு உள்ளே போயிடுச்சு யானை. அப்போ இதை இங்கே இருக்கக்கூடிய பந்தப்பட்ட அதிகாரிகள் உடனே வந்து இதுக்கு ஒரு நடவடிக்கை எடுக்கணும். இது 7வது தடவை ஆகி போயிடுச்சு. 7வது தடவையும் கடையை இடிச்சுக்கிட்டே இருக்குது. அப்போது இதுக்கு இங்கே இருக்கக்கூடிய ஏதாவது எர்த்து வேலியோ ஏதாவது செஞ்சு கொடுக்கறதுக்கு இங்கே இருக்கக்கூடிய ബന്ധപ്പെട്ട അധികാരികൾ ഉടനെ ഒരു നടപടിക്ക് എടുക്കണം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.
ഈ പരിപാടി പൊതു അർബൻ സമൂഹത്തിനിടയ്ക്ക്, അതായത് നഗര കേന്ദ്രീകൃതമായ വളരെ സമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം കണ്ടുവരുന്നൊരു രീതി മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ മാത്രം വാദമാണെന്നുള്ള തരത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനെ സമീപിച്ചത്. എന്നാൽ ഇതെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് ജഡ്ജിമാരെല്ലാം നിലപാടെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ സഞ്ജയ് കിഷൻ കൗൾ, ഇപ്പോൾ രവീന്ദ്ര ഭട്ടും ഇതിന് നിയമസാധുത നൽകുന്നതിനെ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ പോലും പ്യുവർനെസ് എന്നതിനെ നെയ്തർ അർബൻ നോർ എലീറ്റിസ്റ്റ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതൊരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, അത് ജനങ്ങൾക്കിടയിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു അതിന് സമ്പന്നരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർതിരിവുകളോ ഒന്നുമില്ലാതെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്താ രീതികൾ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ തന്നെ കണക്കാക്കണം. 4 വ്യത്യസ്ത വിധികളാണ്, 5 അംഗ ബെഞ്ചിന്റെ 4 ജഡ്ജിമാരുടെ 4 വ്യത്യസ്ത വിധികളാണ് ഉള്ളത്. അതിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെയും അതുപോലെ തന്നെ ആർ ഭട്ടിന്റേതും രവീന്ദ്ര ഭട്ടിന്റേതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റേതും ഓൾറെഡി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സഞ്ജയ് കിഷൻ കൗൾ തന്റെ വിധിന്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ഹിമ കോഹ്ലിയുടെയും വിധി ന്യായങ്ങളാണ് വരാനുള്ളത്. ഇതിൽ ഹിമ കോഹ്ലിയുടേത് നയം എന്ന് പറയാൻ വിധിന്യായം വായിക്കുകയായിരിക്കില്ല. അവർ ഇതിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ഒപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദത്തിനൊപ്പം അനുകൂലിക്കുക അല്ലെങ്കിൽ പ്രതികൂലിക്കുന്ന രീതിയിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഹിമ കോഹ്ലിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും നിർണായകമാകുന്നത്. വാദത്തിലുടനീളം അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിലുടനീളം നമ്മൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ക്യൂർ കമ്മ്യൂണിറ്റി ഉന്നയിച്ച വാദങ്ങൾ എല്ലാം ശരിവെക്കുന്നുണ്ടെങ്കിലും, സുപ്രീം കോടതി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ശരിവെക്കുന്നുണ്ടെങ്കിലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോടോ നിർദ്ദേശിക്കാൻ കോടതി തയ്യാറാകില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് ഭരണഘടനാ പ്രകാരം അതിൻ്റെ നിയമനിർമ്മാണം നടത്തേണ്ടത് സഭകളാണ്. അതുകൊണ്ട് തന്നെ ആ അവകാശം അവരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ കോടതി തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായിട്ടും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞ അതേ വാദം തന്നെ അത് ശരിവെക്കുകയായിരുന്നു കോടതി. വാദത്തിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ മറ്റ് വാദങ്ങൾ, അതായത് ഭാര്യ ഭർത്താവ് എന്നീ പദങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെയുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് എന്നിവയിലെ വിവക്ഷണങ്ങൾ എല്ലാം അത് ഒന്നും സ്റ്റാറ്റിക് അല്ല, അതായത് അതൊന്നും സ്ഥിരമല്ല, അത് മാറ്റപ്പെടേണ്ടതാണ്. ഇത് പലതും ഈ ഒരു പ്രത്യേക വസ്തുത എടുക്കുകയാണെങ്കിൽ അതെല്ലാം പലതും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ കണക്കാക്കപ്പെടേണ്ടതാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളടക്കം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായ രീതിയിലല്ല നിലവിൽ വന്നിരിക്കുന്നതെങ്കിൽ പോലും വാദങ്ങളിലെല്ലാം അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നു. ഓരോ ആവശ്യങ്ങളും അവരുടെ ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അതിനെല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ നിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മനസാക്ഷിയുള്ളവരുടെ കണ്ണ് നനയിക്കുന്ന 2 വാർത്തകളാണ് സ്പോട്ട് ലൈവ് ഇന്ന് പരിശോധിക്കുന്നത്. കോഴിക്കോട് ബസ് ഡ്രൈവറുടെ അനാസ്ഥ മൂലം അനാഥരാക്കപ്പെട്ട 2 കുട്ടികൾ. തലസ്ഥാനത്ത് വിവാഹത്തിന് മുൻപ് അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ കല്യാണപ്പുടവ ചെളിക്കെട്ടൽ വീണതിന്റെ വേദനയിൽ കഴിയുന്ന ഒരു യുവതി. സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത് തിരുവനന്തപുരം കണ്ണമ്മൂലയിലേക്കാണ്. കനത്ത മഴയിൽ വീട്ടിലേക്ക് ഇരച്ചു കയറിയ ചെളിവെള്ളത്തിൽ കുതിർന്ന് നശിച്ച വിവാഹ വസ്ത്രം ഉണക്കി ധരിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കണ്ണമുല സ്വദേശിനി രാമിലി എന്ന യുവതി. കണ്ണമുല സ്വദേശി സനൽകുമാറിന്റെ കുടുംബത്തിനാണ് ദുരിതമഴ വേദന സമ്മാനിച്ചത്. കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് നിരവധി പേരാണ് ഇപ്പോൾ വസ്ത്രങ്ങളുമായി ആ വീട്ടിലേക്ക് എത്തുന്നത്. കണ്ണമുലയിലെ ആ വേദന അനുഭവിക്കുന്ന വീട്ടിൽ നിന്നും വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, സാധാരണ ഒരു യുവതികളെ സംബന്ധിച്ച് വിവാഹ ദിവസം കല്യാണപ്പുടവയും എടുത്ത് അണിഞ്ഞൊരുങ്ങി പോകുന്നത് സ്വപ്നം കാണുന്ന ഒരു ദിവസമാണിത്. കാരണം വിവാഹത്തിന്റെ തലേ ദിവസമാണിത്, നാളെ വിവാഹമാണ്. പക്ഷെ അവർക്ക് വലിയ വേദനയും കണ്ണീരും സമ്മാനിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വീട്ടിലേക്ക് ചെളിവെള്ളം ഇരച്ചു കയറുന്നു. വിവാഹപ്പുടവ ആ ചെളിവെള്ളത്തിൽ മുങ്ങി നശിക്കുന്നു. ആ വാർത്ത വിനോദാണ് രാവിലെ ഈ പുറം ലോകത്തെ അറിയിച്ചത്, അവരുടെ വേദന അറിയിച്ചത്. അതിനുശേഷം നിരവധി പേർ ഇപ്പോൾ വസ്ത്രങ്ങളുമായി എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവരുടെ ഉള്ളിലെ ആ വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇപ്പോൾ എന്താണ് പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് അടക്കം ആ വീട്ടിലേക്ക് വീട്ടുകാരെ സന്ദർശിച്ചിരുന്നു. നിലവിൽ ഈ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? ടോം, കണ്ണമൂല കാക്കോട് ഇപ്പോൾ രാമലയുടെ വീടിന് മുന്നിലാണ് നമ്മൾ ഉള്ളത്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു കുടുംബമാണ്. വളരെ പ്രയാസപ്പെട്ടാണ് അവർ ഇപ്പോൾ ഈ ഒരു വിവാഹത്തിലേക്ക് പോകുന്നത്. ഇതിനിടയിലാണ് ഈ ദുരിതമഴ ഉണ്ടായതും വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറി
ഏതാണ്ട് 25,000 രൂപ നൽകിയാണ് വിവാഹ വസ്ത്രങ്ങൾ അടക്കം, അതായത് ഈ പെൺകുട്ടിക്കുള്ള സാരിയും ബന്ധുക്കൾക്കുള്ള വസ്ത്രങ്ങളും അടക്കം ഈ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോഴേക്കുമാണ് ഈ വെള്ളം കയറി പൂർണ്ണമായും ഈ വസ്ത്രങ്ങൾ നശിച്ചു പോകുന്ന സാഹചര്യമുണ്ടായത്. അതിൽ ഈ പട്ടുസാരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴുകി ഉണക്കി അത് നാളെ ധരിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോഴേക്കും ഈ വാർത്ത അറിഞ്ഞ് കൂടുതൽ ആളുകൾ എത്തുകയും അവരൊക്കെയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ഈ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ വീട്ടുകാർക്ക് നൽകുകയും പെൺകുട്ടിക്കടക്കമുള്ള വസ്ത്രങ്ങൾ നൽകുകയും ഒക്കെയും ചെയ്തു. നേരത്തെ തന്നെ സഹായം വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ശനിയാഴ്ച രാത്രിയോടുകൂടി തുടങ്ങുന്ന മഴ, അതിൽ ഒരു അറിയിപ്പും ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റേതാകട്ടെ, സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റേതാകട്ടെ, അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടേതാകട്ടെ, ഇങ്ങനെ ഒരു അതിശക്തമായ മഴ തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് ഒരു അറിയിപ്പും ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇതിലെ ഏറ്റവും ഭീകരമായ അവസ്ഥ, രാത്രിയോടുകൂടി വലിയ തോതിൽ തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്യുകയും വെള്ളം ഇരച്ചു കയറുകയുമാണ്. ഈ സമയത്തൊക്കെ ആളുകൾ ഉറങ്ങുന്ന സമയമാണ്. 12 മണി മുതൽ അങ്ങോട്ടൊക്കെയാണ് ഓൾ സയൻസിൻ്റെ അവിടെയും ചാക്ക, കരിക്കകം, നമ്മളിപ്പോഴുള്ള കണ്ണമ്മൂല, ഈ സ്ഥലത്തൊക്കെയും വെള്ളം വലിയ തോതിൽ ഇരച്ചു കയറിയത്. ഇപ്പോൾ രാമലയുടെ വലിയച്ഛൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നു ഇങ്ങനെ വെള്ളം? അങ്ങനെ ഒരു ഇതുവരെ നമ്മൾ 10-28 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇതുവരെ വെള്ളം കയറിയിട്ടില്ല. അങ്ങനെ ഒരു സൂചനയില്ലായിരുന്നു. സാധാരണ വെള്ളം കയറിയാൽ ഇവിടെ നമ്മൾ ചെറിയൊരു അളവിനകത്ത് വെള്ളം കയറും, രാവിലെ വന്ന് അത് വൃത്തിയാക്കുന്ന ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ബണ്ട് കെട്ടുന്നതിന് മുമ്പാണെങ്കിൽ വെള്ളം കയറുന്ന സമയത്ത് തോട്ടിൽ വേസ്റ്റ് അത്രയാണ് കയറി. ഇപ്പോൾ ബണ്ട് കെട്ടിക്കൊണ്ടുള്ളൊരു എന്ന് വെച്ചാൽ വേസ്റ്റ് അങ്ങനെ വലുതായിട്ട് കയറാറില്ല, കുറച്ചേ ഉള്ളൂ അവിടെ നിന്ന് വന്ന്. ഇത് ഒരു ഈ കാണുന്നത് ആമയഴിഞ്ഞം തോടാണ്. ആമയഴിഞ്ഞം തോടാണ്. ഇത് നമ്മൾ ഒരിക്കലും ഞങ്ങളിവിടെ വന്ന് അതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഭീകരമായൊരു വെള്ളം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വെള്ളം അങ്ങ് റോഡിൻ്റെ കുറേ അങ്ങ് വരെ പോയി, ആ സൈഡിലെ വീടുകളിൽ വരെ വെള്ളം കയറി. അതുകൊണ്ട് അങ്ങനെ ഇത്ര പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാണ് നമ്മളൊരു അലമാരയിലോട്ടൊക്കെ തുണിയൊക്കെ താഴത്തെ തട്ടിലത് മാറ്റിയിട്ട് ബാക്കി ഉയരോട്ടൊക്കെ വെച്ചിരുന്നത്. ആ തുണികളും പിന്നെ ബാക്കിയൊക്കെ ഈ കട്ടിലും കസേരയിലേറ്റൊക്കെ വെച്ചിരുന്നു. ഈ വെള്ളം വന്ന് ഇതെല്ലാം കൂടെ മറിഞ്ഞ് ചെളി ആണ്, ചെളിയിലായിപ്പോയത് പിന്നെ കഴുകിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ. പുതിയ തുണികൾ അങ്ങനെ ആ വിഷമത്തിലാണ് എടുത്ത് കളഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ വാരി പറക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശ്യമായിട്ട് ചാനലുകാർ ഇതിൽ പോയതാണ് മനോരമ. അവരാണ് ശരിക്കും പറഞ്ഞ് നമ്മളെ വിഷമം ലോകത്തെ അറിയിച്ചത്. അവർ ഇവിടത്തേക്ക് വന്നതുമല്ല, ഞങ്ങൾ അറിയിച്ചതുമല്ല. അവരിങ്ങനെ കവർ ചെയ്യാൻ പോയ കൂട്ടത്തിലാണ്. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു ഉപകാരം, ഒരുപാട് പേര് നമ്മളെ സഹായിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മളെ വിഷമം ലോകം അറിഞ്ഞത് ഈ മറ്റു ചാനലുകളെ അത് ഏറ്റുപിടിച്ചതുകൊണ്ടാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്മളെ ഈ വീടൊക്കെ എന്ന് വെച്ചാൽ ഒന്ന് നേരെ ആക്കാൻ പോലുമുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ മഴവെള്ളം വരുമ്പോൾ മാറിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൻ്റെ അച്ചയിരിക്കുന്ന സമയത്ത് ബാങ്കിൽ, അനന്തപുരം ബാങ്കിൽ ഇത് ലോണ് 1 ലക്ഷം വഹിച്ചതാണ് 2 സെൻറ്റ്. അപ്പോൾ ഒന്ന് ബാങ്കിൻ്റെ കുറച്ച് അനുകമ്പയും പിന്നെ ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇത് 2 സെൻറ്റ് ജപ്തി ചെയ്യാൻ പാടില്ല എന്നുള്ളൊരിതും കൊണ്ടാണ് നമ്മളിപ്പോഴും ജീവിച്ചു പോണത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു വഴി കിട്ടിയാൽ അത് കൊടുത്ത് ബാങ്കിന് ബാധ്യത തീർത്തിട്ട് ഇത് എന്തെങ്കിലും ഇപ്പോൾ സർക്കാരിൻ്റെ ലോണോ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അത് വേണം. അത് 18-19 വർഷമായിട്ട് ബാങ്കിലാണ്. അങ്ങനെ മൊത്തത്തിലൊരു വിഷമത്തിലാണ് ഇതിനെ ഒന്ന് നേരെയാക്കാൻ. നമ്മൾ ഈ ഉറക്കത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ അമ്മ മരിച്ചു. അതല്ലായിരുന്നു, അവർ കിടപ്പ് രോഗിയായിരുന്നു. ഈ രാത്രി ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് എവിടെ പോകുമായിരുന്നു? ഇതിപ്പോൾ ഈ വസ്ത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടുകാരി പെൺകുട്ടിയുടെ സഹോദരൻ ഈ വെള്ളം കയറുന്നത് കൊണ്ട് അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് അകത്ത് കയറി കാണാം, ഫ്രിഡ്ജ് എടുത്ത് ഉയരം വെച്ചേക്കണത്. ആ ഫ്രിഡ്ജ് അത് വരെ വെള്ളം നനഞ്ഞിരിക്കുകയാണ്. ഇവർ രാത്രി അങ്ങ് മകൻ്റെ വീട്ടിൽ പോയി കിടക്കും. ഞാൻ രാത്രി എനിക്ക് കേരള കൗമുദിയുടെ പത്രം കൊണ്ടുപോകണ ഓട്ടോ ഉണ്ട്, ഞാൻ അങ്ങ് പോകും. ഈ അനിയൻ മാത്രമാണ് അപ്പുറത്ത് കിടക്കുന്നത്. അവൻ്റെ ഫാമിലിയും വേറെ, അവർ ഈ വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് വേറെയാണ് പോയി താമസിക്കുന്നത്. അപ്പോൾ ഇവൻ ഇവിടെ വീട്ടിൽ കാണും. അപ്പോൾ അവനാണ് ആദ്യം കഴിച്ച് ഈ വെള്ളം കാരണം. പിന്നെയാണ് ബാക്കി നമ്മളെയൊക്കെ വിളിച്ചറിയിക്കണത്. വന്നു പിന്നെ രാത്രി വന്നപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറാൻ നോക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ എനിക്കത് മാത്രമേ പത്രം കൊണ്ടുപോകണമെന്നിട്ട് ഞാൻ വന്നിട്ട് അപ്പോഴത്തന്നെ തിരിച്ചു പോയി. ഈ പെൺകുട്ടിയടക്കം നമുക്കൊരു സങ്കടം ഉണ്ടാകുന്നത് കാരണം ഈ വിവാഹ വസ്ത്രമൊക്കെ ആണല്ലോ. അതാണ് നമുക്ക് ഏറ്റവും വിഷമം. നമ്മളത്ര ബുദ്ധിമുട്ടിയ ആൾക്കാരെ ഇന്ന് ലോണെടുത്തും പൈസ കടമൊക്കെ വാങ്ങിച്ചുമൊക്കെയാണ് നമ്മൾ ഈ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അത് പോയതാണ് നമുക്ക് ഏറ്റവും വലിയ ഒന്ന്. നമ്മുടെ മനസ്ഥിതി അറിഞ്ഞ് വലിയ ഇതൊന്നും വാഗ്ദാനമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒരു പയ്യൻ കല്യാണം സമ്മതിച്ചത്. അപ്പോൾ അത് മുടങ്ങുന്ന ഒരവസ്ഥ വരുമോ എന്ന് നമ്മൾ വിഷമിച്ചു.
അതാണ് നമ്മളെ ഏറ്റവും സങ്കടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ കാണുന്നത് കണ്ടില്ലേ നിങ്ങൾ, നമ്മൾ ഇന്നൊന്നും നടന്നില്ല, ഇന്നെല്ലാവരും ഇങ്ങനെ ആയതുകൊണ്ട് ഇന്നിപ്പോൾ ടോം നമുക്കത് പറഞ്ഞു വരാൻ കാരണം നാളെയാണ് വിവാഹം നടക്കേണ്ട ദിവസം, നാളെയാണ് അത് മുഹൂർത്തം. പക്ഷേ ഇന്നിപ്പോൾ വൈകിട്ട് ഇവിടെ കുറച്ച് ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ ഈ വീട്ടിലെ റിസപ്ഷൻ എന്നുള്ള നിലയ്ക്ക്. ഇനി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. ഇനി നിങ്ങളൊക്കെ സഹായിക്കും. ടേബിളൊക്കെ ഇനി എടുക്കണം, അതൊക്കെ പോയി എടുക്കണം. തീർച്ചയായിട്ടും ആ നിലയ്ക്കാണ് ടോം. ഇവിടെ ഇനിയും അവർക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഇനിയുള്ള കാര്യം സമാധാനത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം നഗരം അപ്പാടെ വെള്ളത്തിന് അടിയിലാകുന്ന അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലാകെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതാണ് ടെക്നോ പാർക്ക് അടക്കം ചരിത്രത്തിലില്ലാത്ത വിധമാണ് ടെക്നോ പാർക്കിൽ അവിടെ ഇലക്ട്രിക്കൽ റൂമിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം. ഇനി ഇങ്ങനെ മഴയുണ്ടായാൽ തിരുവനന്തപുരം നഗരത്തിൽ എന്താണ് സംഭവിക്കുക? ഈ ഓൾ സെയിൻസ് കോളേജിൻ്റെ അടുത്ത് ഏതാണ്ട് 500-ലധികം വീടുകളിലാണ്. അവർ പറയുന്നത് 50 വർഷത്തിന് ഇപ്പുറത്തേക്ക് എത്ര വലിയ മഴ പെയ്തിട്ടുണ്ട്, 2018 പ്രളയത്തിൽ പോലും ഇങ്ങനെ അവിടെ വെള്ളക്കെട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് അവർ പറയുന്നത്. പ്രോപ്പറായി ഓടയില്ല, കൃത്യമായി ഈ മഴവെള്ളം അടക്കം ഒഴുക്കിവിടാനുള്ള സംവിധാനങ്ങളില്ല, പല നിർമ്മിതികൾ വരും. നമുക്കറിയാം ഈ കഴക്കൂട്ടം മേഖല കേന്ദ്രീകരിച്ച് കഴക്കൂട്ടം മുതൽ ഏതാണ്ട് കോവളം വരെയുള്ള സ്ഥലത്ത് വലിയ തോതിലാണ് ഇപ്പോൾ വികസനം നടക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ വികസനം നടക്കുന്ന ഇടം ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. അവിടെ വലിയ വലിയ നിർമ്മിതികൾ വരുന്നു, വലിയ ഫ്ലാറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, അതോടൊപ്പം തന്നെ ആശുപത്രികൾ, പുതിയ ആശുപത്രികൾ, അങ്ങനെ വിപുലമായ രീതിയിലുള്ള വികസനമാണ് അവിടെ. ടെക്നോ പാർക്കിൻ്റെ തന്നെ 4ാം ഘട്ട വികസനവും കഴിഞ്ഞ് 5ാം ഘട്ടത്തിലേക്ക് പോകുന്ന സാഹചര്യം. ഒരുപാട് ഈ സൈബർ കേന്ദ്രങ്ങൾ, തൊഴിൽ ദാതാക്കളായിട്ടുള്ള ഒരുപാട് നിക്ഷേപകർ, അങ്ങനെ വലിയ തോതിൽ ഇതിൻ്റെയൊക്കെ അനുബന്ധമായി വരുന്ന ഫ്ലാറ്റുകൾ, അങ്ങനെ വികസനം കുതിക്കുമ്പോൾ സാധാരണ നിലയിൽ ഈ താഴ്ന്ന പ്രദേശത്തുള്ള ആളുകൾ ഈ വെള്ളക്കെട്ടിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. പലയിടങ്ങളിലും മണ്ണിട്ട് ഉയർത്തിയൊക്കെയാണ് പുതിയ മന്ദിരങ്ങൾ വരുന്നത്. അങ്ങനെ വയ്ക്കുമ്പോൾ കാലാകാലങ്ങളിലായി അവിടെയുള്ള സാധാരണ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കെട്ടുക എന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നു. മറ്റൊന്ന് ഈ അലർട്ടുകൾ വരുന്നതിൻ്റെ പ്രശ്നമാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഈ അലർട്ടുകൾ പ്രഖ്യാപിക്കേണ്ടത്. ശനിയാഴ്ച യെല്ലോ അലർട്ട് എന്ന പ്രഖ്യാപനം തിരുവനന്തപുരം ജില്ലയിലുണ്ടായിരുന്നു. അതിനുശേഷം 3 മണിക്കൂർ ഇടവിട്ടുള്ള താൽക്കാലികമായ അലർട്ടുകളുണ്ട്. അതിൽ പോലും ഇങ്ങനെ ഒരു അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന പ്രവചനം ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ജാഗ്രതയും സ്വീകരിച്ചിരുന്നില്ല. രാത്രി 1 മണിക്ക് പോലും, അതായത് ശനിയാഴ്ച രാത്രി ഈ പെരുമഴ അനുഭവപ്പെട്ട് തിരുവനന്തപുരം നഗരം മുങ്ങുമ്പോൾ രാത്രി 1 മണിക്ക് വന്ന അലർട്ടിൽ പോലും യെല്ലോ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതായത് ഏതാണ്ട് ചുവപ്പ് വരേണ്ട, റെഡ് അലർട്ട് വരേണ്ട സ്ഥലത്ത് ഓറഞ്ച് അലർട്ടിൽ പോലും കാര്യങ്ങൾ എത്തിയില്ല. അതെന്തുകൊണ്ട് ഈ പാകപ്പിഴ സംഭവിക്കുന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യവും സംശയവും. സംസ്ഥാന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാകട്ടെ, അവരും ഇതേ റിപ്പോർട്ട് തന്നെയാണ്. തീർച്ചയായും, കാരണം ആ രീതിയിൽ വിമർശനം കഴിഞ്ഞ ദിവസം മുതലുണ്ട് വിനോദ്. നമ്മൾ ഇന്നലെ സ്പോട്ട് ലൈവ് വിശദമായി ചർച്ച ചെയ്തിരുന്നു. കാരണം ഈ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്നും കൃത്യമായൊരു മുന്നറിയിപ്പ് കൊടുത്തില്ല എന്ന്. പക്ഷെ അങ്ങനെയെങ്കിൽ പോലും ഈ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് നേരത്തെ അശാസ്ത്രീയമായ പല നിർമ്മാണങ്ങളും തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതടക്കമാണ് ഈ രീതിയിൽ വലിയ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള കാരണമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ വിനോദ് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു വീട്, രാമില എന്ന യുവതിയുടെ ആ വീട്, ഒരുപക്ഷെ അവർ ഈ ദുരിതം അനുഭവിച്ച ഒരൊറ്റ കുടുംബം, ഒരൊറ്റപ്പെട്ട സംഭവമല്ല, ഒരൊറ്റ കുടുംബം മാത്രമായിരിക്കും. ഇതുപോലെ നിരവധി കുടുംബങ്ങളുടെ ദുരിതങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്നതായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ ഇതുപോലുള്ള ദുരന്തങ്ങൾ, അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ അല്ലെങ്കിൽ കണ്ണീർ കാഴ്ചകൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഏത് രീതിയിലൊരു നടപടി വേണമെന്നാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ എന്തായാലും തിരുവനന്തപുരം നഗരം വലിയ രീതിയിൽ വികസിക്കുന്നുണ്ട്, വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പുതിയ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ളക്കെട്ടുകളൊക്കെ ഇനി രൂപപ്പെടാതിരിക്കാനും കൃത്യമായ ഒരു നീർച്ചാലുകളൊക്കെ അതിലൂടെ വെള്ളം ഒഴുകിപ്പോകാനൊക്കെ എന്തെങ്കിലും നടപടികൾ ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നൊക്കെ അടിയന്തരമായി സ്വീകരിക്കാൻ അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ടോം, ഈ തിരുവനന്തപുരം അറിയാവുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാകുന്ന അല്ലെങ്കിൽ അവർക്കെല്ലാം ബോധ്യമുള്ളൊരു കാര്യമുണ്ട്. ആമയിഴഞ്ചാൻ തോട്, ഇങ്ങനെ ഒരു തോട് നഗര ഹൃദയത്തിലൂടെ ഒഴുകി ആക്കുളം കായലിൽ ചെന്ന് പതിക്കുകയും പിന്നെ കടലിലേക്ക് ഒഴുകി പോവുകയും ചെയ്യുന്ന തോടാണ്. ആ തോടിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ലോകത്തെവിടെയെങ്കിലും മാലിന്യം ഒഴുക്കുന്നതിന് വേണ്ടി നഗരത്തിലൊരു തോടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ടോം. അങ്ങനെ ഒരു അറിവ് എൻ്റെ ബോധ്യത്തിലില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളെ കാണുമ്പോൾ പോലും
അവിടെ കൂന കൂട്ടി മാലിന്യങ്ങൾ, ഒരുപക്ഷെ ആ പാലത്തിൻ്റെ അടിയിലൊക്കെ മാലിന്യം ഇങ്ങനെ കുമിഞ്ഞു നിൽക്കുന്ന കാഴ്ച, കഴിഞ്ഞ മഴയിൽ ഒഴുകിയെത്തിയ മാലിന്യമാണ് ഈ നമ്മൾ ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത്, അതായത് തകരപ്പറമ്പ് ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ട് മൂടി ഒരു തുള്ളി വെള്ളം പുറത്ത് കാണാൻ കഴിയാത്ത തരത്തിൽ ഈ തോട് മൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ആമയിഴഞ്ചാൻ തോടിൻ്റെ നഗരത്തിലെ ദൃശ്യം. ഇത് എല്ലാ അധികാരികൾക്കും അറിയാവുന്നതാണ്. പല കുറിയായി കോടിക്കണക്കിന് രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു തോടാണ്. നമുക്ക് പല സ്ഥലങ്ങളിലും വീടുകളിൽ നിന്നുള്ള വിസർജ്യം, മനുഷ്യ വിസർജ്യം ഉൾപ്പെടെ ഓവുകളിലൂടെ ഇതിലേക്ക് തുറന്നുവിടുന്നുണ്ട്. പാർവതി പുത്തനാറിൽ ഇത്തരത്തിൽ മനുഷ്യ വിസർജ്യം തുറന്നുവിടുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ആ സ്ഥലങ്ങളുടെ പേര് പറയുന്നില്ല, പക്ഷേ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിൽ മാറി മാറി വന്ന നഗരസഭയിൽ വന്ന ആളുകൾക്കാകട്ടെ, ഇവിടുത്തെ MLA-മാർക്കാകട്ടെ, കൗൺസിലർമാർക്കാകട്ടെ, ഇവിടെ നിന്നുള്ള മന്ത്രിമാർക്കാകട്ടെ, എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് ഇങ്ങനെ മാലിന്യം ജലാശയത്തിലേക്ക് തുറന്നുവിടുന്ന ഒരു വസ്തു. മറ്റൊന്ന് ഈ വീട്ടിലേക്ക് വരുന്ന അവശിഷ്ടങ്ങൾ, അതെല്ലാം നിർബാധം ഇങ്ങനെ ജലാശയങ്ങളിലേക്ക് ഇടുന്നു. ചില വൻകിട സ്ഥാപനങ്ങൾ കൃത്യമായി ഇതിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നുണ്ട്. ഇതെല്ലാം ഒഴുകിപ്പോകാതെ അടിഞ്ഞു നിന്ന് ഇത് മലിനപ്പെട്ട് മഴക്കാലത്ത് ഇത് നിറഞ്ഞു കവിഞ്ഞ് ആളുകളുടെ വീടുകളിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കമുണ്ടാകുകയും ഇനി തുടർന്ന് അത് പകർച്ചവ്യാധിയിലേക്ക് പോകുമോ എന്ന ആശങ്ക ഈ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഒരു അടിയന്തര യോഗം ചേർന്നത്. തുടർ നടപടികൾ, ആളുകൾക്ക് നൽകേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്, അതുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഏറ്റവും ആദ്യം വേണ്ടത്, നമ്മൾ വലിയ വലിയ നിർമ്മിതികൾ ഉണ്ടാക്കുമ്പോൾ, വലിയ വലിയ കെട്ടിടങ്ങൾ ചെയ്യുമ്പോൾ ഡ്രെയിനേജ് സംവിധാനം കൃത്യമായി ഉറപ്പാക്കുക എന്നതാണ്. മഴവെള്ളവും മലിനജലവും ഒഴുകിപ്പോകാനുള്ള സംവിധാനം വേണം. ഇപ്പോൾ മലിനജലം ട്രീറ്റ് ചെയ്യാൻ മുട്ടത്തറയിൽ പ്ലാന്റുണ്ട്. വലിയ വിപുലമായ വിശാലമായ ഒരു സ്ഥലത്ത് വലിയ തോതിൽ മലിനജലം ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സംവിധാനങ്ങളുണ്ട്. അത് കൂടുതൽ കാര്യക്ഷമമാക്കുക, സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ നഗരവികസനം നടപ്പാക്കുക എന്നതാണ്. വലിയ വലിയ കെട്ടിടങ്ങൾ വരട്ടെ, വലിയ നിർമ്മിതികൾ വരട്ടെ, വലിയ വലിയ സ്ഥാപനങ്ങളും മാളുകളും തിയേറ്ററുകളും ആശുപത്രികളും എല്ലാം വരുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ നാട് വികസിക്കേണ്ടത് നല്ലത് തന്നെയാണ്. നാടിൻ്റെ വളർച്ച അനുദിനം കൂടേണ്ടത് തന്നെയാണ്. പക്ഷേ അത് സാധാരണക്കാരൻ്റെ കണ്ണീരിലും അവൻ്റെ നൊമ്പരത്തിലും ചവിട്ടി നിന്നിട്ടല്ല നമ്മൾ ഒരു നഗരത്തെ കെട്ടിപ്പടുക്കേണ്ടത്. സാധാരണക്കാരന് കൂടി ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ അവരുടെ മാനുഷിക അത് തന്നെയാണ് വിനോദ്. കാരണം വികസനം വേണം. പക്ഷേ നാട് വികസിക്കുമ്പോൾ, വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇവിടെ ഈ വെള്ളക്കെട്ട് പോലുള്ള ദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. മഹാപ്രളയത്തെ നേരിട്ടവരാണ് നമ്മൾ. അന്ന് നമ്മൾ പഠിച്ചതാണ് ഈ നാട്ടിൽ വികസനം ഉണ്ടാകുമ്പോൾ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങൾ, അനുഭവിച്ച ദുരിതങ്ങൾ. പിന്നീട് നമ്മൾ വിശദമായി പഠനങ്ങൾ നടത്തി എന്തുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ, ഈ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നു എന്നത് വിശദമായി നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ അവിടെയും നമ്മൾ പഠിച്ചില്ല, ഈ പാഠം പഠിച്ചില്ല എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. പക്ഷേ ഇനിയെങ്കിലും നമ്മുടെ അധികാരികൾ, അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളും, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം പുറത്തേക്ക് വലിച്ചെറിയുന്നു, അത് കൂടിക്കിടക്കുന്നു, പിന്നീട് അത് വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഇല്ലാതെ വരുന്നു. അവിടെയാണ് ഒരുപക്ഷെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്, അതായത് മനുഷ്യ നിർമ്മിത ദുരന്തങ്ങളാണിതെന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം അതാണ്. പക്ഷെ എന്തായാലും ആശ്വാസകരമായ കാര്യം, ആ പെൺകുട്ടിക്ക്, രാമില എന്ന യുവതിക്ക് ഈ വിവാഹ വസ്ത്രങ്ങളുമായി നിരവധി പേർ സഹായഹസ്തവുമായി അവിടെ എത്തുന്നു എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇനി ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ കൃത്യമായ ഇടപെടലുകളാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുള്ളത്. സ്പോട്ട് ലൈവ് ഇനി പോകുന്നത് കോഴിക്കോട് വേങ്ങരയിലേക്കാണ്. വേങ്ങരയിലെ ഏറെ ദയനീയമായൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച. ഒരു ബസ് ഡ്രൈവറുടെ അനാസ്ഥ മൂലം അനാഥരാക്കപ്പെട്ട 2 കുട്ടികളെക്കുറിച്ച്, അവരുടെ വേദനയെക്കുറിച്ച് നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടതാണ്, വിശദമായി വാർത്തകളിലൂടെ കണ്ടതാണ്. ആ വേങ്ങരയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. വേങ്ങരയിൽ ഈ സ്വകാര്യ ബസ് ഇടിച്ച് ദമ്പതികൾ മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. അപകടത്തിനിടയാക്കിയ ബസിന്റെ ഡ്രൈവറും ബസ് ഉടമയുമാണ് അറസ്റ്റിലായത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് RTO അറിയിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അനീഷ്, നമ്മൾ ഈ ഒരു വലിയ അപകടത്തിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടുള്ള ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകും എത്രത്തോളം അശ്രദ്ധമായിട്ടാണ് ആ ഡ്രൈവർ ബസ് ഓടിച്ചതെന്ന്. പക്ഷേ അവിടെ ഒരു ദുരന്തം
ബാക്കിയാക്കുന്നത് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങൾ അനാഥരായ ഒരു അവസ്ഥയാണ് ഏറെ വേദന ഉളവാക്കുന്ന കാര്യം. അവരുടെ ഒരു സാഹചര്യം എന്താണ്, കുടുംബത്തിൻ്റെ സാഹചര്യം എന്താണ്, ആ കുട്ടികളെ സഹായിക്കാൻ ഇനി ആരാണുള്ളത്? പ്രത്യേകിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും മരണം, ഒരുപക്ഷെ പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾ, അതെങ്ങനെ അവർ അതിജീവിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ടോമോ, അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ കക്കോടി ചാലിത്താഴത്തു നിന്നും കാണാൻ കഴിയുന്നത്. നമുക്ക് പിന്നിൽ കാണുന്നതാണ് ഈ അപകടം നടന്ന കുടുംബനാഥൻ്റെയും നാഥയുടെയും അവർ രണ്ടുപേർ അപകടത്തിൽ മരിച്ച അവരുടെ വീടുകൾ. അവിടെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇടതുവശമായി രണ്ട് ചിത ഇപ്പോൾ ഇന്നലെയായിരുന്നു സംസ്കാരം നടന്നത്. രണ്ട് ചിത കത്തി തീർന്നിരിക്കുന്നു. അവിടുത്തെ 11 വയസ്സുകാരനായ ആൺകുട്ടിയാണ് ചിതയ്ക്ക് തീ കൊടുത്തത്. മറ്റൊരു 13 വയസ്സുകാരിയായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമാണ് ആ വീട്ടിലുള്ളത്. എന്തായാലും ആ വീട്ടിൽ അമ്മയാണ് ഇവർക്കൊപ്പം, ഈ അമ്മയോടൊപ്പമാണ് ഇവർ 3 പേരാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. അതിൽ അച്ഛനും അമ്മയും മരിച്ചിരിക്കുന്നു. ഇവർക്കിനി വല്യമ്മ മാത്രമാണുള്ളത്. അച്ഛനും സമാനമായ രീതിയിൽ തന്നെ നേരത്തെ മരിച്ചിരുന്നു, ചെറുപ്പത്തിൽ തന്നെ മരിച്ചു എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ വലിയ പ്രായം എത്തുന്ന മുമ്പ് മരിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷൈജുവിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും മരിച്ചു. ഏതായാലും അച്ഛനില്ലാതെയാണ് ഇത്രയും വർഷങ്ങൾ അവർ ജീവിച്ചിരുന്നത്. എന്തായാലും അതേ വിധിയുടെ ഒരു തനിയാവർത്തനം തന്നെ വീണ്ടും വന്നിരിക്കുന്നു. ആ കുട്ടികൾ അനാഥരായിരിക്കുന്നു. എന്തായാലും ആ രണ്ട് കുട്ടികളോടൊപ്പം വല്യമ്മയാണുള്ളത്. ജീവിക്കാനായുള്ള മറ്റ് സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ ഉണ്ട് എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധുക്കളുമൊക്കെ കാര്യമായിട്ടുണ്ട്. അവരെ വലിയ രീതിയിൽ സംരക്ഷിക്കാൻ കഴിയുന്ന പര്യാപ്തമായ രീതിയിൽ ബന്ധുക്കളുമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കൊപ്പം അവരുടെ ഒരു അടുത്ത ബന്ധു തന്നെ ഉണ്ട്. ബിജേഷ്, എങ്ങനെയാണ് ഈ വിവരം നിങ്ങളൊന്ന് അറിഞ്ഞത്? എങ്ങനെയായിരുന്നു ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ കുടുംബത്തിന് വിവരം കിട്ടിയത്? ഞാൻ ഇന്നലെ കുറ്റ്യാടിക്ക് പോകാൻ വേണ്ടിയിട്ട് വാഹനത്തിലേക്ക് കയറുമ്പോൾ ഒരു കോൾ വന്നതാണ്, ഈ നമ്പർ അറിയുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ആ നമ്പർക്ക് വലിയ പരിചയമില്ല. കട്ട് ചെയ്ത് ഞാൻ തിരിച്ച് വിളിച്ച് നോക്കിയപ്പോൾ ഈ ഷൈജു നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. പക്ഷേ ആ നമ്പർ ഞാൻ സേവ് ചെയ്തില്ല, 2 നമ്പറുകളായിരുന്നു. അതിൽ ഷൈജു നെച്ചോയി എന്ന് പറഞ്ഞ ട്രൂ കോളർ കണ്ട് അപ്പം തന്നെ ഞാൻ തിരിച്ചു വെച്ചു. ഞാൻ വിചാരിച്ചു ഫോണ് മിസ്സിംഗ് ആണെന്നാണ് വിചാരിച്ചത്. അപ്പം PRO പറഞ്ഞ് നിങ്ങൾ ഉടനെ അവിടെ വരണം, മെഡിക്കൽ കോളേജിൽ 2 പേരും മരിച്ചിട്ടുണ്ട്. ഈ ലേഡിയെ ഞങ്ങൾക്ക് ആരാന്നറിയില്ല, 2 പേരും മരിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി. അവിടെ എത്തിയ സമയത്ത് ഇവൻ്റെ വൈഫ് തന്നെയാണ് ഞാൻ സ്ഥിരീകരിച്ച്. ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും ആ സമയത്ത്. നമ്മളെ അത്രയും ഇന്നലെ രാത്രി വരെ ഒരുമിച്ച് നടന്ന 2 ആളുകൾ പെട്ടെന്ന് എന്താ സംഭവിച്ചതുപോലും കൃത്യമായിട്ട് എനിക്ക് ആക്സിഡന്റ് നടന്ന കൃത്യമായിട്ട് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. കുട്ടികൾ തീരെ ചെറിയ കുട്ടികളാണ്. അതെ, ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഒരു കുട്ടി 7ാം ക്ലാസ്സിലാണ്. ആരാണ് ഇനി അവർക്ക് ആരാണ് കൂടെ ഉള്ളത്? അവർക്ക് സത്യത്തിൽ അവരെ അനാഥമായിട്ടുണ്ട്. അച്ഛനും അമ്മയും ഒരു ദിവസം തന്നെ നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മളിവിടെ ഒരു വലിയൊരു ഫാമിലിയൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും തന്നെയാണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവും ചെറുപ്പത്തിൽ തന്നെ മരിച്ചിട്ട് അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ പിതാവും ചെറുപ്പത്തിൽ അപകട മരണമല്ല, അല്ലാത്ത മരണമാണ്. ഒരു അറ്റാക്കിന് മരിച്ചു പോയതാണ് ചെറുപ്പത്തിൽ. അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നു അല്ലേ? അതില് ജോലിയിൽ പ്രവേശിച്ചതാണ്. വളരെ യാദൃശ്യമാണ് ഇവർ രണ്ടുപേരും ഇന്നലെ ഒന്നിച്ച് അവിടെ പോകാനും കാരണം അല്ലേ? സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാവാറുള്ളതല്ല. അല്ല, സാധാരണ അവന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഈ ഓഫീസിലേക്ക് പോകുന്നതാണ്. ഇത് വൈഫിനെ ഇന്നലെ കൂട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംശയമായിരുന്നു. ലേഡി എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ വല്ല വിധത്തിൽ വേറെ ആരെങ്കിലും ഇവരുടെ സ്റ്റാഫോ മറ്റോ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇവന് വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ. പക്ഷെ അവിടെ എത്തിയ സമയത്താണ് ഇത് രണ്ടും ഒരു വീട്ടിൽ തന്നെയുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലായത്. വാഹനങ്ങളുടെ ഓടിക്കൽ അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ അശ്രദ്ധമായ കൈകാര്യം ചെയ്യൽ അതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഈ വലിയ മോട്ടോർ വാഹന വകുപ്പൊക്കെ കേസുകൾ എടുക്കുന്നു. ഭയങ്കര ഊർജിതമായ കാര്യങ്ങൾ നടക്കും. 1-2 ദിവസം കാണും ഈ ആവേശം. അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് നമ്മൾ പരമ്പരാഗതമായി ഇവിടെ തുടരുന്നൊരു ശീലമുണ്ട്. എല്ലാ കാര്യത്തിനും 4 ദിവസം ഉണ്ടാകുക എല്ലാ സംവിധാനവും. അത് കഴിഞ്ഞാൽ എല്ലാം പഴയ പടിയിലേക്ക് പോകും. അത് നമ്മളെ മലയാളികളുടെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ മറക്കും, ഉദ്യോഗസ്ഥന്മാർ അതിനെ മുന്നേ മറക്കും. ഇതിപ്പോൾ ഒരാഴ്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും കർശനമായ കുറേ കാര്യങ്ങൾ വരും. ഒരാഴ്ച കഴിഞ്ഞാലൊക്കെ പഴയ പടിയിലാവും. കാരണം മാറ്റം വരുത്താനുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ല. കാരണം ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ബസ്സുകാരുടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവരുടെ ടൈമിങ്ങാണ് ഏതോ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചൊരു ടൈമിങ്ങാണ്. ആ ടൈമിങ്ങിൽ ഇപ്പോഴും തുടരുക. വാഹനങ്ങളുടെ എണ്ണം 3-4 ഇരട്ടിയായി അന്നത്തേൽ വെച്ച് നോക്കുമ്പോൾ. ഇവരെ സമയത്തുള്ള ആ സമയത്തിന് അവിടെ എത്തണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ ബസ്, ഈ ഇടിച്ച മുന്നിലുള്ള ബസ്സും പിറകിലുള്ള ബസ്സുമായിട്ട് 2 മിനിറ്റിന്റെ വ്യത്യാസമാണ്. അതിന്റെ പിറകിൽ വരുന്ന ബസ്സുമായിട്ട്
1 മിനിറ്റിൻ്റെ വ്യത്യാസമുള്ളത്. ഇതിനിടയ്ക്ക് വേണം ഇവർ പോകാൻ. അപ്പോൾ അവിടെ ഇന്നലെ ഇടിച്ച സ്ഥലത്ത് ഓവർ സ്പീഡിൻ്റെ സംഭവമൊന്നുമില്ല. കാരണം ഓവർ സ്പീഡ് ആക്കാനുള്ള ഓപ്ഷൻ അവിടെ അല്ല. അത്രയും പതുക്കെ പോകാൻ പറ്റിയൊരു സ്ഥലത്താണ് ഇത് സംഭവിച്ചത്. അതിൽ തീർത്തും ഡ്രൈവറെ സംബന്ധിച്ചോളം അവനെ ഡ്രൈവ് ചെയ്യാന്നുള്ളൊരു ബോധം പോലുമില്ല. അവൻ വേറെ ഏതോ വിമാനത്തിൽ കൂടി സഞ്ചരിക്കുക എന്നുള്ള രീതിയിലേക്ക് വണ്ടി ഓടിച്ച്. കാരണം അല്ലാതെ ഒരു അപകടത്തിനുള്ളൊരു സാധ്യതയും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഈ പരിശോധനകളൊക്കെ ഇന്ന് നടത്തുന്നു. പക്ഷേ ഇതൊന്നും കാര്യമില്ല. കാര്യം ചെറുപ്പക്കാരാണ് ഈ വാഹനം ഓടിക്കുന്നതിൽ കൂടുതൽ. ഒരു 25-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള ആളുകളാണെന്ന് തോന്നുന്നു ഈ വലിയ മത്സരവും. അതിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. ഇത് മത്സര സ്വഭാവമുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ആ മത്സര സ്വഭാവത്തിന് കുറച്ച് ഏജ് കുറഞ്ഞ ആൾക്കാരെ തന്നെ കിട്ടുള്ളൂ. അല്ലാത്ത ആളുകൾ ഇതിലേക്ക് എത്തി അവരെ കൊണ്ടാകൂല. ഈ ബസ്സിൽ പോകാന്ന് പറഞ്ഞാൽ അത്രയും പ്രഷറാണ് സത്യത്തിൽ. മറ്റുള്ള വാഹനങ്ങൾ ഡ്രൈവർമാർ വ്യത്യസ്തമായിട്ട് ഡ്രൈവർമാർക്ക് അത്രയും പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ അവരെ ഏറ്റവും ചോയ്സ് ആയിട്ട് ഏറ്റവും ചെറുപ്പക്കാരെ പക്വതല്ലാത്ത ആളുകളെ നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക. അതിന്റെ ഫലമായിട്ടാണ് ഈ വക സംഭവിക്കുന്നത്. അത് ആണ് ടോം പറയുന്നത്. കാരണം നമ്മൾ ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും ഇപ്പോൾ ബോട്ട് അപകടം നടന്നാൽ കുറച്ച് ദിവസത്തേക്ക് ബോട്ടുകളുടെ പരിശോധന, ലൈഫ് ജാക്കറ്റ് ധരിച്ചുള്ള യാത്ര, മറ്റ് അപകടങ്ങൾ ഉണ്ടായാൽ അതിനുള്ള മുൻകരുതൽ. പക്ഷേ ഈ മുൻകരുതലും ഈ ജാഗ്രതയും എല്ലാം 3-4 ദിവസങ്ങൾ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ ഉണ്ടാവുന്ന സമയം വരെ മാത്രമാവും. അനാഥരാകുന്നത് ആ കുടുംബങ്ങളാണ്, പറക്കമറ്റാത്ത കുട്ടികളാണ്. ഇനി അവർ ജീവിതാന്ത്യം വരെ രക്ഷിതാക്കളില്ലാതെ വളരേണ്ട നിർഭാഗ്യകരമായ സാഹചര്യം. ഒരു അപകടമുണ്ടായാൽ ആ ദിവസങ്ങളിൽ കുറച്ച് ദിവസത്തേക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെയൊക്കെ ശക്തമായ പരിശോധനകൾ ഉണ്ടാകും. ഈ അപകടത്തെ തുടർന്ന് ജില്ലയിൽ പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം. പക്ഷേ ഇതുപോലുള്ള മത്സരയോട്ടങ്ങളിൽ നിരവധി പേരുടെ ജീവനെടുക്കുന്നുണ്ട്, നിരവധി കുട്ടികളെ അനാഥരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയാണ് ഈ ബസ്സുകളുടെയൊക്കെ അമിത വേഗതയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നിയമനിർമ്മാണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിയമസാധുത വിവാഹത്തിന് കിട്ടുന്നില്ലെങ്കിൽ പോലും കുട്ടികളെ ദത്തെടുക്കുന്നതടക്കമുള്ള വിഷയങ്ങളിൽ അനുകൂലമായ നിലപാടുകളാണ് ജഡ്ജിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സഞ്ജയ് കിഷൻ കൗളിന്റെയും ചീഫ് ജസ്റ്റിസിന്റേതും ഏകദേശം സമാനമായ നിലപാടുകളാണ് വന്നിട്ടുള്ളത്. രവീന്ദ്ര ഭട്ട് മാത്രമാണ് ഇതിൽ നിന്ന്, അതായത് നിയമസാധുത കൊടുക്കരുതെന്നുള്ള തരത്തിലുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമാക്കോലിയുടെയും വാദങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് യോജിച്ച ജസ്റ്റിസ് സഞ്ജയ് കൗളിന്റെ വിധിന്യായം വന്നിരിക്കുന്നു. ജസ്റ്റിസ് സഞ്ജയ് കൗൾ പറഞ്ഞു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഇതിന്റെ ഭാഗമായി വരുന്നു. സ്വവർഗ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കാം എന്നുള്ളത് ഒരു വാലിഡ് പോയിന്റായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാക്കും. ചീഫ് ജസ്റ്റിസിന്റെ വിധിയോട് ഈ പരിപാടിയാണ് ജസ്റ്റിസ് ഭട്ട് ഇത്തരത്തിൽ ആർട്ടിക്കിൾ രവീന്ദ്ര ഭട്ട് തന്റെ വിധിയായി വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ക്യൂർനെസ് ഈസ് നെയ്തർ അർബൻ ഓർ നോർ എലിറ്റിസ്റ്റ്. അതായിരുന്നു പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്ന വാദം. കാരണം ഇതൊരു അർബൻ സമൂഹത്തിനിടയ്ക്ക്, അതായത് നഗര കേന്ദ്രീകൃതമായ വളരെ സമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം കണ്ടുവരുന്നൊരു രീതി മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ മാത്രം വാദമാണെന്നുള്ള തരത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇതിനെ സമീപിച്ചത്. എന്നാൽ ഇതെല്ലാം ಖಂಡಿച്ചുകൊണ്ട് തന്നെയാണ് ജഡ്ജിമാരെല്ലാം നിലപാടെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ സഞ്ജയ് കിഷൻ കൗൾ, ഇപ്പോൾ രവീന്ദ്ര ഭട്ടും ഇതിന് നിയമസാധുത നൽകുന്നതിനെ ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ക്യൂർനെസ് എന്നതിനെ നെയ്തർ അർബൻ ഓർ എലീറ്റിസ്റ്റ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതൊരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, അത് ജനങ്ങൾക്കിടയിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു അതിന് സമ്പന്നരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർതിരിവുകളോ ഒന്നുമില്ലാതെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്താ രീതികൾ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ തന്നെ കണക്കാക്കണം. 4 വ്യത്യസ്ത വിധികളാണ്, 5 അംഗ ബെഞ്ചിന്റെ 4 ജഡ്ജിമാരുടെ 4 വ്യത്യസ്ത വിധികളാണ് ഉള്ളത്. അതിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെയും അതുപോലെ തന്നെ രവീന്ദ്ര ഭട്ടിന്റേതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റേതും ഓൾറെഡി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സഞ്ജയ് കിഷൻ കൗൾ തന്റെ വിധിന്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ജസ്റ്റിസ് നരസിംഹയുടെയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിമാക്കോലിയുടെയും വിധി ന്യായങ്ങളാണ് വരാനുള്ളത്. ഇതിൽ ഹിമാക്കോലിയുടേത് നയം എന്ന് പറയാൻ വിധിന്യായം വായിക്കുകയായിരിക്കില്ല. അവർ ഇതിൽ ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ഒപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
നമസ്കാരം, ലേഡീസ് ബാരിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. സ്വവർഗ വിവാഹത്തിന് നിയമസാധുതയില്ല. പാർലമെന്റ് നിയമം നിർമ്മിക്കണമെന്ന ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് കൌളും. വിവാഹ നിയമം മാറ്റേണ്ടതില്ലെന്ന് അഞ്ചംഗ ബെഞ്ചിലെ 3 ജഡ്ജിമാർ. സ്വവർഗ പങ്കാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി. പത്തനംതിട്ടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സംഗീതിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആറന്മുള സത്രക്കടവിൽ നിന്ന്. മരണഭീതിയിൽ ഗാസയിലെ ജനങ്ങൾ. ഗാസയ്ക്ക് മേൽ യുദ്ധം കടുപ്പിച്ച് ഇസ്രയേൽ. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4000 കടന്നു. ജോ ബൈഡൻ ഇസ്രയേലിലേക്ക്. വേങ്ങേരി ബൈപ്പാസിലെ വാഹനാപകടത്തിൽ ബസ് ഡ്രൈവറും ഉടമയും അറസ്റ്റിൽ. കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി സമസ്ത. PMA സലാമിനെ ഉന്നമിട്ട് രൂക്ഷ വിമർശനം. കടുത്ത മറുപടി നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സ് മത്സരം മഴ മൂലം വൈകുന്നു. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബൌളിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ സ്വർണം കണ്ണൂരിന്. പോയിന്റ് നിലയിൽ പാലക്കാട് മുന്നിൽ. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ 3000 മീറ്ററിൽ ഗോപിക്ക് സ്വർണം. മുഹമ്മദ് അമീനും ബിജോയ് ജേക്കിനും നിത്യയ്ക്കും സ്വർണം. വിശദമായ വാർത്തകളിലേക്ക്. പത്തനംതിട്ടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കുമ്പളാത്താമൻ സ്വദേശി സംഗീതിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ആറന്മുള സത്രക്കടവിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശശിനാരായണൻ, ഇതെപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ഇതെങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നാണ് കരുതുന്നത്? ശശിനാരായണിലേക്ക് തിരികെ എത്താം. പത്തനംതിട്ടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കുമ്പളാത്തമ്മൻ സ്വദേശി സംഗീതിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ആറന്മുള സത്രക്കടവിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഗീതിനെ കാണാതായത് ഒക്ടോബർ 1 ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, ഈ ഒക്ടോബർ 1 ഈ സംഗീതിനെ കാണാതാകുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ സംഗീതിനെ കാണാതാകുന്നത്? ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തി എന്ത് സംഭവിച്ചതാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഒക്ടോബർ 1 സംഗീതിനെ വീട്ടിൽ നിന്ന് സുഹൃത്തിനൊപ്പം ഓട്ടോറിക്ഷയിൽ പോവുകയും പിന്നെ തുടർന്ന് സമീപത്തെ തോട്ടിൽ വീണ് കാണാതാവുകയും ചെയ്യുന്നത്. ആ 16 ദിവസം കഴിഞ്ഞ് 16 ദിവസമായി ഈ സംഗീത് തോട്ടിൽ വീണു എന്ന് സുഹൃത്ത് പറയുന്നത് മാത്രമാണ് ഈ വീട്ടുകാർക്ക് അറിയാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ഈ 6-7 ദിവസമായി തുടർച്ചയായി തെരച്ചിൽ നടത്തിയെങ്കിലും പിന്നീട് സംഗീതിനെ കാണാതാകുകയാണ്. പക്ഷേ ഈ സംഗീതിനെ സുഹൃത്ത് പ്രദീപ് വിളിച്ചോണ്ട് പോകുന്നത് ഏതെങ്കിലും ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ വരെ കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോഴും സമാനമായ രീതിയിലാണ് കുടുംബത്തിന്റെ ഒരു ആരോപണമുള്ളത്. പക്ഷേ സംഗീതും ഈ പ്രദീപും ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോവുകയും സംഗീതം മാത്രമാണ് ഓട്ടോയിലിരിക്കുകയും ഓട്ടോ റിക്ഷയിൽ നിന്നും പിന്നീട് ഇറങ്ങി ഈ ഇത്തരത്തിലുള്ള ഒരു തോട്ടിലേക്ക് മതിലിരുന്ന സമയത്ത് തോട്ടിലേക്ക് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ഒഴുക്കൽപ്പെട്ട കാണാതായ നിലപാടിൽ തന്നെയാണ് പ്രദീപ് പറയുന്നത്, കൂടെ പോയ സുഹൃത്തായ പ്രദീപ് പറയുന്നത്. പക്ഷെ വീട്ടുകാര് കാര്യത്തിലൊരു വിശ്വാസക്കുറവൊക്കെ ഇന്നലെയൊക്കെ നമ്മളെ പ്രകടിപ്പിച്ചു. അത്തരത്തിൽ വാർത്തകളൊക്കെ മാധ്യമങ്ങളും ഇവിടെ വന്നിരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ ഈ സംഗീതിന്റെ മൃതദേഹം ആറന്മുള സത്രക്കടൽ വെച്ചാണ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് തെരച്ചിൽ നടത്തി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പമ്പയാറ്റിലും അതുപോലെ തന്നെ സംഗീത് വീണ ആറ്റിലുമൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് മൃതദേഹം ഒരു 12 മണിയോടുകൂടിയാണ് ആറന്മുള സത്രക്കടൽ വെച്ച് കണ്ടെത്തിയത്. ബന്ധുക്കളും ഇത് വന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഗീതിന്റെ തന്നെയാണ് മൃതദേഹം എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ദുരൂഹത ഇനിയും ഇത് നീങ്ങാനുണ്ട്. സംഗീതിന് കൂട്ടുകാരനൊപ്പം പോയതിനു ശേഷം കാണാതായതുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ്. അക്കാര്യത്തിൽ വ്യക്തത ഇപ്പോഴുമില്ല. എന്തായാലും ഈ പോലീസ് വിശദമായ ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായി നടത്തുന്നുണ്ട്. അതിനൊരു അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും വിശദമായ ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ.
അതെ, ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ സംഗീതിനെ കാണാതായി എന്ന് ഈ സുഹൃത്ത് പറയുന്ന സ്ഥലത്തു നിന്നും ഇപ്പോൾ ഇത് എത്ര ദൂരം അകലെ മാറിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്? ഈ സുഹൃത്ത് പറയുന്നത് എന്തായാലും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാകില്ലല്ലോ, അല്ലേ? അതെ, ഈ സുഹൃത്ത് ഈ സംഗീതിന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി എന്നാണ് പ്രതി എന്ന് പറയുന്നത്. ഇവർ തമ്മിലാണ് ഈ ഒക്ടോബർ 1 രാത്രിയിൽ ഓട്ടോറിക്ഷയിൽ പ്രദീപിന്റെ സുഹൃത്തിന് സാധനം വാങ്ങാൻ വേണ്ടി ഈ കുമ്പളത്താമൺ പ്രദേശത്തേക്ക് ഒരു കടയിലേക്ക് പോകുന്നത്. രാത്രിയാണ് പോകുന്നത്. ആ രാത്രിയിൽ പോയതിനു ശേഷം പിന്നീട് ഈ ഓട്ടോറിക്ഷ പോയതിനു ശേഷമാണ് ഈ സംഗീതിനെ പിന്നെ കാണാതാകുന്നത്. ആ കാണാതാകുന്ന വിവരം പ്രദീപ് വീട്ടിൽ വന്ന് പറയുമ്പോഴാണ് ഈ വീട്ടുകാർ അറിയുന്നത്. ഇത്തരത്തിൽ തോട്ടിൽ വീണ് ഒഴുക്കിൽപ്പെട്ട് സംഗീതിനെ കാണാതാകുക എന്നുള്ള വിവരം വീട്ടുകാർ അറിയുന്നത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ വിവരം ഇപ്പോഴും വീട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല. അതാണ് ഈ കേസിൽ ഒരു ദുരൂഹത ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി സംഗീതിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് നടത്തിയിരുന്നു. ഇന്ന് ആ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പ്രദീപ് പറയുന്നത് താൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. സംഗീതമായി ഓട്ടോറിക്ഷ പോയ ശേഷം തൊട്ടടുത്ത സാധനം വാങ്ങാൻ കടയിൽ കയറിയപ്പോൾ സംഗീത് ഓട്ടോറിക്ഷയിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ കടക്കാരനും സംഗീതിനെ കണ്ടതായി പറയുന്നത്. അത്തരത്തിൽ കടക്കാരനും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ സാധനം വാങ്ങി തിരികെ വരുമ്പോൾ സംഗീത് ഓട്ടോറിക്ഷയിൽ ഇല്ലാതാകുന്നു. ആ തൊട്ടടുത്ത തോട്ടിലേക്ക് വീണു എന്നൊരു ശബ്ദം കേട്ടു എന്നാണ് കടക്കാരനും പ്രതിയും പറയുന്നത്. അത്തരത്തിലൊരു അന്വേഷണമാണ് പോലീസ് നടത്തിയത്. അങ്ങനെ ആ പ്രദേശത്തെല്ലാം അന്വേഷണം നടത്തിയതിന് ഈ 10-16 ദിവസമായിട്ടും സംഗീതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നാണ് മൃതദേഹം. ഇപ്പൊ ഈ സംഗീതിനെ കാണാതായ സ്ഥലത്ത് നിന്നും ഏകദേശം 10-23 കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ ഈ പമ്പയാറിന്റെ തീരത്ത് സത്രക്കടവിൽ ഈ മൃതദേഹം കണ്ടെത്തുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തും. കാരണം പ്രദീപ് പറയുന്നത് താൻ്റെ കൂടെ വന്നതാണ്. പക്ഷെ താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. സംഗീതനെ ഓട്ടോറിക്ഷയിൽ ഇരുത്തിയിരുന്നു. താൻ കടയിൽ പോയപ്പോൾ സംഗീതം ഇറങ്ങി മതിലിരിക്കുന്ന സമയത്ത് മതിലിൽ നിന്ന് മറിഞ്ഞ് തോട്ടിലേക്ക് വീണാണ് കാണാതായെന്നുള്ള രീതിയിലാണ് പ്രദീപ് പറയുന്നത്. അത് തന്നെ ആ രീതിയിൽ ഉറച്ചു നിൽക്കണം, ആ വഴിയിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ദുരൂഹത ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. എന്തായാലും വീട്ടുകാർ ഇന്നലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ കാര്യത്തിൽ ഒരു ദുരൂഹത ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കി. ശശിനാരായണൻ, വീട്ടുകാർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അവരുടെ ഒരു പക്ഷം എന്താണ്? അവര് ഈ പ്രദീപിനെ നേരത്തെ അറിയാവുന്ന ആളുകളായിരിക്കുമല്ലോ, അവർക്ക് എന്താണ് പറയാനുള്ളത്? അതെ, വീട്ടുകാരും പ്രദീപൊക്കെ വീട്ടുകാർ സുഹൃത്തുക്കളാണ്. പ്രദീപും ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നേരത്തെ ആയിരുന്നു. അദ്ദേഹം അത്തരത്തിലുള്ള ഒരാളാണ്. അപ്പൊ ഇവര് ഒരു കൂട്ടുകാരൻ നിലയ്ക്ക് ആ ദിവസം ഈ സംഗീതിനെ കാണാതാവുന്ന ദിവസം ആ പ്രദീപിന്റെ വീട്ടിൽ സംഗീത് ചെല്ലുകയും തുടർന്ന് സംഗീതിന്റെ സുഹൃത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോവുകയും ചെയ്യുകയായിരുന്നു. ആ കൂട്ടത്തിൽ സംഗീത് ആവശ്യപ്പെട്ടു പ്രദീപിനോട് ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇവര് സംഗീതിന്റെ വീട്ടിലെ ഓട്ടോറിക്ഷയിൽ ഇവർ രണ്ടുപേരും കൂടി ഇത്തരത്തിൽ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നത്. ആ സമയത്ത് രാത്രിയിലാണ് ഇത്തരത്തിൽ സംഗീത് തൊഴിൽ വീണം കാണാതാകുന്നത്. പക്ഷെ ഇതിനിടയിൽ ഇന്നലെ ഈ പ്രദീപ് പറയുന്ന കൂട്ടുകാരനായ പ്രദീപ് പറയുന്ന ഒരു മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പൊ സംഗീത് ഷാപ്പിൽ പോയിരുന്നെന്നും മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഇന്നലെ പ്രദീപ് നമുക്ക് ഇന്നലെ വാർത്തയ്ക്കൊക്കെ ഒരു ബൈറ്റ് വരെ ഒടുക്കിയിരുന്നു. അത്തരത്തിലൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഓട്ടോറിക്ഷ തന്നെയാണ് സംഗീതിനെ ഇരുത്തിയിരുന്നത്. അതിനുശേഷം കടയിലേക്ക് സാധനം വാങ്ങാൻ പ്രദീപ് പോയി. ആ സാധനം വാങ്ങുന്നതിനിടയിലാണ് ഈ കലിങ്ങിനടുത്ത് ഓട്ടോറിക്ഷ നിർത്തിയത്. ആ ഓട്ടോറിക്ഷയിൽ നിന്ന് സംഗീത് തോട്ടിലേക്ക് വീഴുകയാണ്. നല്ല മഴയുള്ള സമയമാണ്. തോട്ടിലേക്ക് നിറയെ വെള്ളമുള്ള സമയമായിരുന്നു ഈ 1 ഒക്ടോബർ 1 എന്ന് പറയുന്നത്. ആ വെള്ളത്തിൽ വീണം ഒഴുക്കിൽപ്പെട്ടു പോയെന്നുള്ള രീതിയിലാണ് പ്രദീപ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ട പോലീസാണ്. ആ കടക്കാരനും പറയുന്നു ഈ ഓട്ടോറിക്ഷയിൽ ഒരാളെ കണ്ടിരുന്നതായി പറയുന്നു. ആ അത്തരത്തിൽ പക്ഷേ സംഗീതാണോ എന്നുള്ള ഉറപ്പിച്ചുള്ള കാര്യം കടക്കാരൻ പറയുന്നത്. പക്ഷെ ഓട്ടോറിക്ഷയിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കടക്കാരനും നമ്മളോട് ഇന്നലെ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇതിനകത്തൊരു ദുരൂഹത ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് പോലീസാണ്. അത്തരത്തിൽ പോലീസിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു. അതിനിടയിലാണ് ഇപ്പോൾ സംഗീതനെ കണ്ടത്. സംഗീതനെ അന്ന് കാണാതായ അന്ന് മുതൽ മലയാളപ്പുഴ പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. കുടുംബം എസ്.ഐക്ക് പരാതി നൽകിയിരുന്നു. ഒരു വിശദമായ അന്വേഷണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തി വരികയാണ്. അങ്ങനെയാണ് ഇന്ന് തിരച്ചിൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആറന്മുള സത്രക്കടവിന് സമയം, അതായത് ആറന്മുള വള്ളംകളിയൊക്കെ നടക്കും, ജലോത്സവമൊക്കെ നടക്കുന്നതിന്റെ തൊട്ട് താഴെ, അതായത് നിലവിലുള്ള ഈ സംഗീത ഉപ്ലാത്താമൺ സ്ഥലത്ത് നിന്നും ഇവിടത്തേക്ക് ഒരു 10-23 കിലോമീറ്റർ ദൂരമെങ്കിലും ഉണ്ട്. പമ്പാ നദിയിലേക്ക് തോട്ടിലെ വെള്ളം പമ്പാ നദിയിലാണ് ഒഴിച്ചിരുന്നത്. അവിടുന്ന് നേരെ ഈ ആറന്മുള സത്രക്കടവിലാണ് ഇപ്പം മൃതദേഹം കണ്ടെത്തുന്നത്. ഈ ബന്ധുക്കൾ വന്നു, ഈ മൃതദേഹം കണ്ടു, ഉറപ്പിച്ച് സംഗീതിക്കുന്ന ഡ്രസ്സാണെന്ന് പറയും. ഇത് പോലീസ് സംഗീതാണെന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നു. മൃതദേഹം അഴുകിയ നിലയിലാണ് എങ്കിലും സംഗീത് തന്നെയാണെന്നാണ് ബന്ധുക്കൾ ഉറപ്പ് പറയുന്നത്. അത്തരത്തിൽ പോലീസ് നമുക്കിപ്പോൾ ഉറപ്പും നൽകിയിട്ടുണ്ട്. ശശിനാരായണൻ, ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ ഈ പ്രദേശത്ത് നല്ല മഴയുണ്ടായിരുന്നു, നല്ല നീരൊഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാകാം ഈ ഒരു 16 ദിവസം എടുത്തത് ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടല്ലേ?
ആര്യ ഈ സംഗീതനെ കാണാതായതിനു ശേഷം വലിയ രീതിയിലുള്ള സംഗീത ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വിശ്വാസമായിരുന്നു കുടുംബം. കാരണം സംഗീതം ചിലപ്പോൾ ഒരുപക്ഷെ അവിടുന്ന് ആ വഴി വന്ന വണ്ടിയിലെങ്ങാനും കയറി പോയതാണോ എന്നുള്ള കാര്യമുണ്ട്. സംഗീത ഈ തോട്ടിൽ വീണു എന്ന് പറയുമ്പോൾ കടക്കാരും പറയുന്നത് മാത്രമാണ് ഒരു ശബ്ദം കേട്ടു, അത് സംഗീതമാണോ വീണതിനും വേറെന്തോ